അവൻ്റെ കൂടെ ടൈം എടുത്തിട്ട് റണ്ണായിട്ട് സ്റ്റാർട്ട് അതില്ലേ കണ്ടില്ലല്ലോ. ഓക്കെ നല്ല ലാഗ് ഉണ്ടല്ലോ. ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് വെച്ചിട്ടാൽ മതി. ലൈവ് നല്ല നിൽക്കരുത്. ഓക്കെ കുഴപ്പമില്ല. എട്ട് സെക്കൻഡ്. ഓക്കെ ആയിക്കോട്ടെ എന്നാലും. ഇടയ്ക്ക് ചാർജ് കിട്ടുക അല്ലേ വീഡിയോ മാറ്റിയിട്ട്? ആ ഇതിപ്പോൾ കുത്താം. ഓക്കെ അപ്പോൾ റീജോയിൻ ചെയ്തോ? ഓക്കെ എല്ലാവരും തിരിച്ച് ജോയിൻ ചെയ്തോ? നമ്മൾ ചെറിയ സെറ്റിങ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഓക്കെ സോ ബാക്ക് ടു ചാപ്റ്റർ. എല്ലാവരും ജോയിൻ ചെയ്തോ?
ഇവിടെ ആരും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തംസ് അപ്പോ അല്ലെങ്കിൽ സംതിങ് ഇൻ ദ ചാറ്റ് ബോക്സ് ജസ്റ്റ് നോ ഇഫ് യു ജസ്റ്റ് കം ഓർ നോട്ട്. ആരും ജോയിൻ ചെയ്തിട്ടുണ്ട്, അത് ആരെന്ന് അറിഞ്ഞതെങ്കിൽ ജസ്റ്റ് മേക്കിംഗ് ഇൻട്രാക്റ്റീവ് നോ. ഓക്കെ, ലഹാൽ ജോയിൻ ചെയ്തു. ഗുഡ്. Okay, shall I start or just wait for rest of one? ലഹാൽ പറയൂ. As you wish, sir. All right. സോ അപ്പോൾ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, നമ്മുടെ ഐപാഡിൻ്റെ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ഒരു ചാർജിങ് ടൈം. സോ തൽക്കാലം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ NCERT ഉണ്ടല്ലോ ഫ്രണ്ടിൽ, ആ NCERT ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇപ്പം ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ഞാൻ പറയുന്ന പോയിന്റ്സ് എല്ലാം NCERT ഞാൻ പറഞ്ഞത് NCERT വെച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. സോ NCERT പോയിന്റ്സ് തന്നെയാണ്. സോ ജസ്റ്റ് കുറച്ച് നേരം എൻ്റെ മുഖം ഒന്ന് കുറച്ച് വലുതാക്കി കണ്ടോ. ഓക്കെ. ഓൾ റൈറ്റ്. സോ പറഞ്ഞതെന്ന് വെച്ചാൽ ഫസ്റ്റ് കിങ്ഡം മോണിറ. കിങ്ഡം മോണിറ ഞാൻ നേരത്തെ പറഞ്ഞു, കിങ്ഡം മോണിറ കംപ്രൈസസ് ഓഫ് ബാക്ടീരിയാസ്. ആ കിങ്ഡം മോണിറയെ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നിങ്ങനെ രണ്ടെണ്ണാക്കി മാറ്റി. അതാണ് നമ്മൾ 3 ഡൊമൈൻ സിസ്റ്റം അല്ലെങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ലൈക്ക് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ മൊണീറയ, ലൈക്ക് മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റി ആൻഡ് ആനിമേലിയ. അതിൽ മൊണീറയെ നമ്മൾ രണ്ടാക്കി മാറ്റി എന്ത് ചെയ്തു, ആർക്കി ബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ ഇങ്ങനെ രണ്ടാക്കി മാറ്റി. മൊത്തം ടോട്ടൽ ദർ ആർ 6 കിങ്ഡംസ്. So that's the 6 kingdom classification, and moreover we can say it as a 3 domain classification. So അതിൽ ഫസ്റ്റ് വരുന്ന സംഭവം മൊണീറ. മൊണീറ is the most primitive form of life എന്ന് പറയാൻ പറ്റും. മൊണീറ എസ്പെഷ്യലി ദ ആർക്കി ബാക്ടീരിയ ടൈപ്പ്. സോ അതിനെ കുറച്ച് ലൈക്ക് ഫീച്ചേഴ്സാണ് പറയും. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് ലൈക്ക് ഞാനൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് എവറി സിംഗിൾ പോയിന്റ് ഇൻ ദ NCERT എല്ലാ സെൻറ്റൻസും ഓരോ പോയിന്റ് ആയിട്ടാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ പോയിന്റ്സും കാണാപ്പാടം വരണം. കാണാപ്പാടം നമ്മൾ മനസ്സിലിങ്ങനെ താനെ വരണം. ഓക്കെ, ആ ഒരു ഫ്ലോയിൽ തന്നെ കിട്ടണം. ആ ഫ്ലോയിൽ കിട്ടണം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് റീഡിങ്. ഓക്കെ, ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുത്തതിന് ശേഷം ലൈക്ക് ഇപ്പോൾ ആരൊക്കെ ഉണ്ട്, ലൈക്ക് ലഹാൽ ഓൾറെഡി ഉണ്ട്. സോ ലഹാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഈ ക്ലാസ് നിർത്തിയതിന് ശേഷം ബുക്ക് എടുക്കണം, NCERT ബുക്ക് എടുക്കണം, എന്നിട്ട് ഇത് വായിച്ചു നോക്കണം. ഓക്കെ, എല്ലാ കാര്യങ്ങളും നേരത്തെ പറഞ്ഞ ലിവിങ് വേൾഡിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ, ലിവിങ് വേൾഡ് കാര്യം എല്ലാം കറക്റ്റ് തന്നെ വായിച്ചു നോക്കണം. എന്നിട്ട് ബയോളജി ക്ലാസിഫിക്കേഷൻ എടുക്കുക, ഫസ്റ്റ് വിറ്റ ക്ലാസിഫിക്കേഷൻ എടുക്കുക, ആ ബോക്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ബോക്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. എന്നിട്ട് മൊണീറ എടുക്കുക. മൊണീറ ഓരോ സെൻറ്റൻസും ലൈക്ക് ട്രൈ ടു റീപ്രൊഡ്യൂസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ആ സെൻറ്റൻസ് നിനക്ക് തന്നെ സ്വന്തം പറയാൻ പറ്റുന്ന രീതിയിൽ നീ ആക്കിയെടുക്കണം. ഓക്കെ, അത് എനിക്ക് പറയുന്നൊരു ലിമിറ്റ് ഉണ്ട്, എനിക്ക് പറഞ്ഞുതരാൻ പറ്റും, അത് നീ കേൾക്കുന്നു. സോ ഇറ്റ്സ് എ വിഷ്വൽ ലേണിംഗ്, റൈറ്റ്? വിഷ്വൽ ലേണിംഗ് ഉണ്ട്. ആൻഡ് പിന്നെ ലൈക്ക് ഓഡിറ്ററി ലേണിംഗ്, ഞാൻ പറഞ്ഞത് നീ കേൾക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഓഡിറ്ററി ലേണിംഗ്. പിന്നെ എന്താ വെച്ചാൽ ലൈക്ക് ഒറേറ്ററിക്കൽ ലേണിംഗ് ഉണ്ട്, മനസ്സിൽ നിന്ന്. അത് ശരിക്കും വെച്ചാൽ ഇതെല്ലാം ഇൻപുട്ടാണ്. ലൈക്ക് വിഷ്വൽ ഇമേജസ് ആയാലും ലൈക്ക് ഓഡിയോ ഇമേജസ് ആയാലും, ലൈക്ക് ഓഡിയോ ഇമേജ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഓഡിയോ ട്രീറ്റ്സ് എല്ലാം മനസ്സിലെത്തുന്നു അല്ലെങ്കിൽ ബ്രെയിനിലെത്തുന്നു. ഓക്കെ, ബ്രെയിനിലെത്തിയിട്ട് അത് അവിടെ ഫീഡ് ചെയ്ത് കിടക്കുന്നു. ഇനി അത് നീ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാൽ സംടൈംസ് യു വോണ്ട് ഗെറ്റ് ഇറ്റ്, ഒറ്റടിക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നീ ഒന്ന് NCERT നോക്കുക. NCERT നോക്കി ഇതിങ്ങനെ പോയിൻ്റാണ്. സോ ഓക്കെ, ജസ്റ്റ് കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് ദെൻ ട്രൈ ടു റീഡ് ഇറ്റ് യുവർ സെൽഫ്. നിന്നെക്കൊണ്ട് സ്വയം പറയാൻ ശ്രമിക്കുക. ലൈക്ക് സംടൈംസ് ഒരാൾക്ക് അങ്ങനെ പറയാറുണ്ട്, ഒരാൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ലൈക്ക് ആ ഒരു ടോപ്പിക്കിലെ നോളജ് കംപ്ലീറ്റ് ആവുന്ന. അങ്ങനെയാണ് ലൈക്ക് വേറെ ആൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമ്പോൾ. ഓക്കെ, സോ ആ ഒരു ലെവലിലേക്ക് നിനക്ക് എത്താൻ പറ്റണം. ഇപ്പോൾ സപ്പോസ് ഒരു ഇമാജിനറി ഫ്രണ്ട് നിൻ്റെ അടുത്ത് വരുന്നു, എന്നിട്ട് പറയുന്നു, എനിക്ക് മൊണീറയെ കുറിച്ച് ഒന്നും അറിയില്ല, മൊണീറയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയണേ, ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അങ്ങനെ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ലഹാൽ, ദാറ്റ്സ് ദ യുവർ ടീച്ചിങ് ഇസ് കംപ്ലീറ്റ്. ലൈക്ക് യു ആർ എക്സ്പേർട്ട് ഇൻ ദ സബ്ജക്റ്റ്. ഇത്രയും നേരം യു ആർ എക്സ്പെർട്ടൈസിങ് യുവർ സെൽഫ്, ബട്ട് ആഫ്റ്റർ ദാറ്റ് യു ആർ ആൻ എക്സ്പേർട്ട് ഇൻ ദ ടോപ്പിക്. ആ ടോപ്പിക് പിന്നെ നീ മറക്കുകയില്ല വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് മൊണീറ. Some of them are joined here. Okay, then okay.
സോ കിങ്ഡം മൊണേറ കുറച്ച് ഇതിന് ഉണ്ടാവുള്ളൂ, കുറച്ച് ഇതിന് ഇങ്ങനത്തെ ഈ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം വീണ്ടും NCERT എടുക്കുന്നതാണ്. ഓക്കെ, ഡോണ്ട് വറി. So Kingdom Monera. Bacteria are the sole members of Kingdom Monera. They are they are the most abundant microorganisms. Then bacteria occur almost everywhere. നമ്മളെന്താ പറയുക, കോസ്മോപൊളിറ്റൻ എന്ന് പറയും ബാക്ടീരിയ. കോസ്മോപൊളിറ്റൻ എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പ് ടെറയിലും ബാക്ടീരിയ നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഇൻ ദ ഫ്രോസൺ സ്നോസ് ഓഫ് അന്റാർട്ടിക്ക ആസ് വെൽ ആസ് നമ്മളെന്താ പറയുക ലൈക്ക് ഇൻ ദ ലൈക്ക് തെർമസ് ലൈക്ക് വോൾക്കാനോ ഉണ്ടല്ലോ, വോൾക്കാനൊക്കെ അകത്ത് വരെ നമ്മൾ എന്ത് ലൈക്ക് ബാക്ടീരിയ കണ്ടെത്തിയിട്ടുണ്ട്. തെർമോഫിലിക് ബാക്ടീരിയസ് ആർ പ്രസൻറ്റ് ഈവൻ ഇൻ ദ വോൾക്കാനോസ്. അതുപോലെ സീ വാട്ടർ ദ എക്സ്ട്രീം സീ വാട്ടർ, ഡെഡ് സീ എന്ന് പറയല്ലേ, ചാവുകടലിൽ ഒരു ഓർഗാനിസം ജീവിക്കില്ല എന്ന് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദർ ആർ ഓർഗാനിസംസ്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് കോസ്മോപൊളിറ്റൻ ഓർഗാനിസം. ബാക്ടീരിയ ആർ cosmopolitan organism. Okay, so bacteria occurs almost everywhere. Hundreds of bacteria are present in a handful of soil, 100 bacteria. They also live in extreme habitats, ഞാൻ പറഞ്ഞ same conditions, such as hot springs ഉണ്ട്, deserts, snow and deep oceans where very few other life forms can survive. Okay, ഞാൻ പറഞ്ഞ സെയിം പോയിന്റ്. they occur everywhere. ബാക്ടീരിയയെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തരുന്നത്. Many of them live in or on other organisms as parasites. Parasitic life form ഞാൻ നേരത്തെ പറഞ്ഞു, ലൈക്ക് മൊണിയറൊക്കെ എന്തുണ്ട്, ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്, അതുപോലെ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്തൊക്കെ പറഞ്ഞു, ഞാൻ സാപ്രോഫൈറ്റിക് പറഞ്ഞു, അതുപോലെ പാരസിറ്റിക്കും പറഞ്ഞു. അതിൽ പാരസിറ്റിക് എന്ത് പറയാൻ പറ്റും, ദേ ക്യാൻ ലിവ് ഇൻ ഓർ ഓൺ അതർ ഓർഗാനിസം. നമുക്കറിയാം നമ്മുടെ ലൈക്ക് ഒരുപാട് ഇൻഫെക്ഷൻസ് വരുന്നതാണ് നമുക്ക്, സ്കിന്നിൻ ഇൻഫെക്ഷൻസ് ഒക്കെ. സ്കിൻ ഇൻഫെക്ഷൻസ് ആർ ഓൾ ലൈക്ക് ദ ബാക്ടീരിയ ആർ ലിവിങ് അപ്പോൺ ദ സ്കിൻ. And എന്നാൽ various other things are there, various other infections like infected endocarditis, various other infections are there. അല്ലെങ്കിൽ ലൈക്ക് സിമ്പിൾ ലൈക്ക് GI ഡയറിയ അങ്ങനെയൊക്കെ വരുമ്പോൾ ലൈക്ക് ഇറ്റ് ഇസ് ഇൻറ്റസ്റ്റിനൽ, ലൈക്ക് മീൻസ് ഇൻസൈഡ് ദ ബോഡി ദ ബാക്ടീരിയസ് ആർ ലിവിങ് ഇൻസൈഡ് ദ ബോഡി. ഷിഗല്ല അല്ലെങ്കിൽ ഈ കോളയൊക്കെ വെച്ചിട്ട് എന്ത് പറ്റുന്നു, ബാക്ടീരിയ കാരണം ഡിസെൻട്രി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡയറി ഉണ്ടാകുന്നു. ഇതെല്ലാം ബാക്ടീരിയ ലിവിങ് ഇൻസൈഡ് ദ ബോഡി ആസ് പാരസൈറ്റ്. ഓക്കെ, ഔട്ട്സൈഡ് ദ ബോഡി ആവാം, ഇൻസൈഡ് ദ ബോഡി ആവാം. ഓക്കെ, സോ നെക്സ്റ്റ് ബാക്ടീരിയ ആർ ഗ്രൂപ്ഡ് അണ്ടർ 4 categories based on their shape. ആ 4 categories നിങ്ങൾ നോക്കുക, NCERT നോക്കുക, നിങ്ങൾ NCERT open up the NCERT and take the Monera section and you can see 4 spaces there. Cocci bacteria, then Bacilli bacteria, Spirilla bacteria and Vibrio bacteria. Based on the shapes, these are classified based on the shapes here. So it is cocci, spherical shaped bacteria. Okay, cocci are spherical shaped bacteria. Next, rod shaped bacteria ആണ് എന്ത്, Bacillus are rod shaped bacteria. There. Next, then the Vibria, comma shaped bacteria. നോക്കൂ, Vibria comma shaped bacteria ഉണ്ട്. പിന്നെ spiral shaped, spirillum shaped, spirilla is the spirillum shaped bacteria. So they are the most common shapes in bacteria there. ഇതിലെല്ലാം വെറൈറ്റി ഒരുപാട് വേരിയേഷൻസ് വരുന്നുണ്ട്. ബട്ട് ദീസ് ആർ ദ മെയിൻ 4 categories. സോ പറയോ, നിങ്ങൾ പറയുന്നു, നിങ്ങളിപ്പോൾ സങ്കല്പിക്കാൻ നിൽക്കുകയല്ലേ ഇവിടെ, ഒരു ക്ലാസ്സിലുള്ള പോലെ തന്നെ പറയൂ, വാട്ട് ആർ ദ 4 types of bacteria പറയൂ. നിങ്ങൾ കുറച്ച് തന്നെ പറഞ്ഞോളൂ. ഏതൊക്കെ 4 types of bacteria are coccus bacteria which are spherical in shape, bacilli bacteria which are rod shaped, then vibrio comma shaped, they are the vibrio, then spiral shaped, they are the spirillum. ഓക്കെ, ഇതിൽ ചെറിയ പ്രത്യേകത ഒരു കാര്യം ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ ഈ ഫിഗർ നോക്കൂ, ബാസിലൈ ബാക്ടീരിയക്കകത്ത് there are spores found in there, right? Bacilli spores are there in there, bacilli. നെക്സ്റ്റ് സ്പൈറില്ല ഷേപ്പിൽ ഫ്ലജല്ല ഉണ്ട്. ഓക്കെ, ഇതെല്ലാം ആ പിക്ചറിൽ നിന്ന് റീഡിംഗ് ആണ്. പിക്ചർ റീഡിങ്സ് ഓൾസോ നെസസറി ഫോർ നീറ്റ് സിലബസ്. ഇതെല്ലാം ചോദിക്കാം. വാട്ട് ഈസ് ദ ഫ്ലജല്ല കണ്ടെയ്നിങ് ബാക്ടീരിയ ഏതാന്ന് ചോദിച്ചാൽ നിനക്ക് എന്താ പറയാൻ പറ്റും, സ്പൈറിൽ എന്ന് പറയാൻ പറ്റും. ജസ്റ്റ് അതിവിടെ എഴുതിയിട്ടില്ല, വി ജസ്റ്റ് ഫൗണ്ട് ഇറ്റ് ഫ്രം ദ ഫിഗർ. Okay, so these are the main 4 shapes of the bacteria, Monera. Next, though the bacterial structure is very simple, they are very complex in behavior. This is an important statement. Bacterial structure is very simple, but behavior very complex. Structure simple ആണ്, behavior very complex ആണ്. Compared to many other organisms, bacteria are as a group show the most extensive metabolic diversity. മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ഏറ്റവും അധികം കാണിക്കുന്നത് മൊണേറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ലൈക്ക് മോഡേൺ ന്യൂട്രീഷൻ എടുത്ത് കേസ് പറഞ്ഞു. അതായത് എന്തൊക്കെ പറ്റുന്നു, ഓട്ടോട്രോഫിക് ഉണ്ട്, ഓട്ടോട്രോഫിക്കിൽ തന്നെ ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, എന്തുണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. അതുപോലെ ലൈക്ക് ഹെട്രോട്രോഫിക് പറയുകയാണെങ്കിൽ ഹെട്രോട്രോഫിക്കിൽ എന്തൊക്കെയുണ്ട്, ഹെട്രോട്രോഫിക്കിൽ സാപ്രോഫൈറ്റിക് ഉണ്ട്, പാരസിറ്റിക് ഉണ്ട്. സോ ഇറ്റ് ഷോസ് എ വൈഡ് വെറൈറ്റി ഓഫ് മെറ്റബോളിസം ഹിയർ. ഓക്കെ, സോ നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ.
Now what happens is that some of the bacteria are autotrophic. ഇതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഞാൻ ഇന്നലെ ഒരു അസേർഷൻ റീസണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അസേർഷൻ റീസൺ, ദാറ്റ് മീൻസ് ഫസ്റ്റ് ഒരു അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അസേർഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് കൊടുക്കുന്നു? ബാക്ടീരിയ ആസ് എ ഗ്രൂപ്പ് ഷോ ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. റീസൺ, വാട്ട് ഇസ് ദ റീസൺ? റീസൺ ആയിട്ട് പറയുന്നു സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്, സം ഓഫ് ദ ബാക്ടീരിയ ഹെറ്റോട്രോഫിക്. ഹെറ്റോട്രോഫിക്കിൽ തന്നെ എന്തൊക്കെയുണ്ട്? പാരസിറ്റിക് ഉണ്ട്, സാപ്രോഫൈറ്റിക് ഉണ്ട്. ഓട്ടോട്രോഫിക്കിൽ തന്നെ എന്തുണ്ട്? ഫോട്ടോസിന്തറ്റിക് ഉണ്ട്, കീമോസിന്തറ്റിക് ഉണ്ട്. ഇതെല്ലാം റീസണായി പറഞ്ഞൂടെ? യെസ്. സോ ദാറ്റ്സ് വൈ ദ ബിഹേവിയർ അല്ലെങ്കിൽ ബാക്ടീരിയ ആർ ദ മോസ്റ്റ് എന്താ പറയുക ലൈക്ക് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി ഷോ ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസമാണ് മൊണീറയുള്ളത്. ഓക്കെ, സോ അവിടെ പറയുന്നു സം ഓഫ് ദ ബാക്ടീരിയ ആർ ഓട്ടോട്രോഫിക്, ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ് ഫ്രം ഇനോർഗാനിക് സബ്സ്റ്റൻസ്. They may be photosynthetic autotrophic or chemosynthetic autotrophic. Majority bacteria heterotrophic. Okay, so this is the brief introduction about bacteria. Bacteria brief introduction നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ബ്രീഫ് ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്തു? നമ്മൾ പറഞ്ഞു ബാക്ടീരിയ അബണ്ടന്റ് മൈക്രോ ഓർഗാനിസം ആണ്, എല്ലായിടത്തും കാണും, കോസ്മോപൊളിറ്റൻ ആണ്. എവിടെ കാണും? ഹോട്ട് സ്പ്രിങ്ങിൽ കാണാൻ പറ്റും, ഡെസേർട്സിൽ കാണാൻ പറ്റും, ഡീപ്പ് ഓഷ്യനിൽ കാണാൻ പറ്റും. അങ്ങനെ ബാക്കിയുള്ള ലൈഫ് സർവൈവ് ചെയ്യാത്തിടത്ത് പോലും മൊണീറ അല്ലെങ്കിൽ ബാക്ടീരിയ സർവൈവ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഷേപ്സിനെ പറ്റിയാണ്. ഷേപ്സിനെ പറ്റി നമ്മൾ 4 ഷേപ്സ് പറഞ്ഞു. 4 ഷേപ്സ് ഏതൊക്കെയാണ്? ദേ ആർ the rod shaped bacilli, spherical shaped cocci, coma shaped vibrio, and then last one spiral shaped spirilla. ഈ 4 ഷേപ്സ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു then though the bacterial structure is simple, the behavior is very complex. Okay, then they come back to many other organisms. Bacteria as a group, what they happen, they show the most extensive form of metabolic diversity. കാരണം അതിനകത്ത് എന്തുണ്ട്? അതിനകത്ത് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഉണ്ട്. ഓട്ടോട്രോഫിക് ന്യൂട്രീഷനകത്ത് they are photosynthetic and chemosynthetic. ഓക്കെ, ആൻഡ് ഹെറ്റോട്രോഫിക്കിലാണെങ്കിൽ ദേ ആർ പാരസിറ്റിക് ആൻഡ് സാപ്രോഫൈറ്റിക്. സോ ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ പറയുന്നത് ബാക്ടീരിയ ഷോസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. ഓക്കെ, സോ ദിസ് അബൌട്ട് ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് മൊണീറ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു മൊണീറയെ നമ്മൾ 2 ക്ലാസ്സാക്കി ഡിവൈഡ് ചെയ്തു. നമ്മൾ 3 ഡൊമൈൻ സിസ്റ്റത്തിൽ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്നിങ്ങനെ 2 ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ? ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ. സോ ഇനി നമ്മൾ അതിനെ പറ്റിയ കുറച്ച് പറയുന്നത്. സോ ഫസ്റ്റ് വൺ ആർക്കി ബാക്ടീരിയ എടുക്കും. എടുത്തില്ലേ? സോ ഇവിടെ എല്ലാ പോയിന്റും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞില്ലേ പോയിന്റ് വൈസ് പഠിക്കാൻ ശ്രമിക്കുക. പോയിന്റ് വൈസ് പഠിച്ചാൽ നമുക്ക് മറക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു നീറ്റ് ഫേസിലൊക്കെ. ലൈക്ക് ഓരോ പോയിന്റ്സും ഞാൻ എൻ്റെ വിരലിൽ എണ്ണിയെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. എണ്ണിട്ടിട്ട് അതായത് ഫസ്റ്റ് ലേക്സ് ആണെങ്കിൽ ഞാൻ എങ്ങനെ പറയും? ഫസ്റ്റ് ഇതിൻ്റെ ഹാബിറ്റാറ്റിനെ കുറിച്ച് പറയും. പോസ്റ്റ്മോളിറ്റൻ ആണ്, അങ്ങനെയാണ്. എവിടെ കാണുന്നു? ഹോട്ട് സ്പ്രിംഗ് കാണുന്നു, ഡീപ്പ് ഓഷ്യനിൽ കാണുന്നു, ഡെസേർട്സിലാണ്, എല്ലായിടത്തും കാണുന്നു. രണ്ടാമത്തെ പോയിന്റ് ഞാൻ എന്ത് പറയുന്നു? രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്തായിരുന്നു? ഞാൻ പറഞ്ഞത് ലൈക്ക് അതിൻ്റെ സ്ട്രക്ചർ പോലെ. ഓക്കെ, സ്ട്രക്ചർ പോലെ എന്തൊക്കെയാണ്? 4 ടൈപ്പ് സ്ട്രക്ചർ 4 ഞാൻ തന്നെ വായിക്കുന്നു. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ അത് എന്താ സിമ്പിൾ സ്ട്രക്ചറാണ് ബട്ട് കോംപ്ലക്സ് ഇൻ നേച്ചർ. ഓക്കെ, നാലാമത്തെ എന്താ? മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി. അതിന് കാരണം പറയുന്ന 2 പോയിന്റും പറയുന്നു. സോ 4 പോയിന്റ്, അതിന് കുറച്ച് സബ് പോയിന്റ്സ്. ഇതിനകത്ത് നമ്മൾ 3 പാരഗ്രാഫ് വായിച്ചു തീർത്തു. ദിസ് ഈസ് ദ മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെത്തേഡ്. ഇതാണ് മെത്തേഡ്. ഓക്കെ, അതായത് ദ ഹോൾ പാരഗ്രാഫ് നമ്മൾ കൺസൈസ് ചെയ്ത് വെറും 4 പോയിന്റിലാക്കി ചുരുക്കി. 4 പോയിന്റ് കുറച്ച് സബ് പോയിന്റ്സ് ഉണ്ട്, പക്ഷേ അത് മേജർ പോയിന്റ് വരുമ്പോൾ അതിന് കൂടെ പറയാൻ പറ്റണം. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇത് വായിക്കുന്നു, ഈ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങളിത് വായിക്കുമ്പോൾ ഇതുപോലെ 4 പോയിന്റ് കിട്ടുന്നു. 4 പോയിന്റിൻ്റെ സബ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ്ലി ക്രാഷ് കോഴ്സിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ചാൽ അത് തന്നെയാണ്. ഇങ്ങനെയാണ് ടോപ്പേഴ്സ് കിട്ടുന്നത്, ഇങ്ങനെയാണ് നീറ്റിൻ്റെ എല്ലാവരും പഠിക്കുന്നത്. അല്ലാതെ വെറുതെ വായിച്ചു വിട്ട് ഒരു കാര്യമില്ല. വി ഹാവ് ടു കൺസൈസ് എവറിത്തിങ് ഇൻ ടു ഷോർട്ട് പോയിന്റ്സ്. ഈ ഷോർട്ട് പോയിന്റ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അത് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നോ അത് നിങ്ങളുടെ വിജയമായിരിക്കും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതിന് വേണ്ടെന്താ? പ്രാക്ടീസ് വേണം. ഇപ്പോൾ ഞാൻ ഈ ഒരു 4 പോയിന്റ് പഠിച്ചു, പോണിയർക്കകത്തൊരു 5 പോയിന്റ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊട്ടീസ്റ്റ് വരുമ്പോൾ വീണ്ടും അവിടെ ഒരു 10 പോയിന്റ് പഠിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് 4 പോയിന്റ് മറന്നുപോയില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ലേണിംഗ്, റിപ്പീറ്റഡ് വായിച്ചുകൊണ്ടേയിരിക്കുക. ഇവിടെ നിങ്ങൾ മറക്കുന്നു. ബയോളജിയുടെ അടുത്തൊരു പ്രശ്നം, ഇറ്റ്സ് എ വെരി ഹൈലി വോളറ്റൈൽ സബ്സ്റ്റൻസ് എന്ന് പറയില്ല, ഹൈലി വോളറ്റൈൽ സബ്ജക്റ്റ്. നമ്മളത് വായിക്കുമ്പോൾ അത് പെട്ടെന്ന് ആവിയായിട്ട് തന്നെ പോകും. നമ്മൾ വായിച്ച് കുറച്ച് ഒരു 2-3 ദിവസം എടുത്ത് കഴിഞ്ഞ് വായിച്ച് നോക്കുമ്പോൾ പഠിച്ചോ ഇതൊക്കെ ഞാൻ വായിച്ചതാണോ, ഇതൊക്കെ പഠിപ്പിച്ചതാണോ, അതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ലൈക്ക് എന്താ വിബ്രിയോ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, അത് ഞാൻ എവിടെയോ കേട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ. ഇങ്ങനെ ചിന്തകളെല്ലാം വരും. എല്ലാവർക്കും വന്നിട്ടുണ്ട്, എനിക്കൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിബ്രിയോ എന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് മൊണീറക്കകത്ത് ഞാൻ വായിച്ചത്. സോ മൊണീറ എടുത്ത് നോക്കുമ്പോൾ വിബ്രിയോ ഞാൻ കണ്ടു. വിബ്രിയക്കകത്ത് ആരുണ്ട്? വിബ്രിയക്ക് അടുത്ത് ആര് നമ്മൾ കണ്ടു? സ്പൈറലത്തെ കണ്ടു. സ്പൈറലത്തിൻ്റെ അടുത്ത് നമ്മൾ ബാസിലെ കണ്ടു. ബാസിലേക്കകത്ത് സ്പോർ കണ്ടു. അവിടെ നമ്മൾ ഇത് സാധനങ്ങൾ കണ്ടു. സോ ആ ഒരു അപ്രോച്ചിലേക്ക് നിങ്ങൾ വരണം.
ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ഓർത്തെടുത്താൽ കിട്ടിക്കളയുന്ന ഒരു നിർബന്ധമില്ല. കിട്ടിയാൽ യു ആർ ദ ബെസ്റ്റ് വൺ. ബട്ട് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? എടുത്ത് വായിച്ചു നോക്കണം. ആരും നമ്മൾ ജഡ്ജ് ചെയ്യാനൊന്നും പോകുന്നില്ലല്ലോ. നമ്മളെ സ്വന്തം എന്ത് ചെയ്യാനാണ്? നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണ് നമ്മൾ സ്വന്തം, അല്ലേ? കാരണം നമ്മൾ എഴുതുന്ന എക്സാമാണ്, അല്ലേ? നമ്മൾ ബാക്കിയുള്ളവർക്ക് മാർക്സ് മാത്രം നോക്കിയാൽ മതി. എഴുതേണ്ട സംഭവം നമ്മളാണ്, എഴുതേണ്ട നമ്മളാണ്, പഠിക്കേണ്ടത് നമ്മളാണ്. അതിൻ്റെ വിജയം ഏറ്റവും അധികം അനുഭവിക്കുന്നു നമ്മൾ തന്നെയാണ്. ഓക്കെ, സോ ആ ഒരു അപ്രോച്ചിലേക്ക് നിങ്ങൾ വരിക. സോ ബാക്ക് ടു അവർ ടോപ്പിക്, ആർക്കിബാക്ടീരിയ. These bacteria are special since they live in some of the most harsh habitats present in Earth. നമുക്കറിയാം ആർക്കിബാക്ടീരിയ. ഒരു ആർക്കി എന്നൊരു ടേം എവിടെ കണ്ടാലും അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആർക്കി, ദ വേർഡ് മീനിങ് ഇസ് ഓൾഡ്. ഓക്കെ, ഓൾഡ്, ദാറ്റ് മീൻസ് പഴയ ലോകം. നമുക്കറിയാം ഭൂമി അങ്ങനെ ഒറ്റയടിക്ക് ഉണ്ടായതല്ല. ഭൂമി നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ മരങ്ങളൊക്കെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായെന്നല്ല. ഒരു എവല്യൂട്ടറി പ്രോസസ്സ് ഉണ്ട്. ഓക്കെ, എവല്യൂഷൻ നിങ്ങൾ +2 ചെറിയൊരു ഓർമ്മ കാണുമല്ലോ. ഒരു അങ്ങനത്തെ ഒരു എവല്യൂഷണറി പ്രോസസ്സ് വഴി വന്നത്. ദാറ്റ് മീൻസ് ഇനീഷ്യലി എർത്തിൽ ലൈക്ക് കണ്ടീഷൻസ് വാസ് സോ ഹാർഷ്, സോ മച്ച് ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, ഇമ്മെൻസ് ഫ്ലഡ്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഡെസർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരുപാട് ഫേസസ് എല്ലാം കടന്നു കഴിഞ്ഞാണ് എർത്ത് ഫോം ചെയ്തത് എന്നാണ് ആർക്കിയോളജിസ്റ്റ് എല്ലാം പറയുന്നത്. ആർക്കിയോളജി മീൻസ് സ്റ്റഡി ഓഫ് ഓൾഡ് ഫോസിൽസ് എല്ലാം നോക്കുന്ന ആൾക്കാണ് ആർക്കിയോളജിസ്റ്റ്. ഓക്കെ, സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദ ഫസ്റ്റ് ഇനീഷ്യൽ ഹാർഷ് ഹാബിറ്റാറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ബാക്ടീരിയ അതായിരുന്നു ആർക്കിബാക്ടീരിയ. ഒരു പോയിന്റ് അവിടെ മിസ്സായി എന്ന് തോന്നുന്നു. അതായത് ഞാൻ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, നേരത്തെ ക്ലാസിഫിക്കേഷൻ മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയ. ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ബേസ്ഡ് ഓൺ ആൻ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് കരോലസ് ലിനിയസ്, ആർച്ച് വിറ്റാക്കർ യൂസ് ചെയ്ത ഒരുപാട് ക്രൈറ്റീരിയാസിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ദിസ് ഓൾസോ കൺസിഡേർഡ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് അമംഗ് ഓർഗാനിസംസ്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് അമംഗ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ എന്താ? ലൈക്ക് മൊണീറ ഇറ്റ് ഇസ് ദ മോസ്റ്റ് സിമ്പിൾ ഓർഗാനിസം ആണ്, അല്ലെ? ഇറ്റ്സ് വെരി സിമ്പിൾ ഇൻ സ്ട്രക്ചർ. എന്നാൽ ആനിമലിയൊക്കെ എത്തുമ്പോൾ എന്തായിരുന്നു? ദർ ആർ ഓർഗൻ സിസ്റ്റംസ്, ഹെവി ലൈക്ക് ന്യൂറോളജിക്, അതുപോലെ ബ്രെയിൻ, തിങ്കിങ് എല്ലാം ഏറ്റവും അധികം മോസ്റ്റ് കോംപ്ലക്സ് ആയി പറയുന്നത് മാമൽസ് ആണ്. ദാറ്റ് മീൻസ് ദ മൊണീറയിൽ നിന്നും ആനിമയിലേക്ക് എത്തിയപ്പോൾ the organism is being complex. It has become more severely evolutionary process എല്ലാം കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബാക്ടീരിയക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. അവർക്ക് ചിന്ത പോയിട്ട് അതിന് ലൈക്ക് ഒരു സെൽ സ്ട്രക്ചർ പോലും ശരിക്കില്ല. ഓക്കെ, ബാക്ടീരിയ. എന്നാൽ കുറച്ച് മുകളിലോട്ട് വരുമ്പോൾ ഒരു അമീബ ഈസ്റ്റൊക്കെ ആകുമ്പോൾ അതിനൊരു സെൽ സ്ട്രക്ചർ ഉണ്ട്, ഒരു സെൽ വോൾ ഉണ്ട്, അതിലേക്ക് എത്തി. ഒരു ഫംഗസ് എത്തുമ്പോൾ സപ്പോസ് ഒരു മഷ്റൂം ഓൾമോസ്റ്റ് ഒരു പ്ലാനിലേക്ക് എത്തി. ബസ് മഷ്റൂംസ് ആർ ഓൾമോസ്റ്റ് ലൈക്ക് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഫംഗസ് എന്ന് പറയാൻ പറ്റുന്ന മഷ്റൂംസ് ഒക്കെയാണ്. ഓക്കെ, മഷ്റൂംസ് ഒക്കെ എത്തുമ്പോൾ കുറച്ചൊരു പ്ലാൻ ഫീച്ചേഴ്സ് ഒക്കെ വന്നു. പിന്നെ പ്ലാന്റ്സിലേക്ക് എത്തിയപ്പോൾ അതിൽ കുറച്ചുകൂടി നല്ല നല്ല ഫീച്ചേഴ്സ് വന്നു, അല്ലേ? ലൈക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലൈക്ക് ഫേൺസ് ഒക്കെയാണ്. ഫേൺസ് പറയുമ്പോൾ ലൈക്ക് നമ്മൾ സാധാ കാടുകളിലൊക്കെ നമ്മൾ മഴക്കാലത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ ചെടികളുണ്ട്. ലൈക്ക് അതിന് മുമ്പ് ലൈക്ക് മോസസ് ഉണ്ട്, ആൽഗ, പായലെല്ലാം ചെടിയാണ്, ആൽഗ പോലത്തെ. അതെല്ലാം എന്ത് വരുന്നു? പ്ലാന്റ് കിണത്തിലെ ഏറ്റവും ബേസിക്. അതിന് കുറച്ചുകൂടി മോഡിഫൈഡ് വേർഷനാണ് ലൈക്ക് ടെറിഡോഫൈറ്റ്സ് ഉണ്ട്, പിന്നെ ജിംനോസ്പേംസ് ഉണ്ട്, ലൈക്ക് മറ്റേ കോൺസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഊട്ടിയിൽ കൊടൈക്കനാലൊക്കെ പോകുമ്പോൾ കാണുന്ന കോൺസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ജിംനോസ്പേംസ് വരുന്നു, അല്ല ആൻജിയോസ്പേംസ്, പൂക്കൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അതിനുശേഷം ആനിമൽസ്. ഇങ്ങനെ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ്, ഇറ്റ് ജസ്റ്റ് ഫോളോസ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ആർക്കിബാക്ടീരിയ ഈ വേൾഡിൽ ഫസ്റ്റ് എർത്തിൻ്റെ പ്രിമിറ്റീവ് കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആർക്കിബാക്ടീരിയ ഉണ്ടായിരുന്നത്. സോ ആർക്കിബാക്ടീരിയ ദേ റിസൈഡ് ഇൻ മോസ്റ്റ് ഹാർഷ് ഹാബിറ്റാറ്റ്സ് സച്ച് ആസ് എക്സ്ട്രീം സോൾട്ടി ഏരിയാസ്, ഹാലോഫൈൽസ് എന്ന് വെച്ചാൽ ഹാലോജൻ എന്നൊക്കെ കേട്ടില്ലേ, സോൾട്ട്. സോ ഹാലോഫൈൽസ് ദേ ലിവ് ഇൻ സോൾട്ട് ഏരിയാസ്. നെക്സ്റ്റ് ഹോട്ട് സ്പ്രിങ്സ്, തെർമോ ആസിഡോഫൈൽസ്. ഹോട്ട് സ്പ്രിങ്ങിൽ പറ്റുക എന്ന് വെച്ചാൽ അവിടെ നല്ല തെർമൽ ലൈക്ക് ഭയങ്കര ചൂടായിരിക്കും, അതുപോലെ അസിഡിക് കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതെല്ലാം നോർമൽ ലൈഫിന് സപ്പോർട്ട് ആവില്ല. ബട്ട് ആർക്കിബാക്ടീരിയ ഡു സർവൈവ് ഇൻ ദോസ് കണ്ടീഷൻ ലൈക്ക് ഹോട്ട് സ്പ്രിങ്സ്, തെർമോ ആസിഡോഫിൽസ് ഡു സർവൈവ് ഇൻ ദോസ് കണ്ടീഷൻ. ഓക്കെ, ആൻഡ് ദെൻ മാർഷ് ഏരിയാസ്, മെത്തനോജൻസ്. മാർഷ് ഏരിയാസ് എന്ന് വെച്ചാൽ ലൈക്ക് കണ്ടൽ കാട് എന്നൊക്കെ നമ്മൾ പറയും, ലൈക്ക് ചതുപ്പ് നിലയങ്ങൾ. അങ്ങനെ നമ്മൾ കറക്റ്റ് മലയാളം പറയാം, ചതുപ്പ് നിലയങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ദേ പ്രൊഡ്യൂസസ് മീഥെയിൻ ഗ്യാസ്. യു നോ ഇറ്റ്സ് നോട്ട് ഹെൽത്തി ഫോർ അസ്, സംടൈംസ് ഇൻ കേസ് ഇറ്റ് മേ ബി ടോക്സിക് ടു. ബട്ട് അവിടെ പോലും എന്ത് വളരുന്നുണ്ട്? ആർക്കിബാക്ടീരിയ വളരുന്നുണ്ട്, മെത്തനോജൻസ്. സോ 3 ടൈപ്പ് ഓഫ് ആർക്കിബാക്ടീരിയ നമ്മൾ പറഞ്ഞു. എന്തൊക്കെ? ഹാലോഫിൽസ് വിച്ച് റിസൈഡ് ഇൻ ദ സോൾട്ടി ഏരിയാസ്, തെർമോ ആസിഡോഫിൽസ് which reside in the hot springs, then methanogens reside in the marsh areas.
ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് നീറ്റിന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ഹാലോഫിൽസ് അല്ലെങ്കിൽ വാട്ട് ആർ ദ എന്താ ലൈക്ക് ദ തെർമോസ്റ്റോഫിൽസ് വാട്ട് ആർ ദ ഹിയർ മെത്തനോജൻസ് ഇതെല്ലാം ഏത് ക്ലാസ്സിലാണ് വരുന്നത് ആർക്കിബാക്ടീരിയ. ഓക്കെ, സോ നെക്സ്റ്റ് ആർക്കിബാക്ടീരിയ ഡിഫർ ഫ്രം അതർ ബാക്ടീരിയ ഇൻ ഹാവിങ് എ ഡിഫറൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞു മൊണീറക്കകത്ത് സെൽ വാൾ സ്ട്രക്ചർ എന്തായിരുന്നു നോൺ സെല്ലുലോസിക് ആൻഡ് ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. ഓക്കെ, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് ഹിയർ ഇൻ ആർക്കിബാക്ടീരിയ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിഫറൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ. നേരത്തെ അമിനോ ആസിഡ് പ്ലസ് പോളിസാക്കറൈഡ് പറഞ്ഞാൽ ഇവിടെ ശരിക്കും ആക്ച്വലി പ്രോട്ടീൻ പ്ലസ് പോളിസാക്കറൈഡ് അങ്ങനെയാണ് പ്രോട്ടീൻ പ്ലസ് പോളിസാക്കറൈഡ് അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് വരുന്നത്. സോ ഹിയർ look at this archibacteria differ from other bacteria having different cell wall structure. Cell wall structure different ആണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മെയിനായിട്ട് ഇതിൻ്റെ ഡൊമൈൻ തന്നെ മാറ്റി കളഞ്ഞത്. മൊണേറക്കകത്ത് ഇത്രയധികം സാധനം വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല അങ്ങനെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് അവർ ആർക്കിബാക്ടീരിയ പുതിയൊരു ഡൊമൈനാക്കി മാറ്റിയത്. മൊണേറയെ ഡിവൈഡ് ചെയ്ത് ആർക്കിബാക്ടീരിയ യു ബാക്ടീരിയ എന്ന് മാറ്റിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. ബിക്കോസ് ദേ ഹാവ് എ ഡിഫറൻറ്റ് സെൽ വാൾ സ്ട്രക്ചർ. ആൻഡ് ഓക്കെ, and methanogens are present in the gut of several ruminant animals such as cows and buffaloes, and these are responsible for production of methane gas during the dung of these gas. നമുക്കറിയാം നമ്മൾ ഈ പ്ലാന്റ്സ് ഉണ്ട് ലൈക്ക് കൗഡൻ ഡെപ്പോസിറ്റ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗോബാർ ഗ്യാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗോബാർ ഗ്യാസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഗോബാർ ഗ്യാസ് എന്താ നമ്മൾ ഈ കൗഡങ് അല്ലെങ്കിൽ കൗ അല്ലെങ്കിൽ ബഫലത്തിൻ്റെ ഒക്കെ ഡങ് എടുത്തിട്ട് അത് കുറച്ച് പ്രോസസ്സ് ചെയ്തിട്ട് കുറച്ച് ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാ നമ്മുടെ സ്വന്തം ആർക്കിബാക്ടീരിയ മെത്തനോജനാണ്. നമ്മുടെ മെത്തനോജനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മെത്തനോജൻ ബീങ് പ്രൊഡ്യൂസ് ബൈ ആർക്കിബാക്ടീരിയ, methane gas produced by methanogens which are archibacteria. So archibacteria കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ആർക്കിബാക്ടീരിയ പറയുന്നത്. ഈ ആർക്കിബാക്ടീരിയ നമ്മൾ പറയും. ഓക്കെ, നമ്മൾ വീണ്ടും പോയിന്റിലേക്ക് എത്താം. ആർക്കിബാക്ടീരിയ പറയൂ. ആർക്കിബാക്ടീരിയ എന്താ പറയുന്നത് മോസ്റ്റ് പ്രിമിറ്റീവ് ഫോം ഓഫ് ഓർഗാനിസം പ്രസന്റ് ഓൺ എർത്ത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ ലൈക്ക് ഹാർഷ് ഹാബിറ്റാറ്റ്സിലെല്ലാം ജീവിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഹാർഷ് ഹാബിറ്റാറ്റ്സ് അവിടെ 3 ബാക്ടീരിയ പേര് പറയുന്നു. ദേ ആർ ഹാലോഫിൽസ് 1, അത് സോൾട്ടി ഏരിയാസിൽ. ദെൻ തെർമോസ്റ്റോഫിൽസ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. നെക്സ്റ്റ് വൺ എന്താ മെത്തനോജൻസ് in മാർഷ് ഏരിയാസ്. ഇതെല്ലാം സെക്കൻഡ് പോയിന്റിനകത്ത് വിട്ടു. ഇനി അടുത്ത കേസ് പറയുന്നത് വെച്ചാൽ ദേ ഹാവ് ആർക്കിബാക്ടീരിയ ഡിഫർ ഫ്രം നോർമൽ ബാക്ടീരിയ ബൈ ദ ഡിഫറൻസ് ഇൻ ദ സെൽ വാൾ സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ മറ്റൊരു ബാക്ടീരിയ പറയുന്നത്. ഫോർത്ത് പോയിന്റ് പറയുന്നത് എന്താ they are found in gut of ruminant animals. Ruminant animals എന്ന് വെച്ചാൽ അത്ര ഡീറ്റെയിലിൽ പോകുന്നില്ല. അതായത് ആനിമൽസ് കൗസിൻ ബഫലോ ഒരു റൂമൻ പറഞ്ഞൊരു ഓർഗൻ ഉണ്ട്. ആ റൂമനകത്താണ് ഈ സംഭവമെല്ലാം സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക, ഫുഡും അതുപോലെ ബാക്ടീരിയ ഉള്ളത്. അത് ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ, അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ ഈ 4 പോയിന്റിനകത്ത് നമ്മൾ ആർക്കിബാക്ടീരിയ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഈ 4 പോയിന്റ് എന്താ നിങ്ങൾ ഓർക്കണം. ഈ ടോപ്പിക് എടുത്ത് കഴിഞ്ഞ ശേഷം ഈ 4 പോയിന്റ് നിങ്ങൾ ഓർക്കണം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആർക്കിബാക്ടീരിയ. നെക്സ്റ്റ് യു ബാക്ടീരിയ. ആർക്കിബാക്ടീരിയ കഴിഞ്ഞു, അടുത്ത യു ബാക്ടീരിയ. യു ബാക്ടീരിയ ഇസ് കോൾഡ് ദ ട്രൂ ബാക്ടീരിയ ഓർ ദ ന്യൂ ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. അതാണ് യു ബാക്ടീരിയ. സോ ഹിയർ ദർ ആർ തൗസൻഡ്സ് ഓഫ് ഡിഫറെൻറ്റ് യു ബാക്ടീരിയ ഓർ ട്രൂ ബാക്ടീരിയ. ഒരുപാടുണ്ട്. ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ പ്രസൻസ് ഓഫ് റിജിഡ് സെൽ വാൾ. നല്ലൊരു സെൽ വാൾ ഉണ്ട് മെയ്ഡപ്പ് ഓഫ് പോളിസാക്കറൈഡ് ആൻഡ് അമിനോ ആസിഡ്. നമ്മൾ നേരത്തെ പഠിച്ചു ബോക്സിനകത്ത്. ആൻഡ് ഒരു മൊട്ടയിലാണെങ്കിൽ അതായത് മൊട്ടയിൽ അത് ഇറ്റ് ക്യാൻ മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് എ ഫ്ലജല്ല. ഓക്കെ, ഇനി പറയുന്നത് വെച്ചാൽ ഒരു ബാക്ടീരിയ പേരാണ് സയനോ ബാക്ടീരിയ അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗി. സയനോ മീൻസ് ബ്ലൂ. ഓക്കെ, ബ്ലൂ ഗ്രീൻ്റെ ഒരു പേരാണ് കളർ സയനോ ബാക്ടീരിയ. സോ സയനോ ബാക്ടീരിയ മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗി. ബ്ലൂ ഗ്രീൻ ആൽഗി നിങ്ങളെ ഫിഗർ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഹാവ് ക്ലോറോഫിൽ എ സിമിലർ ടു ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗിയെ ഫസ്റ്റ് ഇനീഷ്യലി എന്തിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇനീഷ്യലി ദേ വർ പ്ലേസ്ഡ് ഇൻ പ്ലാന്റ് കിങ്ഡം. വൈ? ഡ്യൂ ടു ദേ ഹാവ് എ ക്ലോറോഫിൽ എ വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് പ്ലാന്റ്സിൻ്റെ അതുപോലുള്ള ക്ലോറോഫിൽ എ എന്തിനകത്തുണ്ട്? ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്കകത്തുണ്ട്. സോ അതുകൊണ്ട് ആൾക്കാർ എന്ത് തെറ്റിദ്ധരിച്ചു, ബ്ലൂ ഗ്രീൻ ആൽഗി അതൊരു പ്ലാന്റ് ആയിരിക്കാം, ഒരു യൂണിസെല്ലാർ പ്ലാന്റ് ആയിരിക്കാം എന്ന് വിചാരിച്ചു അതിനെ പിടിച്ച് പ്ലാന്റിലിട്ടു. ബട്ട് നോ, ഇറ്റ്സ് നോട്ട് എ പ്ലാന്റ്, ഇറ്റ്സ് എ ബാക്ടീരിയ, യു ബാക്ടീരിയ, ട്രൂ ബാക്ടീരിയ ആണ്. സോ സൈനോ ബാക്ടീരിയ ഹാവ് ക്ലോറോഫിൽ എ, സോ വിച്ച് റിസംബിൾസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് ആർ കോൾഡ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്. ഓക്കെ, ദ സൈനോ ബാക്ടീരിയ ആർ, ഇനി സൈനോ ബാക്ടീരിയൻ്റെ പ്രത്യേകത പറയാണ്. ദേ ആർ എത്ര സെല്ലുണ്ട്? യൂണിസെല്ലുലാർ. ആദ്യത്തെ സെല്ലുലാരിറ്റി പറയണം, യൂണിസെല്ലുലാർ. പിന്നെ അടുത്ത കൊളോണിയൽ ആണോ ഫിലമെൻറ്റസ് ആണോ നോക്കണം. ദേ ആർ കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. ഓക്കെ, സംടൈംസ് അത് ഫിലമെൻറ്റ് പോലെ ഈ ഫിഗറിൽ കാണിക്കുന്നത് ഫിലമെൻറ്റസ് പോലെ കാണാം, അല്ലെങ്കിൽ ഒരു കോളനി പോലെ ആയിരിക്കും അത് കാണാൻ പറ്റുക അതിന്. ആൻഡ് അത് എവിടെയൊക്കെ കാണും? ഫ്രഷ് വാട്ടറിൽ കാണാം, മറൈനിൽ കാണാം വാട്ടർ ആണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ടെറസ്ട്രിയൽ ആൽഗെ നമ്മൾ ലൈക്ക് ലാൻഡിലും കാണാം. ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ലാൻഡ്. സോ എവിടെ കാണാം? ഫ്രഷ് വാട്ടറിൽ കാണാം, മറൈനിൽ കാണാം, അതുപോലെ ലൈക്ക് ഇൻ ടെറസ്ട്രിയൽ ആൽഗയായിട്ടും നമുക്ക് കാണാൻ പറ്റും. സോ ദ കോളനീസ് ആർ ജനറലി സറൗണ്ടഡ് ബൈ ജെലാറ്റിനസ് ഷീത്ത്.
ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഇതെടുക്കാം. ഓക്കെ, എക്സ്ക്യൂസ് മീ. ഇനി എന്നെ ഇത്രയധികം വലുതാക്കി കണ്ടത് മതി. ഇനി നമുക്ക് ഇത് കാണാം. ഓക്കെ ഓക്കെ, എന്നെ ചെറുതാക്കി കാണാം. Can see, right? All right. So ഇവിടെ നോക്കും. ഇനി നമുക്ക് മാർക്ക് ചെയ്ത് തന്നെ പറയാം. All right. സോ ഇവിടെ പറയും നോക്കൂ. Here. The cyanobacteria are unicellular, സിംഗിൾ സെല്ലാണ്. പിന്നെ കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. ഒരു കോളനിയെ കാണാം, അല്ലെങ്കിൽ ഫിലമെൻറ്റസ്. ഇതുപോലെ കണ്ടോ, ഫിലമെൻ്റ് അല്ലേ ഇത്, 1 2 3 ഇതെല്ലാം ഫിലമെൻറ്റ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദേ ക്യാൻ ബി സീൻ ഇൻ എവിടെ കാണാൻ പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞത് സെൽ നമ്പറാണ്, യൂണിസെല്ലാർ പറഞ്ഞു. പിന്നെ പറഞ്ഞത് അത് എൻ്റെ അറേഞ്ച്മെൻറ്റാണ്, കൊളോണിയൽ ആവാം, ഫിലമെൻറ്റസ് ആവാം. പിന്നെ പറയുന്നത് അത് എവിടെ കാണും, വേർ ഇസ് ഇറ്റ് ഫൗണ്ട്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ, മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. ഫ്രഷ് വാട്ടർ, മറൈൻ ആൻഡ് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സ്. പിന്നെ പറയുന്നത് കോളനീസ് ആർ കവേർഡ് ബൈ ജലാറ്റിനസ് ഷീത്ത്. ഇവിടെ കാണുന്നുണ്ടോ ഒരു മ്യൂസിലേജിനസ് ഷീത്ത്, മ്യൂസിൻ ജലാറ്റിൻ എല്ലാം ഓൾമോസ്റ്റ് സെയിം സബ്ജക്റ്റ് ആണ്. സോ മ്യൂസിലേജിനസ് ഷീത്ത് വെച്ച് കവർ ചെയ്യുന്നു. എന്തിനെ? കോളനീസിനെ മൊത്തത്തിൽ ഒരു സിംഗിൾ ബാക്ടീരിയ അല്ല കവർ ചെയ്യുന്നത്, കോളനീസായിട്ട് കാണുക. കോളനി അല്ലെങ്കിൽ ഫിലമെൻറ്റ്, കോളനി അല്ലെങ്കിൽ ഫിലമെൻറ്റിൻ്റെ ചുറ്റും എന്തുണ്ടാവും, മ്യൂസിലേജിനസ് ഷീത്ത് ഓർ ജലാറ്റിനസ് ഷീത്ത് വുഡ് ബി പ്രസൻറ്റ്. ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. ഓക്കെ, അതിനൊരു ഫിഗർ ഇതിനകത്തില്ല. ഓക്കെ, കാണില്ലേ? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചില വാട്ടർ ബോഡീസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ദർ വുഡ് ബി ബ്ലൂംസ് ഓഫ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ദ വാട്ടർ വുഡ് അപ്പിയർ സോ ഗ്രീൻ ഇൻ കളർ. ഓക്കെ, ബ്ലൂ ഗ്രീൻ ഇൻ കളർ ആക്ച്വലി. ഇറ്റ്സ് വെരി ടോക്സിക് ഓൾസോ. അതിൽ ഇറങ്ങി കുളിച്ചാൽ ഇറ്റ് വുഡ് ബി അത് ഒരുപാട് സീരിയസ് മാനിഫെസ്റ്റേഷൻ, സീരിയസ് ബാക്ടീരിയൽ മാനിഫെസ്റ്റേഷൻ വുഡ് ബി ദർ ബ്ലൂ ഗ്രീൻ ആൽഗെ. സോ എന്താണെന്ന് വെച്ചാൽ അറിയാത്ത വെള്ളത്തിൽ കുളിക്കാതിരിക്കുക. നല്ല പച്ചവെള്ളം കാണും. ഓക്കെ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കും ഇഫ് ഇറ്റ്സ് ബാഡ് വാട്ടർ ഓർ നോട്ട്. സോ എന്താ വെച്ചാൽ ദേ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിലാണ് മെയിൻ എടുത്ത് ബ്ലൂം ഫോം ചെയ്യുക. സം ഓഫ് ദ ഓർഗാനിസം ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഹെട്രോസിസ്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് സാധനം, സൈഡിൽ വരെ ഞാൻ എഴുതിയേക്കാം, ഹെറ്ററോസിസ്റ്റ്. ഹെട്രോസിസ്റ്റ്, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഹെട്രോസിസ്റ്റ് എന്താ? ഹെട്രോസിസ്റ്റ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫൗണ്ട് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, ഹെട്രോസിസ്റ്റ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽസ് ഫൗണ്ട് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ. അതിൻ്റെ ഫംഗ്ഷൻ എന്താ? ദേ ഹെൽപ്പ് ഇൻ ഫിക്സിങ് നൈട്രജൻ. ഓക്കെ, ഫിക്സിങ് നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് പ്രസൻറ്റ് ഇൻ ബ്ലൂ ഗ്രീൻ ആൽഗെ ആർ കോൾഡ് ഹെട്രോസിസ്റ്റ്. അത് കാണുന്നത് എവിടേക്കാണ്? എക്സാമ്പിൾ നോ സ്റ്റോക്ക് ആൻഡ് അനബീന. നോ സ്റ്റോക്ക് ആൻഡ് അനബീന. എക്സാമ്പിൾ നോ സ്റ്റോക്ക് ആൻഡ് അനബീന. ഈ രണ്ട് ഓർഗാൻസിലാണ് ആരുള്ളത്? ഹെട്രോസിസ്റ്റ് ഉള്ളത്. ഹെട്രോസിസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? ഹെട്രോസിസ്റ്റ് ഫിക്സസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഓക്കെ, അതിൻ്റെ കേസ് ഞാൻ ഇപ്പോഴേ പറഞ്ഞിരുന്നോ എനിക്കറിയില്ല, ബട്ട് എന്നാലും ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയാം. അതായത് നമുക്കറിയാം, നമ്മൾ പ്ലാന്റ്സിന് നൈട്രജൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നൈട്രജൻ വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നൈട്രജൻ വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പ്ലാന്റ്സിനൊക്കെ. സോ നോർമലി ഇൻ കേസ് എങ്ങനെ ഇത് കിട്ടുന്നത് നൈട്രജൻ നമുക്കറിയാം എയറിനകത്ത് ഓൾമോസ്റ്റ് 60% എന്താ നൈട്രജനാണുള്ളത്. ബാക്കി 30% ആണ് ഓക്സിജൻ ഉള്ളത്. പിന്നെ ബാക്കിയുള്ള 67% ടു ബി മോർ ആക്യുറേറ്റ്, 67% നൈട്രജൻ. ഈ നൈട്രജൻ എങ്ങനെ സോയിലിനകത്ത് എത്തും? സോയിലിനകത്ത് വളരെ കുറവാണ്. സോ സോയിലിനകത്ത് ഫിക്സ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? നോസ്റ്റോക്ക് ഓർ അനബീന എടുക്കുന്നു. നോസ്റ്റോക്ക് അനബീൻ്റെ പ്രത്യേകത എന്താ? അതിനകത്ത് കുറച്ച് സെൽസ് ഉണ്ട്, സ്പെഷ്യലൈസ് സെൽസ് ഉണ്ട്. ആ സ്പെഷ്യലൈസ് സെൽസിൻ്റെ പേരെന്താ മക്കളെ? ദേ കോൾ ഹെട്രോസിസ്റ്റ്. ഹെട്രോസിസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താ? ദേ ജസ്റ്റ് ഫിക്സ് ദ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ടു ദ സോയിൽ. അങ്ങനെയാണ് പ്ലാന്റ്സിന് ഇത് കിട്ടുന്നത്, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ കിട്ടുന്നത്. നോസ്റ്റോക്ക് അനബീന മാത്രമല്ല, വേറെയും ഒരുപാട് നൈട്രജൻ ഫിക്സേഴ്സ് ഉണ്ട്. അത് നമ്മൾ വഴിയേ പറയാം, ഡോണ്ട് വറി. സോ നോസ്റ്റോക്ക് ആൻഡ് അനബീന ഹാസ് ഹെട്രോസിസ്റ്റ് that fix atmospheric nitrogen.
എത്ര നേരം പറഞ്ഞ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫാണ്. നെക്സ്റ്റ് പറഞ്ഞ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിനായിട്ട്. അത് പേരിനകത്ത് തന്നെ ഉണ്ട്, കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക്. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തറ്റിക് പറയുമ്പോൾ സൺലൈറ്റിൻ്റെ പ്രസൻസോട് കൂടി എന്ത് ചെയ്യുന്നു, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബട്ട് കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ വല്ല കെമിക്കൽസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യും, കെമിക്കൽസിൻ്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്ടീരിയ ഓക്സിഡൈസ് വേരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസ്. ഏതൊക്കെ? ഫോട്ടോസിന്തറ്റിക് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൺലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആർ ബീങ് യൂസ്ഡ്. നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആർ യൂസ്ഡ് ആൻഡ് ഇതെല്ലാം യൂസ് ചെയ്ത് ATP റിലീസ് ചെയ്യുന്നു, എനർജി ഇൻ ദ ഫോം ഓഫ് ATP. ആ ATP ഇവർ യൂസ് ചെയ്യുന്നു. ഏതൊക്കെ? നൈട്രൈറ്റ്, നൈട്രേറ്റ് ആൻഡ് അമോണിയ. എല്ലാം നൈട്രജൻ കോമ്പൗണ്ട്സാണ്. കണ്ടോ, ഇവിടെ എല്ലാം നൈട്രജൻ ആവശ്യം വരുന്നത്. ഓക്കെ, സോ നൈട്രേറ്റ്, നൈട്രേറ്റ് ആൻഡ് അമോണിയ. ഞാൻ പറയുന്ന പോലെ സ്പീഡ് എന്തെങ്കിലും കൂടിപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാച്ചപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ, ചാറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി, ഞാൻ സ്ലോ ആക്കിക്കോളാം. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് മൈ വേ. അതായത് കുറച്ച് അധികം ക്ലാസ് എടുത്താൽ ഞാൻ പതിയെ ഒന്ന് ചിലപ്പോൾ ഒന്ന് സ്പീഡ് കൂടി പോകാറുണ്ട്. സോ ഇഫ് യു ഫീൽ എനിത്തിങ് അൺകംഫർട്ടബിൾ ഓർ ജസ്റ്റ് ഡിഫിക്കൽട്ട് ടു ക്യാച്ച് അപ്പ്, ജസ്റ്റ് ടെൽ മീ ഇൻ ദ ചാറ്റ് ബോക്സ്. അത് കറക്റ്റ് സ്പീഡാണോ? ഇനി സ്പീഡ് കൂട്ടണേ അതും പറഞ്ഞു. സ്പീഡ് കൂട്ടണമെങ്കിലോ സ്പീഡ് കുറക്കണമെങ്കിലോ എന്തെങ്കിലും പറയാം. ഓക്കെ, സ്പീഡ് കൂട്ടേണ്ടത്. ഓട്ടെ. Okay then. So chemosynthetic autotrophic bacteria, they use substances such as nitrates, nitrites and ammonia. Okay, nitrates, nitrates and ammonia, and they are used in the release of energy for ATP production. ATP aralo, there's the energy currency of the cell, ATP energy currency. Okay, and so nitrates, nitrates and ammonia are being used, and they play a great role in recycling nutrients such as nitrogen, phosphorus, iron and sulfur. ഏതൊക്കെ? നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ ആൻഡ് സൾഫർ. ഇതെങ്ങനെ എംഫസൈസ് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും എവിടെയെങ്കിലൊക്കെ ആയിട്ട് എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻ ഞാൻ പറഞ്ഞില്ലേ, NCERT എല്ലാ വരിയിൽ നിന്നും ചോദ്യം വരാം, ഏത് വരെയും ചോദ്യം വരാം. സോ നമ്മൾ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് സൈനോ ബാക്ടീരിയ, ബ്ലൂ ഗ്രീൻ ആൽഗെ വെച്ച് നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് അതിൻ്റെ നമ്പർ പറഞ്ഞു എന്തായിരുന്നു? ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ, സെല്ലുലാർ നമ്പർ യൂണിസെല്ലുലാർ. പിന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ് അല്ലേ. നെക്സ്റ്റ് അതിൻ്റെ എവിടെ കാണുന്നു? ദ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ കാണാം, മറൈൻ വാട്ടർ കാണാം, അല്ലെങ്കിൽ എവിടെ ടെറസ്ട്രിയലും കാണാം. 3 പറഞ്ഞു. ഇനി അടുത്ത പറഞ്ഞെന്താ? ലൈക്ക് ദ കോളനീസ് ആർ സറൗണ്ടഡ് ബൈ എ ജെലാറ്റീനസ് ഓർ മ്യൂസിജിനസ് ഷീത്ത്. ഇത് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ വെരി ഇമ്പോർട്ടൻറ്റ് സാധനം ഹെട്രോസിസ്റ്റ് എന്ന് വെച്ചാൽ സം നൈട്രജൻ, സം ബ്ലൂ ഗ്രീൻ ആൽഗെ such as nostoc or anabina, പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. nostoc or anabina has like the specialized type of cells called heterocyst which helps in fixing atmospheric nitrogen. Okay, ഇനി എന്താണെന്ന് വെച്ചാൽ they form blooms in polluted water bodies. 6 പോയിൻ്റ് polluted water bodies. നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ അത് ഞാൻ ഓർഡർ മാറി, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ബ്ലൂ ഗ്രീൻ ആൽഗയെ പറ്റി നമ്മൾ എന്ത് പറഞ്ഞു? 6 പോയിന്റ് പറഞ്ഞു. നെക്സ്റ്റ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. അവിടെ എന്ത് പറഞ്ഞു വെച്ചാൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ ദേ യൂസ് അപ്പ് വാട്ട്? നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ. ഈ 3 സാധനം യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതർ തിങ് ഈസ് ദാറ്റ് ദേ പ്ലേ എ മേജർ റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ്. ഏതൊക്കെ പറഞ്ഞു? NPFES, നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ. NPFES, ഈ 2 പോയിന്റ് നമ്മൾ എന്ത് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ആയിട്ട് പറയുന്നുള്ളൂ. പോയിന്റ് അപ്പം ഞാൻ പറഞ്ഞല്ലോ, പോയിന്റിൻ്റെ എണ്ണം വെച്ച് പഠിക്കുക. ബ്ലൂ ഗ്രീൻ ആൽഗെ എത്ര പോയിന്റ്? 6 പോയിന്റ്. കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിൽ എത്ര പോയിന്റ്? 2 പോയിന്റ്. 2 പോയിന്റ് പറയാം. 2 മേജർ കീ പോയിന്റ്സ് മാത്രം കിട്ടിയാൽ മതി, അതിന് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെവലപ്പ് ചെയ്യുന്നത് പക്ഷേ നോക്കി ഡെവലപ്പ് ചെയ്യണം. നമുക്കറിയാലോ, ലൈക്ക് ദ വേർബ്, ഗ്രാമർ, എവറിത്തിങ് ഇസ് എ വെരി ബിഗ് തിങ് ഇൻ നീറ്റ് എക്സാം. നമുക്ക് ഇംഗ്ലീഷ് എത്രത്തോളം അറിയുന്നു അതെത്രത്തോളം നമുക്ക് എന്ത് ചെയ്യുന്നു? അഡ്വാൻറ്റേജ് ആയി തന്നെ മാറുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ഇൻറ്റു ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. നമ്മൾ ഓട്ടോട്രോഫിക് ബാക്ടീരിയ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് പറയുന്നു ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ആൻഡ് അത് പറയുമ്പോഴത്തേന് നമ്മൾ കിങ്ഡം മോണിയർ ഏകദേശം കഴിയാനായി. ഓക്കെ, സോ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ നേച്ചർ. നമ്മൾ പറയും ഓട്ടോട്രോഫിക് ബാക്ടീരിയ ആണ് ഹെറ്ററോട്രോഫിന് കൂടുതൽ ബാക്ടീരിയ. ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ കാരണം നമുക്കറിയാം എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യുന്നു? ഡെഡ് ആൻഡ് ഡീക്കേ ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് വാട്ട്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആർ ദ സോൾ റെസ്പോൺസിബിൾ, ഓർ സോൾ എന്ന് പറയാൻ പറ്റില്ല, അത് മോസ്റ്റ് റെസ്പോൺസിബിൾ തിങ് ഫോർ വാട്ട്? ഡീക്കേ ഓഫ് എനി സബ്സ്റ്റൻസ്. അത്
ലൈക്ക് ഹ്യൂമൻ ബോഡി ആണെങ്കിലും ലൈക്ക് പ്ലാന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ലൈക്ക് ഡെഡ് ആൻഡ് ഡീകമ്പോസിങ് ചെയ്യുന്ന മെയിൻ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ഓക്കെ, സോ the majority of them are important decomposers. Many of them have a significant impact on human affairs. നമ്മൾ ഡീകമ്പോസേഴ്സ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നമുക്കറിയാം ബാക്ടീരിയ, എല്ലാ ബാക്ടീരിയ എന്ത് ചെയ്യില്ല, ലൈക്ക് അസുഖം പരത്തില്ല. സം ബാക്ടീരിയസ് ആർ യൂസ്ഫുൾ ഓൾസോ, ലൈക്ക് ഹെൽപ്ഫുൾ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക്, പാലിൽ നിന്നും തൈര് ഉണ്ടാക്കാൻ, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഫിക്സിങ് നൈട്രജൻ ഈ ലെഗ്യൂം പ്ലാന്റ്സ്, ലെഗ്യൂം റൂട്ട്സ്. ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയർ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗ, നോസ്റ്റോ കാനബീന ഉണ്ട്. ബട്ട് നോട്ട് ഓൺലി ദം, അവർ മാത്രമല്ല, ദർ ആർ ലോട്ട് ഓഫ് ഹെറ്ററോട്രോഫിക് നൈട്രജൻ ഫിക്സം ബാക്ടീരിയ പ്രസൻറ്റ് ഇൻ ദ നേച്ചർ. ഓക്കെ, സോ നമ്മുടെ ഇവിടെ 3 യൂസ് പറഞ്ഞു ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അല്ല, ഇനിയുണ്ട് ഇനി സം ആർ പാത്തജൻസ്, സം ആർ യൂസ്ഫുൾ എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ലൈക്ക് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എല്ലാവരും ഒന്നും, മോസ്റ്റ് ഓഫ് ദം ആർ ഇങ്ങനെ പറയുന്നത് ഒരു കഥ പോയ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ഇതുകൂടി പറഞ്ഞു, പാത്തജൻസ് കോസിങ് ഡാമേജ് ടു ഹ്യൂമൻ ബീങ്സ്, ക്രോപ്സ്, ഫാംസ് ആൻഡ് പെറ്റ്സ്. കോളറ, ടൈഫോയിഡ്, ടെറ്റനസ്, സിട്രസ് കാങ്കർ ആർ വെൽ നോൺ ഡിസീസ് കോസ്ഡ് ബൈ ഡിഫറെൻറ്റ് ബാക്ടീരിയ. ഈ ഡിസീസും കറക്റ്റ് ചേർത്തോ, CTTC. ഓക്കെ, സോ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു കഥ പോലെ പറയുന്നത്, നമ്മൾ പറയാം ലൈക്ക് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ അതാണ് നമ്മുടെ നേച്ചറിൽ ഏറ്റവും അധികം കൂടുതലായിട്ട് കാണുന്നത്. ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ഏറ്റവും കൂടുതൽ ആരാ? ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസിങ് ആണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ പറയുന്നത്. എന്നാൽ എല്ലാവരും ഡീകമ്പോസേഴ്സ് അല്ല. സം ഓഫ് ദ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്താ, ദേ ആർ യൂസ്ഫുൾ ടു ഹ്യൂമൻ ബീങ് ഓൾസോ. എങ്ങനെ യൂസ്ഫുൾ ആകുന്നു വെച്ചാൽ ദേ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് കേർഡ് ഫ്രം മിൽക്ക്, പാലിൽ നിന്നും തൈരുണ്ടാക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് യൂസ് എന്താ, പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഇഷ്ടംപോലെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ബാക്ടീരിയയിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നു. ബാക്ടീരിയ കൊല്ലാനുള്ള ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കുന്നത് ബാക്ടീരിയയിൽ നിന്ന് തന്നെ. സ്ട്രേഞ്ച് റൈറ്റ്? സോ ഇതുണ്ടാക്കുന്നു. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ചാൽ ലൈക്ക് ലെഗ്യൂം പ്ലാന്റ്സിൽ നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുണ്ട്. സോ ഇതെല്ലാം യൂസ്ഫുൾ ബാക്ടീരിയ. എന്നാൽ എല്ലാ ബാക്ടീരിയയും ഡീകമ്പോസ് യൂസ്ഫുൾ ആണോ? അല്ല. ചിലത് എന്ത് ചെയ്യുന്നു, ദേ ബിക്കം പാത്തജനിക്. ഇനി എന്തിലൊക്കെ പാത്തജനിക് ആണ്? ഹ്യൂമൻ ബീങ്സിൽ പാത്തജനിക് ആണ്, ക്രോപ്സ്, ആനിമൽസ് എല്ലാത്തിലും പാത്തജനിക് ആണ്. അതിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്, 4 എക്സാമ്പിൾ. CTTC, കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് കാങ്കർ. 4 ഡിസീസ് ഓർത്ത് വെക്കുക, ചോദിക്കാറുണ്ട്, എല്ലാം ചോദിക്കാറുണ്ട്. 4 CTTC. ഓക്കെ, എൻ്റെ മെത്തഡ് അങ്ങനെ, ലൈക്ക് ഷോർട്ട് ഫോംസ്, ക്രിയേറ്റ് ജസ്റ്റ് നീനോണിംസ് ഫോർ എവറിത്തിങ്. അങ്ങനെ നമ്മൾ മറക്കില്ല. CTTC, കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് കാങ്കർ, ഈ 4 ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയൻ്റെ റീപ്രൊഡക്ഷനെ പറ്റി നമുക്ക് പറഞ്ഞു നോക്കാം. ബാക്ടീരിയ റീപ്രൊഡക്ഷൻ എന്താ? ബാക്ടീരിയ റീപ്രൊഡ്യൂസ് മെയിൻലി ബൈ ഫിഷൻ. Sometimes under unfavorable condition they produce spores. They also reproduce by sort of sexual reproduction by adopting a primitive type of DNA transfer from one bacterium to another. Okay, ഇതെന്താന്ന് വെച്ചാൽ ബാക്ടീരിയ, സാധാരണ ബാക്ടീരിയ എന്താ വെച്ചാൽ നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് അമീബ പറഞ്ഞത്. പക്ഷെ എന്നാലും ബാക്ടീരിയക്കും ഒരു ബാക്ടീരിയ 2ആയി ഡിവൈഡ് ചെയ്യുന്നു, 2ആയി മാറുന്നു, 2 ഡോട്ടർ ഇൻഡിവിജ്വൽസ്, ദേ ഗ്രോ അപ്പ് ഇൻ ടു അതർ ഇൻഡിവിജ്വൽസ്. ഇതാണ് ഒരു ഫേവറബിൾ കണ്ടീഷനിൽ ഇതാണ് സംഭവിക്കുക. ഇനി അൺഫേവറബിൾ കണ്ടീഷൻ സംഭവിച്ചു. സപ്പോസ് ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുത്തു ബോഡിക്കകത്ത്, അപ്പോൾ ബാക്ടീരിയ എന്ത് ചെയ്യും? ബാക്ടീരിയ ഇതേപോലെ ഡിവൈഡ് ചെയ്യുന്നത് പറ്റുന്നു, തള്ളയും ചാവും, കുഞ്ഞുങ്ങളും ചാവും. തള്ളയും കുഞ്ഞുങ്ങളും ജസ്റ്റ് ഒരു ടെക്നിക്കൽ ടേമേ പറയണം. ഓക്കെ, ജസ്റ്റ് നാദർ ആൻഡ് ഡോട്ടർ ലൈക്ക് സോ ഒരു ബാക്ടീരിയ ഉണ്ട്, 2 ഡോട്ടേഴ്സ് ഉണ്ട്. ഒരു ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഇത് നോർമലായിട്ട് ഇങ്ങനെ ജീവിച്ച് പോയിക്കോളും. ഈ 2 പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്ത് 4 ആവും, 4 പിന്നെ അടുത്ത് 8 ആവും, 8 16 അങ്ങനെ പോകും. ബട്ട് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ എന്ത് സംഭവിക്കുന്നു? ഒരു ബാക്ടീരിയ അതിന് തന്നെ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതിന് ഡിവൈഡ് ചെയ്ത് 2 ആക്കി ഈ 3 ചത്തുപോയുണ്ടാവും, അത്ര ഉണ്ടാവുള്ളൂ. സോ വാട്ട് ഹാപ്പൻസ്, ദിസ് ബാക്ടീരിയ പ്രൊഡ്യൂസ് സ്പോർസ്. കുറച്ച് സ്പോർസ് ഉണ്ടാവും. ഈ സ്പോർട്സിനകത്ത് എന്തുണ്ടാവും? കുഞ്ഞു ഗാമേറ്റ്സ് അല്ലെങ്കിൽ കുഞ്ഞു സ്പോറോഫൈറ്റ്സ് ഉണ്ടാവും. ഈ സ്പോറോഫൈറ്റ്സ് വന്നിട്ട് ഗാമറ്റോഫൈറ്റ്സ്, ബാക്ടീരിയ ഗാമറ്റോഫൈറ്റ്സ് ഉണ്ടാവും. ഇതിൽ നിന്ന് എന്ത് സംഭവിക്കും? ഈ സ്പോർസ് വുഡ് ബി കവേർഡ് ബൈ എ തിക്ക് ക്യാപ്സ്യൂൾ. ഓക്കെ, അങ്ങനത്തെ ഹാർഷ് കണ്ടീഷൻ സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഒരു ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ കവറിങ് ഉള്ളതായിരിക്കും സ്പോർട്സ്. ഈ സ്പോർട്സ് എന്ത് ചെയ്യുന്നു? അൺഫേവറബിൾ കണ്ടീഷൻ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് ഫേവറബിൾ കണ്ടീഷൻ തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ സ്പോർട്സ് മൈഗ്രേറ്റ് ചെയ്ത് ഫേവറബിൾ കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് ഇറ്റ് ജസ്റ്റ് ബ്രേക്സ് അപ്പ് ദ wall and the spores are released and new bacteria are formed. മനസ്സിലായോ? അതായത് ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ സാധാ പോലെ ഡിവൈഷൻ വെച്ച് പോവാം, ബൈനറി ഫിഷൻ വെച്ചിട്ട്. എന്നാൽ അൺഫേവറബിൾ കണ്ടീഷൻ ദേ ഫോം സ്പോർസ് ആൻഡ് ദ സ്പോർസ് ദെൻ ഡിഫ്യൂസ് ആൻഡ് ദെൻ സ്പ്ലിറ്റ് അപ്പ് ഇൻ ഫേവറബിൾ കണ്ടീഷൻ എത്തുമ്പോൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് വരുന്നു. ഓക്കെ, സോ ഇത് രണ്ടുമാണ് മെയിനായിട്ട് പറയുന്നത്. പിന്നെ അടുത്തൊരു ഫോം എന്താണെന്ന് വെച്ചാൽ ദേ ഓൾസോ റീപ്രൊഡ്യൂസ് ബൈ സോർട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ by adopting a primitive type of DNA transfer from one bacterium to another. Okay, ഒരു പഴയ ടൈപ്പ് ഓഫ് DNA ട്രാൻസ്ഫർ ഉണ്ട് ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് ബാക്ടീരിയ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ്.
അടുത്തൊരു കേസ് പറയുന്നത് വെച്ചാൽ മൈക്കോപ്ലാസ്മ. നമ്മൾ പറഞ്ഞു ബാക്ടീരിയ മൊണീറ പ്രത്യേകം എന്താ, ദേ ഹാവ് എ ഡിസ്റ്റിങ് സെൽ വാൾ, നോൺ സെല്ലുലോസിക് സെൽ വാൾ. അതിൽ ആർക്കി ബാക്ടീരിയ ആണെങ്കിൽ ദേ കണ്ണി Archaebacterium, the cell wall contains what? Protein plus polysaccharide. But in eubacteria, they contain amino acid plus polysaccharide. In അടുത്തൊരു ഗ്രൂപ്പ് ഉണ്ട് മൈക്രോപ്ലാസ്മ does not have cell wall ഇല്ലേ ഇല്ല, അതിന് സെൽ മെമ്പറി ഉണ്ട് പക്ഷെ സെൽ വാൾ ഇല്ല മൈക്രോപ്ലാസ്മ. And they are the smallest living cell known. So okay, question 1 more ചോദിക്കാറുണ്ട്, what are the smallest living cell known and can survive without oxygen? Anaerobic bacteria ആണ്. Okay, and many mycoplasma are pathogenic in animals and plants. Mycoplasma കോസ് ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങളും ആനിമൽസിലും പ്ലാന്റ്സിലും എല്ലാം ഉണ്ട്. ഓക്കെ, സോ വാട്ട് അബൌട്ട് മൈക്രോപ്ലാസ്മ എന്നിട്ട് എന്ത് പറഞ്ഞു? മൈക്രോപ്ലാസ്മ നമ്മൾ എന്ത് പറഞ്ഞു, ദേ ആർ ബാക്ടീരിയ തന്നെയാണ്, ബട്ട് ദേ ലാക്ക് സെൽ വാൾ ലാക്കിംഗ് ആണ്. ആൻഡ് ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ദേ കോസ് വൈഡ് വെറൈറ്റി ദേ ആർ പാത്തജനിക് ഇൻ ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ഇതാണ് മൈക്രോപ്ലാസ്മ വെച്ച് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് കിങ്ഡം മൊണീറ ടു യു. ഇത്രയേ ഉള്ളൂ കിങ്ഡം മൊണീറ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ പോലെ ഇല്ലേ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഇതാക്കി പറഞ്ഞു നോക്കാം, ഒരു റീക്യാപ്പ് ചെയ്ത് നോക്കാം കിങ്ഡം മൊണീറ. ഓക്കെ, ഇത് ഇപ്പം തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് അത്രയും അധികം ബെനിഫിഷ്യൽ ഉള്ളത്, ഇപ്പം തന്നെ പഠിച്ചാൽ. ഓക്കെ, സോ കിങ്ഡം മൊണീറ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ചാൽ കിങ്ഡം മൊണീറയെ കുറിച്ച് പറഞ്ഞു. അത് എവിടെയൊക്കെ കാണുന്നു? തെർമോഫിലിക് ആണ്, അതാണ് ഹോട്ട് സ്പ്രിങ്സിലെല്ലാം അത് കാണുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, അതിൻ്റെ ഷേപ്പ്, 4 ഷേപ്പ് ഏതൊക്കെ? കോക്കൈ, ബാസിലൈ, കോമ ഷേപ്പ്, സ്പെയറിൽ, ഇതെല്ലാം പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് എന്ത്, ദോ ദ ബാക്ടീരിയൽ സ്ട്രക്ചർ ഇസ് സിമ്പിൾ, ദ ബിഹേവിയർ ഇസ് കോംപ്ലക്സ് ആൻഡ് മോസ്റ്റ് എക്സ്റ്റെൻസീവ് മെറ്റബോളിക് ഡൈവേഴ്സിറ്റി അകത്തുള്ളത് ഏതിലാണ്? മൊണീറക്കകത്താണുള്ളത്. ഓക്കെ, ആൻഡ് സോ അതെന്തൊക്കെ ഉണ്ട്? ലൈക്ക് കീമോസെൻറ്റിക്, ഓട്ടോട്രോഫിക്, ഹെറ്ററോഫിക് എല്ലാ സംഭവങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഇത്ര പറഞ്ഞു നമ്മൾ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. അടുത്ത് നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് കിങ്ഡം ആർക്കി ബാക്ടീരിയ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഇത് എവിടെ കാണുന്നു? ഫസ്റ്റ് പറയുന്നു ഇത് മോസ്റ്റ് പ്രിമിറ്റീവ് ഫോം ഓഫ് ഓർഗാനിസം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഇത് എവിടെയൊക്കെ കാണുന്നു? ലൈക്ക് നമ്മൾ ബാക്ടീരിയ ടൈപ്പുകൾ ഹാലോഫിലിക്, സോൾട്ട് ഏരിയാസിൽ, മാർഷ് ഏരിയാസിൽ, മെത്തനോജൻസ്, ദെൻ തെർമോസിലോഫിൽസ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് ഇതിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽ വോൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിനെ സ്പെഷ്യലായിട്ട് മറ്റൊരു ഡൊമൈനായിട്ട് തന്നെ വെച്ചിട്ടുള്ളത്. ആൻഡ് അവിടുത്തെ റൂമിനൻ്റ് ആനിമൽസിൽ മെത്തനോജൻസ്, കൗഡങ്, അതിലൊക്കെ ഉണ്ടായിട്ട് ഗോബാർ ഗ്യാസ് ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ, മീഥെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തനോജൻസ്. ഓക്കെ, ആർക്കി ബാക്ടീരിയ. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, കേൾക്കുന്നില്ല പറഞ്ഞ് ഉണ്ടാവും. നെക്സ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ യു ബാക്ടീരിയൻ്റെ കേസ് നമ്മൾ പറഞ്ഞത്. ബാക്ടീരിയൻ്റെ കേസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇതാണ് മോസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതിൽ തന്നെ എന്ത് ടൈപ്പ് ഉണ്ട്? പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ തന്നെ എന്താ കാറ്ററൈസ് ബൈ എന്ത് റിജിഡ് സെൽ വാൾ ഉണ്ട്, പിന്നെ മൊട്ടയിലാണെങ്കിൽ ഫ്ലജെല്ല ഉണ്ടാവും. പിന്നെ അടുത്ത ഫസ്റ്റ് കേസ് എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫി പറഞ്ഞു, അതായത് ബ്ലൂ ഗ്രീൻ ആൽഗയെ കുറിച്ച്. ബ്ലൂ ഗ്രീൻ ആൽഗ ആദ്യം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? പ്ലാങ്ക് കിങ്ഡത്തിലായിരുന്നു. അത് എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ബ്ലൂ ഗ്രീൻ ആൽഗ പ്രത്യേകം എന്താ? ഇറ്റ് ഹാസ് ക്ലോറോഫിൽ എ വിച്ച് ഇസ് സിമിലർ ടു ദാറ്റ് ഓഫ് പ്ലാന്റ്സ്, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് ഫോട്ടോസിന്തറ്റിക് കാറ്റഗറിയിൽ കുറച്ച് ഡീറ്റെയിൽ ആക്കി പറഞ്ഞു. അതായത് ഫസ്റ്റ് യൂണിസെല്ലുലാർ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു, യൂണിസെല്ലുലാർ ആണ്. പിന്നെ കോളനീസ് ആയിട്ട് അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആയിട്ടാണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ ഞാൻ കുറച്ച് സ്ലോ ആക്കി തരാം. ഓക്കെ, കോളനീസ് ആയിട്ടാണ് അല്ലെങ്കിൽ ഫിലമെൻറ്റസ് ആയിട്ടാണ് ഇതിനെ എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ കോളനീസ് അല്ലെങ്കിൽ ഫിലമെൻറ്റ്സ് ആർ സറൗണ്ടഡ് ബൈ വാട്ട്? ജെലാറ്റീനസ് ഷീത്ത് ഓർ മ്യൂസിലേജിനസ് ഷീത്ത് വെച്ച് സറൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എന്താ ചെയ്യുന്നു? പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിൽ ബ്ലൂം ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ കോൾഡ് ഹെട്രോസിസ്റ്റ് കണ്ടെയ്നിങ് വാട്ട്? ഹെട്രോസിസ്റ്റ് പ്രസൻറ്റ് ഇൻ നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഇത് കാണുന്നത് എവിടെയാണ്? ലൈക്ക് നോസ്റ്റോക്ക് ആൻഡ് അനബീന. ആൻഡ് വാട്ട് ഈസ് ഫംഗ്ഷൻ? ഇറ്റ്സ് ഫംഗ്ഷൻ ഇസ് ദാറ്റ് ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഓക്കെ, ഇത്രയും വരുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫി പറയുന്നു. നെക്സ്റ്റ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫി. ഓട്ടോട്രോഫിൽ രണ്ട് പോയിൻ്റ് ഉള്ളൂ. ജസ്റ്റ് ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ നമ്മൾ നൈട്രേറ്റ്, അമോണിയ, ഇതിൽ നിന്നെല്ലാം ഇത് റോ മെറ്റീരിയൽ എടുത്തിട്ട് അതിൽ നിന്ന് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഹെൽപ്പ് ഇൻ റീസൈക്ലിംഗ് ഓഫ് ന്യൂട്രിയൻസ് സച്ച് ആസ് നൈട്രജൻ, അയൺ, ഫോസ്ഫറസ് ആൻഡ് സൾഫർ. ഓക്കെ, ഇതിങ്ങനെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഹെട്രോഫിക് ബാക്ടീരിയ നമ്മൾ കഥ പോലെ പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞത് യെസ് ആർ ദ മോസ്റ്റ് അബണ്ടൻറ്റ് ഓർഗാനിസം, മോസ്റ്റ് അബണ്ടൻറ്റ് ബാക്ടീരിയ ഇതാണ്. പിന്നെ ഇതിനകത്ത് എന്ത് പറ്റുന്നു? മോസ്റ്റ് ഓഫ് ദം ആർ സാപ്രോഫൈറ്റിക്. എല്ലാം സാപ്രോഫൈറ്റിക് ആണോ? അല്ല, ചിലത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എന്ത് ലൈക്ക് ലാക്റ്റിക് ആസിഡ് കേർഡ്, മിൽക്ക് കേർഡാക്കാൻ, മിൽക്ക് കൺവേർട്ട് ടു കേർഡ്, പാൽ തൈരാക്കാൻ, ആൻഡ് ദെൻ ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സിംഗ് ആയി യൂസ് ചെയ്യാം. എന്നെല്ലാം യൂസ്ഫുൾ അല്ല, ഒരുപാട് പാത്തജൻ കോസിംഗ് ഉണ്ട്. പാത്തജൻ കോസിംഗ് ആയ 4 പറഞ്ഞിട്ടുണ്ട്. അതായത് കോളറ, CTTC, കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് ആൻഡ് സിട്രസ് കാങ്കർ, ഇങ്ങനെ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈക്ക് ഇതിൻ്റെ ബാക്ടീരിയൽ സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട് പറഞ്ഞു. സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി നമ്മളെന്ത് പറഞ്ഞു?
അത് പറഞ്ഞു എന്താ ഫസ്റ്റ് ടൈപ്പ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഫിഷർ ഫേവറബിൾ കണ്ടീഷനിൽ. അൺഫേവറബിൾ കണ്ടീഷനിൽ ദേ ഫോം സ്പോർട്സ് ജെർമിനേറ്റ് ചെയ്ത് പിന്നെ വളരെ ചെയ്യുക. പിന്നെ പ്രിമിറ്റീവ് ഫോംസ് ഉണ്ട് കൊണീഡിയ പോലത്തെ ലൈക്ക് എന്താ ഡയറക്റ്റ് DNA ട്രാൻസ്ഫർ ഒന്നിൽ നിന്ന് മറ്റേക്ക് നേരെ DNA ട്രാൻസ്ഫർ ചെയ്യും. നമ്മളെവിടെയും DNA ഇതുവരെ ട്രാൻസ്ഫർ ചെയ്യില്ല, നമ്മളെന്താ ഗ്യാമേറ്റ് ട്രാൻസ്ഫർ ചെയ്യാറ്, പക്ഷേ ഇവിടെ DNA തന്നെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് കൊണീഡിയ. ഓക്കെ, സോ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ അടുത്ത് നമ്മൾ പറഞ്ഞ മൈക്രോപ്ലാസ്മയെ കുറിച്ചാണ്. മൈക്രോപ്ലാസ്മ പ്രത്യേകം എന്താ, ദേ ലാക്ക് സെൽ വാൾ, സ്മോളസ്റ്റ് ലിവിങ് ഏജൻ്റ് ആണ്, ലിവിങ് പാത്തജൻ ഏജൻ്റ് ആണ്, അതുപോലെ എന്താ അനേറോബിക് ആണ്, ആൻഡ് ദേ കോസ് എ ലോട്ട് ഓഫ് ഡിസീസസ് ഇൻ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. സോ ദിസ് ഇസ് മൊണേറ, കിങ്ഡം മൊണേറ ടു യു. ഇതിൽ ഡൗട്ടുണ്ടോ? ഡൗട്ടൊന്നുമില്ലേ നമുക്ക് നെക്സ്റ്റ് കിങ്ഡത്തിലേക്ക് എടുക്കാം. നമ്മുടെ നെക്സ്റ്റ് കിങ്ഡം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു, കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഓക്കെ, സം കിങ്ഡം പ്രൊട്ടിസ്റ്റ പറയാം. കിങ്ഡം പ്രൊട്ടിസ്റ്റ പറയുമ്പോൾ ഓൾ സിംഗിൾ സെൽ യൂക്കാരിയോട്സ് ആർ പ്ലേസ്ഡ് അണ്ടർ പ്രൊട്ടിസ്റ്റ, ബട്ട് ദ ബൗണ്ടറീസ് ഓഫ് ദിസ് കിങ്ഡം ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞു പലതിനും അകത്ത് കയറുന്നു, പലതിനെ പുറത്തോട്ട് വിടുന്നു, അതുകൊണ്ട് ബൗണ്ടറീസ് ആർ നോട്ട് ഡിഫൈൻഡ്. വാട്ട് മേ ബി എ ഫോട്ടോസിന്തറ്റിക് പ്രൊട്ടസ്റ്റന്റ് ടു അതെല്ലാം നോക്കണ്ട. പിന്നെ ഇവിടെ പറയണ്ടേ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ്, പ്രോട്ടോസോയിൻസ്. ഈ 5 ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോട്ടോസോയിൻ എന്നതിന് കീഴിൽ പഠിക്കുന്നത്. 5 നമ്മൾ ഇന്ന് തന്നെ പഠിക്കും. എവറിത്തിങ് ഇസ് വെരി ഈസി, നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, സോ ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, പിന്നെ യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. മെമ്പേഴ്സ് ഓഫ് പ്രൊട്ടിസ്റ്റ ആർ പ്രൈമർലി അക്വാട്ടിക്, ഏകദേശം എല്ലാവരും വാട്ടറിലാണ് ജീവിക്കുന്നത്. The kingdom forms a link with other dealing with plants, animals and fungi. Big eukaryotes process contains a well-defined nucleus and well-bound membrane organelles. Some have flagella or cilia. Protists reproduce asexually and sexually by process involving cell fusion and zygote formation. So ഇവിടെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ the 5 ക്ലാസ് പറഞ്ഞു, ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. ഈ 5 ക്ലാസ്സാണ് പ്രൊട്ടിസ്റ്റയ്ക്ക് താഴെ കീഴിലുള്ളത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈക്ക് എല്ലാവരും ഏകദേശം അക്വാട്ടിക്കാണ്, എല്ലാവരും വാട്ടറിലാണ് ജീവിക്കുക. ഓക്കെ, അത് എന്താവും, മറൈൻ ആവാം, ഫ്രഷ് വാട്ടർ ആവാം, എന്തും ആവാം. ഓക്കെ, നൗ ദിസ് കിങ്ഡം ഫോംസ് എ ലിങ്ക് വിത്ത് അതർ. ഇത് പ്ലാന്റ്സ് ആയിട്ട് റിലേഷൻ ഉണ്ട്, ഫംഗസ് ആയിട്ട് റിലേഷൻ ഉണ്ട്, ദെൻ ആനിമൽസ് ആയിട്ട് എല്ലാം റിലേഷൻ ഉണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ബീങ് യൂക്കാരിയോട്ട്, ഇതിനകത്ത് എന്തുണ്ട്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട്, അതിന് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ട്. നമ്മൾ യൂക്കാരിയോട്സിൻ്റെ ടിപ്പിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഇത് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് യൂക്കാരിയോട്സ് അലൈവ്, അതാണ് പ്രൊട്ടിസ്റ്റ. ഇനി മോട്ടിലിറ്റി, സം ഹാവ് ഫ്ലജല്ല, ചിലർക്ക് സീലിയ ആയിരിക്കും ഉണ്ടാവും. ഫ്ലജല്ല സീലിയ വ്യത്യാസം അറിയില്ല. ഫ്ലജല്ല വുഡ് ബി വൺ സിംഗിൾ തിങ്, ഇറ്റ് വുഡ് ബി ലോങ്. സീലിയ വുഡ് ബി ന്യൂമറസ് ആയിട്ട് കുറേ കുഞ്ഞി ഒരുപാട് സീലിയ ഉണ്ടാവും. ഓക്കെ, ഹെൽപ്പ് ഇൻ മോട്ടിലിറ്റി. നൗ ഇനി റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ദെയർ ആർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രത്യേകത എന്ന് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻ ബൈ സ്പോർട്സ് ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പ്രോസസ് ഇൻവോൾവിംഗ് സെൽ ഫ്യൂഷൻ ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ പ്രൊട്ടിസ്റ്റൻ്റെ. നമുക്കറിയാലോ, നമുക്ക് ഇവിടെ പഠിക്കണമെന്ന് വെച്ചാൽ ലൈക്ക് അത് 5 പോയിന്റ്സ്: ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾസ് ആൻഡ് പ്രോട്ടോസോയിൻസ്. ഈ 5 എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഇനി പറയാം ക്രൈസോഫൈറ്റ്സ്. So first thing we are telling about chrysophytes. Chrysophytes, this group includes diatoms and golden algae. DD, diatoms and desmids. Desmid വേറെ പേരാണ് golden algae. Chrysophytes, okay? മനസ്സിലായോ? Chrysophytes. They are found in fresh water as well as marine. ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമ്മൾ ആർക്കിബാക്ടീരിയ പഠിച്ചില്ല, ലൈക്ക് ബാക്ടീരിയ പഠിച്ചില്ലേ, ഇതുപോലെ എല്ലാ പോയിന്റും കയ്യിൽ എണ്ണി പഠിക്കണം. അങ്ങനെ തന്നെ പഠിക്കണം, എന്നാലേ ഇത് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, സോ ക്രൈസോഫൈറ്റ്സ് ഫസ്റ്റ് ഇതിൻ്റെ പറയുന്ന 2 പേരാണ് ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡയറ്റംസ് ആൻഡ് ഡെസ്മിഡിൻ്റെ വേറെ പേരാണ് ഗോൾഡൻ ഗ്രീൻ അല്ലെ ഗോൾഡൻ ആൽഗെ. ഓക്കെ, ഡയറ്റംസ് നമ്മൾ ഗോൾഡൻ യെല്ലോ എന്ന് പറയുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. എൻസിആർടി കൊടുത്തില്ല, സോ നോ വേണ്ട. പിന്നെ ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ കാണാം, അല്ലെങ്കിൽ മറൈൻ കാണാം. അക്വാട്ടിക് ആണ് നമ്മൾ പറഞ്ഞു, പ്രൈമറി അക്വാട്ടിക്കാണ്, ബട്ട് എവിടെ കാണാം, മറൈനിൽ കാണാം, ഫ്രഷ് വാട്ടറിൽ കാണാം. നെക്സ്റ്റ്, ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻസ്. പ്ലാങ്ക്ടൺ നമ്മൾ കേട്ടില്ലേ, അത് ഈ ക്രൈസോഫൈറ്റ്സ് ആണ്. അതായത് ദേ ഹാവ് വലിയ മൊട്ടയിലൊന്നുമല്ല, അവർക്ക് എന്തുണ്ട്, മൈക്രോസ്കോപ്പിക് ആണ്, വെറുതെ വാട്ടർ കറൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അത്രേ ഉള്ളൂ അത് മൂവ്മെൻറ്റ് പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. അതുകൊണ്ടാണ് എന്തിരിക്കും, വാട്ടറിൻ്റെ സർഫസിലായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. പ്ലാങ്ക്ടൺ വുഡ് ബി ഗ്രീൻ ഇൻ കളർ ആൻഡ് ഫോട്ടോസിന്തറ്റിക് ആണ്, സോ വാട്ടറിൻ്റെ സർഫസിലായിരിക്കും എന്തുണ്ടായിരിക്കും, ക്രൈസോഫൈറ്റ്സ് ഉണ്ടാവുക. ഇൻ ഡയറ്റംസ് സെൽ വാൾസ് ഫോം 2 thin overlapping shells which fit together in a soap box. അതെങ്ങനെ വെച്ചാൽ ഒരു ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മനസ്സിലായോ? ഓക്കെ,
ഇതാ ഇവിടെ ഒരു ഷെല്ല്, രണ്ടാം ഷെല്ല് ഇങ്ങനെ ഒരു സോപ്പ് ബോക്സ്, അടച്ചിട്ട് സോപ്പ് ബോക്സ് പോലെ ഉണ്ടാവും അതിൻ്റെ അപ്പിയറൻസ്. അതുകൊണ്ടാണ് എന്ത് ലൈക്ക് 2 തിൻ ഓവർലാപ്പിംഗ്, രണ്ടെണ്ണം ഉണ്ട്, 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് ഫിറ്റ് ടുഗദർ ആസ് സോപ്പ് ബോക്സ്. വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക ആൻഡ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. ഈ വാൾസിനകത്ത് എന്തുണ്ട്? സിലിക്കയുണ്ട്. സിലിക്ക, SI, സിലിക്ക എന്ന് തന്നെ പറയാം. സിലിക്ക ഉണ്ടായത് കൊണ്ട് തന്നെ വാൾസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. എത്ര ശ്രമിച്ചാലും എന്ത് പറ്റില്ല? സിലിക്ക ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല വാൾസിനെ. സോ diatoms have left behind the large amount of cell wall deposits in their habitat. It's called diatomaceous earth. ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്, diatomaceous earth. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതായത് ഈ വാൾ, ഈ രണ്ട് ഓവർലാപ്പിംഗ് വാൾസ് ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന വാൾസ് അല്ലേ, ഇങ്ങനെ ഇരിക്കുന്ന വാൾസ് എന്താ? ദേ ആർ ഇൻഡിസ്ട്രക്റ്റബിൾ ബിക്കോസ് ഓഫ് പ്രസൻസ് ഓഫ് സിലിക്ക. ഇനിയിപ്പോൾ സപ്പോസ് പ്രൊട്ടിസ്റ്റ ചത്തുപോയി, ക്രൈസോബൈസ് ചത്തുപോയി, ഓക്കെ, മരിച്ചു പോയാലും ഷെൽസ് മരിച്ചു പോയില്ല. ഷെൽസ് എന്ത് ചെയ്യുന്നു? ദേ വിൽ സിങ്ക് ടു ദ ബോട്ടം ഓഫ് ദ സീ, താഴെ വരെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ നിന്നിട്ടുന്നു ഒരു സിലിക്കൻ്റെ ഒരു കൂമ്പാരം ഉണ്ടാകുന്നു, ഒരു സിലിക്കൻ്റെ ഒരു ഹീപ്പ് ഉണ്ടാകുന്നു. ആ ഹീപ്പിന് പറയുന്ന പേരാണ് ഡയറ്റമേഷ്യസ് എർത്ത്. ഡയറ്റമേഷ്യസ് എർത്ത് പേരിൽ തന്നെ ഡയറ്റംസ് കോസ് ചെയ്യുന്നതുകൊണ്ട് ഡയറ്റമേഷ്യസ് എർത്ത്. ബീങ് ഗ്രിറ്റി, ദിസ് സോയിൽ ഇസ് യൂസ് ഇൻ പോളിഷിങ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്പ്. ഭയങ്കര ഗ്രിറ്റി ആയിരിക്കും ഇത് അല്ലെ, സിലിക്കല്ല, ഭയങ്കര ഹാർഡല്ലേ. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു? ദേ ആർ യൂസിങ് പോളിഷിങ് സർഫേസസ്, അല്ലെങ്കിൽ ഓയിൽസ് ഫിൽട്രേ ചെയ്യാൻ, അല്ലെങ്കിൽ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതെല്ലാം യൂസ് ചോദിക്കാറുണ്ട്. ഡയറ്റംസ് ആർ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ടേം. ഓക്കെ, ഡയറ്റംസ് ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഓക്കെ, സോ ഇനിയെല്ലാം നമുക്കൊരു ജസ്റ്റ് പോയിൻ്റൊക്കെ പറയാം. ഓക്കെ, എൻ്റെ കൂടെ പറഞ്ഞോളൂ. ഓക്കെ, എൻ്റെ കൂടെ പറഞ്ഞോളൂ. സൗണ്ട് കുറച്ച് കൂട്ടാമോ? ഓക്കെ, സോറി, ഐ എം സോറി. ഹലോ, ഞാൻ ഇപ്പോൾ കണ്ടുള്ളൂ. ഓക്കെ, ഐ എം സോറി. ഓക്കെ, ഞാൻ സൗണ്ട് കൂട്ടാം. ഓക്കെ, ഓൾ റൈറ്റ്, ഐ എം സോറി. ഓക്കെ ദെൻ, സോ നമ്മൾ പറഞ്ഞ ക്രൈസോഫൈറ്റ്സിനെ പറ്റിയാണ്. ക്രൈസോഫൈറ്റ്സ് നമ്മൾ എന്ത് പറഞ്ഞു? ക്രൈസോഫൈറ്റ്സിന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, ഡയാറ്റംസ് ആൻഡ് ഡെസ്മിഡ്സ്. ഡയാറ്റം ആൻഡ് ഡെസ്മിഡ്, DD. അതിൽ നമ്മൾ ഡെസ്മിഡിൻ്റെ മറ്റൊരു പേരാണ് ഗോൾഡൻ ആൽഗെ. ഡയാറ്റംസ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഫൗണ്ട്, ഇനി എവിടെയൊക്കെ കാണുന്നത് നോക്കാം. ദ ഹാബിറ്റാറ്റ് എവിടെ? ദേ ആർ ഫൗണ്ട് ഇൻ അക്വാട്ടിക് എന്ന് പറയുമ്പോൾ ദേ ആർ ഇൻ മറൈൻ അല്ലേ, മറൈൻ ആവാം, ഫ്രഷ് വാട്ടർ ആവാം, രണ്ടിലും കാണാൻ പറ്റുന്നു. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റായി എവിടെയൊക്കെ കാണുന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ദേ ആർ മൈക്രോസ്കോപ്പിക് ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഓൺ ദ സീ സർഫേസിൽ വാട്ടറിൻ്റെ സർഫേസിൽ എന്ത് ചെയ്യുന്നു? വെറുതെ പാസീവായിട്ട് ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ ദേ കോൾ പ്ലാങ്ക്ടൺ. നാലാമത്തെ എന്താ വെച്ചാൽ ദേ ആർ ഫോട്ടോസിന്തറ്റിക്, ഗ്രീൻ കളറായിരിക്കും അവരുണ്ടായിരിക്കുക, അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അഞ്ചാമത്തെ ഇതിൻ്റെ സ്ട്രക്ചർ എന്താ വെച്ചാൽ 2 silica shells would be there, overlapping 2 thin silica shells will be presenting, one overlapping the other in a soap box like manner. Okay, soap box made up, their walls are indestructible due to presence of silica in it. Next one വെച്ചാൽ ലൈക്ക് സപ്പോസ് ദിസ് ക്രൈസോഫൈറ്റ്സ് ആർ ഡെഡ്, മരിച്ചു പോയാലും എന്ത് ചെയ്യുന്നു? സിലിക്ക ഇത് ഷെൽസ് ഉണ്ടല്ലോ, ദേ വുഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ബേസ് ഓഫ് ദ സീ, അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദാറ്റ് ഡെപ്പോസിറ്റ്സ് ആർ കോൾഡ് ഡയറ്റമേഷ്യസ് എർത്ത്. മാർക്കരുത്, ഡയറ്റംസ് കോസ് ചെയ്യുന്ന ഡയറ്റമേഷ്യസ് എർത്ത്. ദിസ് ഡയറ്റമേഷ്യസ് എർത്ത് ബീങ് ഗ്രിറ്റി, ഭയങ്കര എന്താ ഒരെന്ന് പറയില്ല, ലൈക്ക് വാട്ട് വിൽ സേ, ഭയങ്കര കഠിനം, ഭയങ്കര റഫ് ആയിരിക്കും, ഗ്രിറ്റി. സോ ഗ്രിറ്റി ആയതുകൊണ്ട് തന്നെ ദേ ആർ യൂസ്ഡ് ഇൻ പോളിഷിങ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ ഓയിൽസ് ഫിൽട്രേഷൻ ചെയ്യാൻ, അതുപോലെ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ക്രൈസോഫൈറ്റ്സ് ആർ ദ മോസ്റ്റ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. കാരണം ക്രൈസോഫൈറ്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് എന്താ, ലൈക്ക് ദേ ക്യാൻ പ്രൊഡ്യൂസ് തിങ്സ്, ദേ ക്യാൻ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും അല്ലേ, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫുഡ് ഫോർ ദി ഓൺ. സോ ദേ ആർ ദ ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ. ഈ ഒരു 8-9 പോയിന്റിനകത്ത് നമ്മൾ ക്രൈസോഫൈറ്റ്സും എല്ലാം പറഞ്ഞു. ഓക്കെ, പറഞ്ഞല്ലോ, ഒരു കഥ പോലെ പഠിച്ച നല്ല സുഖമാണ് ബയോളജി, എസ്പെഷ്യലി ദീസ് ടോപ്പിക്സ്. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഡൈനോഫ്ലജലേറ്റ്സ്. പേരിൽ തന്നെ ഉണ്ട് ഡൈനോഫ്ലജലേറ്റ്സ്, 2 ഫ്ലജലേറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്. സോ ഡൈനോഫ്ലജലേറ്റ്സ്, ദീസ് ആർ ഓർഗൻസ് മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞു ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഇതെല്ലാം NCERT മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, NCERT നിങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ എന്നെ നോക്കണം നിർബന്ധമൊന്നുമില്ല, ബട്ട് യു ക്യാൻ ജസ്റ്റ് സീ ദ സ്ക്രീൻ. ഓക്കെ,
So these organisms are mostly marine and photosynthetic. They appear yellow, green, brown, blue and red. YGBBR ഇതായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്ന കോഡ്. YGBRB എന്ന് പഠിച്ചു. YGBRB yellow, green, brown, red, black. Blue. Yellow, green, brown, red, blue. Okay, yellow, green, brown, red, blue. ഈ 5 കളറിലാണ് എന്ത് തന്നെ, ലൈക്ക് ദേ ക്യാൻ ബി സീൻ ഡിപ്പെൻഡിങ് ഓൺ ദ മെയിൻ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സെൽ. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര സില്ലി ആയി തോന്നും, ബട്ട് ഇതിലെല്ലാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ലൈക്ക് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ലൈക്ക് എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത്, ഡൈനോഫ്ലാജെല്ലേറ്റ്സ് കുറച്ച് കളറിലുണ്ടാവും, ഏതെങ്കിലും കുറച്ച് റാൻഡം കളർ പറഞ്ഞാൽ പോരാ, ഏതൊക്കെ റാൻഡം കളറല്ല ഇത്, ദീസ് ആർ ദ ഓൺലി കളേഴ്സ് ബീങ് സീൻ. അതും ഇതുമല്ല, ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് കാണാറുണ്ട്, ബട്ട് ദീസ് ആർ ദ ഓൺലി കളേഴ്സ് ബീങ് മെൻഷൻ ഇൻ ദ NCERT. അതുപോലെ NCERT ആണ് ഇത് ഫൈനൽ സിലബസ് എന്ന് വെച്ചാൽ. ഈ NCERTക്ക് പുറമേ നിന്ന് ചോദിച്ചാൽ വി ക്യാൻ ഈവൻ അപ്പീൽ ടു ദ NTA കോഡ്. ഓക്കെ, NTA നമുക്ക് കോർട്ട് വരാൻ പോകാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ NCERTയിലില്ല, NCERT ആണ് സിലബസ് പറഞ്ഞിട്ടുള്ളത്, സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാറ്റി തരണം എന്ന് വരെ നമുക്ക് പറയാൻ പറ്റും, അങ്ങനത്തെ ഓപ്ഷൻ വരെ ഉണ്ട്. സോ സ്റ്റിക്ക് ഓൺ ടു NCERT. സോ നമ്മൾ പറയാം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. YGBRB യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, റെഡ്, ബ്ലൂ ഇതെല്ലാം എന്ത് ചെയ്യുന്നു വരുന്നു. So next, the cell wall has stiff cellulose plates on the outer surface. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, സിലിക്ക ഷെല്ലല്ലേ, ഇവിടെ വെച്ചാൽ സ്റ്റിഫ് സെല്ലുലോസ് പ്ലേറ്റ്. ഫിഗർ നോക്കൂ, ഇതാണ് ഫിഗർ, ഡൈനോഫ്ലജലേറ്റ് അല്ലേ? യെസ്, ദീസ് ആർ ഡൈനോഫ്ലജലേറ്റ്സ്. സോ നോക്കൂ, ഇവിടെ ഓരോ പ്ലേറ്റ്സുകൾ കാണാൻ പറ്റുന്നില്ലേ? കണ്ടോ, ഒരു പ്ലേറ്റ്, 2 പ്ലേറ്റ്, 3 പ്ലേറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിംഗിൾ പ്ലേറ്റായി കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നു, ലൈക്ക് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, cellulose plate. Most of them have 2 flagellae. One lies longitudinally and the other transversely in a furrow between the wall plates. ഇത് ഒരു പ്ലേറ്റ് ആണ്, കാണില്ലേ? യെസ്, ഇതൊരു പ്ലേറ്റ് ആണ്, താഴെയുള്ളതും പ്ലേറ്റ് ആണ്. ഒരു ഫ്ലജല്ല കാണുന്നത് നിങ്ങൾ കണ്ടോ, ഇതൊരു ഫ്ലജല്ലേ. അടുത്തൊരു ഫ്ലജല്ല പോകുന്നത് ഇതാ, ഈ ഒരു ഫറോ സ്പേസ് ഇല്ലേ, ഈ ഒരു ഫറോ സ്പേസ് കൂടെ ഒരു ഫ്ലജല്ല പോകുന്നു, ഇങ്ങനെ താഴേക്ക് ഒരു ഫ്ലജല്ല പോകുന്നു. ഓക്കെ, സോ അതുകൊണ്ടാണ് ഡൈനോഫ്ലജലേറ്റ് എന്ന് പറഞ്ഞത് 2 ഫ്ലജല്ലേസ് അത്. ഓക്കെ, 2 ഫ്ലജല്ലേസ് ആർ പ്രസന്റ്. സോ one lies longitudinally and the other transversely to in a furrow between the wall plates. Very often red dinoflagellates, example goniolax undergo such rapid multiplication that they make the sea appear red tide. Question ചോദിക്കാറുണ്ട്, red tide caused by goniolax which is a type of dinoflagellate. ഓക്കെ, റെഡ് ടൈഡ് എന്ന് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ബ്ലൂ ഗ്രീൻ ആൽഗെ ബ്ലൂംസ് പ്രൊഡ്യൂസ് ബൈ ബ്ലൂ ഗ്രീൻ ആൽഗെ. Red tide produced by goniolax, which is a dinoflagellate. The toxin released by such large numbers may even kill other marine animals such as fishes. So red tide pictures എല്ലാം നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് പ്രസൻറ്റ് ഗൂഗിൾ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മെയിൻ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, മെയിൻ സീൻ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് റെഡ് ടൈഡ് എന്ന് വെച്ചാൽ റാപ്പിഡ് പ്രോളിഫറേഷൻ. നമ്മൾ പറഞ്ഞു ഈ YGBRBയിൽ റെഡില്ലേ, ആ റെഡ് ടൈപ്പ് ഓഫ് എന്താ ഡൈനോഫ്ലജലേറ്റ് ആണ്, അതിൻ്റെ പേരാണ് ഗോണിയോലാക്സ്. ഈ ഗോണിയോലാക്സ് റാപ്പിഡായിട്ട് പ്രോലിഫറേറ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് പറ്റുന്നു, ദ ഹോൾ സീ ഓർ ദ സീ മോസ്റ്റ്ലി മറൈൻ അല്ലേ, സോ ഹോൾ സീ അപ്പിയേഴ്സ് ടു ബി റെഡ് ഇൻ കളർ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റുന്നു, ഒരുപാട് ഓർഗാനിസം ഉണ്ടല്ലോ, അവരെല്ലാം എന്ത് ചെയ്യുന്നു, ഫുഡ് എടുക്കുന്നു, അവരിൽ നിന്ന് വാട്ടറിൽ നിന്ന് ന്യൂട്രിയൻസ് എടുക്കുന്നു, ഓക്സിജൻ എടുക്കുന്നു, എല്ലാം എടുക്കുന്നു. സോ അവിടെ എന്ത് പറ്റുന്നു, അവിടെ ജീവിക്കുന്ന ലൈക്ക് ഫിഷസ് എന്ത് പറ്റുന്നു, ഓക്സിജൻ കിട്ടാണ്ടാവുന്ന അവർ എന്ത് ചെയ്യുന്നു, വേറെ വഴിയൊന്നുമില്ല, മരിക്കുക, അത്രേ ഉള്ളൂ. സോ ഈവൻ കിൽ അതർ മറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസ്. അത്രേ ഉള്ളൂ ഡൈനോഫ്ലജലേറ്റ്സ്. സോ ഡൈനോഫ്ലജലേറ്റ്സ് വെച്ച് നമുക്ക് പറയാം, ഡൈനോഫ്ലജലേറ്റ്സ് ആർ മോസ്റ്റ്ലി മറൈൻ ആൻഡ് ഫോട്ടോസിന്തറ്റിക്. നെക്സ്റ്റ്, ദേ അപ്പിയർ ഏതൊക്കെ കളറിൽ കാണുന്നു, YGBRB യെല്ലോ, ഗ്രീൻ, ബ്ലൂ, റെഡ്, ബ്രൗൺ. ഓക്കെ, ഈ കളറെല്ലാം കാണുന്നുണ്ട്, ഈ എല്ലാം കളർ കാണുന്നുണ്ട്. അടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ ബോഡി സ്ട്രക്ചർ, ദേ ആർ മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റ്സ് ആയിരിക്കും അതിന് ബോഡി ഫുൾ ഉണ്ടായിരിക്കുക. സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റ് ആണ് മൂന്നാമത്തെ പോയിന്റ്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു എന്ത്, ലൈക്ക് ഡൈനോഫ്ലജലേറ്റ്സ്. ഓക്കെ, മോസ്റ്റ്ലി മറൈൻ ഫോട്ടോസിന്തറ്റിക് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ദ കളർ YGBRB
മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ലൈക്ക് സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റിനെ പറ്റി പറഞ്ഞു. നാലാമത്തെ പോയിന്റോ ഡൈനോഫ്ലജലേറ്റ്സ്. അപ്പോൾ 2 ഫ്ലജലേറ്റ്സ്, ഒന്ന് ലോങ്സ്റ്റോൺലി താഴേക്ക് വരുന്നു, മറ്റേത് ട്രാൻസ്വേഴ്സ്ലി അലോങ് ദ ഗ്രൂവ് ബിറ്റ്വീൻ 2 പ്ലേറ്റ്സ്. നാലാമത്തെ പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് റെഡ് ടൈപ്പിനെ പറ്റിയിട്ട്, അല്ലേ? യെസ്, റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് കോൾഡ് ഗോണിയോലാക്സ്. ഗോണിയോലാക്സ് പേര് മാർക്ക് ചെയ്ത് ഗോണിയോലാക്സ് സൈഡിൽ എഴുതി വെക്കാം. Goniolax. Goniolax undergoes such rapid multiplication and they make see appear red tide. Goniolax cause what? Goniolax cause the red tide. Goniolax cause the red tide. All right. So and it releases lots of toxin and you know toxin releasing shesham they even kill other marine animals such as fishes. So that's about the dinoflagellates. ഇനി അടുത്തത് യൂഗ്ലിനോട്സ്. സിമ്പിൾ. ക്രൈസോഫൈറ്റ്സ് ഇതിനും പഠിച്ചത്ര പോലും യൂഗ്ലിനോട്സ് പഠിക്കാനൊന്നുമില്ല. യൂഗ്ലിനോട്സ് മെജോറിറ്റി ഓഫ് ദ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ആരായിരുന്നു? ആദ്യം പറഞ്ഞ ക്രൈസോഫൈറ്റ്സ്. ക്രൈസോഫൈറ്റ്സ് ആർ ബോത്ത് അക്വാട്ടിക് മീൻസ് ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ക്രൈസോഫൈറ്റ്സ്. നെക്സ്റ്റ് ഡൈനോഫ്ലജലേറ്റ്സ് ആർ മോസ്റ്റ്ലി മറൈൻ. അടുത്ത് പറഞ്ഞ യൂഗ്ലിനോയിഡ്സ്. യൂഗ്ലിനോയിഡ്സ് മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. സീലല്ല ഉള്ളത്, സ്റ്റാഗ്നൻറ്റ് വാട്ടർ. നമ്മളിപ്പോൾ ഒരു കുളം വിചാരിച്ചാൽ മതി. കുളത്തിനകത്ത് ഒരുപാട് യൂഗ്ലിനോയിഡ്സ് ഉണ്ട്. യൂഗ്ലിനോയിഡ്സ് ഫ്രഷ് വാട്ടർ ഓർഗാനിസം ഫൗണ്ട് ഇൻ സ്റ്റാഗ്നൻറ്റ് വാട്ടർ. ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വാൾ ദേ ഹാവ് എ പ്രോട്ടീൻ റിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ. നമ്മൾ ഫസ്റ്റ് കേസിൽ ഒരു സിലിക്ക സെൽ പറഞ്ഞു, സെക്കൻഡ് കേസിൽ നമ്മൾ സെല്ലുലോസിക് പ്ലേറ്റുള്ള സെൽ വാൾ പറഞ്ഞു, തേർഡ് കേസിൽ സെല്ല് വാളേ ഇല്ല, പകരം എന്തുണ്ട്? ഒരു പെല്ലിക്കിൾ ഉണ്ട്. പെല്ലിക്കിൾ വിച്ച് മേക്സ് എ ബോഡി ഫ്ലെക്സിബിൾ. ഇതാ നോക്കൂ, ഇതാണ് യൂഗ്ലിനോയിഡ്. ദ ഹിയർ യൂഗ്ലിനോയിഡ്. യൂഗ്ലിനോയിഡ് പ്രത്യേകത ഉണ്ടോ? ഇവർക്കൊരു കറക്റ്റ് സെൽ ഒരു സ്ട്രക്ചർ ഇല്ല, പകരം പുറമെയുള്ള വാളിൻ്റെ പേരാണ് പെല്ലിക്കിൾ. Though they are photosynthetic in the presence of sunlight, ഇവിടുത്തെ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയും. സൺലൈറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ ദേ ആർ ഫോട്ടോസിന്തറ്റിക്, അല്ലാത്തപ്പോൾ ദേ ആർ ഹെറ്ററോഫിക് ഇൻ നേച്ചർ. ഹെറ്ററോഫിക് പ്രഡേറ്ററി. സോ സൺലൈറ്റ് ഉണ്ടെങ്കിൽ 2 ഫ്ലജല്ലേ ഉണ്ട്. ഇവിടെ ഫിഗറിലാണ്. 1 ലോങ് ഫ്ലജല്ലേ ആൻഡ് എ ഷോർട്ട് ഫ്ലജല്ലേ. ഓക്കെ. ആൻഡ് പിന്നെ ന്യൂട്രീഷൻ കാര്യം പറയുകയാണെങ്കിൽ ദേ ആർ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ. ദാറ്റ് മീൻസ് സൺലൈറ്റ് പ്രസൻസ് ആണെങ്കിൽ ദേ ആർ ഓട്ടോട്രോഫിക്, അവർ സ്വയം ഫുഡ് ഉണ്ടാക്കും. ഓക്കെ. ആൻഡ് സപ്പോസ് എന്ത് ചെയ്യുന്നു, ലൈക്ക് സൺലൈറ്റ് പ്രസൻസ് ഇല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ദേ ആർ ഹെറ്ററോട്രോഫിക്, ദേ ആർ predatory in nature. Okay, predating on other small organisms. Initially, pigments of euglena are identical though present in higher plants. Example, euglena. Euglenoids an example ആണ് euglena. Okay, so ഇതിനും നമ്മൾ പെട്ടെന്ന് വരുന്ന പോയിന്റ് പറഞ്ഞു. മെജോറിറ്റി ഓഫ് ദം ആർ എന്ത് ഫ്രഷ് വാട്ടറിൽ കാണുന്നു, സ്റ്റാഗ്നന്റ് വാട്ടർ, ഒരു കുളത്തിൽ പോലെ ഫ്രഷ് വാട്ടറിൽ സ്റ്റാഗ്നന്റ് വാട്ടറിൽ കാണുന്നു. ഓക്കെ. രണ്ടാമത്തെ സെൽ വാൾ ഇല്ല, പകരം എന്ത് പറ്റുന്നു, ഒരു പെല്ലിക്കിളാണ് പ്രസന്റ്. പെല്ലിക്കിൾ പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ടു ദ യൂഗ്ലിനോയിഡ്. നെക്സ്റ്റ് ഫ്ലജലേറ്റ് പറഞ്ഞു. 2 ടൈപ്പ് ഫ്ലജല്ല, ലോങ് ഫ്ലജല ഉണ്ട്, ഷോർട്ട് ഫ്ലജല ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത പറഞ്ഞ എന്താ, ലൈക്ക് ദേ ആർ മിക്സോട്രോഫിക് ന്യൂട്രീഷൻ. അതായത് ഫോട്ടോസിന്തറ്റിക് സൺലൈറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ ദേ വിൽ ബി ഫോട്ടോസിന്തറ്റിക്, അല്ലാത്തപ്പോൾ ദേ ബിക്കം ഹെറ്ററോട്രോഫിക്. ഓക്കെ. സോ അതാണ് യൂഗ്ലിനോയിഡ്സ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ പിഗ്മെൻറ്റ്സ് ഇൻ യൂഗ്ലിനോയിഡ്സ്. ഞാൻ പറഞ്ഞു സൺലൈറ്റിൻ്റെ പ്രസൻസിൽ എന്ത് പറ്റുന്നു, ദേ ആർ ഫോട്ടോസിന്തറ്റിക്. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ദീസ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെൻറ്റ്സ് ആർ സർപ്രൈസിംഗ്ലി മച്ച് സിമിലർ ടു ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ ഹയർ പ്ലാന്റ്സ്. ഓക്കെ. ആൻഡ് ദ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ യൂഗ്ലിനോയിഡ്സ്. ഈ 6 പോയിൻറ്റോടെ യൂഗ്ലിനോയിഡ്സ് തീർന്നു. ഓക്കെ. 6 പോയിന്റ്സ് എന്താ? ഫസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാൽ യൂഗ്ലിനോയിഡ്സ് ഫസ്റ്റ് കാണുന്നത് എവിടേക്കാണ്? അത് കാണുന്നത് ഫ്രഷ് വാട്ടറിലാണ്, സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് കാണുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ദേ ആർ അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ സെൽ വാളല്ലേ പറഞ്ഞേ, സെൽ വാൾ മേഡപ്പ് ഓഫ് പെല്ലിക്കിൾ ബാരിക്സ് ദ ബോഡി ഫ്ലെക്സിബിൾ ആക്കി മാറ്റുന്നു. പിന്നെ 2 ടൈപ്പ് ഫ്ലജല്ല ഉണ്ട്, ലോങ് ഫ്ലജല്ല ഉണ്ട്, ഷോർട്ട് ഫ്ലജല്ല ഉണ്ട്. ഓക്കെ. പിന്നെ അടുത്തെന്താ പറഞ്ഞത് വെച്ചാൽ ലൈക്ക് ദേ ബിഹേവ് ലൈക്ക് ഹെറ്ററോ ബൈ പ്രെഡേറ്റിംഗ് ഓൺ ദ സ്മോൾ ഓർഗാനിസം. സൺലൈറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ ആ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, അല്ലാത്തപ്പോൾ ഹെറ്ററോഫിക് ആയിരിക്കും. പിന്നെ പിഗ്മെൻറ്റ്സ് ഇൻ യൂഗ്ലിനോയിഡ്സ് ആർ സിമിലർ ടു ദാറ്റ് പ്രസൻറ്റ് ഇൻ ദ പ്ലാന്റ്സ്. എക്സാമ്പിൾ യൂഗ്ലീന. ഓക്കെ, യൂഗ്ലീന. ഇതൊക്കെയാണ് എന്ത് യൂഗ്ലിനോയിഡ്സ് വെച്ചാൽ. ഓക്കെ. ഇനി അടുത്ത സ്ലൈം മോൾഡ്സ്. ഓക്കെ. യൂഗ്ലിന എക്സാമ്പിൾ ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ ഫിഗർ വന്നിട്ടുണ്ട്. അടുത്ത സ്ലൈം മോൾഡ്. ഓക്കെ. So slime molds are saprophytic protist. The body moves along decaying twigs and leaves engulfing organic material. Okay. ഇവിടെ കുറച്ച് സംശയം വരും. ലൈക്ക് പ്രൊട്ടിസ്റ്റ ഒരു ഡോഗ് വൊമിറ്റ് എന്നൊക്കെ ഒന്ന് പറയാറുണ്ട്. ഓക്കെ. ഡോഗ് വൊമിറ്റ് പോലെ കാണുന്നതാണ് സ്ലൈം മോൾഡ്. ഓക്കെ. അവിടെ പറയുന്നത് നോക്കട്ടെ. യെസ്,
ഓൾമോസ്റ്റ് ലൈക്ക് ഇതിൻ്റെ റിയൽ ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ലൈം മോൾഡിൻ്റെ കറക്റ്റ് ഇമേജ് എങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ സ്ലൈം മോൾഡ്സ് ആർ സാപ്രോഫൈറ്റിക് പ്രൊട്ടിസ്റ്റ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ എന്തായിരുന്നു? ഹെട്രോട്രോഫിക് പറഞ്ഞു, ഓട്ടോട്രോഫിക് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് സാപ്രോഫൈറ്റിക് മോൾഡ്സ് ആണ്. ദാറ്റ് മീൻസ് ഡെഡ് ആൻഡ് ഡീക്കേയിങ് മെറ്റീരിയൽ കൂടിയാണ് ഇത് പാസ് ചെയ്യുക. സോ ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ. ഇതെങ്ങനെ മൂവ് ചെയ്യുക? അതിന് കൈയും കാലുണ്ടോ? ഇല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽ ഉണ്ട്, ഒരു ചീയുന്ന ഒരു മരക്കമ്പ്. ഇവിടെ സ്ലൈം മോൾഡ് വന്നു പറഞ്ഞു. സ്ലൈം മോൾഡ് ഇവിടെ എത്തിയതിനു ശേഷം സ്ലൈം മോൾഡ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ എല്ലാം ഇവിടുത്തെ ഓർഗാനിക് മെറ്റീരിയൽ എടുത്തു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്യൂഡപ്പോളിയ പോലത്തെ സാധനങ്ങൾ കുറച്ച് മുന്നോട്ട് വലിച്ച് അവിടുത്തെ ന്യൂട്രിയൻസ് എടുക്കുന്നു. അപ്പോൾ ഹോൾ ബോഡി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇവിടെ നിന്ന് പിടുത്തം വിടുന്നു. സോ ഇറ്റ് മൂവ്സ് ലൈക്ക് ദാറ്റ് സ്ലോലി ബിറ്റ് ബൈ ബിറ്റ് മൂവ് ചെയ്ത് അങ്ങനെ പോകുന്നു. ദാറ്റ്സ് വൈ ദേ സെയിങ് ദേ ജസ്റ്റ് മൂവ് ഓൺ വാട്ട് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിങ് ഓർഗാനിക് മെറ്റീരിയൽ അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞത് സ്യൂട്ടബിൾ കണ്ടീഷൻ ആണെങ്കിൽ ദേ ഫോം അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. സ്യൂട്ടബിൾ കണ്ടീഷനിൽ. അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ പ്ലാസ്മ ഡിഫറൻഷ്യേറ്റ് ഫോംസ് ഫ്രൂട്ടിംഗ് ബോഡീസ് ബിയറിംഗ് സ്പോർട്സ് അറ്റ് ദ ടിപ്സ്. ഒരു പ്രോ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ മിക്ക കേസിലും ആളുകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആളുകളെ ഓർഗാനിസം പ്രൊഡ്യൂസേഴ്സ് സ്പോർട്സ്. അൺഫേവറബിൾ കണ്ടീഷൻ. സോ ഇവിടെ എങ്ങനെ തന്നെ ഫേവറബിൾ കണ്ടീഷനിൽ എന്ത് ചെയ്തു? നമ്മുടെ ഫേവറബിൾ കണ്ടീഷനിൽ ദേ ഫോം പ്ലാസ്മോഡിയം or aggregation called plasmodium. Plasmodium വേറെ പല സ്ഥലത്തും നമ്മൾ പറയാറുണ്ട്. സോ ബട്ട് ഇൻ ദിസ് കേസ് ഇറ്റ്സ് ജസ്റ്റ് ആൻ അഗ്രിഗേഷൻ ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ് ഇൻ ടു സെവറൽ ഫീറ്റ് അഗ്രിഗേഷൻ. ആൻഡ് ദെൻ what in unfavorable condition plasmodium differentiate to form fruiting bodies bearing spores at their tip. ഈ സ്പോർട്സിന് എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു സ്പോർട്സ് പ്ലസ് സെൽ വാൾ ട്രൂ വാൾസ്. ദേ ആർ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ആൻഡ് സർവൈവ് ഫോർ മെനി ഇയേഴ്സ് ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻ. സ്പോർട്സ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. നമ്മൾ നേരത്തെ ബാക്ടീരിയൻ്റെ കേസ് പറഞ്ഞു, സ്പോർട്സിൻ്റെ കേസ് അതുപോലത്തെ കേസ് തന്നെ ഇവിടെ പറയാനുള്ളൂ. സോ ദിസ് വെരി ഈസി തിങ്. ഏത് ലൈക്ക് ദ സ്ലൈം മോൾഡ്സിൻ്റെ കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ദേ ആർ സാപ്രോഫിറ്റിക് ഫംഗൈ. ദേ ജസ്റ്റ് മൂവ് അപ്പോൺ they just move upon what? They just move upon the twigs and leaves engulfing organic material engulf ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ. ആൻഡ് ദെൻ അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ ദേ ഫോം ആൻ അഗ്രിഗേഷൻ കോൾഡ് പ്ലാസ്മോഡിയം. അഗ്രിഗേഷൻ ഫോം ചെയ്യുന്നു പ്ലാസ്മോഡിയം ആൻഡ് വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ എന്ത് പറ്റുന്നു? ദേ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? അവർ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ദേ എന്ത് ചെയ്യുന്നു? ദേ പ്രൊഡ്യൂസ് ഫ്രൂട്ടിംഗ് ബോഡീസിനകത്ത് എന്തുണ്ട്? സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് ഹാവ് തിക്ക് വാൾസ് ആൻഡ് ക്യാൻ പെർസിസ്റ്റ് ഫോർ മെനി ഇയേഴ്സ് പെർസിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ സ്പോർട്സ് ജെർമിനേറ്റ് ആൻഡ് ഫോംസ് ന്യൂ ടൈപ്സ് ഓഫ് സ്ലൈം മോൾഡ്സ്. ഓക്കെ. ആൻഡ് ദേ ആർ എക്സ്ട്രീം റെസിസ്റ്റൻസ് ഫോർ മെനി ഇയേഴ്സ്. സ്പോർട്സ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസ്. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൽ നിന്നും സ്പോർട്സ് ആർ ഡിസ്പേഴ്സ്ഡ് ബൈ എയർ കറൻസിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ. ദാറ്റ്സ് അബൌട്ട് സ്ലൈം മോൾഡ്സ്. നെക്സ്റ്റ് സാധനം പ്രോട്ടോസോയിൻസ്. പ്രോട്ടോസോയിൻസ് കൂടി പറയുമ്പോൾ നമ്മുടെ കിങ്ഡം പ്രൊട്ടിസ്റ്റ കഴിഞ്ഞു. ഓക്കെ. കിങ്ഡം പ്രൊട്ടിസ്റ്റിന് ശേഷം കിങ്ഡം ഫംഗൈ കൂടി പറഞ്ഞാൽ ഓൾമോസ്റ്റ് ചാപ്റ്ററിന് 3/4 ഭാഗം കഴിഞ്ഞു. ഓക്കെ. സോ ദ പ്രോട്ടോസോയിൻസ്. All protozoans are heterotrophs and live as predators or parasites. They are believed to be primitive relatives of animals. There are 4 major groups of protozoans. 4 major groups of protozoans ഉണ്ട്. സോ നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഓട്ടോട്രോഫിക് ആയിരുന്നു, സാപ്രോഫൈറ്റിക് ആയിരുന്നു. ബട്ട് നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ആൻഡ് they live as predators and parasites. ഓക്കെ. They are believed to be primitive relatives of animals. ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പരമേഷ്യം, അമീബ, ഇതൊക്കെ ആദ്യം ആനിമൽ കിങ്ഡത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ബിക്കോസ് ഓഫ് ദ ന്യൂട്രീഷൻ. പിന്നീടാണ് ഇവരെ പിടിച്ച് പ്രൊട്ടിസ്റ്റയിലേക്ക് ഇട്ടത്. ഓക്കെ. ബിക്കോസ് ഓഫ് ദീസ് അതർ ഫീച്ചേഴ്സ്. ആൻഡ് യു നോ പ്രൊട്ടിസ്റ്റ ദ കിങ്ഡം, ദ ബൗണ്ടറീസ് ആർ നോട്ട് വെൽ ഡിഫൈൻഡ്. ഏത് വേണേലും പുറത്തോട്ട് വരാം, അകത്തോട്ട് വരാം, അങ്ങനത്തെ ഒരു കിങ്ഡമാണ് കിങ്ഡം പ്രൊട്ടിസ്റ്റ. സോ 4 മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രൊട്ടസോയിൻസ് ആണ്. 4 മേജർ ഗ്രൂപ്പ്സ് ഓഫ് പ്രൊട്ടസോയിൻസ് ഏതൊക്കെയുണ്ട്? 4 മേജർ. ഒന്ന് അമീബോയിഡ് പ്രൊട്ടസോയിൻ ഉണ്ട്. അമീബോയിഡ് പ്രൊട്ടസോയിൻ ഉണ്ട്. പിന്നെ ഫ്ലജല്ലേറ്റഡ് പ്രൊട്ടസോയിൻ ഉണ്ട്, സീലിയേറ്റഡ് പ്രൊട്ടസോയിൻ ഉണ്ട്, സ്പോറസോയിൻ ഉണ്ട്. ഈ 4 കാറ്റഗറീസാണ് പ്രൊട്ടസോയിൻസ് ഉള്ളത്. ഓക്കെ. 4 കാറ്റഗറീസ്. സോ ഫസ്റ്റ് അമീബോയിഡ് പ്രൊട്ടസോയിൻ. ദീസ് ഓർഗാനിസം ലിവ് ഇൻ ഫ്രഷ് വാട്ടറിൽ ലിവ് ചെയ്യും, സീ വാട്ടറിലും മോയ്സ്റ്റ് സോയിലും എല്ലാത്തിലും ലിവ് ചെയ്യുന്നു. ആൻഡ് ദേ മൂവ് ആൻഡ് ക്യാപ്ചർ. അമീബോയിഡ് എന്ന് വെച്ചാൽ അമീബ തന്നെ. അമീബ ആണ് അമീബോയിഡ് പ്രൊട്ടസോയിൻ എന്ന് വെച്ചാൽ. ഓക്കെ. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ their prey by putting out pseudopodia, false feet. As in amoeba, marine forms have silica shells on their surface. Some of them are such as endamoeba are parasites. Okay, so amoebic protozoans. അമീബ പ്രൊട്ടസോയിൻ പ്രത്യേകം എന്താ? ഫ്രഷ് വാട്ടറിൽ കാണാം, സീ വാട്ടറിൽ കാണാം, സോയിലിൽ കാണാം, എല്ലായിടത്തും കാണാം. ഓക്കെ.
ഇനി ഇപ്പോൾ വെച്ചാൽ അമീബ എങ്ങനെ ഇര പിടിക്കുന്നത് എങ്ങനെയാണ്? അമീബ ഇര പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ദ സ്യൂഡോപോഡിയ ഫോർമേഷൻ ഓഫ് ഫുഡ് വാക്യൂൾ, ഇങ്ങനെയൊക്കെയാണ് എന്ത് അമീബ ഇര പിടിക്കുന്നത് ബൈ ഫോർമേഷൻ ഓഫ് സ്യൂഡോപോഡിയ ഫോൾസ് ഫീറ്റ്. ഓക്കെ, ഇനി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറൈൻ ഫോംസ് ആണ്. ഞാൻ പറഞ്ഞു മറൈൻ കണ്ടീഷൻസ് ഉണ്ട്, മറൈൻ ഫോംസ് ഉണ്ട്. ഓക്കെ, മറൈൻസ് ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്. മറൈൻ ഫോംസിൻ്റെ പ്രത്യേകത വെച്ചാൽ ദേ ഹാവ് സിലിക്ക ഷെൽ ഓൺ ദെയർ സർഫേസ്. സിലിക്ക ഷെൽ എന്തിനാണ്? കാരണം യു നോ അമീബയാണ് ലൈക്ക് ദേ ഹാവ് ലൈക്ക് ഡെലിക്കേറ്റ് സൈറ്റോപ്ലാസം. ലൈക്ക് മറൈൻ പോലത്തെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ വരുമ്പോഴേക്ക് എന്ത് പറ്റുന്നു? അവരുടെ ഹൈപ്പർ സെലിനിറ്റി വരുന്നു, ഓസ്മോളാരിറ്റി മാറുന്നു, അങ്ങനെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് അമീബ. സോ എന്ത് പറ്റുന്നു? അമീബിക് ഫോംസ് ഹാവ് സിലിക്ക ഷെൽസ് ഓൺ ദെയർ സർഫേസ് ഇൻ മറൈൻ ഫോംസ്. ആൻഡ് some of them are parasites like endomoeba എന്നൊരു സ്പീഷീസ് ഉണ്ട്. they are parasitic in human ഗട്ടിനകത്ത് കാണുന്നതാണ് എൻഡമീബ സ്പീഷീസ്. ഇതാണ് അമീബേഡ്സ് പ്രോട്ടോസോയിൻസ് എന്ന് വെച്ചാൽ. നൗ ദ നെക്സ്റ്റ് വൺ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ. പേര് പോലെ തന്നെ അമീബേഡ് പറഞ്ഞാൽ അമീബ പോലെ, ഫ്ലജലേറ്റ് എന്ന് പറയുമ്പോൾ ഫ്ലജല്ലയുള്ള പ്രോട്ടോസോയിൻ. ദ മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ എയ്തർ ഫ്രീ ലിവിങ് ആവാം അല്ലെങ്കിൽ പാരസിറ്റിക് ആവാം. നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? ദേ ആർ ജസ്റ്റ് ഹെട്രോട്രോഫിക് ആണ്. എവിടെ കാണുന്നു? മറൈനിൽ കാണുന്നു, ഫ്രഷ് വാട്ടർ കാണുന്നു, ടെറസ്ട്രിയൽ എല്ലാം കാണുന്നു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ്സ് ആർ ഒന്നെങ്കിൽ ഫ്രീ ലിവിങ് ആയിരിക്കും അല്ലെങ്കിൽ പാരസിറ്റിക് ആയിട്ട് ഉണ്ടായിരിക്കും. ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിനിൽ ഓബ്വിയസ്ലി ഫ്ലജൽ ഉണ്ടാവുമല്ലോ. പാരസിറ്റിക് ഫോംസ് കോസ് ഡിസീസസ് സച്ചാസ്. ഏതൊക്കെ ഡിസീസാണെന്ന് ഓർത്തിച്ചോ, വളരെ അത് ഓർത്തിച്ചോ. കാരണം ഇപ്പോൾ എൻ്റെ MBBS വരെ എനിക്കിത് ആവശ്യമുണ്ട്. ദ സ്ലീപ്പിംഗ് സിക്നസ്, എക്സാമ്പിൾ ട്രൈപ്പാനോസോമ. ഞങ്ങൾ ചോദിക്കാറുണ്ട് സ്ലീപ്പിംഗ് സിക്നസ് കോസ്ഡ് ബൈ ഹൂം? ട്രൈപ്പാനോസോമ. ഇപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ എക്സാംസ് എല്ലാം നടത്തിയപ്പോൾ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ലീപ്പിംഗ് സിക്നസ് കോസ്ഡ് ബൈ ട്രൈപ്പാനോസോമ. സോ നെക്സ്റ്റ് അതാണ്. അപ്പോൾ ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ എന്താ പറയുന്നത്? ദേ ക്യാൻ ബി എന്താ ലൈക്ക് ദേ ആർ എയ്തർ ഫ്രീ ലിവിങ് ആവാം അല്ലെങ്കിൽ പാരസിറ്റിക് ഫോംസ് ആവാം. ആൻഡ് ദേ ഹാവ് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻ അല്ലേ. ആൻഡ് ദ പാരസിറ്റിക് ഫോംസ് കോസ് ഡിസീസസ് സച്ച് ആസ് വാട്ട്? ഡിസീസസ് സച്ച് ആസ് സ്ലീപ്പിംഗ് സിക്നസ്, എക്സാമ്പിൾ ട്രൈപ്പാനോസോമ. ഇതാണ് എന്ത്? ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻസ്. ഓക്കെ, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോയിൻസ്. നെക്സ്റ്റ് വൺ, സീലിയേറ്റഡ് പ്രോട്ടോസോയിൻസ്. they are aquatic, actively moving organism because of presence of thousands of cilia are present. Aquatic, actively moving organism, presence of thousands of cilia. They have a cavity, gullet, that opens to the outside of the cell surface. Okay, cavity ഉണ്ട്, gullet. അതായത് ഇങ്ങനെ വരും. സീലിയ പ്രോട്ടോസോയിൻ ഇവിടെ തന്നിട്ടുണ്ടോ എന്തെങ്കിലും? ഹിയോ പാരമേഷ്യം ഇവിടെ ഉണ്ടോ? ഈ ഒരു സ്പേസ് ഉണ്ടോ? ദിസ് ഇസ് വാട്ട് വി കോൾ ഗള്ളറ്റ്. ഒരു അകത്തോട്ടൊരു സ്പേസ് ഉണ്ട്, ഗള്ളറ്റ്. ദേ ഹാവ് എ ക്യാവിറ്റി ഗള്ളറ്റ് ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് സെൽ സർഫേസ്. ദ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് ഓഫ് റോസ് ഓഫ് സീലിയ കോസ് ദ വാട്ടർ ലേഡൻ വിത്ത് ഫുഡ് ടു ബി സ്റ്റിയർഡ് ഇൻ ടു ദ ഗള്ളറ്റ്. എക്സാമ്പിൾ പാരമേഷ്യം. എന്താണെന്ന് വെച്ചാൽ ദേ ആർ അക്വാട്ടിക്, ഫ്രീലി മൂവിങ് ഓർഗാനിസം ആണ്. സപ്പോസ് ഒരു സബ്സ്റ്റൻസ് ഇവിടെ വന്നെത്തി, ഓക്കെ, ഒരു ഫുഡ് പാർട്ടിക്കിൾ ഈ സീലിയായിട്ട് കോൺടാക്ട് വന്നു, ഇവിടുത്തെ സീലിയായിട്ട്. ഈ സീലിയ അതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് വിടും. ഫുഡ് പാർട്ടിക്കിൾ എടുത്തി ഇവിടുന്ന് ഇതും ഇങ്ങോട്ട് പുഷ് ചെയ്യും, ഇവിടുത്തെ സീലിയ ഇങ്ങോട്ട് പുഷ് ചെയ്യും. അങ്ങനെ ഇത് ഗള്ളറ്റിനകത്തെത്തി ദ ബോഡി ഓർഗാനിസം വുഡ് കൺസ്യൂം ഇറ്റ്. ഇവിടെ എത്തിയെന്ന് വിചാരിച്ചോ, ഇവിടെ എത്തി എന്ത് പറ്റുന്നു? സെയിം സീലിയ ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നു. ഓക്കെ, സീലിയ ഇങ്ങോട്ട് പുഷ് ചെയ്ത് ഗള്ളറ്റിലേക്ക് എത്തിക്കുന്നു. അത് ഗള്ളറ്റിന് ബോഡി ഡൈജസ്റ്റ് ചെയ്ത് വിടുന്നു. ഓക്കെ, ദാറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഗള്ളറ്റ് ആൻഡ് സീലിയ. സീലിയയുടെ ഒരു കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ്സ് ഓഫ് സീലിയ pushes the food into the gullet or the vacuole. അങ്ങനെയാണ് ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ദിസ് സീലിയ ഓൾസോ ഹെൽപ്സ് ഇൻ മോട്ടിലിറ്റിക്കും ഹെൽപ്പ് ചെയ്യും. സീലിയേറ്റഡ് പ്രോട്ടോസോയിൻസ്. presence of thousands of cilia are there. Next is sporozoan. This include diverse organisms that have an infectious spore-like stage in their life cycle. Most notorious is Plasmodium, which cause malaria, a disease which has been staggering effect on human population. അത് മാത്രം പറയുന്നുള്ളൂ. സ്പോറോസോയിനിൽ ഏത് വരുന്നുണ്ട്? പ്ലാസ്മോഡിയം, അതായത് പ്ലാസ്മോഡിയം വിച്ച് കോസസ് മലേറിയ. ഇത് മാത്രം പഠിച്ചാൽ മതി സ്പോറോസോയിനകത്ത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദ പ്രൊട്ടിസ്റ്റ, കിങ്ഡം പ്രൊട്ടിസ്റ്റ. സോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് അടിക്കാം. നമ്മൾ എവിടെ നിന്ന് റീക്യാപ്പ് അടിക്കണം അറിയോ? നമ്മൾ ഇത് മതി, പ്രോട്ടോസോയിൻ വെച്ച് പറയാം. പ്രോട്ടോസോയിൻസ് എന്ത് ടൈപ്പ് ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അമീബോയിഡ് ഉണ്ട്, അമീബോയിഡ് ടൈപ്പ് ഉണ്ട്, ദെൻ ഫ്ലജലേറ്റഡ് ഉണ്ട്. കേൾക്കുന്നില്ല? അമീബോയിഡ് ടൈപ്പ് ഉണ്ട്, ഫ്ലജലേറ്റഡ് ഉണ്ട്, ദെൻ ഏതൊക്കെയുണ്ട്? സീലിയേറ്റഡ് ഉണ്ട്, സ്പോറോസോയിൻസ് ഉണ്ട്. അമീബോയിഡ് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? അമീബയാണ്. അത് എവിടെ കാണുന്നുണ്ട്? മറൈൻ കാണുന്നു, ഫ്രഷ് വാട്ടർ കാണുന്നു, ടെറസ്ട്രിയൽ കാണുന്നു. ആൻഡ് അമീബോയിഡ് വിൽ ഹാവ് വാട്ട്? സ്യൂഡോപോഡിയ, ഫോൾസ് ഫീഡ് സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെയാണ് ഇത് ഫുഡ് പിടിക്കുന്നത്. ഓക്കെ, and then what happens? The marine forms have silica shells on them, and some forms are endomoeba forms. Okay, എന്തായിരിക്കും? They are parasitic in nature.
അതാണ് അമീബൈഡ് ഫോം. നെക്സ്റ്റ് വൺ ഇസ് സീലിയേറ്റഡ് ഫോം, ലൈക്ക് ഫ്ലജലേറ്റഡ് ഫോം. ഫ്ലജലേറ്റഡ് ഫോം എന്ന് പറയുമ്പോൾ ഇത് മെയിൻലി ഫ്രീ ലിവിങ് ആയിരിക്കും അല്ലെങ്കിൽ പാരസിറ്റിക് ആയിരിക്കും. അത് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് ഇതിൻ്റെ ഫ്ലജല്ലയുണ്ട്, ഫ്ലജല്ലേറ്റ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ദാറ്റ് പാരസിറ്റിക് ഫോം കോസ് ഡിസീസസ്. ഏതൊക്കെ? ഇറ്റ് കോസസ് വാട്ട്? ദ സ്ലീപ്പിംഗ് സിക്നസ്, ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് കോസ്ഡ് ബൈ ട്രൈപ്പാനോസോമ. ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് കോസ്ഡ് ബൈ ട്രൈപ്പാനോസോമ. ഇതാണ് ഫ്ലജലേറ്റഡ്. നെക്സ്റ്റ് സീലിയേറ്റഡ്. സീലിയേറ്റ് വെച്ചാൽ എന്തായിരിക്കും? അക്വാട്ടിക്കാണ്, മറൈനാണ്, ഫ്രീ ലിവിങ് ആണ് അല്ലാണ്ട്. പിന്നെ ദേ കൺസിസ്റ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് സീലിയ. സീലിയയുടെ കോർഡിനേറ്റ് മൂവ്മെൻറ്റ്, ദേ ഹാവ് എ ക്യാവിറ്റി കോൾഡ് ഗള്ളറ്റ് ഉണ്ട് അതിനകത്ത്. ഗള്ളറ്റ്, ഈ ഗള്ളറ്റിനകത്തേക്ക് എന്ത് വരും? സീലിയ വഴി എല്ലാ ഫുഡ് പാർട്ടിക്കിൾസിനും എല്ലാത്തിനും അകത്തോട്ട് തള്ളി വിടും. ഓക്കെ, തള്ളി അകത്തോട്ടെത്തി. ഓക്കെ, ആൻഡ് അകത്തോട്ട് ജസ്റ്റ് ഇൻജസ്റ്റ് ദ ഹോൾ ഫുഡ് പാർട്ടിക്കിൾ ആൻഡ് മൂവ്മെൻറ്റും ത്രൂ ദി സീലിയ. എക്സാമ്പിൾ പറഞ്ഞാൽ പരമേഷ്യം, സീലിയേറ്റഡ്. നെക്സ്റ്റ് സ്പോറോസോയിൻ. സ്പോറോസ് വെച്ചാൽ അധികമൊന്നും പറയുന്നില്ല, ജസ്റ്റ് സം അതായത് ലൈഫ് സൈക്കിളിൽ ചില സ്പീഷീസ് ഇറ്റ് കോസസ് വാട്ട് ദേ ആർ സോ മച്ച് ഇൻഫെക്ഷ്യസ്, ഇറ്റ് കോസസ് മലേറിയ. ഏത്? പ്ലാസ്മോഡിയം ഇസ് എ സ്പോറോസോം വിച്ച് കോസസ് മലേറിയ. ഇത്ര ഓർത്താൽ തന്നെ എന്ത് പറ്റൂ? പ്രോട്ടോസോം കഴിഞ്ഞു. സോ ദാറ്റ്സ് അബൌട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, ഓർമ്മയില്ല നമ്മൾ പറഞ്ഞൊക്കെ? അതെ, ക്രൈസോഫൈറ്റ്സിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. നെക്സ്റ്റ് ഡൈനോഫ്ലജലേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, മോസ്റ്റ്ലി മറൈൻ, ഫോട്ടോസിന്തറ്റിക്. അത് കളറും സാധനങ്ങളെല്ലാം പറഞ്ഞു. നമ്മൾ സൈഡിൽ എഴുതിയിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് എല്ലാം. ഓക്കെ, ദെൻ സ്ലൈമോൾസ് നമ്മൾ ജസ്റ്റ് കണ്ടീഷൻ ഏകദേശം പറഞ്ഞിട്ടുള്ളൂ. ദെൻ എന്ത്? സ്യൂട്ടബിൾ കണ്ടീഷൻ ആണെങ്കിൽ പ്ലാസ്മോഡിയം, അൺഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നും സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്പോർട്സിൽ നിന്ന് ജെർമിനേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. പിന്നെ പ്രോട്ടോസോയിൻസ്, നമ്മുടെ ഈ 4 കാര്യങ്ങൾ. സോ ദാറ്റ്സ് അബൌട്ട് കിങ്ഡം പ്രൊട്ടിസ്റ്റ. ഇനി കിങ്ഡം ഫംഗൈ കൂടി പറഞ്ഞാൽ വേട്ടാണ്. കിങ്ഡം ഫംഗൈ കൂടി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഓൾമോസ്റ്റ് 45% ഓഫ് ദ 75% ഓഫ് ദ ചാപ്റ്റർ ഈസ് ഓവർ. ആൻഡ് അത് പറയുമ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാം, ജസ്റ്റ് ഒരു 5 minutes. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5 മണിക്കൂർ നിങ്ങൾ ഇരുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ഫ്രഷ് ആവാൻ വേണ്ടി ജസ്റ്റ് റൈസ് ഫ്രം ദ സീറ്റ്. ഓക്കെ, മീൻവെൽ ജസ്റ്റ് മീറ്റ് ചാർജ്. ഓക്കെ,
Okay, so back. തിരിച്ചെന്നോ? പോയാൽ തിരിച്ചൊന്നല്ലോ ഒന്നും. ആക്ച്വലി ദ ബാറ്ററി ഇസ് വെരി ലോ, സോ കുറച്ച് നേരം കുത്തി വെച്ചിരിക്കാന്ന് വിചാരിച്ചു. ഒക്കെ ജോയിൻ ചെയ്യുന്നുണ്ടോ? ഓക്കെ ഷാസൽ. ഓക്കെ ലഹലും വന്നു. ഓക്കെ നൈസ് നൈസ്. സോ ഗൈസ് ഐ നോ ഇറ്റ്സ് വെരി ഹെക്റ്റിക്. അതായത് ഒന്നാമത് നോമ്പാണ്, റമളാനാണ്. അപ്പോൾ ഇത്രയധികം നല്ല കഷ്ടപ്പെട്ട് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ബട്ട് യു നോ വൺ തിങ്, ഇത്രയും കുറച്ച് കാലം ബുദ്ധിമുട്ടേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, 1 month, ഒരൊറ്റ മാസത്തെ ബുദ്ധിമുട്ട് മാത്രമേ സഹിച്ചാൽ മതി. ഒരു മാസം ചില പ്ലാൻസൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് പഠിച്ചൂടെ? ഓക്കെ, ഈ ഒരു മാസം പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഓൾമോസ്റ്റ് ലൈക്ക് ലൈഫ് ലോങ് കിട്ടാൻ പോകുന്നതാണ്. ഓക്കെ, ഒന്നാലോചിച്ച് നോക്കുക, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു മാസം കൊണ്ട് നമ്മൾ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുന്നാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ദ ബെസ്റ്റ് തിങ് അല്ലേ? നിങ്ങൾക്ക് പറ്റുന്ന കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഫർ ഇതിലും വലുതൊന്നുമില്ല. സോ ഈ ഒരു മാസം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹിച്ച് നിൽക്കുക. ഓക്കെ, ആൻഡ് ഇതിൽ ചെറിയ എന്തെങ്കിലും എൻക്വയറീസ്, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഷഹസിലായാലും ലഹലായാലും? Because one thing, I'm already charging the iPad, that's why. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ലൈക്ക് സ്പീഡ് കൂടി പോവുകയെ അല്ലെങ്കിൽ എനിത്തിങ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ആർക്കൊന്നും പ്രത്യേകിച്ച് വ്യൂസ് ഒന്നും ഇല്ലേ? I just want to make it just interactive, that's all. അതുകൊണ്ട് തന്നെ, അല്ലാണ്ട് ജസ്റ്റ് എ 1 man ഷോ ആയി എന്താ കുറേ 1 man ഷോ നടത്തിയിട്ട്. സോ എന്തെങ്കിലും എൻക്വയറീസ് എന്തെങ്കിലും ചോദിച്ചോളൂ. എന്തെങ്കിലും പഠിക്കാൻ എന്താ വേണ്ടെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് എടുക്കുന്ന എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ. എനിക്കറിയാം നോമ്പൊക്കെ നല്ല സീനാണ്, എനിക്കറിയാം. സോ വിൽ ലൈക്ക് ഇനി അധികം നേരം ഉണ്ടാവില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ് നിർത്താം. ഓക്കെ, സോ ഓക്കെ. ഓൾറൈറ്റ്. സോ ഇനി കുറച്ച് നേരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ലൈക്ക് എന്നെ കണ്ട് ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ, കുറച്ച് നേരത്തേക്ക്, അത് നേരം വേണ്ട. സോ ബാക്ക് ടു ക്ലാസ്. ഓൾറൈറ്റ്, ഒരു ചെറിയ ഈ കുഞ്ഞ് ബ്രേക്ക് വരുമ്പോൾ ഇത്ര കുഞ്ഞ് ബ്രേക്ക് പോരെ? ഓക്കെ, ഇനി കുറച്ച് നമുക്ക് ബ്രേക്ക് എടുക്കാം. ലൈക്ക് ഒറ്റയടിക്ക് ഒരുപാട് ബ്രേക്ക് എടുത്തിട്ടും കാര്യമില്ല, എന്നാൽ ദീർഘനേരം ക്ലാസ് എടുത്ത് അതും കാര്യമില്ല. യു ഹാവ് ടു സസ്റ്റെയിൻ എവറിത്തിങ്. യു നോ ദ പൊമോഡോ ടെക്നിക് റൈറ്റ്? ഒരു 20 minutes, ലൈക്ക് ഒരു 40 minutes നമ്മൾ ഫുൾ കോൺസെൻട്രേഷനിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ, അതിന് ശേഷം ജസ്റ്റ് ഒരു ചെറിയ ബ്രേക്ക് പോലെ അങ്ങനെ എന്തെങ്കിലും ചെറിയ, അധികം നേരമല്ലോ, ജസ്റ്റ് ഒരു കുഞ്ഞ് ബ്രേക്ക്. ദാറ്റ്സ് എ പൊമോഡോ. നമ്മൾ പഠിക്കുന്ന നേരത്തെ അത് എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇത്രയും ക്ലാസ് എടുക്കുക നമ്മൾ എത്ര വേണമെങ്കിലും കേൾക്കാം, ബട്ട് സ്വയം ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, കമ്പൈൻ സ്റ്റഡി പോലും അല്ല നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് നിങ്ങൾ ഇരുന്ന് പഠിക്കണം. ഓക്കെ,
ആൻഡ് പഠിക്കുമ്പോൾ ലൈക്ക് ഒരു 20 അരമണിക്കൂർ ചിലപ്പോൾ 40 മിനിറ്റ് അതുവരെ നമുക്ക് ഫുൾ കോൺസെൻട്രേഷനിൽ ഫുൾ വായന ഇരിക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ മൈൻഡ് ഡീവിയേറ്റ്, നമ്മൾ ഡ്രെയിൻ ഔട്ട് ആവും, മൈൻഡ് ഡീവിയേറ്റ് ആവും. അപ്പോൾ എന്ന് വെച്ചാൽ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ സെൽഫ്, ലൈക്ക് ഡ്രിങ്ക് സംതിങ് ഓർ ജസ്റ്റ് ഈറ്റ് സം സ്നാക്സ് ഓർ ജസ്റ്റ് മൈൽഡ് ഫോം ഓഫ് എക്സസൈസ് സംതിങ്, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷൻ ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറിയിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് നടന്ന് പഠിക്കാൻ ശ്രമിക്കുക, ഒരു ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും പോകുക. അധികം അന്ന് ആ ടൈം നേരെ കയറി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പോകരുത്, അതെല്ലാം ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഓക്കെ, ബട്ട് ജസ്റ്റ് ദീസ് ടൈപ്പ് ഓഫ് ജസ്റ്റ് തിങ്സ്, അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ബോഡി നല്ല സ്ട്രെച്ച് ചെയ്താൽ, നല്ല സ്ട്രെച്ച് കിട്ടിയാൽ തന്നെ ബോഡി നല്ല ഉന്മേഷം കിട്ടും. ഓക്കെ, ഞാനൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ കുറേ നേരമായിട്ട്. കുറേ നേരം ഞാനും ഇതേപോലെ ഇരിക്കുന്നുണ്ട്. സോ ഓക്കെ, ഓൾ റൈറ്റ്. പിന്നെ ഇതിലെല്ലാം ഒരുപാട് ഭാവി ഡോക്ടർമാരെയും കാണുന്നു. ഡോക്ടർ ലഹാലായാലും ഡോക്ടർ ഷഹസിലായാലും. ഓക്കെ, നിങ്ങളെല്ലാം കയറി പോകുമ്പോൾ എന്നെയൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഓൾറൈറ്റ്, സോ ഇൻ ടു കിങ്ഡം ഫംഗൈ. ഫംഗൈ നമുക്കറിയാം, ഫംഗസ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള കേസാണ്. നമ്മളറിയാം പ്രൊട്ടിസ്റ്റൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ഒരു ഇമാജിനേഷൻ വെച്ചാണ് ഫുൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. എന്തായിരിക്കും സാധനങ്ങൾ, ഇതൊന്നും ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്നൊക്കെ ആലോചിച്ച ഒരു സംഭവമുണ്ട്. ഫംഗസ് നമുക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത് പഠിക്കാം, പ്ലാന്റ്സ് കുറച്ചധികം റിലേറ്റ് ചെയ്യാം, ആനിമൽസ് വളരെയധികം റിലേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഓർഡർ സ്ട്രക്ചർ. സോ കിങ്ഡം ഫംഗൈ. Kingdom fungi constitute a unique kingdom of heterotrophic organism. ഫംഗസിന് എന്തും ഗ്രീൻ കളർ എവിടെയില്ല, ബിക്കോസ് ദേ ആർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. ദേ ഷോ എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ്. ഓക്കെ, ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റാറ്റ് കാണാൻ പറ്റും. യു മസ്റ്റ് ഹാവ് സീൻ ഫംഗൈ ഓൺ എ മോയ്സ്റ്റ് ബ്രെഡ് ആൻഡ് റോട്ടൺ ഫ്രൂട്ട്സ്. നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നുണ്ട് ബ്രെഡ് പാക്ക്, അത് കുറേ കാലം എടുത്തില്ലെങ്കിൽ അയ്യേ അതിൽ ഫംഗസ് എന്ന് പറയും അല്ലേ. അതുപോലെ വല്ല ഫ്രൂട്ട്സ് ചീഞ്ഞ് അയ്യേ അതിൽ ഫംഗസ് എന്ന് പറയും. സോ നമ്മൾ കാണുന്ന ബ്രെഡിലും ഫ്രൂട്ട്സിലൊക്കെയാണ് നമ്മൾ വേണ്ടി കാണുക. സോ വൈറ്റ് സ്പോസീനോ നമ്മൾ പൊതുവേ കാണുന്ന സാധനങ്ങളാണ് എന്താ, കോമൺ മഷ്റൂം യു ഈറ്റ്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന കൂൺ ഉണ്ടല്ലോ, കൂൺ മഷ്റൂം, അതും ഒരു ഫംഗസ് തന്നെയാണ്. അതുപോലെ ലൈക്ക് ടോഡ്സ്റ്റൂൾസ് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഫംഗസ് ആണ്, ഇതെല്ലാം ഫംഗസ് തന്നെയാണ്. പിന്നെ മസ്റ്റാർഡ് ലീവ്സിൽ എന്തിരുന്നു വൈറ്റ് സ്പോട്ട്സ് കാണാൻ പറ്റും. വൈറ്റ് സ്പോട്ട്സ് ആർ ഓൾസോ പാരസിറ്റിക് ഫംഗസ്. പാരസിറ്റിക് ഫംഗസിന് എക്സാമ്പിൾ വെച്ചാൽ വി ക്യാൻ സീ പാരസിറ്റിക് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ പാരസിറ്റിക് ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ വൈറ്റ് സ്പോട്ട്സ് ഇൻ മസ്റ്റാർഡ് ലീവ്സ്, അതാണ് പാരസിറ്റിക് ഫംഗസ് എന്ന് വെച്ചാൽ. നെക്സ്റ്റ് സം യൂണിസെല്ലർ ഫംഗസ്, എക്സാമ്പിളാണ് ഈസ്റ്റ്. നമ്മുടെ സ്വന്തം ഈസ്റ്റ്, നമ്മൾ അരിമാവിലും ലൈക്ക് ഇഡ്ഡലിക്കൊക്കെ തലേദിവസം ഉണ്ടാക്കുന്ന ഒരു ഈസ്റ്റ് ഉണ്ടല്ലോ, ആ ഈസ്റ്റ് ഒരു ഫംഗസ് തന്നെയാണ്. ഓക്കെ, ബട്ട് ദേ ആർ കൺട്രോളബിൾ ലെവൽ. ആൻഡ് നമുക്ക് പിന്നെ സംഭവമുണ്ട് ലൈക്ക് ബിയർ ഉണ്ടാക്കാൻ, അതുപോലെ ആൽക്കഹോളൊക്കെ ഉണ്ടാക്കാൻ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. സോ അവിടെയും some unicellular fungus, example yeast, are used to make bread and beer. Other fungi cause diseases in plants and animals. ഇതെല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ലൈക്ക് ദ ഫംഗൈ കോസ് ഡിസീസ് ഇൻ പ്ലാന്റ്സ്. സം യൂണിസെല്ലുലാർ ഫംഗൈ yeast are used to making bread and beer. Other fungi cause disease in plants. Disease causing fungus ഏതൊക്കെയാ? Wheat rust causing Puccinia is an example. Other source are Penicillium. അതായത് ഞാൻ പറഞ്ഞു ലൈക്ക് wheat rust is caused by Puccinia. Wheat rust. Okay, and some source, other source of antibiotics പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഫംഗസ് യൂസ് ചെയ്യാറുണ്ട്. പെനിസിലിയം ഉണ്ടാക്കുന്നത് എവിടുന്ന ഫംഗസ്. പെനിസിലിയം എന്ന് പറഞ്ഞൊരു ഫംഗസ് ഉണ്ട്, അതിൽ നിന്നാണ് പെനിസിലിൻ എന്ന മരുന്നെല്ലാം ഉണ്ടാക്കുന്നത്. പെനിസിലിൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പെനിസിലിൻ മരുന്ന് ഉണ്ടാക്കുന്നത് ഫംഗസിൽ നിന്നാണ്. ഫംഗി ആർ കോസ്മോപൊളിറ്റൻ. ഞാൻ പറഞ്ഞു കോസ്മോപൊളിറ്റൻ വെച്ചാൽ എല്ലാ ഫോംസിലും, വാട്ടർ, എയർ, ലൈക്ക് സോയിൽ, എല്ലാത്തിലും വളരും, കോസ്മോപൊളിറ്റൻ. ആൻഡ് ദേ പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ഓക്കെ, സോ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസിൽ പറയുന്നത് ജീവിക്കാനും. സോ എന്താ വെച്ചാൽ നമ്മൾ എന്തിനാണ് ഫുഡൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നത്, എന്തിനാണ് ഫ്രിഡ്ജിനകത്ത് വാം പ്ലേസ് അല്ല, ഇറ്റ്സ് എ കോൾഡ് പ്ലേസ്. സോ ഫംഗസ് വോണ്ട് സർവൈവ് ഇൻ ദെയർ, ദാറ്റ്സ് വൈ. വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് ഈസ്റ്റ്, ഫീൽ ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് മുമ്പ്, യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ ഏതാ? ദ ഓൺലി എക്സാമ്പിൾ ഇസ് ഈസ്റ്റ്. നമ്മുടെ സ്വന്തം ഈസ്റ്റ് ആണ് യൂണിസെല്ലുലാർ ഫംഗസിന് എക്സാമ്പിൾ. ബാക്കി എല്ലാ ഫംഗസും എന്താ, ബാക്കി എല്ലാ ഫംഗസും ദർ വുഡ് ബി it would be multicellular ആയിരിക്കും ബാക്കി എല്ലാ ഫംഗസും ഉണ്ടായിരിക്കുക. Their bodies consist of long, slender, thread-like structures called hyphae. The network of hyphae is known as mycelium. ഇത് ഓർത്തിച്ചോളൂ.
ബോഡി ഫംഗസിൻ്റെ ബോഡി കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഹൈഫേ. ആലോചിച്ചോ, ഹൈഫേ എന്ന് വെച്ചാൽ വുഡ് ബി ലോങ് സ്ലെൻഡർ തിന്നായിരിക്കും ആൻഡ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ, ത്രെഡ് ലൈക്ക് ആണ് കാരണം ലോങ് ആണ് സ്ലെൻഡർ ആണ്, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ഹൈഫേ. ഹൈഫേ HYPHAE ഹൈഫേ പ്ലൂറൽ ഹൈഫ. ഹൈഫ. The network of hyphae is known as mycelium. Some hyphae are continuous tubes filled with multinucleated cytoplasm. These are called cyanocytic hyphae. Okay. Other have septae or cross walls in the hyphae. Cell walls of fungi are composed of chitin and polysaccharides. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഇതെടുക്കണം എന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ, ഓൾറെഡി ഇവിടെ നോക്കൂ. സോ നോർമലി ഫംഗൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹൈഫേ. ഹൈഫേ എന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടോ, ലോങ് സ്ലെൻഡർ ത്രെഡ്സ് ആയിരിക്കും, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. ഇതിൽ തന്നെ ഇങ്ങനെ സെപ്റ്റ് വെച്ചിട്ട് ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഓരോ ന്യൂക്ലിയസ് ഉണ്ടാവും. ദിസ് ഇസ് എ നോർമൽ ഹൈഫേ. നോർമൽ ഹൈഫേ പ്രത്യേകം എന്താ, ദേ ആർ ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് ഹൈഫേ. ഒരുപാട് ഹൈഫകൾ കൂടി ചേരുമ്പോഴാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഒരുപാട് ഹൈഫകൾ. ദീസ് ആർ ജസ്റ്റ് എ പിക്ചോറൽ റെപ്രസെൻറ്റേഷൻ ഓഫ്. ഓക്കെ, ഇങ്ങനെ എന്നല്ല ശരിക്കും ഹൈഫ ഉള്ളത്. മൈക്രോസോഫ്റ്റിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഗ്രൂപ്പായി വരുമ്പോൾ അതിൻ്റെ പേരാണ് ഗ്രൂപ്പായി വരുമ്പോൾ രസ് മൈസീലിയം. ഓക്കെ, മൈസീലിയം, ഹൈഫെ മൈസീലിയം. ഇനി ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഹൈഫേനെ പറ്റി പറയുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞത്, ഹൈഫേ പറഞ്ഞത്. ഇതിനകത്ത് കുറേ സെപ്റ്റം ഉണ്ട്, അതിന് ന്യൂക്ലിയസ് ഉണ്ട്. ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട് ബട്ട് സെപ്റ്റം ഇല്ല. സോ വാട്ട് ഹാപ്പൻ, ദിസ് ഇസ് എ മൾട്ടിന്യൂക്ലിയർ hyphae. So this is called what? Cyanocytic hyphae. ഇത് വരുന്നുണ്ട്, cyanocytic hyphae. ഇത് സൈഡിൽ ഇതുപോലെ എഴുതി വെച്ചോളൂ, ഇതുപോലെ വരച്ച് വെച്ചോളൂ. ഓക്കെ, ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. എന്നാലേ മനസ്സിലാവുള്ളൂ വാട്ട് ഇസ് cyanocytic hyphae. cyanocytic hyphae മനസ്സിലായില്ല, അതായത് സെപ്റ്റം ഉണ്ടാവില്ല ആൻഡ് ലൈക്ക് ലോങ് സ്ലെൻഡർ ത്രെഡിലാണെങ്കിൽ അത് ബി ഹൈഫെ, ഗ്രൂപ്പായി വരുമ്പോൾ മൈസീലിയം. ഇതാണ് ഈ ഒരു പാരഗ്രാഫിനകത്ത് ഇത്രയും കാര്യത്തിൽ പറയുന്നത്, ഇത് മാത്രമാണ്. Okay, and cell walls of fungi consist of what? Chitin plus polysaccharide. Just don't stop with chitin, full ആയിട്ട് തന്നെ പഠിക്കുക. Chitin plus polysaccharide. Cell wall of fungus consists of chitin plus polysaccharide. ഓക്കെ, മനസ്സിലായില്ലേ ഹൈഫ എന്താണെന്ന് മനസ്സിലായില്ലേ, സിയനോസൈറ്റിക് ഹൈഫ മനസ്സിലായില്ലേ, മൈസീലിയം എന്താണെന്ന് പറഞ്ഞു, പിന്നെ chitin plus polysaccharide ആണ് എന്ത് കമ്പോസിഷൻ ഓഫ് ഫംഗൽ സെൽ വാൾ. ഓക്കെ, സോ നൗ ഓൺ ടു നെക്സ്റ്റ് തിങ്. അടുത്ത കുറച്ചുകൂടി ചർച്ച ചെയ്യട്ടെ. ഓക്കെ, വെയിറ്റ്. So now what? Now ആലോചിക്കുന്ന വെച്ചാൽ മോസ്റ്റ് ഫംഗസ് ആർ ഹെറ്ററോട്രോഫിക്. ഓക്കെ, മോസ്റ്റ് ഹെറ്ററോട്രോഫിക് ആൻഡ് അബ്സോർബ് സൊല്യൂബിൾ ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ് ആൻഡ് ആർ ഹെൻസ് കോൾഡ് സാപ്രോഫൈറ്റ്സ്. നമുക്കറിയാം ഫംഗസ് എന്തിലാണ് സാധാരണ വരിക, നമ്മൾ ഡെഡ് ആൻഡ് ഡീക്കേ ആയ സബ്സ്റ്റൻസ് ഉണ്ടാവും. ഡെഡ് ആൻഡ് ഡീക്കേ ആയ സബ്സ്റ്റൻസിൽ നിന്നും ന്യൂട്രിയൻസ് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് എന്ത് ഫംഗസ് ജീവിക്കുക. ഫംഗി ആർ ഹെറ്ററോട്രോഫ്സ് and absorb soluble organic matter from dead substrates and hence are called saprophytes. Okay, what are saprophytes എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയേണ്ടത്, heterotrophic and absorb soluble organic matter. Those that depend on living plants and animals are called parasites. Living plants and animals depend ചെയ്യുന്നത് നമ്മൾ parasites എന്ന് പറയുന്നു. They can also live as symbionts in association with algae as lichens and with roots of higher plants as mycorrhiza. Okay,
സോ നമ്മൾ ഏതൊക്കെ ഫോംസ് എന്ന് മനസ്സിലാക്കി. സോ മെയിൻലി ഹെറ്ററോട്രോഫിക് സാപ്രോഫൈറ്റ് ആയിട്ടാണ് ജീവിക്കുക ഏത് ഫംഗസ്. ദോസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ലിവിങ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ കോൾഡ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ലിവിങ് പ്ലാന്റ്സിനും ആനിമൽസിനും ഡിപ്പെൻഡ് ചെയ്യുന്ന പാരസൈറ്റ്സ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ദേ കൻ ഓൾസോ ലിവ് ആസ് സിംബയോൺസ്. സിംബയോൺസ് അതൊരു പുതിയ ടേമാണ് അല്ലേ, സിംബയോൺസ്, അതായത് ലിവ് ഇൻ അസോസിയേഷൻ വിത്ത്. പാരസൈറ്റും സിംബയോണും വ്യത്യാസം എന്താ? പാരസൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഫംഗസ്, അതൊരു ആനിമലിൻ്റെ ലൈക്ക് എൻ്റെ ബോഡിയുടെ ഇവിടെ ഒരു സ്കിൻ ഫംഗസ് ഇവിടെ എന്ത് ചെയ്യുന്നു, അവർ വളരുന്നു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എൻ്റെ സ്കിൻ്റെ ഈ ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഇറ്റ് കോസസ് ഡാമേജസ്. ദ ഫംഗസ് കോസ് ഡാമേജ് ടു മൈ സ്കിൻ. അത് എനിക്ക് ദോഷകരമാണ്. ഇറ്റ്സ് ഓൺലി ബെനിഫിഷ്യൽ ടു ദ ഫംഗസ് ഓൺലി, നോട്ട് ബെനിഫിഷ്യൽ ടു മീ. ദാറ്റ്സ് വാട്ട് വി കോൾ എ പാരസൈറ്റ്. ഓക്കെ, നൗ വാട്ട് അബൌട്ട് സിംബയോണ്ട്? സിംബയോണ്ട് എന്ന് വെച്ചാൽ ലൈക്ക് ഇവിടെ എന്ന് പറയേണ്ടത് നമുക്കൊരു ലൈക്കൻ പറയാം. ഒരു ലൈക്കനിൽ ഫംഗസ് വളരുന്നു. ഓക്കെ, ലൈക്കൻ പ്രൊവൈഡ്സ് വാട്ട്? ലൈക്കൻ പ്രൊവൈഡ്സ് ഫുഡ്. അല്ലെങ്കിൽ ഓക്കെ, ലൈക്കൻ എന്ന് വെച്ചാൽ അസോസിയേഷൻ്റെ പേരാണ്. ആൽഗെ ആൻഡ് ഫംഗസ് ദേ ബോത്ത് ആർ സിംബയോൺസ് ഇൻ കോൾഡ് ലൈക്കൻ. സോ ആൽഗെ എന്ത് ചെയ്യുന്നു? ആൽഗെ ഫോട്ടോസിന്തറ്റിക് ആണ്, സോ ഇറ്റ് പ്രൊഡ്യൂസസ് ഫുഡ്. ഫംഗസ് എന്ത് ചെയ്യുന്നു? ആൽഗെ പറ്റി പിടിച്ചിരിക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നു. ദേ ഗിവ് ഷെൽട്ടർ ടു ആൽഗെ. ആൽഗയ്ക്ക് ഷെൽട്ടർ കൊടുക്കുന്നു, ആൽഗ തിരിച്ച് ഫുഡ് കൊടുക്കുന്നു. സോ അവിടെ ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. അതിനാണ് നമ്മൾ സിംബയോൺസ് എന്ന് പറയുക. ഇങ്ങനെ ആൽഗെ ഫംഗെ റിലേഷൻ, സിംബയോട്ടിക് റിലേഷൻ നമ്മൾ എന്ത് പറയുന്നു? ലൈക്കൻ എന്ന് പേരിട്ട് വിളിക്കുന്നു. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക, ജസ്റ്റ് മാർക്ക് ചെയ്യുക ലൈക്കൻ. വേറിട്ട് തന്നെ എഴുതുക, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ആൻഡ് ഫംഗസ് ഓൾസോ കോസ് അസോസിയേഷൻ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആസ് ഇൻ മൈക്കോറൈസ. ഓക്കെ, മൈക്കോറൈസയിൽ ഇതുപോലെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ലൈക്ക് അവിടുന്ന് ഫുഡ് ഉണ്ടാക്കുന്നു. മൈക്കോറൈസയിൽ ഫംഗസ് ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് സംതിങ് ആൻഡ് ഓൾസോ ഗിവ്സ് ടു ദ റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഓക്കെ, ഇറ്റ് പ്രൊഡ്യൂസസ് ന്യൂട്രിയൻസ്, മിനറൽസ് എല്ലാം കൊടുക്കുന്നു. എന്തിന്? ഹയർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് കോൾഡ് മൈക്കോറൈസ. സോ ഇത് രണ്ടുമാണ് എന്ത് നമ്മൾ ലൈക്ക് ദീസ് ആർ ദ ലൈഫ് ഫോംസ്. ഒന്ന് സാപ്രോഫൈറ്റിക് ആണ് ദ മോസ്റ്റ് കോമൺ ഫോം. പിന്നെ സിംബയോട്ടിക് ആയി ജീവിക്കാറുണ്ട്. അത് ആൽഗയുടെ കൂടെയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ലൈക്കൻ. ആൻഡ് അത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്, ഇറ്റ് ഇസ് കോൾഡ് മൈക്കോറൈസ. ഇത് രണ്ടും ടെക്സ്റ്റിലുണ്ട്. ആൻഡ് യു ഷുഡ് മാർക്ക് ഇറ്റ് സെപ്പറേറ്റ്ലി തന്നെ മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ സോ നെക്സ്റ്റ് ഇനി അടുത്ത് നമ്മൾ റീപ്രൊഡക്ഷൻ പറയാം. റീപ്രൊഡക്ഷൻ ഓഫ് ഫംഗസ്. റീപ്രൊഡക്ഷൻ takes place വെജിറ്റേറ്റീവ് മീൻസ്. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അസെക്ഷൽ മെത്തേഡ്. ഏതൊക്കെയാണ്? അല്ല, അസെക്ഷൽ മെത്തേഡ്. വെജിറ്റേറ്റീവ് പറയുമ്പോൾ ഇങ്ങനത്തെ മെത്തേഡ് ലൈക്ക് ഫിഷൻ, ഫ്യൂഷൻ, ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. ഈ 3 മെത്തേഡാണ് വെജിറ്റേറ്റീവ് മെത്തേഡ്. വെജിറ്റേറ്റീവ് മെത്തേഡ് ഏതൊക്കെയാണ്? 3 മെത്തേഡ് ഉണ്ട്. വെജിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, അസെക്ഷൽ മെത്തേഡ് ഉണ്ട്, സെക്ഷൽ മെത്തേഡ് ഉണ്ട്. 3 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് കയ്യിലെടുത്ത് തന്നെ പഠിക്കാം. വെജിറ്റേറ്റീവ് മെത്തേഡ്, ഫ്രാഗ്മെൻറ്റേഷൻ മെത്തേഡ്, സെക്ഷൽ മെത്തേഡ്. ഫസ്റ്റ് വെജിറ്റേഷൻ മെത്തേഡ് ഏതൊക്കെയാണ്? അതിൽ 3 വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. അതിൽ വെജിറ്റേറ്റീവ് മെത്തേഡിൽ ഏതൊക്കെ ഉണ്ട്? ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്, ദെൻ ഫിഷൻ ഉണ്ട് ആൻഡ് ബഡിങ് ഉണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ 1 മുറിഞ്ഞ് 2 ആവുക. ഓക്കെ, ഫ്രാഗ്മെൻറ്റേഷൻ വെച്ചാൽ ജസ്റ്റ് ഒന്നിൽ ഒരു ചെറിയൊരു പാർട്ട് മാത്രം വരിക, ആ പാർട്ട് വളർന്ന് വലുതാവുക. ദാറ്റ്സ് ഫ്രാഗ്മെൻറ്റേഷൻ. ഫിഷൻ, ബൈനറി ഫിഷൻ, നടുവ് സ്പ്ലിറ്റ് ആവുക. ആൻഡ് നെക്സ്റ്റ് ബഡിങ്, നമ്മൾ ഈസ്റ്റിലൊക്കെ ഉള്ളതുപോലെ ആദ്യം ഒരു ബഡ് ആയിരിക്കും, പിന്നെ അടുത്ത ബഡ് അങ്ങനെ വളർന്നു വരും. ഓക്കെ, ആൻഡ് ദെൻ ബഡ് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണ് അടുത്തുണ്ടാവുക ബഡിങ്. ഇതാണ് വെജിറ്റേറ്റീവ് മെത്തേഡ്സ്. നെക്സ്റ്റ് ഓൺ അസെക്ഷൽ മെത്തേഡ്സ്. അസെക്ഷൽ മെത്തേഡ് ഇസ് ബൈ സ്പോർസ്. എന്ത് സ്പോർസ്? കൊണീഡിയ ഓർ സ്പൊറാൻജിയോസ്പോർസ് ഓർ സൂസ്പോർസ്. 3 ടൈപ്പ് സ്പോർസ് ഉണ്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഏതൊക്കെ? ഇവിടെ എക്സാക്റ്റ് ജസ്റ്റ് കറക്റ്റ് തന്നെ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൈഡിൽ എഴുതി വെക്കുക. ഓക്കെ, കൊണീഡിയ സ്പോർസ് ഉണ്ട്, സ്പൊറാൻജിയോസ്പോർസ് ഉണ്ട്, സൂസ്പോർസ് ഉണ്ട്. ഇത് 3 എന്ത്? അസെക്ഷൽ സ്പോർസ്. ഇനി അടുത്ത് സെക്ഷൽ സ്പോർസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? 3 ഊസ്പോർസ്, അസ്കോസ്പോർസ് ആൻഡ് ബെസിഡോസ്പോർസ്. അസ്കോസ്പോർസ് ആൻഡ് ബെസിഡോസ്പോർസ്. ഇത് 3 സെക്ഷൽ സ്പോർസ് ആണ്. ഓക്കെ, ആൻഡ് വേരിയസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റിങ് സ്ട്രക്ചേഴ്സ് കോൾഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്. സെക്ഷൽ സൈക്കിൾസ് ഇൻവോൾവ് ദ ഫോളോയിങ് 3 സ്റ്റെപ്സ്. 3 സ്റ്റെപ്സ് ഉണ്ട് സെക്ഷൽ സൈക്കിളിനകത്ത്. ഏതൊക്കെയാണ്? ഒന്ന് പ്ലാസ്മോഗമി. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കുക. സെക്ഷൽ ഫ്യൂഷൻ എന്ന് വെച്ചാൽ രണ്ട് സെൽസ് തമ്മിൽ ജോയിൻ ചെയ്യണം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? പ്ലാസ്മോഗമി, പ്ലാസ്മ മെമ്പറൈൻ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പ്ലാസ്മ മെമ്പറൈൻ തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാരിയോഗമി, 2 ന്യൂക്ലിയസ് ഉണ്ടല്ലോ, ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അടുത്തെത്തി നെക്സ്റ്റ് മിയോസിസ് ഇൻ സൈഗോട്ട് റിസൾട്ടിങ് ഹാപ്ലോയിഡ് സ്പോർസ്. സോ എന്ത് ചെയ്ത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ന്യൂക്ലിയസ് ഉണ്ടായി. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്ത് സ്പോർസ്? മിയോസിസ് സംഭവിക്കുന്നു സൈഗോട്ടിന് മിയോസിസ് സംഭവിച്ച റിഡക്ഷൻ ഡിവിഷനാണ് മിയോസിസ്. അങ്ങനെ സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസസ് ഹാപ്ലോയിഡ് സ്പോർസ്. ഓക്കെ, ഇതാണ് സെക്ഷൽ സൈക്കിൾ. ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാക്കുന്നതിന് ആ ഒരു ഫേസിന് നമ്മൾ സെക്ഷൽ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ,
ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി when the fungus reproduce sexually, two haploid hyphae of compatible mating types come together. നമ്മൾ സെൽസ് അല്ല പറഞ്ഞത്, ഇനി നമ്മൾ ഹൈഫ വെച്ച് പറയാം. ഹൈഫ നമ്മൾ പറഞ്ഞു സിംഗിൾ സെല്ലാണ്, സിംഗിൾ സെല്ലല്ല മൾട്ടി സെല്ലാറാണ്. ബട്ട് അതിനകത്തൊരു സിംഗിൾ സെല്ലിനകത്ത് എന്ത് സെപ്റ്റയുണ്ട്, അവിടെ ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെ രണ്ട് ഹൈഫ ഫിലമെൻസ് അല്ല, രണ്ട് ഹൈഫ അടുത്തടുത്ത് വരുന്നു. ഓക്കെ, അടുത്ത് വരുന്നു ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഇറ്റ് അണ്ടർഗോസ് പ്ലാസ്മോഗമി, പ്ലാസ്മ മെമ്പറി തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് കാരിയോഗമി, കാരിയോഗമി തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്ത് വരുന്നു. ഓക്കെ, ബട്ട് അങ്ങനെയാണ് നോർമലി വരിക. ബട്ട് ഇൻ സം കേസസ് എന്താ വെച്ചാൽ പ്ലാസ്മോഗമി കഴിഞ്ഞ് ഉടനെ കാരിയോഗമി ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് പ്ലാസ്മ മെമ്പറി ഫ്യൂസായി, ബട്ട് ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ആയിട്ടില്ല. മനസ്സിലായോ? ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ആയിട്ടില്ല. അപ്പോൾ എന്ത് പറ്റുന്നു, ഒരു ബോഡി ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്നു. ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് എന്ത് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുക. നേരത്തെ പറഞ്ഞു. ഈ ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫ്രൂട്ടിംഗ് ബോഡിക്കകത്ത് there would be two nucleus, but a single cytoplasm would be there, but two nucleus would be there. Okay, and intervening dikaryote stage occurs such a condition called dikaryon, and the phase is called dikaryophase of fungus. Dikaryophase, രണ്ട് ന്യൂക്ലിയസ് ഉള്ള phase ആണ് ഫംഗസിൻ്റെ. Later the parental nuclei fuse and the cells become diploid. Okay, and the fungi form fruiting bodies in which reduction division occurs, leading to formation of haploid spores. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഡിപ്ലോയിഡ് ഡൈക്കാരിയോഫേസ് എപ്പോഴാണെന്നെല്ലാം പറയുന്നുണ്ട്. സോ മോർഫോളജി ഓഫ് മൈസീലിയം ഇത് ഞാൻ ഒന്ന് ഇതിലാക്കി കാണിച്ചു തരാം. ഓക്കെ, ഐ ഷോ ഇറ്റ് യു. അതായത് രണ്ട് ഇത് വരുന്നു, രണ്ട് ഹൈഫെ. ക്ലാസ് ആരും കേൾക്കണില്ലേ? രണ്ട് ഹൈഫെ, സോറി ഇത് ഹൈഫെ അല്ല, കാണുന്നില്ലേ? ഓക്കെ ഓക്കെ, രണ്ട് ഹൈഫെ വരുന്നു. ഇവിടെ സെല്ല്, ഇവിടെ സെല്ല്, ഇവിടെ സെല്ല്, ഇവിടെ സെല്ല്, ഇവിടെ ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ട് ഹൈഫ അടുത്തടുത്ത് വരികയാണ്. ഓക്കെ, രണ്ട് ഡിഫറെൻറ്റ് ടു ഹാപ്ലോയിഡ് ഹൈഫെ ഓഫ് കോമ്പാറ്റിബിൾ മേറ്റിംഗ് ടൈപ്പ് കം ടുഗെദർ. രണ്ട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് വന്നു. ഇനി എന്താ പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിൻ്റെ പ്ലാസ്മ മെമ്പറയും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഇതിൻ്റെ അടുത്തടുത്ത് വന്ന് ഇത് രണ്ടിനെയും പ്ലാസ്മോ മെമ്പറയും ഫ്യൂസ് ചെയ്യുന്നു. സോ വാട്ട് ഹാപ്പൻസ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ ഒരൊറ്റ സെല്ലായി മാറുന്നു. ഓക്കെ, ഇത് നമ്മുടെ നോർമൽ സെൽസും, നോർമൽ സെൽസ് ഇങ്ങനത്തെ കേസ് വരുന്നു. ഓക്കെ, അതായത് രണ്ട് ന്യൂക്ലിയസും ഇൻ ദ സെയിം സെല്ലിനകത്ത് രണ്ട് ന്യൂക്ലിയസും കാണുന്നു. ദിസ് ഫേസ് ഇസ് കോൾഡ് എന്ത്, ഡൈക്കാരിയോ ഫേസ്. ഇനി എന്താണെന്ന് വെച്ചാൽ ഉടനെ ഇത് രണ്ടും, ഇത് പ്ലാസ്മോഗമി കഴിഞ്ഞു, കണ്ടോ പ്ലാസ്മോഗമി കഴിഞ്ഞു. പ്ലാസ്മോഗമി പറഞ്ഞാൽ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. കാരിയോഗമി നടന്നിട്ടില്ല. കാരിയോഗമി വെച്ചാൽ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്, അത് നടന്നിട്ടില്ല. പ്ലാസ്മോഗമി നടന്നു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നെക്സ്റ്റ് ഒരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെയല്ല, അടുത്തൊരു സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇതുപോലെ തന്നെ. ഇനി അടുത്ത പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് എന്തെങ്കിലും ഇതുപോലെ തന്നെ ഡബിൾ ന്യൂക്ലിയസ്, ഡബിൾ ന്യൂക്ലിയസ്, ഡബിൾ ന്യൂക്ലിയസ്, ഡബിൾ ന്യൂക്ലിയസ്, അങ്ങനെ ദ ഹോൾ സ്ട്രക്ചർ എല്ലാ സെല്ലിലും എങ്ങനെയായിരിക്കും, ഡൈക്കാരിയോ ഫേസ്. അതാണ് ഡൈക്കാരിയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ 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 എല്ലാം ഡബിൾ ന്യൂക്ലിയേറ്റഡ്. ഓക്കെ, അതാണ് ഡൈക്കാരിയോൺ. ഡൈക്കാരിയോൺ. ഓക്കെ, സോ നൗ later the parental nuclei fuse and cells become diploid. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഇവിടെ ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവും. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡി എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, എല്ലാ ന്യൂക്ലിയസും ജോയിൻ ചെയ്യുന്നു, കാരിയോഗമി നടക്കുന്നു. ആൻഡ് ദെൻ ഇറ്റ് പ്രൊഡ്യൂസസ് വാട്ട്, 4 സ്പോർസ്. ഇതാണ് ലാസ്റ്റ് ഉണ്ടാകുന്ന സംഭവിച്ച് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സ്. ഓക്കെ, ഫിഗർ മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ഇനീഷ്യലി വന്നത്. ഇനീഷ്യലി 2 ഗ്യാമേറ്റ് വന്നു, 2 എന്ത് വരുന്നു, കൊണീഡി വരുന്നു. ഓക്കെ, സെക്ഷൽ സ്പോർട്സ് വരുന്നു.
കാണുന്നില്ലേ? ഗ്രീനിൽ എഴുതിയാൽ കാണൂലല്ലേ? ഓക്കെ, ഓൾറൈറ്റ്. സോ എന്ത് പറ്റി? ഫസ്റ്റ് ഇനീഷ്യലി 2 ഹാപ്ലോയിഡ് ഹൈഫ വരുന്നു, കൂട്ടിമുട്ടുന്നു. ഫസ്റ്റ് നടത്തുന്ന കേസ് എന്താ? പ്ലാസ്മോഗമി. 2 പ്ലാസ്മോഗമിയും ജോയിൻ ചെയ്ത് ഒരു ഡൈകാരിയോ സെൽ ഉണ്ടായി. ഡൈകാരിയോ സെൽ ഉടനെ എന്ത് ചെയ്യുന്നില്ല? കാരിയോഗമി സംഭവിക്കുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രോലിഫറേറ്റ് ചെയ്ത് ഒരു ഫ്രൂട്ടീൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്തു. ഫ്രൂട്ടീൻ ബോഡി ലാസ്റ്റ് ഇവിടെയാണ് എത്തുമ്പോഴാണ് എന്ത് വെച്ചിട്ടുണ്ട്? ഡൈകാരിയോൺ ഫോം ചെയ്യുന്നത്. ഡൈകാരിയോൺ ഫോം ചെയ്തതിന് ശേഷം ഡൈകാരിയോൺ അല്ല, ദ ബോഡി ലാസ്റ്റ് എന്താ? Like the parental become diploid. Last, the parental nuclei fuse and the cells become diploid. The fungi form fruiting body, which reduction division occurs, leading to formation of haploid spores. Fruiting body produce ചെയ്ത് അതിനകത്താണ് ഹാപ്ലോയിഡ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ഇറ്റ്? ഇതാണ് ഇവിടെ ഹാപ്ലോയിഡ് സ്പോർസ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഹാപ്ലോയിഡ് സ്പോർസ് ഹിയർ. സോ ദിസ് ഇസ് ദ എന്ത് ലൈഫ് സൈക്കിൾ, സെക്ഷൽ സൈക്കിൾ ഓഫ് എന്ത് ഫംഗസ്. ഇതിന് മുമ്പ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊരു ടേബിൾ പോലെ എഴുതാം. ഹിയർ ഫസ്റ്റ് വെജിറ്റേറ്റീവ് മെത്തേഡ്. ഏതാ? 3 ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ്. 3 ഇതൊരു ബോക്സ് ആക്കി വെക്കണം. അടുത്തത് അസെക്ഷൽ സ്പോർസ്. അതേതാ? ഫസ്റ്റ് കൊണീഡിയോഫോർ. നെക്സ്റ്റ് സ്പൊറാഞ്ചിയോസ്പോർസ്. നെക്സ്റ്റ് വൺ അടുത്തേതാ? സൂസ്പോർ. ഇനി അടുത്ത തേർഡ് വൺ. ഇതെല്ലാം സൈഡിൽ എഴുതി വെച്ചോളൂ. തേർഡ് വൺ സെക്ഷൽ സ്പോർസ്. സെക്ഷൽ സ്പോർ ഏതാ? ദേ ആർ വാട്ട്? ഊസ്പോർ. ഇവിടെ സൂസ്പോർ ആണ്, ഇവിടെ ഊസ്പോർ ആണ്. ഓക്കെ, അത് ഓർത്തോളൂ. ഊസ്പോർസ്, അസ്കോസ്പോർ, ബെസിഡോസ്പോർസ്. ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ. സോ ഫംഗസിൻ്റെ കേസ് നമ്മൾ പറയുമ്പോൾ ഇനി അടുത്ത ഡിവിഷൻ ഓഫ് കിങ്ഡം ഇൻറ്റു വേരിയസ് ക്ലാസ്സസ് ബേസ്ഡ് ഓൺ മോർഫോളജി ഓഫ് മൈസീലിയം. നേരത്തെ തോന്നുന്നു സെപ്റ്റ ഉണ്ടോ സെപ്റ്റ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ സാധനം. പിന്നെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, എന്ത് ടൈപ്പ് സ്പോർസ് ഫോം ചെയ്യുക. പിന്നെ ഫ്രൂട്ടീൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ. ഈ 3 ബേസിസിലാണ് എന്ത് കിങ്ഡം ഫംഗെ നമ്മൾ വേരിയസ് ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് ദ തിങ്. അപ്പോൾ ദിസ് ഇസ് ദ ലൈക്ക് മേജർ ഫങ്ഷനിങ് അബൌട്ട് ദ ഫംഗസിനെ പറ്റി പറഞ്ഞ ഇത്രയാണ് കിങ്ഡം ഫംഗിയെ കുറിച്ച്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു ജസ്റ്റ് ഒരു ക്വിക്ക് റീക്യാപ്പ് ചെയ്താൽ. ഓക്കെ, നിങ്ങൾക്കൊരു റെസ്റ്റ് ആയിക്കോളൂ. ഇത് ചാർജും ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ വിഷ്വലൈസ് അതർ തിങ്സ് ഐം സെയിങ്. ഇത് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഡിഡ് യു ക്യാച്ച് അപ്പ് ഓൾ ദീസ് തിങ്സ്? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞതെല്ലാം. ഓക്കെ, എന്നാലും പറഞ്ഞുതരാം. സ്വന്തം ഫംഗസിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ദേ ആർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. അവർ ക്ലോറോഫിൽ ഇല്ല, അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ അടുത്ത ഫംഗസിൻ്റെ ഒരു എക്സാമ്പിൾ ലൈക്ക് യൂണിസെല്ലർ ഫംഗസ് എന്ന് പറയുമ്പോൾ ഏതാ? ഇറ്റ്സ് ഓൺലി തിങ് ഇസ് ഈസ്റ്റ്. ബാക്കി എല്ലാം എന്തായിരിക്കും? മൾട്ടി സെല്ലർ ഫംഗസ് ആയിരിക്കും. യൂണിസെല്ലർ ഫംഗസ് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ഈസ്റ്റ് ഓൺലി. ബാക്കി എല്ലാം മൾട്ടി സെല്ലർ ഫംഗസ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ
ആൻഡ് ഫംഗസ് ഓൾസോ കോസസ് ഡിസീസസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. വീറ്റ് റസ്റ്റ് കോസ്റ്റ് പക്സീനിയ. ഇത് ഓർത്തിച്ചോളൂ, വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ. ഇറ്റ്സ് എ വൺ വേർഡ്. ഓക്കെ, വൺ വേർഡ് ചോദിക്കാറുണ്ട് ഫില്ലിംഗ് ബ്ലാങ്ക്സ് ആയിട്ടും മാച്ച് ഫോളോയിങ് ആയിട്ടും ചോദിക്കാറുണ്ട്. സോ യു ഹാവ് ടു ലേൺ ദാറ്റ് വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ. സം ആർ ദ source of antibiotics. Example, penicillium. Fungi are cosmopolitan and occur in air, water, soil and on animals and plants. Fungus entry. They prefer to grow in warm and humid places. Warm and humid places ഇത് മെയിനായിട്ട് വളരാൻ എന്തായാലും ഒരു താല്പര്യം ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇതിന് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഇതിൻ്റെ ഹൈഫിനെ പറ്റി പറഞ്ഞു. ഹൈഫ് നമ്മൾ കുറച്ച് ഫിഗേഴ്സ് വരച്ചു അല്ലേ, സൈഡിൽ കുറച്ച് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നു. സോ ഫിഗേഴ്സ് എന്തായാലും പറയുന്നത്, ഫിഗേഴ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈക്ക് ലോങ് സ്ലെൻഡർ തിൻ ത്രെഡ് ലൈക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് ഇതിൻ്റെ ഒരു കൂട്ടത്തെ നമ്മൾ മൈസീലിയം എന്ന് പേരെടുത്ത് വിളിച്ചു. മൈസീലിയം. ഇനി എന്താ വെച്ചാൽ ഇതിൽ മൊത്തം സെപ്റ്റ ഉണ്ട്. സെപ്റ്റ ഇല്ലെങ്കിൽ എന്ത് പറ്റുന്നു, മൾട്ടിന്യൂക്ലിയർ ഹൈഫ ഫോം ചെയ്തു അല്ലേ. മൾട്ടിന്യൂക്ലിയർ ഹൈഫെ ഉള്ള അതിനെ പറയുന്ന പേരാണ് സിയനോസൈറ്റിക് ഹൈഫെ. അത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തെന്താ വെച്ചാൽ മോസ്റ്റ് ഫംഗിയർ ഹെട്രോട്രോഫിക്, മോസ്റ്റ്ലി സാപ്രോഫൈറ്റിക് ആയിരിക്കും ഉണ്ടായിരിക്കുക. സം കേസസ് ദേ ഫോം സിംബയോൺസ് വിത്ത് അതർ ഓർഗാനിസം. ലൈക്കൻ ആണെങ്കിൽ ആൽഗയായിട്ട് ഇറ്റ് ഫോംസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ടു ഫോം ലൈക്കൻ. ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടായിട്ട് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ പേരാണ് മൈക്കോറൈസ. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗി ക്യാൻ ടേക്സ് പ്ലേസ് ബൈ വെജിറ്റേറ്റീവ് മീൻസ്. ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് മീൻസ് ഏതൊക്കെയാണ്? 3 ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡിങ്. നെക്സ്റ്റ് അസെക്ഷൽ സ്പോർട്സ് 3 പറയൂ. അസെക്ഷൽ സ്പോർട്സ് എന്തൊക്കെയായിരിക്കും? ഇറ്റ് വുഡ് ബി ഏതൊക്കെയായിരിക്കും വരും? കൊണീഡിയോ സ്പോർട്സ് വരും, സ്പൊറാഞ്ചിയോ സ്പോർട്സ് വരാം, സൂ സ്പോർട്സ് വരാം. ഇങ്ങനെ 3 വരാം. കൊണീഡിയോ സ്പോർട്സ്, സ്പൊറാഞ്ചിയോ സ്പോർട്സ്, സൂ സ്പോർട്സ്. നെക്സ്റ്റ് വൺ സെക്ഷൽ സ്പോർട്സ് ഏതൊക്കെയാണ് പറയുമ്പോൾ സ്പോർ വരാം, അസ്കോ സ്പോർ വരാം, ബെസിഡോ സ്പോർട്സ് വരാം. ഇതൊക്കെയാണ് സെക്ഷൽ സ്പോർട്സ്. നെക്സ്റ്റ് ഇതിൻ്റെ റീപ്രൊഡക്ഷൻ്റെ ലൈക്ക് 3 സ്റ്റെപ്സ്. സെക്ഷൽ സൈക്കിളിൽ 3 സ്റ്റെപ്സ് ഉണ്ട് സെക്ഷൽ സൈക്കിളിനകത്ത്. ഏതൊക്കെ? പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് ദ മിയോസിസ് ഇൻ സൈഗോട്ട്. സോ പ്ലാസ്മോഗമി ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, കാരിയോഗമി ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസസ് ആൻഡ് സൈഗോട്ടിൽ മിയോസിസ് സംഭവിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വെൻ എ ഫംഗസ് റീപ്രൊഡ്യൂസ് സെക്ഷലി 2 ഹാപ്ലോയിഡ് ഹൈഫേ ഓഫ് കമ്പാറ്റിബിൾ മൈറ്റിംഗ് ടൈപ്പ് കം ടുഗെദർ ആൻഡ് ഫ്യൂസ്. ഇൻ സം ഫംഗി ദ ഫ്യൂഷൻ ഓഫ് 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് ഇൻ ഡിപ്ലോയിഡ് സെൽസ്. ആദ്യം തന്നെ ഡിപ്ലോയിഡ് സെൽസ് ഉണ്ടാവും. ബട്ട് അസ്കോമൈസീസ് അതുപോലെ ബെസിഡോമൈസീസിലൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദ പ്ലാസ്മോഗമി ഇസ് നോട്ട് കറക്റ്റ്ലി ഫോളോഡ് ബൈ കാരിയോഗമി. പ്ലാസ്മ മെമ്പറി തന്നെ ഫ്യൂസ് ചെയ്തു, പക്ഷേ കാരിയോഗമി നടന്നില്ല. ഓക്കെ, സോ എന്ത് ചെയ്യുന്നു? 2 ന്യൂക്ലിയസ് ഉണ്ടാവും. 2 ന്യൂക്ലിയസ് വെച്ചിട്ട് ഒരു ഫ്രൂട്ടിംഗ് ബോഡിയും ഒരു ഹോൾ ബോഡി ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്രൂട്ടിംഗ് ബോഡിക്കകത്ത് പിന്നെ മിയോസിസ് സംഭവിച്ചിട്ട് റിഡക്ഷൻ ഡിവിഷൻ സംഭവിച്ചിട്ട് പിന്നെ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്പോർട്സ് പിന്നെ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പിന്നെ എന്ത് സംഭവിക്കുന്നത്? Like they producing all these substances. So initially there is dikaryophase. എല്ലാം ഉണ്ട്. പിന്നെ മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, ഫ്രൂട്ടിംഗ് ബോഡി ഫോർമേഷൻ, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? The kingdom fungi is divided into different classes. Okay, what are the classes then? The classes are, ഏത് ക്ലാസ് ഉണ്ട്? ഫൈക്കോമൈസീറ്റ്സ് ഉണ്ട്, അസ്കോമൈസീറ്റ്സ് ഉണ്ട്, ബെസിഡോമൈസീറ്റ്സ് ഉണ്ട് ആൻഡ് ഡ്യൂട്രോമൈസീറ്റ്സ്. ഈ 4 ക്ലാസ് പഠിക്കുന്നതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞല്ലോ 40% കഴിഞ്ഞു, 70% കഴിഞ്ഞു. ഇപ്പം ഓൾമോസ്റ്റ് ലൈക്ക് 60% ആവും, 75% ആവുന്നു, പിന്നെ അങ്ങനെ പെട്ടെന്ന് തീരുന്നു. ഓക്കെ, സോ വിൽ ഫിനിഷ് ദിസ് ചാപ്റ്റർ ഇന്ന് ഞാൻ തീർക്കും. ഓക്കെ, ആൻഡ് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. സോ നൗ ഫൈക്കോമൈസീറ്റ്സ്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കിത് ആവശ്യം വരാൻ ചാൻസ് ഉണ്ട്. You got your NCERT with you, right? So just make sure നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. ഓക്കെ, ആൻഡ് I'll tell out the points. നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് എന്താ വെച്ചാൽ ഒരു കഥ പോലെ പഠിക്കാം. നമ്മൾ കൈവിരലിൽ നമുക്ക് എന്താ ലൈക്ക് വി ക്യാൻ ടേക്ക് ഔട്ട് ഓൾ ദ പോയിന്റ്സ്. എല്ലാ പോയിന്റ്സ് നമ്മൾ കൈവിരൽ തന്നെ നോക്കി പഠിക്കും. നമ്മൾ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പഠിക്കും. അതങ്ങനെയാണ് പറഞ്ഞത്. കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ നമ്മൾ എല്ലാ പോയിന്റും കിട്ടുന്നു. ഓക്കെ, ഈസി ചാപ്റ്റർ. ഇത് ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട്, ഒരുപാട് പഠിക്കാണ്ട് മറന്നുപോയ ഒരുപാട് സാധനങ്ങളുണ്ട്. ബട്ട് ഇതൊരു ചെറിയൊരു നാക്കിൽ പഠിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഫൈക്കോമൈസീറ്റ്സ്. അതാണ് എന്ത് ദ മോസ്റ്റ് എന്താ ലൈക്ക് ദ പ്രിമിറ്റീവ് ഫോം ഓഫ് ഫംഗി എന്ന് പറയുന്നത് ഫൈക്കോമൈസീറ്റ്സ് ആണ്. Members of phycomycetes are found in aquatic habitats. Habitat വെച്ചാൽ aquatic habitats
and on decaying wood in moist and damp places or as obligate parasites on plants. ഇത് കാണുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് 3 പോയിന്റ് പറയാം. എവിടെ കാണിക്കാൻ പറ്റും? ദേ ആർ ഫൗണ്ട് ഇൻ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡീകോയിങ് വുഡ് ഇൻ മോയ്സ്റ്റ് ആൻഡ് ഡാം പ്ലേസസ്, നല്ല ഈർപ്പമുള്ള സ്ഥലത്ത് വുഡിൽ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ് കാണാം, വുഡിലാണ്. അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ്. ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് വെച്ചാൽ ഡെഫിനിറ്റ് ലൈക്ക് മോസ്റ്റ് പ്രിഫറബിൾ പാരസൈറ്റ്. ഇത് പാരസൈറ്റായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത് പ്ലാന്റ്സിൽ മാത്രമേ ജീവിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് പാരസൈറ്റ് ജീവിക്കുകയാണെങ്കിൽ പ്ലാന്റ്സിൽ മാത്രമേ ജീവിക്കുള്ളൂ. അതാണ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ. സോ നമുക്ക് മനസ്സിലായി ഫൈക്കോമൈസൈറ്റ്സിന് 3 ഹാബിറ്റാറ്റ് നമ്മൾ പറഞ്ഞു. ഒന്ന് ഏതാ? അക്വാട്ടിക്, അല്ലെങ്കിൽ ഇൻ മോയ്സ്റ്റ് സോയിൽ, മോയ്സ്റ്റ് വുഡ് ഇൻ ഹ്യൂമിഡ് ആൻഡ് വാം ഏരിയാസ് അല്ലേ. ഇൻ മോയ്സ്റ്റ് ആൻഡ് ഡാം പ്ലേസ് ഓൺ ഡീക്കേയിങ് വുഡ് ഓൺ മോയ്സ്റ്റ് ആൻഡ് ഡാം പ്ലേസസിൽ എന്ത് പറ്റുന്നു? ദേ ക്യാൻ ലിവ് ഉണ്ട്. അല്ലെങ്കിൽ ആസ് ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഇൻ പ്ലാന്റ്സ്. ഇങ്ങനെ 3 ഓപ്ഷനാണ് നമുക്ക് കയ്യിലുള്ളത്. ഈ 3 ഓപ്ഷനിലാണ് ഫൈക്കോമൈസിസ് ജീവിച്ച് വളരുക. ദെൻ ദ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സിയനോസൈറ്റിക്. നമ്മൾ പഠിച്ചു അസെപ്റ്റേറ്റ് മൈസീലിയം സിയനോസൈറ്റിക്. നമ്മൾ നേരത്തെ റെഡ് മഷീൽ അല്ലേ, നമ്മൾ റെഡിങ്ങിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സെപ്റ്റ ഇല്ലാത്തതിന് നമ്മൾ സിയനോസൈറ്റിക് ഹൈഫൈ എന്ന് വിളിച്ചു. ഇവിടെയാണ് സിയനോസൈറ്റിക് ഹൈഫൈ വരുന്നത്. അസെപ്റ്റേറ്റ് സിയനോസൈറ്റിക് ഹൈഫൈ ഈസ് ഫൗണ്ട് ഇൻ ഫൈക്കോമൈസീറ്റ്സിലാണ് കാണുന്നത്. 3 പോയിന്റ് ആയില്ലേ? ആയി. അല്ല 3 അല്ല, 2 പോയിന്റ്. ഫസ്റ്റ് അതിൻ്റെ ഹാബിറ്റാറ്റ് പറഞ്ഞു, പിന്നെ രണ്ടാമത് പറഞ്ഞതാണ് ഇത് അസെപ്റ്റേറ്റ് ഹൈഫൈ കാണുന്നുണ്ടെന്ന്. മൂന്നാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷന് സ്പോർട്സ് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? റീകോൾ ഏതൊക്കെയായിരുന്നു? ഇതേ വോർ കോണിഡിയോഫോഴ്സ്, സ്പൊറാഞ്ചിയോഫോഴ്സ് ആൻഡ് സൂസ്പോഴ്സ്. ഇങ്ങനെ 3 ഉണ്ടായിരുന്നു. അതിൽ ഇവിടെ ഏത് അസെക്ഷൽ മെത്തേഡ് എടുക്കുന്നത്? ടേക്ക് ബൈ സൂസ്പോഴ്സ് മൊട്ടയിൽ. അല്ലെങ്കിൽ ഒരു എപ്ലാനോസ്പോഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് ഒരു വെറൈറ്റിയാണ്, സ്പൊറാഞ്ചിയോസൂസിൻ്റെ വെറൈറ്റിയാണ് എപ്ലാനോസ്പോഴ്സ്. സോ ഇവിടെ മൊട്ടയിലായിട്ട് സൂസ്പോഴ്സ് ഉണ്ട്, നോൺ മൊട്ടയിലായിട്ട് എപ്ലാനോസ്പോഴ്സ് ഉണ്ട്. അതാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി ദീസ് സ്പോർട്സ് ആർ എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ സ്പൊറാഞ്ചിയം. ഓർത്തിച്ചോളൂ, സ്പൊറാഞ്ചിയത്തിൽ സ്പോർട്സ് കാണുന്ന 2 ടൈപ്പ് ഉണ്ട്. എൻഡോജീനിയസ്ലി സ്പൊറാഞ്ചി ഒരു ബോൾ പോലെ സംഭവമാണ് സ്പൊറാഞ്ചി. അതിന് അകത്താണെങ്കിൽ എൻഡോജീനിയസ് എന്ന് പറയും, പുറത്തോട്ടാണ് സ്പോർട്സ് ഉണ്ടെങ്കിൽ എക്സോജീനിയസ് സ്പോർട്സ് എന്ന് പറയും. ഇവിടെ സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൊറാഞ്ചിയത്തിന് അകത്തോട്ടായതുകൊണ്ട് ദേ ആർ എൻഡോസ്പോർട്സ്. സ്പോർട്സ്, മൊട്ടൈൽ സ്പോർട്സ് ആർ എൻഡോസ്പോർട്സ്. എപ്ലാനോസ്പോർട്സ്, നോൺ മൊട്ടൈൽ സ്പോർട്സ് ആർ ഓൾസോ എൻഡോസ്പോർട്സ്. ഓക്കെ. പിന്നെ ഫ്യൂഷൻ ഓഫ് 2 ഗാമെറ്റ്സ്, 2 ഗാമെറ്റ്സ് ഫ്യൂസ് ചെയ്തു. പിന്നെ ഒരു സ്പോർട്സ് ഉണ്ടാവുമല്ലോ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോർട്സ് ഏതാ? സൈഗോസ്പോർസ്. നമ്മളടുത്ത് ഊസ്പോർ എന്ന് പറഞ്ഞില്ലേ, ഊസ്പോറിൻ്റെ വെറൈറ്റിയാണ് സൈഗോസ്പോർ. ഓക്കെ, സൈഗോസ്പോർ ഇസ് ഫോം ബൈ ഫ്യൂഷൻ. ദീസ് ഗാമെറ്റ്സ് ആർ സിമിലർ ഇൻ മോർഫോളജി. ഈ ഗാമെറ്റ്സ് പറഞ്ഞല്ലോ, ഗാമെറ്റ്സ് ഇറ്റ് മേ ബി സിമിലർ ഇൻ മോർഫോളജി. ഓക്കെ, ദേ മേ ബി സിമിലർ ഇൻ മോർഫോളജി, ഐസോഗാമസ്, ഓർ ഡിസിമിലർ, അനൈസോഗാമസ് ഓർ ഊഗാമസ്. പറഞ്ഞു സൈഗോസ്പോർസ് ഉണ്ടാവും. സൈഗോസ്പോർസ് ഉണ്ടാകുമ്പോൾ ഗാമെറ്റ്സ് വഴിയാണ് സൈഗോസ്പോർസ് ഉണ്ടാവുക. ഈ ഗാമെറ്റ്സ് വെച്ചാൽ ഒന്നെങ്കിൽ സെയിം സൈസ് ആയിരിക്കും, ഐസോഗാമസ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ് സൈസ് ആയിരിക്കും, അനൈസോഗാമസ് ഓർ ഊഗാമസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാർജ് ഇമ്മൊട്ടൈൽ ഫീമെയിൽ ഗാമെറ്റ് ആൻഡ് സ്മോൾ മൊട്ടൈൽ മെയിൽ ഗാമെറ്റ്. ഊസ്പോർസ്. ഇതാണ് ഊസ്പോർസ് എന്ന് വെച്ചാൽ ഊഗാമസ്. ഇനി സം എക്സാമ്പിൾ എന്തായാലും പഠിക്കണം. ഓക്കെ, എക്സാമ്പിൾ ഫൈക്കോമൈസിസിൻ്റെ എക്സാമ്പിൾ റാം, RAM എന്ന് ഓർത്തിച്ചത്. റാം എന്ന് വെച്ചാൽ റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. റാം ഇസ് ദ കോഡ് ഫോർ ഫൈക്കോമൈസിറ്റ്സ്. ഓക്കെ, ഇനി റാം, റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. സോ റൈസോപ്പസിൻ്റെ മറ്റൊരു ടെക്നിക്കൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ടേമാണ് ബ്രെഡ് മോൾഡ്. റൈസോപ്പസ് ആണ് ബ്രെഡ് മോൾഡ്. പിന്നെ ആൽബുഗോ ഇസ് എ പാരസിറ്റിക് ഫംഗസ്. ദെൻ മ്യൂക്കറിന് ഫിഗർ പോലെ കൊടുത്തിട്ടുണ്ട് എക്സ്ചേഞ്ച്. സോ കുഴപ്പമില്ല. സോ ഫൈക്കോമൈസിസ് നമ്മളൊരു ഇത് പറയുകയാണെങ്കിൽ, ഫൈക്കോമൈസിൻ്റെ എക്സാമ്പിൾ ഫൈക്കോമൈസിസ് നമ്മൾ മൊത്തത്തിൽ പറയാം. ഫൈക്കോമൈസിസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് പറഞ്ഞു? ഫസ്റ്റ് അതിൻ്റെ ഹാബിറ്റാറ്റ് പറഞ്ഞു. എവിടെ കാണുന്നു? 3 എണ്ണം. അക്വാട്ടിക് ഹാബിറ്റാറ്റിൽ കാണുന്നുണ്ട്. അതുപോലെ എന്ത് പറ്റുന്നു? ഇനി മോയ്സ്റ്റ് വുഡ്, അക്വാട്ടിക് ഹാബിറ്റാറ്റ് അല്ലെങ്കിൽ മോയ്സ്റ്റ് വുഡ്, ഇനി മോയ്സ്റ്റ് ആൻഡ് വാം സോയിലൊക്കെ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂന്നാമത്തെ കേസ് നമ്മൾ പറയുന്നത് എവിടെയായിരുന്നു? മൂന്നാമത്തെ കേസ് പറഞ്ഞു വെച്ചാൽ ദേ ആർ സീൻ ഇൻ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ഓൺ പ്ലാന്റ്സ് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ മൈസീലിയം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സിയനോസൈറ്റിക്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ മൈസീലിയം പറഞ്ഞു എന്താ? അസെപ്റ്റേറ്റ് ആൻഡ് സിയനോസൈറ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ കേസ് അസെപ്റ്റേറ്റ് ആൻഡ് സിയനോസൈറ്റിക് ഹൈഫൈൻ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ സൂസ്പോർസ് മൊട്ടൈൽ ഓർ എപ്ലാനോസ്പോർസ് ഇമ്മൊട്ടൈൽ.
ഓക്കെ, ഇതൊക്കെയാണ് ഇത് സ്പൊറാഞ്ചത്തിനെ അകത്തോട്ട് എൻഡോജീനസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദ സെക്ഷൽ സ്പോർട്സ് ആർ സൈഗോസ്പോർട്സ് ദാറ്റ് പ്രൊഡ്യൂസ് ബൈ ഗാമിറ്റ് ഫ്യൂഷൻ. ഗാമിറ്റ് ഫ്യൂഷൻ്റെ സമയത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഗാമസ് വുഡ് ബി ഒന്നെങ്കിൽ ഐസോഗാമസ്, രണ്ടും ഒരേ സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ അനൈസോഗാമസ്, രണ്ടും ഡിഫറൻറ്റ് സൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ഊഗാമസ്, ഫീമെയിൽ വുഡ് ബി ലാർജ് ആൻഡ് ഇമ്മോർട്ടൈൽ. ഓക്കെ, ഊഗാമസ്, സൈഗോസ്പോർട്സ് പറഞ്ഞു, സൂസ്പോർട്സ് പറഞ്ഞു, പിന്നെ എപ്ലാനോസ്പോർട്സ് പറഞ്ഞു. പിന്നെ അടുത്തെന്താണെന്ന് വെച്ചാൽ അടുത്തൊരു പോയിന്റ് പറഞ്ഞാൽ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾ എക്കോ നമ്മൾ പറഞ്ഞു, RAM, റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. ഓക്കെ, റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ ആണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ ഫൈക്കോമൈസീറ്റ്സ്. അക്വാട്ടിക് ഹാബിറ്റാറ്റ്സിൽ കാണുന്നു, ഡീക്കേയിങ് വുഡ് ഇൻ മോയ്സ്റ്റ് ആൻഡ് ഡാം പ്ലേസിൽ കാണുന്നു, അല്ലെങ്കിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സും പ്ലാന്റ്സിൽ കാണുന്നു. ഓക്കെ, മൈസീലം ഈസ് അസെപ്റ്റേറ്റ് ആൻഡ് സിയനോസൈറ്റിക്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അസെപ്റ്റേറ്റ് സിയനോസൈറ്റിക്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു സൂസ്പോർട്സ് മൊട്ടയിലാണെങ്കിൽ, എപ്ലാനോസ്പോർട്സ് നോൺ മൊട്ടയിൽ. പിന്നെ അടുത്ത എൻഡോജീനസിലാണ് എന്ത് സ്പോറാഞ്ചിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് എന്ത് പറയുന്നു? സൈഗോസ്പോർട്സിനായിട്ട് സൈഗോസ്പോർ ഫോംഡ് ബൈ ഫ്യൂഷൻ ടു ഗാമറ്റ്സ്. അതെന്താവാം? ഐസോഗാമസ് ആവാം, അനൈസോഗാമസ് ആവാം, ഊഗാമസ് ആവാം. ഇനി എക്സാമ്പിൾസ് പറയുന്നത് ഏതൊക്കെ? എക്സാമ്പിൾ ആർ റൈസോപ്പസ് ആൽബുഗോ ആൻഡ് മ്യൂക്കർ. സൈഡിൽ എഴുതുകയാണെങ്കിൽ ഹിയർ RAM, റൈസോപ്പസ് ആൽബുഗോ ആൻഡ് മ്യൂക്കർ. റൈസോപ്പസ് ആൽബുഗോ മ്യൂക്കർ. ഓക്കെ, ആൻഡ് ഇതിന് ടെക്നിക്കൽ ടേംസ്, റൈസോപ്പസ് ആണ് നമ്മളെ ബ്രെഡ് മോൾഡ്. ആൽബുഗോ എന്ന് വെച്ചാൽ എന്താ? ആൽബുഗോ ഇസ് ദ പാരസിറ്റിക് ഫംഗസ് ഓൺ മസ്റ്റാർഡ്. നേരത്തെ പറഞ്ഞു വൈറ്റ് സ്പോട്ട്സ് ഇൻ മസ്റ്റാർഡ് കോസ്ഡ് ബൈ ആൽബുഗോ. ഞാൻ നേരത്തെ കാരണം വീറ്റ് റസ്റ്റ് ഈസ് കോസ്ഡ് ബൈ പക്സീനിയ. ഇപ്പം പറയണ്ട, പക്ഷെ എന്നാലും ഓർത്തിരിക്കുക, ഞാൻ എവിടെ എഴുതിച്ചിട്ടില്ല. വീറ്റ് റസ്റ്റ് കോസ്ഡ് ബൈ പക്സീനിയ. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് അസ്കോമൈസിസ്. ഫൈക്കോമൈസിസ് കഴിഞ്ഞു. ഫൈക്കോമൈസിസ് നമ്മൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചു തീർത്തു. ഓക്കെ, നെക്സ്റ്റ് വൺ അസ്കോമൈസിസ്. ബെസിഡോമൈസിസ്, ഡ്യൂട്രോമൈസിസ് കഴിഞ്ഞു. കിങ്ഡം ഫംഗി കഴിഞ്ഞു. ഓക്കെ, എന്നാൽ അസ്കോമൈസിസ് കോമൺലി നോൺ ആസ് സാക്ക് ഫംഗൈ. ഓർത്തിച്ചോളൂ, ഈ പേരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സാക്ക് ഫംഗൈ, ചാക്ക് ഫംഗൈ. അസ്കോമൈസിസ് മോസ്റ്റ്ലി മൾട്ടി സെല്ലാർ. ഓക്കെ, നേരത്തെ പറഞ്ഞതും മൾട്ടി സെല്ലാർ തന്നെയാണ്, ബട്ട് അവിടെ ഒരു ഈസ്റ്റ് പോലെ വന്നു. ഓക്കെ, ഈസ്റ്റ് വന്നിട്ടില്ല. റൈസോപ്പസ്, മാഗ്മോ, ഇതെല്ലാം മൾട്ടി സെല്ലാറാണ്. പെനിസിലിയം ഓർ റെയർലി യൂണിസെല്ലാർ ഈസ്റ്റ് വന്നു. ഓക്കെ, ഇവിടെ യൂണിസെല്ലാറിന് മൾട്ടി സെല്ലാറുണ്ട്. മൾട്ടി സെല്ലാറിന് എക്സാമ്പിൾ വെച്ചാൽ വീൽസൈറ്റാസ്, പെനിസിലിയം. യൂണിസെല്ലാർ എക്സാമ്പിൾ വെച്ചാൽ വീൽസൈറ്റാസ്, ഈസ്റ്റ്. ആൻഡ് ദേ ആർ സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സ്. ഓക്കെ, ദേ ആർ സാപ്രോഫൈറ്റിക് ഡീകമ്പോസേഴ്സ് ആർ പാരസിറ്റിക് ഓർ കോപ്പർഫിലസ്. നേരത്തെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നേരത്തെ നമ്മൾ പലതും പറഞ്ഞു, അതിൻ്റെ അക്വാട്ടിക് ഹാബിറ്റാറ്റിനെ കുറിച്ച് പറഞ്ഞു, ബട്ട് കൂടുതലും സാപ്രോഫൈറ്റിക് നമ്മൾ പറഞ്ഞു. ബട്ട് ഇവിടെ അസ്കോമൈസിസ് എല്ലാ ടൈപ്പ് സാധനങ്ങളുണ്ട്. എന്തൊക്കെയുണ്ട്? സാപ്രോഫൈറ്റിക് ഉണ്ട്, ഡീകമ്പോസേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഡീകമ്പോസേഴ്സ് ഉണ്ടല്ലോ, ഫംഗസ്, അതുണ്ട്. പിന്നെ പാരസിറ്റിക് ഉണ്ട്. പിന്നെ കോപ്രോഫിലസ്. വാട്ട് യു മീൻ ബൈ കോപ്രോഫിലസ്? ദാറ്റ് മീൻസ് ഫിലിയ മീൻസ് സംതിങ്, ഒരു ഇഷ്ടം, മൊഹബത്ത് എന്ന് പറയില്ലേ, ഫിലിയ. കോപ്രോ എന്താ? കോപ്രോഫിലിയ പറയുമ്പോൾ കോപ്രോ എന്തായിരിക്കും? കോപ്രോ മീൻസ് ഡങ്, ഷിറ്റ്, അങ്ങനെല്ലാം പറയല്ലേ, അതായത് ഷിറ്റ്. അതിന് വളരുന്നതാണ് കോപ്രോഫിലസ്. ദേ ജസ്റ്റ് ലവ് ഷിറ്റ്. ഓക്കെ, സാപ്രോഫൈറ്റിക്, ഡീകമ്പോസേഴ്സ്, പാരസിറ്റിക് ആൻഡ് കോപ്രോഫിലസ് ഗ്രോയിങ് ഓൺ ഡങ്. ആൻഡ് ദെൻ ദ മൈസീലിയം ഇസ് ബ്രാഞ്ചഡ് ആൻഡ് സെപ്റ്റേറ്റ്. ഇനി എല്ലാം ബ്രാഞ്ച് സെപ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് കേസിൽ മാത്രമേ ഫസ്റ്റ് കേസിൽ മാത്രമേ നമുക്ക് എന്തുണ്ടായിരുന്നുള്ളൂ? അസെപ്റ്റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ, സിയനോസൈറ്റിക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് എന്താ? ബ്രാഞ്ച് ആൻഡ് സെപ്പറേറ്റ് ആണ്. അസെക്ഷൽ സ്പോർട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ അസെക്ഷൽ സ്പോർട്സ് ഏതൊക്കെയായിരുന്നു? ദേ വർ സൂസ്പോർട്സ് ആൻഡ് അപ്ലാനോസ്പോർട്സ്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്ന അസെക്ഷൽ സ്പോർട്സ് ഏതാ? കൊണീഡിയ സ്പോർട്സ് ബൈ കൊണീഡിയ ഫോഴ്സ്,
കൊണീഡിയ പ്രസന്റ് ഓൺ കൊണീഡിയ 4. നമുക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ലൈക്ക് എന്ത് കാര്യത്തിന് മുന്നിലും എന്ത് ഒരു സംതിങ് സ്പോർ ആണെങ്കിൽ അത് സ്പോർ ആയിരിക്കും. എന്നാൽ സംതിങ് 4 ആണെങ്കിൽ അത് സ്പോർ ഹോൾഡിംഗ് സ്ട്രക്ചർ ആയിരിക്കും. സ്പോർ ഹോൾഡിംഗ് സ്ട്രക്ചർ, സ്പോർ ഹോൾഡിംഗ് സ്ട്രക്ചർ ഫോഴ്സ്. സോ കൊണീഡിയ 4 കണ്ടോ, കൊണീഡിയ 4 എന്ന് വെച്ചാൽ കാണുന്നില്ല എന്നല്ലേ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. അസെക്ഷൽ സ്പോർട്സ് ആർ കോൾഡ് കൊണീഡിയ. ദേ ആർ പ്രൊഡ്യൂസ് എക്സോജീനിയസ്ലി. നേരത്തെ പറഞ്ഞ സാധനം എൻഡോജീനിയസ്ലി ആയിരുന്നു. ഏതൊക്കെ? സൈഗോസ്പോർട്സും ആസ്കോസ്പോർട്സും അല്ല. സൈഗോസ്പോർട്സും പിന്നെ അപ്ലാനോസ്പോർട്സും. ബട്ട് ഇവിടെ കൊണീഡിയ ആർ പ്രൊഡ്യൂസ് എക്സോജീനിയസ്ലി ഓൺ സ്പെഷ്യൽ മൈസീലിയം കോൾഡ് കൊണീഡിയ ഫോഴ്സ്. Conidia on germination produce mycelium. Sexual spores are called ascospores. Ascomyces produces ascospores. ഈ സൈഡിന് ഓർത്തേക്ക. Sexual spores are called ascospores. Ascospores എന്ത് ചെയ്യുന്നു? Produce endogenously. Okay? Asexual spores say that conidia spores they produces endogenously, while sexual spores are ascospores they produces endogenously. തിരിഞ്ഞു. Asexual spores are conidiospores which are produces exogenously, while sexual spores are ascospores which are produces endogenously. എഴുതി തരാം. എന്നാൽ പിന്നെ ഒരിക്കലും മറക്കില്ല. അസെക്ഷൽ സ്പോർട്സ് ആർ എന്ത്? കൊണീഡിയോസ്പോർസ്. കൊണീഡിയോസ്പോർ അതെന്താണ്? എക്സോജീനിയസ്ലി. എക്സോജീനിയസ്. സെക്ഷൽ സ്പോർ ഏതാ? അസ്കോസ്പോർ. ദേ പ്രൊഡ്യൂസ് എൻഡോജീനിയസ്ലി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ സെക്ഷൽ സ്പോർട്സ് ഒക്കെ ഉണ്ടാവാൻ ഒരു ഫ്രൂട്ടിംഗ് ബോഡി വേണം അല്ലേ? ഫ്രൂട്ടിംഗ് ബോഡി. അപ്പോൾ അസ്കോമൈസിസിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിക്ക് പറയുന്ന പേരെന്താവും മക്കളെ? ഇറ്റ്സ് കോൾഡ് അസ്കോകാർപ്പ്. അസ്കോകാർപ്പ് ഇസ് ദ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് അസ്കോമൈസിസ്. ഓക്കെ, ഇനി ഇതിന് കുറച്ച് എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോഡുണ്ട്. ഡോൺ വറി, കോഡുണ്ട്. ഇതിൻ്റെ കോഡാണ് ക്യാൻ പി. Can be. C for claviceps. ഇവിടെ നോക്കൂ, claviceps. A for aspergillus. N for neurospora. P for നമ്മൾ നേരത്തെ പഠിച്ച പെനിസിലിയം. Y for yeast. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് സാധനങ്ങൾ. ഓക്കെ, അതിൽ give importance to neurospora. ഓക്കെ, ഇങ്ങനെയാണ് എക്സാമ്പിൾ വരുന്നത് 5. ഓക്കെ, ആൻഡ് ന്യൂറോസ്പോറ ഇസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക്. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ, ഈ ഒറ്റ സെൻറ്റൻസ്. ഞാനത് വേണമെങ്കിൽ ഡബിൾ ട്രിപ്പിൾ സ്റ്റാർ വരെ ഇട്ടുതരാം. ഓക്കെ, കാണുന്ന രീതിയിലാക്കാം. ന്യൂറോസ്പോറ ഇസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക്. ഓക്കെ, അതുപോലെ അടുത്ത സംഭവമാണ് മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ എഡിബിൾ ആൻഡ് കൺസിഡർ ഡെലിക്കസീസ്. അതും ചോദിച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ന്യൂറോസ്പോറ ഇറ്റ്സ് ബീങ് ആസ്ക്ഡ് സോ മെനി ടൈംസ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് കൊല്ലം, ഒരുപാട് വർഷം, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്ക്. ന്യൂറോസ്പോറ ഈസ് എ പാർട്ട് ഓഫ് വാട്ട്? അസ്കോമൈസിസ്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം. അസ്കോമൈസിസ് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. സോ കോമൺലി നോൺ ആസ് സാക്ക് ഫംഗസ്. ഓക്കെ, സാക്ക് ഫംഗസ് ഉണ്ട്. പിന്നെ മോസ്റ്റ്ലി മൾട്ടി സെല്ലർ ആണ് പെനിസിലിയം. യൂണിസെല്ലർ ആണെങ്കിൽ ഇറ്റ് ഇസ് ഈസ്റ്റ്. ഓക്കെ, ആൻഡ് എന്താ വെച്ചാൽ ഇതിൻ്റെ ഹാബിറ്റാറ്റ് എന്തൊക്കെയാണ്? സാപ്രോഫൈറ്റിക് ഉണ്ട്, ഡീകമ്പോസിംഗ് ഉണ്ട്, പിന്നെ പാരസിറ്റിക് ഉണ്ട്, പിന്നെ കോപ്രോഫിലസ് ഉണ്ട്. കോപ്രോഫിലസ് ഇതിന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, കോപ്രോഫിലസ്. പിന്നെ മൈസീലിയം എന്തായിരിക്കും? ബ്രാഞ്ച്ഡ് ആയിരിക്കും ആൻഡ് സെപ്റ്റേറ്റ്. ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് മൈസീലിയം. പിന്നെ അസെക്ഷൽ സ്പോർട്സ്, നമ്മുടെ ഈ പോയിന്റ്, നമ്മുടെ ഈ സൈഡിൽ എഴുതിച്ച പോയിന്റ്. ഓക്കെ, സൈഡിൽ എഴുതിച്ച പോയിന്റ് ഏതൊക്കെയാണ്? അസെക്ഷൽ സ്പോർട്സ് ആർ കോൾഡ് കോണിഡിയോസ്പോർസ്, വൈൽ sexual spores are called conidiospores are exogenously produced, while then sexual spores are called what is called ascospores. They are produced endogenously. Okay, ഇത് രണ്ടും പറയുന്നു. നെക്സ്റ്റ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേരാണ് അസ്കോകാർപ്പ്. ദെൻ ദിയർ എക്സാമ്പിൾസ് ക്യാൻ പി, CANPY. C പറയുമ്പോൾ ക്ലാവിസെപ്സ്, A എന്ന് പറയുമ്പോൾ ആസ്പെർജില്ലസ്, N എന്ന് പറയുമ്പോൾ ന്യൂറോസ്പോറ, ആൻഡ് P എന്ന് പറയുമ്പോൾ പെനിസിലിയം, ആൻഡ് Y എന്ന് പറയുമ്പോൾ ഈസ്റ്റ്. ഓക്കെ, ക്യാൻ പി, ക്ലാവിസെപ്സ്, ആസ്പെർജില്ലസ്, ന്യൂറോസ്പോറ, പെനിസിലിയം ആൻഡ് ഈസ്റ്റ്. അതിൽ ന്യൂറോസ്പോറ ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ഫോർ ബയോകെമിക്കൽ ആൻഡ് ജനറ്റിക് വർക്കിന് വേണ്ടി എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നതാണ് ന്യൂറോസ്പോറ, വിച്ച് ഇസ് എ പാർട്ട് ഓഫ് അസ്കോമൈസിസ് ഓഫ് ഫംഗസ്. ഓക്കെ, ആൻഡ് ദെൻ സം എഡിബിൾ ഡെലിക്കസീസ് ഏതൊക്കെയാണ്? മോറൽസ് ആൻഡ് ട്രഫിൾസ്.
ഇത്രയും പറയുന്നതോടുകൂടി നമ്മുടെ അസ്കോമൈസിസ് എന്ന അധ്യായം അവിടെ തീരുകയാണ്. അസ്കോമൈസിസ് കഴിഞ്ഞു. ഇനി അടുത്ത ബെസിഡിയോമൈസിസ് ആർ മോസ്റ്റ് കോമൺ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളത്. ഓക്കെ, കോമൺ ആയി പറഞ്ഞത് ഇവിടെ നോക്കൂ. Commonly known forms of basidiomycetes are mushrooms, bracket fungi and puffballs. മൂന്നും പേരുകളാണ്. മഷ്റൂം നമ്മൾ സാധാ കൂൺ, ബ്രാക്കറ്റ് ഫംഗി ആൻഡ് പഫ് ബോൾസ്, ഇതെല്ലാം പറയുന്ന എല്ലാം എന്താണ്? ബെസിഡിയോമൈസിസ് ആണ്. ഇത് എവിടെ കാണുന്നു? നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, ലൈക്ക് അസ്കോമൈസിസ് എവിടെ നമ്മൾ കണ്ടു വെച്ചാൽ നമുക്ക് പറഞ്ഞു ലൈക്ക് എവിടെ കണ്ടു എന്നല്ല, ഫൈക്കോമൈസിസ് എവിടെ കണ്ടു വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 3-4 കേസുണ്ട്. ഒബ്ലിഗേറ്റ് പാരസൈറ്റോം പ്ലാന്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ അസ്കോമൈസിസ് നമ്മൾ ലൊക്കേഷനായി പറഞ്ഞില്ല, ബട്ട് എന്തൊക്കെ ചെയ്യുന്നു, ലൈക്ക് ഹാബിറ്റാറ്റ്സ്, ലൈക്ക് ഡീക്കേയിങ് ഉണ്ട്, പിന്നെ പാരസിറ്റിക് ഉണ്ട്, പിന്നെ കോപ്രോഫിലിസ്, അങ്ങനെ സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ദേ ഗ്രോ ഓൺ സോയിൽ, ലോഗ്, ട്രീ സ്റ്റംപ് ആൻഡ് ലിവിങ് പ്ലാന്റ് ബോഡീസ് ആസ് പാരസൈറ്റ്, റസ്റ്റ് ആൻഡ് സ്മട്ട്. സോ ഇത് അടുത്തൊരു കേസാണ്, റസ്റ്റ് ആൻഡ് സ്മട്ട്. ഇതും ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. റസ്റ്റ് ആൻഡ് സ്മട്ട് ഏത് വിഭാഗത്തിലാണ് പെടുക എന്നുള്ളത്. ദേ ആർ പാരസൈറ്റ്, പാരസിറ്റിക് ബെസിഡിയോമൈസിറ്റ്സ്. ഏതൊക്കെ? റസ്റ്റ് ആൻഡ് സ്മട്ട് ഡിസീസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് ഇതിൻ്റെ ബാക്കി പറയാം. മൈസീലിയം ഇസ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്പറേറ്റ്, സെയിം സാധനം. Asexual spores are not found. Here, asexual spores are generally not found, but vegetative reproduction by fragmentation is common. Asexual reproduction ഇല്ല, ബട്ട് അതിന് മുമ്പുള്ള വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഉണ്ട്. ബൈ ഫ്രാഗ്മെന്റേഷൻ ഇറ്റ് ഇസ് കോമൺ. ഓക്കെ, അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഉണ്ടോ? ഇല്ല, ബട്ട് വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഉണ്ട്. ആൻഡ് ദെൻ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ എങ്ങനെ? സെക്സ് ഓർഗൻസ് ആർ ആബ്സെൻറ്റ്, but plasmogamy is brought about by fusion of two vegetative or somatic cells of different strains of genotype. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലാസ്മോഗമി, കാരിയോഗമിക്ക് തൊട്ടുമ്പോൾ ഡൈകാരിയോഫേസ് എല്ലാം വരുന്നില്ലേ ബെസിഡിയോമൈസിസിൽ? സെയിം സാധനം, അത് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അത് ഇവിടെയാണ് വരുന്നത്. സോ ദ റിസൾട്ടൻ സ്ട്രക്ചർ ഈസ് ഡൈകാരിക് വിച്ച് അൾട്ടിമേറ്റ്ലി ഗിവ് റൈസ് ടു ബെസിഡിയം. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ വരുന്നു, പിന്നെ ഡൈകാരിയോഫേസ് ഇങ്ങനെയല്ല. ഐം സോറി. ഇങ്ങനെ ഒരു കുട പോലെ വരും, അല്ലേ മഷ്റൂം? ഇവിടെയൊക്കെ സിംഗിൾസ് അല്ലായിരുന്നു. 2 ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് മൈസീലിയം ഹൈഫെ അടുത്തടുത്ത് വന്നു. അവർ തമ്മിൽ എന്ത് പറ്റി? അവർ തമ്മിൽ പ്ലാസ്മോഗമി സംഭവിച്ചു. പ്ലാസ്മോഗമി സംഭവിച്ച ശേഷം കാരിയോഗമി സംഭവിച്ചോ? ഇല്ല. പകരം അവർ എന്ത് പറ്റി? അവിടെ 2 ന്യൂക്ലിയസ് ആയി. 2 ന്യൂക്ലിയസ്, എല്ലായിടത്തും 2 ന്യൂക്ലിയസ് എല്ലാം വന്നു. ആൻഡ് ഇവിടെ ലാസ്റ്റ് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടായി. ഓക്കെ, ഫ്രൂട്ടിംഗ് ബോഡിയിൽ എന്തുണ്ടായി? ഫ്രൂട്ടിംഗ് ബോഡി എത്തിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ സംഭവിച്ചു, അവരൊറ്റ സിംഗിൾ സൈഗോട്ടായി. ഈ സൈഗോട്ട് എന്ത് ചെയ്തു? മിയോസിസ് സംഭവിച്ച് 4 സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, 4 സ്പോർസ്. ദീസ് ആർ കോൾഡ് ബെസിഡിയോ സ്പോർസ് വിച്ച് ആർ പ്രൊഡ്യൂസ് എക്സോജീനസ്ലി ഓൺ വാട്ട്? ബെസീഡിയം കാർപ്പ്. പറയുന്നുണ്ട് കാരിയോഗമി ആൻഡ് മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ ദ ബെസീഡിയം. ഇതിൻ്റെ പേരാണ്, ഈ ബ്ലാക്ക് സാധനത്തിൻ്റെ പേരാണ് എന്ത്? ബെസീഡിയം. ഇതൊക്കെ സൈഡിൽ വരച്ച് വെച്ചോളൂ, ദാറ്റ് ബി മച്ച് യൂസ്ഫുൾ ഫോർ യു. ബെസീഡിയം പ്രൊഡ്യൂസസ് 4 ബെസീഡിയോ സ്പോർസ്. ഈ 4 എണ്ണം കണ്ടോ? ഈ 4 എണ്ണമാണ് എന്ത്? ബെസീഡിയോ സ്പോർസ്. ബെസീഡിയോ സ്പോർസ് ആർ എക്സോജീനസ് പ്രൊഡ്യൂസ് ഓൺ ദ ബെസീഡിയം ഉണ്ട്. പിന്നെ ഇതാണ് എന്ത്? ലൈക്ക് ദ ബെസീഡിയ ആർ അനീസി ഫ്രൂട്ടിംഗ് ബോഡി കോൾഡ് ബെസീഡിയോ കാർപ്പ്. ഇതാണ് ബെസീഡിയോ കാർപ്പ്. ഫ്രൂട്ടിംഗ് ബോഡിയാണ് ബെസീഡിയോ കാർപ്പ്. ഓക്കെ, സോ അതായി സം കോമൺ മെമ്പേഴ്സ് ആർ, നമ്മളെന്ത് പറഞ്ഞാൽ അപ്പു, നമ്മുടെ കോഡാണ് അപ്പു, APU. അപ്പോൾ എന്താ? അഗാരിക്കസ് മഷ്റൂം. പിന്നെ നമ്മൾ പറഞ്ഞൊരു പക്സീന നേരത്തെ പറഞ്ഞില്ലേ, അതാണ് പക്സീനിയ ആൻഡ് അസ്റ്റിലാഗോ. റസ്റ്റ് ആൻഡ് സ്മട്ട് ഡിസീസ് നമ്മൾ പറഞ്ഞു. റസ്റ്റ് കോസ്ഡ് ബൈ പക്സീനിയ, സ്മട്ട് കോസ്ഡ് ബൈ അസ്റ്റിലാഗോ. പിന്നെ അഗാരിക്കസ് നമ്മളെ സാധാ മഷ്റൂം. സിമ്പിൾ, ബെസിഡിയോമൈസിസ് ഈസി തിങ്, റൈറ്റ്? നമുക്ക് ഈ സ്ട്രക്ചർ നമുക്ക് ഇവിടെ യൂസ് ചെയ്താൽ മതി. അതായത് ഈ സ്ട്രക്ചർ ഇവിടെ ഒന്ന് ഓർത്തിച്ചാൽ മതി, നമുക്ക് ഈസിയായിട്ട് തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയാൻ പറ്റും. ഓക്കെ, സോ ബെസിഡിയോമൈസിറ്റ്സ് കോമൺലി നോൺ ആസ് ബെസിഡിയോമൈസിറ്റ്സ് ആർ mushrooms, bracket fungi and toadstools. They grow in soil, on logs and tree stumps and in living plant bodies as parasites. Example, rust and smut. The mycelium is branched and septate. Okay, the mycelium is branched and septate. The asexual spores are generally not found, but vegetative reproduction by fragmentation is seen. മനസ്സിലായല്ലോ? the asexual reproduction
അസെക്ഷൽ സ്പോർട്സ് ആർ നോട്ട് സീൻ. അസെക്ഷൽ സ്പോർട്സ് ഇല്ല. പിന്നെ എന്തുണ്ട്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ ഉണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ പറയുമ്പോൾ എന്താ, ഇങ്ങനത്തെ ഒരു മൈസീലം വരുന്നു, അതിനെ കട്ട് ചെയ്താൽ പോരെ, കട്ടായി പോയാൽ പോരെ, പിന്നെ പുതിയൊരു മൈസീലം ഇന്ന് ഉണ്ടാകുന്നു, അതാണ് ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, അത് തന്നെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ. സോ അസെക്ഷൽ സ്പോർട്സ് ഇല്ല. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ പ്രസൻറ്റ് ആണ്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയോ? സെക്ഷൽ ഓർഗൻസ് ഇല്ല. സെക്ഷൽ ഓർഗൻസ് ഇല്ലാണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കൂ? നിങ്ങൾ പറ. നടത്തിച്ചു. അതാണ്. അതായത് എന്താ വെച്ചാൽ ലൈക്ക് സെക്സ് ഓർഗൻസ് ഇല്ല, ബട്ട് ദർ ആർ ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് ജീനോടൈപ്സ് ഓഫ് സൊമാറ്റിക് സെൽസ്. 2 ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഉള്ള 2 സൊമാറ്റിക് സെൽസ് വന്നു. അവർ തമ്മിൽ എന്ത് സംഭവിച്ചു? അവർ തമ്മിൽ ഫസ്റ്റ് പ്ലാസ്മോഗമി ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് പ്ലാസ്മോഗമി ആയിരുന്നു. പ്ലാസ്മോഗമി വന്നതിന് ശേഷം അവർ അപ്പം തന്നെ കാരിയോഗമി നടത്തുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? ആ ഒരു ഡൈക്കാരോ ഫേസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി ഒരു ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫ്രൂട്ടിംഗ് ബോഡിയുടെ പേരാണ് ബെസിഡിയോ കാർപ്പ്. ബെസിഡിയോ കാർപ്പിൽ നിന്നൊരു ബെസീഡിയം ഉണ്ടാകുന്നു. ബെസീഡിയം ഉണ്ടാക്കിയപ്പോൾ ബെസീഡിയത്തിനകത്ത് അവർ 2 ന്യൂക്ലിയസുകൾ രണ്ടും ജോയിൻ ചെയ്തു. അവിടെ കാരിയോഗമി നടന്നു. ഒരു സിംഗിൾ ന്യൂക്ലിയസായ സൈഗോട്ട് ഉണ്ടായി. സൈഗോട്ടിന് മിയോസിസ് സംഭവിച്ചു. 4 സ്പോർട്സ് ഉണ്ടായി. 4 സ്പോർട്സിൻ്റെ പേരാണ് ബെസിഡിയോ സ്പോർട്സ്. ബെസിഡിയോ സ്പോർട്സ് ആർ സെക്ഷൽ സ്പോർട്സ് ആൻഡ് ദേ വർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനിയസ്ലി ഓൺ ദ ബെസീഡിയം. ഓക്കെ, ഈ ബെസീഡിയത്തിൽ നിന്നാണ് പിന്നെ അടുത്ത സ്പോർട്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് അടുത്ത സ്പോർട്സിൽ നിന്ന് അടുത്ത മൈസീലിയം അല്ലെങ്കിൽ ഹൈഫ ഉണ്ടാകുന്നത്. ഇങ്ങനെയാണ് ലൈഫ് സൈക്കിൾ അങ്ങനെ മറന്നു പോകുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ എന്തൊക്കെ? അപ്പു എന്തായിരിക്കും? അഗാരിക്കസ്, നമ്മുടെ മഷ്റൂം. ദെൻ പക്സീനിയ കോസിങ് വീറ്റ് റസ്റ്റ്. ദെൻ അസ്റ്റിലാഗോ കോസിങ് സ്മട്ട് ഡിസീസ്. റസ്റ്റ് ആൻഡ് സ്മട്ട് ആർ ദ പാരസിറ്റിക്. സോ ദാറ്റ്സ് ദ ബെസിഡോമൈസീറ്റ്സ്. ഇനി ഒരു ഡ്യൂട്രോമൈസീറ്റ്സ് കൂടി പറഞ്ഞാൽ ഇറ്റ്സ് ഓവർ ഗൈസ്, ഇറ്റ്സ് ഓവർ. ഇനി ഡ്യൂട്രോമൈസീറ്റ്സിനെ പറ്റി പറയാം. Deuteromycetes, they are commonly known as imperfect fungi. നമ്മൾ ഈ കോമൺ ടേം എല്ലാം ഒന്ന് പഠിച്ചു നോക്കാം. അസ്കോമൈസിസിൻ്റെ കോമൺ നെയിം എന്തായിരുന്നു? ദേ വർ കോൾഡ് സാക്ക് ഫംഗൈ. ഇതിൻ്റെ എന്തായിരുന്നു? ബെസിഡോമൈസിസിൻ്റെ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, ടോഡ്സ്റ്റൂൾ എന്നെല്ലാം പഠിച്ചു. ഡ്യൂട്രോമൈസിറ്റ്സ് അതിനെന്തായിരുന്നു? ഇംപെർഫെക്റ്റ് ഫംഗൈ. ഇംപെർഫെക്റ്റ് ഫംഗൈ പറയാൻ കാരണം എന്താ? ബിക്കോസ് ഓൺലി അസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഓഫ് ദിസ് ഫംഗൈ ആർ നോൺ. സെക്ഷൽ സ്പോർട്സ് ഇതിനെ കണ്ടുപിടിച്ചിട്ടില്ല. ഓൺലി അസെക്ഷൽ ആൻഡ് വെജിറ്റേറ്റീവ് ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി സപ്പോസ് ഒരു സെനേറിയോ അവർ പറയാണ്, സപ്പോസ് അറിയാണ്ട് ഇവരൊരു സെക്ഷൽ ഫോം കണ്ടുപിടിച്ചു. ഇതിലുള്ള ലൈക്ക് ട്രൈക്കോഡർമയുടെ ഒരു സെക്ഷൽ ഫോം കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആ സെക്ഷൽ ഫോമിനെ അവർ എന്ത് ചെയ്യുന്നു? വല്ല ബെസിഡിയോമൈസിറ്റ്സിലോ അല്ലെങ്കിൽ അസ്കോമൈസിറ്റ്സിലോ ആക്കി മാറ്റുന്നു. അതിൽ പോയി ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ദ തിങ് ഒക്കറിങ് ഹിയർ. So, it is possible that asexual and vegetative state have been given one name and the sexual state given the other class. അങ്ങനെ ആവാം. അസെക്ഷൽ അതായത് ഒരു ഫംഗസ്, പ്രത്യേകതരം ഫംഗസ് നമ്മളെടുത്തു, ഒരു സ്പെസിഫിക് ഫംഗസ്. ആ സ്പെസിഫിക് ഫംഗസിന് എന്താണെന്ന് വെച്ചാൽ അതിന് എന്തൊക്കെയുണ്ട്? അതിന് വെജിറ്റേറ്റീവ് ഫോം ഉണ്ട്, അസെക്ഷൽ ഫോം ഉണ്ട്, സെക്ഷൽ ഫോം ഉണ്ട്. ഇതിനെ രണ്ടിന് നമ്മൾ ഡ്യൂട്രോമൈസിസിൻ്റെ താഴെ ക്ലാസിഫൈ ചെയ്തു. ഇതിനെ നമ്മൾ വേറെ ഏതിലോ കൊണ്ടുപോയി വെച്ചു. ഫൈക്കോയിലോ അസ്കോയിലോ അല്ലെങ്കിൽ ബെസീഡിയത്തിലോ ഇതിലേതിലോ ഒന്ന് കൊണ്ടുപോയി വെച്ചു സെക്ഷൽ ഫോം. വെജിറ്റേറ്റീവ് ഫോം അല്ലെങ്കിൽ അസ്കോ ഫോം നമ്മൾ ഡ്യൂട്രോമൈസിസിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. ഇതാണ് അവിടെ കേസ് സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ സെക്ഷൽ സ്റ്റേജ് അനദർ ആൻഡ് പ്ലേസ്ഡ് അണ്ടർ അനദർ ക്ലാസ്. ലേറ്റർ വെൻ ദ ലിങ്കേജസ് ആർ എസ്റ്റാബ്ലിഷ് ഫംഗി ഓൺലി പെർഫെക്റ്റ് സെക്ഷൽ സ്റ്റേജസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ഡ്യൂട്രോമൈസിസ് വർ ഡിസ്കവർഡ് വെർ ദേ ഓഫൺ ടു. ഓക്കെ, ഇത് അവിടെ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് പറയുന്നില്ല. അവിടെ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരായില്ല. സോ നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈസി സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൾസോ. ഇനി പറഞ്ഞ തന്നെ, അതായത് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ അസെക്ഷൽ സ്പോർട്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാണെങ്കിൽ നമ്മൾ ഡ്യൂട്രോമൈസിസിൽ കീപ്പ് ചെയ്യും. ഇനി അതല്ല സെക്ഷൽ സ്പോർട്സ് കണ്ടുപിടിക്കുക, സെക്ഷൽ എന്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഒരൊറ്റ ഫോമിനെ മാത്രം വല്ല ഫൈക്കോമൈസിസിലോ അസ്കോമൈസിസിലോ ബെസിഡോമൈസിസിലോ മൂന്നിലേതിലോ ഒന്ന് കൊണ്ടുപോയി വെക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇനി ഡ്യൂട്രോമൈസിസ് റിപ്രൊഡ്യൂസ് ഓൺലി ബൈ അസെക്ഷൽ സ്പോർട്സ് നോൺ ആസ് കോണീഡിയ. അസെക്ഷൽ സ്പോർട്സ് നോൺ ആസ് കോണീഡിയ വെച്ചാണ് നമ്മൾ പറയുന്നത്. The mycelium is septate and branched. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ septate and branched. Some members are saprophytes or parasites, while a large number of them are decomposed of litter. Some of them are saprophytes, but large number of them are decomposed of litter, helping mineral recycling. Example എന്ത്? Cat. Examples are cat. CAT, cat. C എന്ന് പറയുമ്പോൾ എന്താ? C എന്ന് പറയുമ്പോൾ കൊളിറ്റോട്രൈക്കം. A എന്ന് പറയുമ്പോൾ ഓൾട്ടർനേറിയ. ട്രൈക്കോഡർമ. കൊളിറ്റോട്രൈക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡർമ, കാറ്റ്. തൊട്ട് മേലത്തെ എന്തായിരുന്നു? അപ്പു. അതിനു മുമ്പായിരുന്നു ക്യാൻപി, അതിനു മുമ്പ് റാം. ഈസി കോഡ്സ് അല്ലേ? ഇങ്ങനത്തെ കോഡ്സ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് വേണമെങ്കിലും പഠിക്കാം.
സോ കോഡ്സ് വയ്ക്കുക, മാക്സിമം കോഡ്സ് വെച്ച് തന്നെ പഠിക്കാൻ നോക്കുക. സോ നമ്മൾ യൂട്രോമൈസിസിൽ എന്ത് പറഞ്ഞു? Deuteromyces is commonly known as imperfect fungi because only the asexual or vegetative phases of this fungi are known. When the sexual forms of this fungi are discovered, അവരെന്ത് ചെയ്യുന്നു? വേറെ പ്ലാസിലേക്ക് മാറ്റുന്നു. പിന്നെ ഇവിടെ കാണുന്നത് mycelium is septate and branched, and some members are saprophytes and parasites, but majority of them are what? ന്യൂട്രൻ റീസൈക്ലിങ്ങിന് വേണ്ടി, മിനറൽ റീസൈക്ലിങ്ങിനും അതുപോലെ ഡീകമ്പോഷൻ വിറ്റേഴ്സിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് എക്സാമ്പിൾ പറയുമ്പോൾ കാറ്റ്, കോളിറ്റോട്രൈക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡർമ. ഓക്കെ, സോ ദാറ്റ് ഫിനിഷസ് ആ കിങ്ഡം ഫംഗൈ. And we have finished almost like 75% of the whole chapter. Okay, ഇവർ 3 പേജുകൾ അത്രേ ഉള്ളൂ. സോ ഈ ഫംഗസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ഒന്ന് പറഞ്ഞു നോക്കാം. I hope you can follow, right? ഒരാളത്രേ ഉള്ളൂ ക്ലാസ്സിൽ. സോ ഫംഗസിനെ പറ്റി പറയാം നമ്മൾ. ഓക്കെ, ഫംഗസ് നമ്മൾ ഇൻട്രൊഡക്ഷൻ നേരത്തെ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ ക്ലാസ് മാത്രം പറഞ്ഞാൽ മതിയോ? ഓക്കെ, അടുത്തോട്ട് വരാം. അടുത്ത നമ്മൾ ക്ലാസ് മാത്രം പറഞ്ഞാൽ മതിയോ? ഓക്കെ, ക്ലാസ് പറ്റി പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് ദ ഫൈക്കോമൈസിസ്. ഫൈക്കോമൈസിസ് നമ്മൾ എന്ത് പറഞ്ഞു? 3 ഹാബിറ്റാറ്റിലും അത് അവിടെ പോയിന്റ് ആണ്. ഫസ്റ്റ് ഇത് ഹാബിറ്റാറ്റ് ഏതൊക്കെയായിരുന്നു? അക്വാട്ടിക് ഹാബിറ്റാറ്റ്സ്, അല്ലെങ്കിൽ മോയ്സ്റ്റ് വുഡ്, അല്ല ഡീക്കേയിങ് വുഡ്, ഡീകമ്പോസിങ് വുഡ് ഓൺ മോയ്സ്റ്റ് സോയിൽ, അല്ലെങ്കിൽ എന്താ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആസ് ഇൻ പ്ലാന്റ്സ്, അത് പറഞ്ഞു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു ലൈക്ക് ഹൈഫ എന്ത് ചെയ്യുന്നു? അസെപ്റ്റേറ്റ് ആണ്, ആൻഡ് ദേ ഫോം എന്ത് സൈനോസെറ്റിക് ഹൈഫ ഉണ്ടാക്കുന്നു. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ 2 ടൈപ്പ് ഓഫ് സ്പോർട്സ്, സൂ സ്പോർട്സ് മൊട്ടൈൽ ആൻഡ് അപ്ലാനോസ്പോർട്സ് ആർ നോൺ മൊട്ടൈൽ. ഓക്കെ, ദീസ് ആർ ഫൗണ്ട് ഇൻ സ്പോറാഞ്ചത്തിന് അകത്ത് എൻഡോജീനിയസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്ത ലൈക്ക് സെക്ഷൽ സ്പോർട്സ്, ദേ ആർ സൈഗോ സ്പോർട്സ്, ദേ ആർ പ്രൊഡ്യൂസ്ഡ് വാട്ട്? ദേ ആർ എന്താ അത് ദേ ഹാവ് ലൈക്ക് ടൈപ്സ് അതെ, ഐസോഗ്യാമസ് ഉണ്ട്, അനൈസോഗ്യാമസ് ഉണ്ട്, ഊഗ്യാമസ് ഉണ്ട്. ഇനി അതിൻ്റെ എക്സാമ്പിൾ എന്തായിരുന്നു? റാം, റൈസോപ്പസ്, ആൽബുഗോ, മ്യൂക്കർ. എൻ്റെ കൂടെ ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ? ഐ ഹോപ്പ് യു ക്യാൻ ഫോളോ മീ. എൻ്റെ കൂടെ ഇങ്ങനെ പറയാൻ പറ്റണം. ഓക്കെ, ഞാൻ അങ്ങനെ പറയുന്ന പോലെ ലൈക്ക് നമ്പർ എടുക്കുന്ന പോലെ പറയാൻ പറ്റണം. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ യു ദ ബെസ്റ്റ് വൺ ഇൻ ദ ക്ലാസ്. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ആക്ച്വലി ഇത് നിങ്ങൾക്കൊരു ലക്കാണ് ആക്ച്വലി. കാരണം ഇത്ര എന്താ പറയുക, ഇത്ര കുറച്ച് ക്ലാസ് വെച്ചിട്ട് ലൈക്ക് ഇത്ര കുറഞ്ഞ കുട്ടികൾക്ക് വെച്ച് നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റില്ല, ക്ലാസ് കൊടുക്കാൻ പറ്റില്ല. ആക്ച്വലി യു ആൾ ആർ വെരി ലക്കി. മറ്റേത് സാധാരണ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ലൈക്ക് എ ഹ്യൂജ് ക്ലാസ്, ഓൾമോസ്റ്റ് ലൈക്ക് 90+ സ്റ്റുഡൻസ് വുഡ് ബി ദ ലൈക്ക് 80-90 സ്റ്റുഡൻസ് എല്ലാം ഉണ്ടാവുന്ന വലിയ ക്ലാസ് പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ. അതൊക്കെ ലൈക്ക് എന്താ സ്പീക്കേഴ്സ് വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കുക. നമുക്ക് ലൈക്ക് മൈക്രോഫോൺസ് അതായത് സ്പീക്കേഴ്സ് വുഡ് ബി ദ. ഓക്കെ, അത് ലൈക്ക് ഇറ്റ് വിൽ ബി വെരി റിസ്കി. ഓക്കെ, ആൻഡ് നമുക്ക് ഇൻഡിവിജ്വൽ കോൺസെൻട്രേഷൻ കൊടുക്കാനും പറ്റില്ല അത്രയും വലിയ ക്ലാസ് ആകുമ്പോൾ. ബട്ട് ഹിയർ യു ആർ ഫ്രീ. നമുക്ക് അറിയാം ലൈക്ക് ഫ്രണ്ടിൽ കുറച്ച് ആൾക്ക് മനസ്സിലാവും, ബാക്കിൽ കുറച്ച് ആൾക്ക് ഇടത്തുമ്പോൾ കുറച്ച് പേർക്ക് മനസ്സിലാവും, ബാക്കിലെത്തുമ്പോൾ കുറേ പേര് കളിക്കാനിരിക്കുന്നുണ്ടാവും. അങ്ങനെ അങ്ങനത്തെ ക്ലാസ്സിലെല്ലാം എടുത്തിട്ടുണ്ട്. അവിടെ നല്ല സ്ട്രെയിൻ ആയിരിക്കും ക്ലാസ് എടുക്കാനൊക്കെ. അവിടെ പറയുമ്പോൾ ലൈക്ക് വി ഷുഡ് ഓൾവേസ് എൻ്റർടൈൻ ദ സ്റ്റുഡൻസ്. ലൈക്ക് ഇടയ്ക്ക് ഫ്രീക്വൻറ്റ് ബ്രേക്സ് പറഞ്ഞിട്ടും കഥ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ ആയിരിക്കണം. അതാണ്. ബട്ട് ഹിയർ അവർ മെയിൻ എയിം ഇസ് ദാറ്റ് നമുക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കണം. ആൻഡ് വി ആർ ക്രാഷ് സ്റ്റുഡൻസ്, റൈറ്റ്? ക്രാഷ് കോഴ്സ് അത്രയും വലിയ ക്ലാസ് എടുക്കുമ്പോൾ നോ, വി കാൺ ഈവൻ ഇമാജിൻ ദോസ് തിങ്സ്. നമുക്ക് ലൈക്ക് വെറുതെ സാർ എന്തൊക്കെയോ പറഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. സോ ബട്ട് ഇങ്ങനത്തെ ഒരു കേസ് വേറെ എവിടെയും കിട്ടില്ല. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇപ്പോൾ ചാറ്റ് ബോക്സ് ഓൾവേസ് ബി ഫ്രീ. കുറേ നേരം വെറുതെ ഇരിക്കുകയാണ് ചാറ്റ് ബോക്സ്. വേറെ ഒറ്റ ക്വസ്റ്റ്യൻ ഇട്ടോളൂ, എടുക്കുക, ഒരു കുഴപ്പമില്ല, എന്തുവേണം ചോദിക്കാം. പിന്നെ അതുപോലെ എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. നമുക്ക് കോൺടാക്ട് നമ്പർ എല്ലാം തരുന്നുണ്ടാവും, അതിലും ചോദിക്കാം. അതിൽ ലൈക്ക് ദേ ക്യാൻ കോൺടാക്ട് മീ, അങ്ങനെ ചോദിക്കാൻ പറ്റും. സോ ബാക്ക് ടു ടോപ്പിക്. നമ്മൾ എന്ത് പറഞ്ഞു? ഫൈക്കോമൈസിസ് പറഞ്ഞു. ഇനി അടുത്ത അസ്കോമൈസിസ് നമ്മൾ കോമൺ പറഞ്ഞ പേരെന്താ? സാക്ക് ഫംഗൈ, അസ്കോമൈസിസ് അല്ലേ?
ഇനി അതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ മോസ്റ്റ്ലി മൾട്ടി സെല്ലാറാണ്. ഇങ്ങനെ പറയാം സാക്ക് ഫംഗൈ. പിന്നെ മോസ്റ്റ്ലി മൾട്ടി സെല്ലാറാണെങ്കിൽ അത് പെനിസിലിയം, യൂണിസെല്ലാറാണെങ്കിൽ ഇറ്റ് ഈസ് വാട്ട് ഈസ്റ്റ്. പിന്നെ അതിൻ്റെ മൂന്ന് ലൈക്ക് ദ ഹാബിറ്റാറ്റ്സ് സാപ്രോഫൈറ്റിക് ഉണ്ട്, പിന്നെ ഡീകമ്പോസിസ് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, പിന്നെ കോപ്രോഫിലസ് അത് മറക്കരുത്, കോപ്രോഫിലസ്. ദെൻ മൈസീലിയം എന്താണ്? ബ്രാഞ്ചഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. പിന്നെ അടുത്ത അസെക്ഷൽ സ്പോർട്സ് ഏതാ? നമ്മൾ നേരത്തെ പറഞ്ഞ സാധനങ്ങളല്ല, ഇവിടെ കോണീഡിയസ് സ്പോർട്സ് ആണ് യൂസ് ചെയ്യുക. സോ പിന്നെ സെക്ഷൽ സ്പോർട്സ് ഏതാ? അസ്കോ സ്പോർട്സ്. കോണീഡിയസ് സ്പോർട്സ് ആർ പ്രൊഡ്യൂസസ് എക്സോജീനിയസ്ലി ആൻഡ് അസെക്ഷൽ സ്പോർട്സ് ലൈക്ക് സെക്ഷൽ സ്പോർട്സ് ആർ അസ്കോ സ്പോർട്സ്. അസ്കോ സ്പോർട്സ് ആർ പ്രൊഡ്യൂസ് ഓൺ അസ്കോർകാർപ്പ് ആൻഡ് ലൈക്ക് ബെസീഡിയം അല്ല ഇവിടുത്തെ നെയിം അസ്കോകാർപ്പ് അല്ലേ, അസ്കോകാർപ്പ്. അതിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അസ്കോകാർപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് ഇറ്റ് വുഡ് ബി പ്രൊഡ്യൂസസ് എൻഡോജീനിയസ്ലി. പിന്നെ അതിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ CANPy, ഓക്കെ, CANPY. അതിൽ എന്താ സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്ലാവിസ്റ്റെപ്സ്, ദെൻ ആസ്പെർജില്ലസ്, ന്യൂറോസ്പോറ, പെനിസിലിയം ഈസ്റ്റ്. ഇതിൽ ന്യൂറോസ്പോറ ഈസ് വൈഡ്ലി യൂസ് ഫോർ എക്സ്റ്റെൻസീവ്ലി യൂസ് ഫോർ ബയോകെമിക്കൽ ആൻഡ് റിസർച്ച് വർക്ക്സ്. ആൻഡ് പിന്നെ മോറൽസ് ആൻഡ് ട്രഫിൾസ് ആർ ബീങ് യൂസ് ഫോർ ആസ് ഡെലിക്കസീസ്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് കേസ് എന്ന് വെച്ചാൽ ബെസീഡിയോമൈസിസ്. ബെസീഡിയോമൈസിസ് പറയുമ്പോൾ നമ്മൾ കോമൺ നെയിം എന്താ? മഷ്റൂംസ് പറയാറുണ്ട്, എന്ന് പറയാറുണ്ട്. പിന്നെ അടുത്ത് ലൈക്ക് ബ്രാക്കറ്റ് ഫംഗൈ, ടോഡ് സ്റ്റൂൾസ് എന്നെല്ലാം പറയാറുണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഗ്രോ ഓൺ സോയിൽ, ലോഗ്, വുഡ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് വളരുക. പിന്നെ പ്ലാന്റ് ബോഡീസിൽ പാരസൈറ്റ് ആയിട്ട് വളരാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതിൻ്റെ ലൈക്ക് ഹൈഫ് എന്തായിരിക്കും? സെപ്റ്റേറ്റ് ആയിരിക്കും, ബ്രാഞ്ചഡ് ആയിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്താ വെച്ചാൽ അസെക്ഷൽ സ്പോർട്സ് ആർ നോട്ട് ഫൗണ്ട്. അസെക്ഷൽ സ്പോർട്സ് ഇല്ല, ബട്ട് വെജിറ്റേറ്റീവ് ഫോംസ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. സെക്ഷൽ സ്പോർട്സ് പറയുകയാണെങ്കിൽ ബെസീഡിയോമൈസിസ് ആണെങ്കിൽ അവർക്ക് ബെസീഡിയോ കാർപ്പ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടല്ലോ, മറ്റേ ഒരു കുട പോലെ മഷ്റൂമിൻ്റെ ആ സെയിം സ്ട്രക്ചർ എല്ലാം മനസ്സിൽ നിന്ന് ഉണ്ടാക്കി എഴുതി പറയാൻ പറ്റണം. ബെസീഡിയം ഉണ്ടാവും, ബെസീഡിയത്തിൽ എക്സോജീനിയസ്ലി ബെസീഡിയോ സ്പോർട്സ് പ്രൊഡ്യൂസ് ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദ ജീനോടൈപ്പ് വിൽ ബി ദർ ആൻഡ് കാരിഗമി മിയോസിസ് ടേക്ക് പ്ലേസ് ഇൻ ദ ബെസീഡിയം. ആൻഡ് ദ എക്സാമ്പിൾ പറയുമ്പോൾ അപ്പു, അസ്റ്റിലാഗോ സോറി എന്താ അഗാരിക്കസ് പക്ഷീനി, അസ്റ്റിലാഗോ, അപ്പു. അടുത്തെന്താണെന്ന് വെച്ചാൽ ഡ്യൂട്രോമൈസിസ് കോമൺലി നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംഗൈ ബിക്കോസ് ഓൺലി ദ അസെക്ഷൽ ഓർ വെജിറ്റേറ്റീവ് phase of this fungi are known. When the sexual forms of the fungi were discovered, they were moved into classes they rightly belong to. It's also possible that the asexual and vegetable അതെല്ലാം നമ്മൾ കേസ് പറഞ്ഞു. പിന്നെ അത് എക്സാമ്പിൾ വെച്ചാൽ കാറ്റ്, കൊളിറ്റോട്രൈക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡർമ. മൂന്നെണ്ണം, കൊളിറ്റോട്രൈക്കം, ഓൾട്ടർനേറിയ, ട്രൈക്കോഡർമ. ഇത് ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ പോയി വായിച്ചിരിക്കണം. ഓക്കെ, വായിച്ചാലേ നിങ്ങൾക്ക് ഒരു കാര്യം ഉണ്ടാവുള്ളൂ, ബെനിഫിഷ്യലായി വരുള്ളൂ. ഇനി അടുത്ത ഈസി തിങ്, കിങ്ഡം പ്ലാന്റ്. നമ്മുടെ മെയിൻ സംഭവം എല്ലാം കഴിഞ്ഞ് ചാപ്റ്ററിൻ്റെ. ഇനി അടുത്ത് കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ, പിന്നെ എക്സ്ട്രാ. ഇത് മൂന്ന് പറഞ്ഞെടുത്താൽ കഴിഞ്ഞ് ചാപ്റ്റർ ഖത്തം ഹോ ഗയാ. സോ കിങ്ഡം പ്ലാന്റ് includes all eukaryotic chlorophyll containing organism commonly called plants. Chlorophyll containing eukaryotic organisms ആണ് plants. A few members are partially heterotrophic. അറിയാലോ ഹെറ്ററോട്രോഫിക് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാലോ. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഉണ്ട്. അതിൻ്റെ പേരാണ്, എക്സാമ്പിളാണ് എന്ത്? ബ്ലാഡർ വൂട്ട് ആൻഡ് വീനസ് ഫ്ലൈ ട്രാപ്പ്. അത് നിങ്ങൾ സൈഡിൽ എഴുതി വെക്കണം. ഓക്കെ, സൈഡിൽ എഴുതി വെച്ചൂടെ നിങ്ങൾ പറയുന്നത്? ഓക്കെ, പറയാം. ഐ തിങ്ക് ഒന്നുകൂടി പറയാനായിട്ടുണ്ടെന്നാണ്. ബ്ലാഡർ വോട്ട് ഞാൻ അതിലിടാം. ബ്ലാഡർ വോട്ട്, Venus flytrap. Okay, bladder wort and Venus flytrap. Bladder wort and Venus flytrap are what? They are insectivores. അതായത് they trap insects. ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്നും ലൈക്ക് വീനസ് ഫ്ലൈ ട്രാപ്പ്, യു ഹാവ് സീൻ ദ വീഡിയോസ് റൈറ്റ്? വീനസ് ഫ്ലൈ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ടായിരിക്കുക, ഇങ്ങനത്തെ ഒരു പൂ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ലീവ്സ്, ഐ തിങ്ക് ഇറ്റ്സ് മോഡിഫൈഡ് ലീവ്സ്, അതിൻ്റെ സ്ട്രക്ചർ. അതിൽ ഒരു ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോൾ ഇറ്റ് ഹാസ് സെൻസേഴ്സ് ഇൻ ഇറ്റ്. ഇറ്റ് ജസ്റ്റ് ക്ലോസസ് ഇറ്റ് ആൻഡ് ജസ്റ്റ് സക്സ് ഓൺ ദ സാപ്പ് ഓഫ് ദ ഇൻസെക്റ്റ്. അതാണ് ഇതിൻ്റെ ഫുഡ്. കുറച്ച് കഴിഞ്ഞ് ഇത് തുറന്നു വിടുന്നു. ഇതിൻ്റെ ഇൻസെക്റ്റ് വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് എല്ലാം പറന്നു പോകുന്നു കാറ്റത്ത്. ദിസ് ഇസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അതുപോലെ എന്താ നേരത്തെ പറഞ്ഞത്? ബ്ലാഡർ വോട്ട് എന്ന് വെച്ചാൽ ലൈക്ക് ദർ വിൽ ബി എ ഹോളോ സിലിണ്ടർ പോലത്തെ ഉണ്ടാവും. ഇതിൽ ഒരു ലിഡ് ഉണ്ടാവും, ഇതിന് തൊട്ട് മുമ്പിൽ ഒരു ലിഡ്.
ഒരു ഇൻസെക്റ്റ്, ഒരു സപ്പോസ് ഒരു ഫ്ലൈ വന്ന് ഇവിടെ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ലിഡ് അടയുമ്പോൾ ഇതിനകത്ത് കുറച്ച് ഫ്ലൂയിഡ്സ് ഉണ്ടാവും. ദാറ്റ് ഫ്ലൂയിഡ് ഇൻക്ലൂഡ്സ് ലൈക്ക് ഡൈജസ്റ്റീവ് എൻസൈംസ് എല്ലാം ഉണ്ടാവും. ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ ദിസ് വിൽ കംപ്രസ് ആൻഡ് ദ ഡൈജസ്റ്റീവ് എൻസൈം വിൽ സ്ലോലി ഡൈജസ്റ്റ് ദ ഹോൾ ഫ്ലൈ. ഓക്കെ, ആൻഡ് വേസ്റ്റ് വുഡ് ബി ഇൻസൈഡ് ഇറ്റ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ലൈക്ക് ഫ്ലവർ ആയി പോകുമ്പോൾ പോയിക്കോളും. സോ ദിസ് ഇസ് ദ തിങ്. ഇതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, വീനസ് ഫ്ലൈ ട്രാപ്പ് ആൻഡ് ബ്ലാഡർ വോട്ട്. ഞാനിവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ചാറ്റ് ബോക്സിൽ വീനസ് ഫ്ലൈ ട്രാപ്പ് ആൻഡ് ബ്ലാഡർ വോട്ട്. നെക്സ്റ്റ് സാധനമാണ് പാരസിറ്റിക് പ്ലാന്റ്, നോട്ട് സീനസ് കസ്ക്യൂട്ട. ഓക്കെ, കസ്ക്യൂട്ട ഇസ് എ പാരസിറ്റിക് പ്ലാന്റ്. കസ്ക്യൂട്ട എന്താണെന്ന് വെച്ചാൽ, കസ്ക്യൂട്ട നമ്മുടെ പാടത്ത് ഞാൻ ഇത്രയും കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു കസ്ക്യൂട്ട ഒരു പാരസിറ്റിക് പ്ലാന്റ് ഇങ്ങനത്തെ സംഭവം ഉണ്ട്, നമ്മുടെ പാടത്തിലൊക്കെ ഉണ്ട് എന്നൊക്കെ. ഇത് എന്നെ ബയോളജി സാർ എന്നെ പഠിപ്പിച്ചതിന് ശേഷം ലൈക്ക് ഞാൻ വെറുതെ ഒരു റാൻഡമായിട്ടൊരു പാടത്ത് പോയി നോക്കുമ്പോൾ നിൽക്കുന്നു കസ്ക്യൂട്ട. കസ്ക്യൂട്ട എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഒരു ചെറിയ മഞ്ഞ, നമ്മൾക്കറിയാം ഒരുപാട് ഞങ്ങളുടെ കുറേ വയലുകളൊക്കെ ഉണ്ട്. ഓക്കെ, വയലെന്ന് വെച്ചാൽ ഒരു തണ്ണീർത്തടം പോലെ, മോർ ലൈക്ക് ഒരു എങ്ങനെ ഒരു റഫ്, ഒരു വലിയ ചേമ്പും പാടം പോലെ. അതിൽ കുറേ പുല്ലുകളൊക്കെ ഉണ്ട്. അതിന് മുകളിലൂടെ ഒരു മഞ്ഞ വള്ളി ഒരുപാട്. ഞാൻ ആദ്യം വെച്ച് എന്തായാലും അസുഖം വന്ന് ചത്തതായിരിക്കും സാധനങ്ങളായിരിക്കും. ബട്ട് ഇതല്ല, ഒരുപാട് ലൈക്ക് അതിമേ ഇലയും പൂവൊന്നുമില്ല, ജസ്റ്റ് ഒരു അതിൻ്റെ സ്റ്റെമ്മ് മാത്രം ഇങ്ങനെ പരന്ന് കിടക്കുക പാടം മുഴുവൻ. ദാറ്റ്സ് കോൾഡ് കസ്ക്യൂട്ട. ഓക്കെ, കസ്ക്യൂട്ട ഇങ്ങനെയാണ്. ലൈക്ക് ബോട്ടണി സംടൈംസ് ലൈക്ക് സ്കൂളിൽ നമ്മൾ അത്ര നന്നായി പഠിച്ചിട്ട് അങ്ങനെ ആയിരിക്കും. ലൈക്ക് എൻ്റെ സാർക്ക് അങ്ങനെ ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഹി യൂസ് ടു റിലേറ്റ് ദോസ് തിങ്സ്. ഇപ്പം ഇങ്ങനത്തെ ഓരോ ചെടികൾ പറയുമ്പോൾ വീനസ് ഫ്ലൈ ടൈപ്പ് ഒന്നും കൊണ്ടുവരില്ല, ബട്ട് എന്നാലും ലൈക്ക് ചെറിയ ചെടികളൊക്കെ കുട്ടികൾ കൊണ്ടുവരാൻ പറയും. അതുപോലെ സാറിന് കിട്ടിയ സാറ് കൊണ്ടുവരും, സാറിൻ്റെ പിക്ചേഴ്സ് എല്ലാം ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒരു എന്താ പറയുക, അങ്ങനത്തെ ടൈപ്പ് സ്റ്റഡി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതെല്ലാം നല്ല ഓർമ്മ നിൽക്കണ്ടായിരുന്നു. ആക്ച്വലി ഒരു വിഷ്വൽ ലേണിംഗ് എന്ന സംഭവമുണ്ട്. നമ്മളൊരു സാധനം കണ്ടു, കസ്ക്യൂട്ട എന്ന പ്ലാന്റ്. എനിക്കിനി ആ വാക്കിന് എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല, ബിക്കോസ് ഐ ജസ്റ്റ് സോ ദ പ്ലാന്റ്. ആ പ്ലാന്റ് ഞാൻ കണ്ടു, അതിന് ശേഷം ഞാൻ കണ്ടുപിടിച്ചു. അങ്ങനെ ആക്ച്വലി ഞാൻ കണ്ടുപിടിച്ചു ലൈക്ക് ഗൂഗിളിൽ തപ്പിയോ അപ്പോൾ കസ്ക്യൂട്ടിൻ്റെ പിക്ചർ ഉണ്ട്. ഈ പ്ലാൻ എവിടെ കണ്ടിട്ടില്ലല്ലോ, ഇത്രയും കാലം ജീവിച്ചു അത്രയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കണ്ടതിന് ശേഷം മനസ്സിലായി, ഓ ഇതാണല്ലേ കസ്ക്യൂട്ട, ഇനി ഇത് ഞാൻ മറക്കില്ല. ദാറ്റ് ടൈപ്പ് ഓഫ് ലേണിംഗ്, വിഷ്വൽ ലേണിംഗ്. ബട്ട് നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് മാർക്ക് കിട്ടിയാൽ മതി, അല്ലേ? മാർക്ക് കിട്ടിയാൽ മതി. സോ യു ഗോൺ ടു ദിസ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സെക്ഷനിൽ, പ്ലാന്റ് സെക്ഷനിൽ ആകെ പഠിക്കാനുള്ള സമയം ഇതാ. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? വീനസ് ഫ്ലൈ ട്രാപ്പ് ആൻഡ് ബ്ലാഡർ വോട്ട്. പാരസിറ്റിക് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? കസ്ക്യൂട്ട. ആൻഡ് ദ പ്ലാന്റ്സ് വിൽ ഹാവ് യൂക്കാരിയോട്ടിക് സ്ട്രക്ചർ വിത്ത് പ്രോമിനൻറ്റ് ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് സെൽ വാൾ കൺസിസ്റ്റിംഗ് മെയിൻലി ഓഫ് സെല്ലുലോസ്. അത്രേ ഉള്ളൂ. ആൻഡ് പ്ലാന്റ് എന്ന കിങ്ഡത്തിനകത്ത് ഏതൊക്കെയുണ്ട്? ആൽഗയുണ്ട്, ബ്രയോഫൈറ്റ്, ടെർഡോഫൈറ്റ്, ജിംനോസ്പം, ആൻജിയോസ്പം. മനസ്സിലായോ? ആൽഗ എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ട്? ബ്രയോഫൈറ്റ്സ് ഉണ്ട്, ടെർഡോഫൈറ്റ്സ് ഉണ്ട്, ജിംനോസ്പംസ് ആൻഡ് ആൻജിയോസ്പംസ്. ഓക്കെ, ഇനി ഇതെല്ലാം വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ പ്ലാൻ കിങ്ഡത്തിലാണ്. പ്ലാൻ കിങ്ഡത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആകെ ഇതിൽ പറയേണ്ടതെന്ന് വെച്ചാൽ ദർ ഇസ് എ ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് ഹിയർ. എന്നൊക്കെ 2 distinct phase. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് നോക്കൂ. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആൻഡ് എ ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. നിങ്ങൾ അത് ആലോചിച്ചോളൂ. ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന സംഭവം സ്പോറോഫൈറ്റിക് ആയിരിക്കും. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ്, ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. DSHG. DS ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ്, ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ഈ രണ്ട് കോമ്പിനേഷൻ തമ്മിൽ ഓൾട്ടർനേഷൻ സംഭവിക്കും. അതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലൈക്ക് ഇത് വരുന്നു ലൈക്ക് പ്ലാങ്കിഡത്തിലൊക്കെ വരുന്നുണ്ട്. സോ ജസ്റ്റ് നോ ദിസ് തിങ്. ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. 2 ലൈഫ് ഫോംസ്, അതായത് 2 ഡിഫറെൻറ്റ് ഫേസസ്. ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് DS ആൻഡ് HG ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത് വരുന്നത്. സോ ആൻഡ് ദ ലെങ്ത് ഓഫ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ഫേസസ് ആർ വേരിയബിൾ. ഓക്കെ, ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓൾട്ടർനേഷൻ ഫസ്റ്റ് ഒരു പ്ലാന്റ് സ്പോറോഫൈറ്റിക്, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ആയിരിക്കും. ഇനി അതിൻ്റെ മറ്റൊരു ഫേസ് അടുത്ത ജനറേഷൻ എന്തായിരിക്കും? ഹാപ്ലോയിഡ് ഗാമറ്റോഫൈറ്റിക് ആയിരിക്കും. ഈ ജനറേഷൻ പറയുമ്പോൾ വ്യത്യാസമൊന്നുമില്ല. ലൈക്ക് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സാധാ ഒരു ചെമ്പരത്തി പൂവ്, ഹിബിസ്കസിൽ ദ ഹോൾ പ്ലാന്റ് ഈസ് എ സ്പോറോഫൈറ്റിക് ഡിപ്ലോയിഡ്. ഓക്കെ, ഡിപ്ലോയിഡ് സ്പോറോഫൈറ്റിക് ഫേസ് ആണ് ആ ഹോൾ പ്ലാന്റ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഗാമറ്റോഫൈറ്റിക് ഫേസ് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലവറിനകത്തുള്ള പിസ്റ്റിലിനകത്തുള്ള ലൈക്ക് ഓവറിക്കകത്ത് ഫെർട്ടിലൈസ് ചെയ്തതിന് ശേഷം ഗാമെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്, ഗാമറ്റോഫൈറ്റ് വരുന്നത്. ഗാമറ്റോഫൈറ്റ് അതായത് പൂവിൻ്റെ അകത്താണ് ഗാമറ്റോഫൈറ്റ് ഉള്ളത്. ബാക്കി ദ ഹോൾ പ്ലാന്റ് ഇസ് സ്പോറോഫൈറ്റ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ദാറ്റ് എക്സ്പെക്ട്സ് വാട്ട് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഓൾട്ടർനേഷൻ ജനറേഷൻ ഒറ്റ പോയിന്റ് പറയുന്നുള്ളൂ. അവിടെ ആകെ പറയുന്നത് വെച്ചാൽ 2 ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൻ്റെ പേര് ഏതൊക്കെ, വീനസ് ഫ്ലൈ ട്രാപ്പും ബ്ലാഡർ വോട്ടും. പിന്നെ പറയുന്നത് ഒരു പാരസിറ്റിക് പ്ലാന്റിൻ്റെ പേര് കസ്ക്യൂട്ട. പിന്നെ പറയുന്നത് ഈ ഓൾട്ടർനേഷൻ ജനറേഷൻ ഫിനോമിന എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു, ഖത്തം. കിങ്ഡം പ്ലാന്റ് ഇസ് ഓവർ ഇൻ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് കിങ്ഡം ആനിമൽ. അത് ഇതിലും സിമ്പിളായി ഇതിൽ പറയുന്നുണ്ട്. കാരണം കിങ്ഡം ആനിമൽ കിങ്ഡം പ്ലാന്റ് അടുത്ത 2 വലിയ വലിയ യൂണിറ്റ് തന്നെ ഉണ്ട്. ഓക്കെ, 2 യൂണിറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഇവരെ വെറുതെ വിടുന്നത്. So, this kingdom is characterized by heterotrophic eukaryotic organism that are multicellular and they cell walls and their cells lack cell wall. Cell wall illa. Animal cell in cell wall illa. And they directly or indirectly depend on plants for food. They directly depend on food, plants on food. നമ്മൾ ഫംഗസിനെയും കൂടെ പറയാം, പക്ഷെ എന്നാലും മെയിനായിട്ട് പ്ലാന്റ്സ് പറയാം. ആൻഡ് പിന്നെ ഇൻറ്റേർണൽ ക്യാവിറ്റി, ദേ ഡൈജസ്റ്റ് ദെയർ ഫുഡ് ആൻഡ് ഇൻറ്റേർണൽ ക്യാവിറ്റി. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്ത് പഠിക്കാതെ ദേ ഡൈജസ്റ്റ് ദെയർ ഫുഡ് ഇൻ ഇൻറ്റേർണൽ ക്യാവിറ്റി. വയറിനകത്തല്ലേ, ഇൻറ്റേർണൽ ക്യാവിറ്റിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റോർ ഫുഡ് റിസർവ്സ് ആസ് ഗ്ലൈക്കോജൻ ഓർ ഫാറ്റ്. Their mode of nutrition is hollows by ingestion of food. They follow a definite growth pattern and grow into adults that have a definite shape and size. Higher forms show elaborate sensory and neuromotor mechanism. Okay, ഇതെല്ലാം പറയുന്നത് അത് ഡെഫിനിറ്റ് ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്, ആ ഒരു വളർച്ചയുണ്ട്, ഗ്രോ ഇൻ ടു അഡൾട്ട്സ് ആക്കും. ആൻഡ് ദേ ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ് എല്ലാം ഉണ്ട്. ആൻഡ് എലാബറേറ്റ് സെൻസറി ആൻഡ് ന്യൂറോമോട്ടർ മെക്കാനിസം. എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, യു നോ സയൻസ് ആസ് എ ഹോൾ വി കാൺ സേ എവറിത്തിങ് ഇസ് ട്രൂലി 100% പ്യൂർ നമുക്ക് പറയാൻ പറ്റില്ല. സയൻസ് ഹാസ് എ ലോട്ട് ഓഫ് എക്സെപ്ഷൻസ്. ആക്ച്വലി ദ എക്സെപ്ഷൻസ് ആർ വാട്ട് ദാറ്റ് മേക്സ് സയൻസ് മോർ ഇൻട്രസ്റ്റിംഗിൽ ആക്കുന്നത്. കാരണം എക്സെപ്ഷൻസ് ആണ്. കാരണം നമ്മൾ എന്തെടുത്താലും അതിന് എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഒരു ഹ്യൂമൻ്റെ കേസ് എടുക്കുക, സാധാ ഈ നോൺ ഹ്യൂമൻ കേസ് എടുക്കുക. ഓക്കെ, സപ്പോസ് ഒരു സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉള്ളൊരു കുട്ടി, ഡ്വാഫ്സ് ആകുമ്പോൾ എന്താ, അവർ വളരില്ല, ദേ വോണ്ട് ഗ്രോ, അവർ ആ സെയിം സൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡെഫിനറ്റായിട്ട് ഗ്രോത്ത് പാറ്റേൺ ഫോളോ ചെയ്ത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ദർ ആർ എക്സെപ്ഷൻസ് ഇൻ എവറി സിംഗിൾ തിങ് ഇൻ സയൻസ്. ഓക്കെ, ദാറ്റ് മീൻസ് സയൻസ് ഇസ് നോട്ട് 100% റിലയബിൾ ഫോർ എവറിത്തിങ്. ഓക്കെ, സോ അത് അത്രേ ഒന്നുള്ളൂ. ആൻഡ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഈസ് കോപ്പുലേഷൻ. ഓക്കെ, ഹൗ ഡസ് സെക്ഷൽ റിപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ഇൻ animals mainly by copulation of males and females copulation വഴിയാണ്. ഇൻ സ്മോളർ ആനിമൽസിൽ എന്തുണ്ട്, ലൈക്ക് സിമ്പിൾ വെജിറ്റേറ്റീവ് ഫോംസ് ഉണ്ട്. ലൈക്ക് നമുക്കറിയാം ലിവർ ഫ്ലൂക്കിലൊക്കെ ലൈക്ക് ഫിഷൻ വഴി ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആൻഡ് ടേപ്പ് ഫോംസ് അതെല്ലാം ഉണ്ട്. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മുടെ കേസിലാണ് ബൈ കോപ്പുലേഷൻ ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. കോപ്പുലേഷൻ മീൻസ് ദ സെക്ഷൽ ആക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ആൻഡ് ഫോളോ ബൈ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഉണ്ടാവുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതൊരു സൈഗോട്ട് ആവുന്നു, സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആവുന്നു, എംബ്രിയോ എന്നിട്ട് വളർന്നു വന്ന് ഫീറ്റസ് ആവുന്നു, ഫീറ്റസ് ഒരു ന്യൂബോൺ ബേബി ആവുന്നു, ന്യൂബോൺ ബേബിന് ഒരു ഇൻഫൻറ്റ് ആവുന്നു, ഇൻഫൻറ്റ് പിന്നെ ഒരു ചൈൽഡ് ആവുന്നു, ചൈൽഡ് പിന്നെ ഒരു ടീനേജർ ആവുന്നു, ടീനേജർ പിന്നെ ഒരു അഡൾട്ട് ആവുന്നു, അഡൾട്ട് പിന്നെ ഓൾഡ് ഏജ് ആവുന്നു, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും ജനറേഷൻ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് പോകുന്നത്. എനിക്ക് റാപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഓക്കെ, ഓൾ റൈറ്റ്. സോ ഇതാണ് കിങ്ഡം അനിമലിയ. നെക്സ്റ്റ് our last section എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സെക്ഷൻ, വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. ആൻഡ് വി ക്യാൻ കൺവേർട്ട് ബാക്ക് ഇൻ ടു, ഇനി എന്നെ ഇത്ര വലുതാക്കി കണ്ടത് മതി, ഇനി എന്നെ ചെറുതാക്കി കാണാം, നമുക്ക് ബാക്കി ഇനി PDF കാണാം. ഓക്കെ ഗൈസ്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. ഓക്കെ, സോ വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ് ഇവരാരെങ്കിലും നമ്മൾ ഇന്ന് രാവിലെ പഠിച്ച വിട്ടാക്കർ ക്ലാസിഫിക്കേഷനിൽ കണ്ടു? ഇല്ല, കാണില്ല. കാരണം ഇവർക്കൊന്നും സ്പേസ് ഇല്ല. ഇവരെല്ലാം എക്സെപ്ഷൻ ഓഫ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഓൾസോ ദ എക്സെപ്ഷൻ ഓഫ് ദ 6th കിങ്ഡം ഓഫ് ദ 3 ഡൊമൈൻ സിസ്റ്റം. ഇതെല്ലാത്തിനും എക്സെപ്ഷനാണ് ആര്? വൈറസസ്, വൈറോയിഡ്സ്, പ്രയോൺസ് ആൻഡ് ലൈക്കൻസ്. ഇനി വൈറസസ്, ഈ 5 classification Whittaker has no mention of lichens and acellular organisms like viruses. All of us who have suffered ill effects like common cold, flu. നമുക്കറിയാം വൈറസ്, നമ്മൾ ഈ ഒരു വി ആർ ഇൻ ദ വേക്ക് ഓഫ് എ മേജർ ഡ്രാസ്റ്റിക് എപ്പിഡമിക് ക്രോസ്ഡ് ബൈ കൊറോണ വൈറസ്, കോവിഡ്-19 ക്രോസ് ചെയ്ത അത്രയും വലിയൊരു ഹ്യൂജ് എപ്പിഡമിക്കിന് ശേഷമാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? നമുക്കെല്ലാം വി ഹാവ് ജസ്റ്റ് ഓൾമോസ്റ്റ് ലൈക്ക് ഇറാഡിക്കേറ്റഡ് ദ വൈറസ് ഫ്രം ദ ഹോൾ, ഫുൾ ഇറാഡിക്കേറ്റഡ് അല്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അട്ടർ കൺട്രോൾ. നമുക്കറിയാം ഒരു 2-3 വർഷം മുമ്പ് നമുക്ക് എന്തായിരുന്നു അവസ്ഥ? നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരിക്കും എന്തായിരുന്നു ഓൺലൈൻ ക്ലാസ് എല്ലാം. ചൈനയിൽ നിന്ന് എവിടെയോ ഉത്ഭവിച്ച ഒരു വൈറസ് കാരണം നമ്മുടെ ഹോൾ വേൾഡ്, ചൈനയിൽ ഒരു വുഹാങ് പ്രവിശ്യയിൽ നിന്നും
ഉത്ഭവിച്ചൊരു വൈറസ് കാരണം വാട്ട് ഹാപ്പൻ ടു ദ ഹോൾ വേൾഡ് അല്ലേ? നമുക്ക് എത്രയോ പേര് അവരുടെ ജീവൻ വെടിഞ്ഞു, എത്രയോ പേര് മരിച്ചുപോയി, എത്രയോ പേർക്ക് കോടിക്കണക്കിന് ആൾക്കാർക്ക് വന്നു ഇൻഫെക്ഷ്യസ് ആയി. പിന്നെ അതിൻ്റെ അതിൻ്റെ ഫെറ്റാലിറ്റി റേറ്റ് കുറവായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ഒരുപാട് പേര്. ബട്ട് നമ്മുടെ പരിചയത്തിൽ ഒരുപാട് പേർക്ക് അറിയാം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പോഴും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വഹിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെല്ലാവരും വാക്സിൻ അടിച്ചാണ്, കോവാക്സിൻ, കോവിഷീൽഡ് എല്ലാം നമ്മൾ അടിച്ചവരാണ്. ഓക്കെ, ഇതിനെല്ലാം പറ്റി നല്ല എക്സ്റ്റെൻസീവായി സ്റ്റഡി നടത്തിയിട്ടുമുണ്ട്. ഓക്കെ, ഡ്യൂ ടു അവർ വെരി ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എവറിത്തിങ് വി ആർ ഇൻ ദ വേക്ക് ഓഫ് ദാറ്റ് വൈറസ്. സോ നമുക്കറിയാം വൈറസ് ഇസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ആർ ഡെയിലി ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ടും ഈ വൈറസിനെ അങ്ങേര് RS വിട്ടാക്കർ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ സങ്കടമുള്ള കാര്യമല്ലേ? അതെ, വളരെയധികം സങ്കടമുള്ള കാര്യമാണ്. സോ നൗ വൈറസസ് ഡിഡ് നോട്ട് ഫൈനൽ ക്ലാസിഫിക്കേഷൻ. വൈറസിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. വൈറസിൻ്റെ ഡെഫിനിഷൻ ഇസ് ദാറ്റ് ഇത് അതുപോലെ പഠിക്കാം. വൈറസസ് ആർ നോൺ സെല്ലുലാർ ഓർഗാനിസം that are characterized by having an inert crystalline structure outside the living cell. ഔട്ട്സൈഡ് ദ ലിവിങ് സെല്ലിൽ ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഉള്ള ഒരു അസെല്ലുലാർ ഓർഗാനിസമാണ് വൈറസ്. വൈറസിന് ഒരു പ്രത്യേക സെല്ല് സ്ട്രക്ചറൊന്നുമില്ല, അതിൻ്റേതായ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഷോസ് അത് ബോഡിക്കകത്താവുമ്പോൾ മാത്രമേ ഇറ്റ് ഷോസ് ഇറ്റ്സ് പ്രസൻസ്, അല്ലാതെ പുറത്താവുമ്പോൾ ജസ്റ്റ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ മാത്രമായിരിക്കും വൈറസിൻ്റെ. പിന്നെ 2 വൈറസിൻ്റെ സ്ട്രക്ചർ കൊടുക്കുന്നു. നോക്ക്, TMV ടൊബാക്കോ മൊസൈക്ക് വൈറസ് നോക്കൂ, RNA ഉണ്ട്, പിന്നെ ഒരുപാട് ക്യാപ്സിഡ് ഉണ്ട് അല്ലേ? ക്യാപ്സിഡ് ഇത്രയും അധികം വരുമ്പോൾ ക്യാപ്സോമിയേഴ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ക്യാപ്സോമിയേഴ്സ് അല്ലെങ്കിൽ RNA. ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഇസ് RNA വൈറസ്. അതാണ് ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവുക. RNA വൈറസാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ്. നെക്സ്റ്റ് വൺ ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് വെച്ചാൽ പേരുണ്ട്, നമുക്ക് പേരുന്നുണ്ട്. ഓക്കെ, വന്നോളാം. സോ വൺസ് ദേ ഇൻഫെക്റ്റ് എ സെൽ ദേ ടേക്ക് ഓവർ ദ മെഷീനറി. ഓക്കെ, വൈറസ് എന്ന വേർഡിൻ്റെ മീനിങ് എന്താ? വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. ഇതെല്ലാം കുഞ്ഞു ചോദ്യങ്ങളായിട്ട് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. വൈറസിൻ്റെ മീനിങ് എന്താ? ഇറ്റ്സ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. ഓക്കെ, വൈറസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് വെനം ഓർ പോയ്സണസ് ഫ്ലൂയിഡ്. ആൻഡ് കുറച്ച് പേരുകൾ പറഞ്ഞുതരാം, 3 പേരുകൾ ഞാൻ അവിടെ സൈഡിൽ എഴുതിയതാണ്. ദിമിത്രി ഇവാനോവ്സ്കി, നല്ല പോളിഷ് പേരല്ലേ, ദിമിത്രി ഇവാനോവ്സ്കി. നെക്സ്റ്റ് MW ബെയ്ജർനിക്. ഇയാളെ സ്പെല്ലിങ്ങിൽ പല ഒരു കോൺട്രവേഴ്സി വന്നിട്ടുണ്ട്. ബെയ്ജറിങ്ക് ഉണ്ടായിരുന്നത്, അതിന് ബെയ്ജർനിക് എന്നുണ്ട്, ഇവിടെ ബെയ്ജറിനിക്. പിന്നെ WM സ്റ്റാൻലി. ഈ 3 പേരുകൾ എന്തായാലും പഠിച്ചിരിക്കുക. ഓക്കെ, ഇതിൻ്റെ ഇയറും പറഞ്ഞുതരാം. ഡിമിത്രി ഇവാനോവ്സ്കി ഓർ DJ ഇവാനോവ്സ്കി എന്നൊക്കെ പറയാം. ഡിമിത്രി ഇവാനോവ്സ്കി 1892. MW ബെയ്ജർനിക് ആണെങ്കിൽ 1898, 6 വർഷത്തിന് ശേഷം. WM സ്റ്റാൻലി 1935. ഇനി എന്തൊക്കെയാണുള്ളത്? ഡിമിത്രി ഇവാനോവ്സ്കി എന്ത് ചെയ്തു? റെക്കഗ്നൈസ് സർട്ടൻ മൈക്രോബ്സ് ആസ് കാഷ്വൽ ഓർഗാനിസം ഓഫ് ദ മൊസൈക്ക് ഡിസീസ് ഓഫ് ടൊബാക്കോ. TMV ടൊബാക്കോ മൊസൈക്ക് വൈറസിന് പോസിറ്റീവായ ഒരു ഏജൻറ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, ദീസ് പാത്തജൻസ് ആർ ഫൗണ്ട് ടു ബി സ്മോളർ ദാൻ ബാക്ടീരിയ ബിക്കോസ് ദേ പാസ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ്. ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് അത്രയും കുഞ്ഞ് ഫിൽറ്റേഴ്സ് വെച്ച് നോക്കി, എന്നിട്ടും ടൊബാക്കോ ഈ പാത്തജൻ എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് ചെയ്യുന്നു പോകുന്നു. ദാറ്റ് മീൻസ് സംതിങ് സ്മോളർ ദാൻ ബാക്ടീരിയ ഈസ് കോസിങ് ദ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. അങ്ങനെ ആര് കണ്ടുപിടിച്ചു? നമ്മുടെ സ്വന്തം ഡിമിത്രി ഇവാനോവ്സ്കി 1892 കണ്ടുപിടിച്ചു. ഓക്കെ, ഇൻ ടൊബാക്കോ മൊസൈക്ക് വൈറസ്. ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ എന്നൊക്കെ എഴുതാം. ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റർ. പിന്നീട് 1898, 6 വർഷത്തിന് ശേഷം വന്നു MW ബെയ്ജറിനിക്. AW ബെയ്ജറിനിക് എന്ന് വെച്ചാൽ ഡെമോൺസ്ട്രേറ്റ് ദ എക്സ്ട്രാക്ട് ഓഫ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഓഫ് ടൊബാക്കോ. Extract of infected plants of tobacco which cause infection in healthy plants, and name the new pathogen virus and call the fluid as contagium vivum fluidum. Okay, virus എന്ന പേര് കൊടുത്തത് ആരാ? വൈറസ് എന്ന പേര് കൊടുത്ത മഹാൻ, named virus, and also contagium vivum fluidum. Contagium vivum fluidum, infectious living fluid.
ഓക്കെ, ഇതാണ് സംഭവം. വൈ എൻഡ് ഓൾ ബേജറിങ്. നൗ W Stanley in the showed viruses could be crystallized. Could be crystallized. And crystals consist largely of proteins. മെയിനായിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവും മനസ്സിലായി. സോ ഇതൊക്കെയാണ് പറയുന്നത്. W Stanley, ഡിമിത്രി ഇവാനോസ്കി, MW ബേജറിങ്. ഡിമിത്രി ഇവാനോസ്കി 1892 ടൊബാക്കോ മൊസൈക്ക് വൈറസ് കണ്ടുപിടിച്ചു. ആൻഡ് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചു. ആ കാരണക്കാരനായ ഒരു ഓർഗാനിസം ദാറ്റ് വുഡ് ബി സ്മോളർ ദാൻ ദാറ്റ് ഓഫ് ബാക്ടീരിയ ബിക്കോസ് ദ വാസ് പാസ് ത്രൂ ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ്. നെക്സ്റ്റ് MW ബേജറിങ് 1898 കൊണ്ടാജിയം വീവം ഫ്ലൂയിഡും കണ്ടുപിടിച്ചു ആൻഡ് നെയിംഡ് വൈറസ്. ദെൻ WM Stanley ഷോഡ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈസ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്രിസ്റ്റൽസ് കണ്ണിങ് ലാർജ്ലി ഓഫ് പ്രോട്ടീൻസ് and they are inert outside their specific host cell. Viruses are obligate parasites. നമ്മൾ നേരത്തെ പഠിച്ചു, the phycomycetes are obligate parasites on plants. ഇവിടെ viruses are obligate parasites on anything. ജീവിക്കണം എന്താണെങ്കിലും അതിൽ പാരസൈറ്റ് അകത്ത് കയറിയാലേ അത് ഫംഗ്ഷനിങ് ആവുള്ളൂ. viruses are obligate parasites. In addition to proteins, virus also contain genetic material ഉണ്ട്, that could be either RNA or DNA. RNA viruses ഉണ്ട്, DNA viruses ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഉണ്ടല്ലോ, ഇറ്റ്സ് എ RNA വൈറസ്. ഓക്കെ, നോ വൈറസ് കണ്ടെയ്ൻ ബോത്ത് RNA and DNA. ഏത് വൈറസിലും ഇല്ല, ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ആൻഡ് എ വൈറസ് ഇസ് എ ന്യൂക്ലിയർ പ്രോട്ടീൻ ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ഇസ് ഇൻഫെക്ഷ്യസ്. ജനറ്റിക് മെറ്റീരിയലാണ് എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാവും. ഇൻ ജനറൽ വൈറസസ് ദാറ്റ് ഇൻഫെക്ട് പ്ലാന്റ്സ് ഹാവ്, ഇതൊരു ടാബ്ല കോളം പോലെ എഴുതാം, പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ജനറലാണ്. ഓക്കെ, ഇതിന് ഒരുപാട് എക്സെപ്ഷൻസ് വരുന്നുണ്ട്, ബട്ട് ജനറലി പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണെങ്കിൽ അഫക്റ്റ് ചെയ്യുന്ന എന്താ വൈറസുകൾ, they would be സിംഗിൾ സ്റ്റാൻഡ് RNA. സിംഗിൾ സ്റ്റാൻഡ് RNA ഞാൻ SSRNA എന്ന് എഴുതുകയാണ്, SSRNA പ്ലാന്റ്സ് ആണെങ്കിൽ. നെക്സ്റ്റ്, ഈ ആനിമൽസ് ആണെങ്കിൽ എയ്തർ സിംഗിൾ ഓർ ഡബിൾ സ്റ്റാൻഡ് RNA. ആനിമൽസ് ആണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് പറ്റും, SSRNA അല്ലെങ്കിൽ DSRNA, ഡബിൾ സ്റ്റാൻഡ് RNA. Okay, and if it animals or double stranded DNA or dsDNA, ഇത് മൂന്നും വരാം. ഇനി അടുത്ത എന്താ ഉള്ളത്, അടുത്ത ബാക്ടീരിയൽ വൈറസ് ആർ ബാക്ടീരിയോഫേജസ്. ഡബിൾ സ്റ്റാൻഡ് DNA ബാക്ടീരിയോഫേജസ് are what? Double stranded DNA. Okay, double stranded DNA. Said. Zero viewers. പാവം, ഞാൻ ക്ലാസ് എടുക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ എത്തി. പ്ലാന്റ്സ് SSRNA, ആനിമൽസ് SRNA, DSRNA, DSDNA, ബാക്ടീരിയഫേജ് DSDNA, ഇതെല്ലാം പറഞ്ഞു. Now the protein called capsid made of small subunits called capsomeres. നമ്മൾ നേരത്തെ പറഞ്ഞു. Okay, here the protein code called capsid made of small subunits called capsomeres protects the nucleic acid. These capsomeres are arranged in helical or polyhedral geometrical forms. ഏതൊക്കെ ഫോംസിൽ കാണുന്നുണ്ട്? They are formed in what? In helical forms, അതായത് ഇങ്ങനെ ഹെലിക്കൽ ഫോംസ് കാണാം, അല്ലെങ്കിൽ ഒരു പോളിഹെഡ്രൽ, സം സോർട്ട് സ്ട്രക്ചർ പോളിഹെഡ്രൽ ഫോംസിൽ കാണാൻ പറ്റും.
ഓക്കെ ക്യാപ്സോമിയേഴ്സ് ഉണ്ട്. ഓക്കെ വൈറസസ് കോസ് ഡിസീസ് ലൈക്ക് വൈറൽ ഡിസീസസ് ഏതൊക്കെയാണ് ഇവിടെ എഴുതിച്ചോളൂ, നോട്ട് ചെയ്തോളൂ. ഇത് ഇതുപോലെ തന്നെ പഠിക്കണം. ഓക്കെ ഏതൊക്കെയാണ്? ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പീസ് ആൻഡ് ഇൻഫ്ലുവൻസ. Mumps, small pox, influenza. AIDS in humans also caused by virus. In plants, the symptoms can be mosaic formation, leaf rolling, പിന്നെ വൈറോയിഡ്സ്. സോ വി ഗോയിങ് ടു വൈറോയിഡ്സ്. സോ വൈറോയിഡ്സ് പറയുമ്പോൾ ഇൻ 1971 ഇയർ ഓർത്തിച്ചോ, 1971 അവിടെ ടി ഒ ഡീനർ discovered a new infectious agent that was smaller than viruses and caused potato spindle tuber disease. അതാണ് വൈറോയിഡ്സ്. ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി ഫ്രീ RNA. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ ഒരു വൈറസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? വൈറസ് എന്ന് പറയുമ്പോൾ എങ്ങനെ വൈറസ് ഉണ്ടാവും, നേരത്തെ മെറ്റീരിയൽ ഉണ്ടാവും. ഇതിലെന്താ വെച്ചാൽ ഇവിടെ അയ്യോ സോ വൈറോയിഡ്സ് എന്ന് വെച്ചാൽ ലൈക്ക് ദി വൈറസ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫെക്ഷ്യസ് ന്യൂക്ലിയർ പ്രോട്ടീൻസ് ആണ്. ഓക്കെ ന്യൂക്ലിയസ് ഉണ്ടാവും, എക്സ്റ്റേണൽ പ്രോട്ടീൻസ് ഉണ്ടാവും. സോ ഇവിടെ എന്താണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഹിയർ ദ എക്സ്റ്റേണൽ കോട്ട് ഇസ് നോട്ട് ദെയർ, ഓൺലി ദ ന്യൂക്ലിയർ മെറ്റീരിയൽ. ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ മാത്രം ഈ കോസസ് ഇൻഫെക്ഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ലൈക്ക് ഇറ്റ് വുഡ് ബി ഫ്രീ RNA ഓൾസോ. ഒരു RNA മെറ്റീരിയൽ ആയിരിക്കും ഫൗണ്ട് ബൈ ടി ഒ ഡീനർ ഇൻ 1971. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, വൈറോയിഡ് എന്ന് വെച്ചാൽ പറഞ്ഞത്. വൈറോയിഡ്. ഓക്കെ lacked the protein code found in viruses, free RNA named viroid. RNA of the world found of low molecular weight ആയിരിക്കും. ഓക്കെ ഈ RNA വെച്ചാൽ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, നേരത്തെ കുറച്ച് RNA പറഞ്ഞു, നേരത്തെ വൈറസിൽ ഉണ്ടാകുന്ന RNA, ആ RNAയിലുള്ളതിനേക്കാൾ കുറവ് ലോ മോളിക്കുലർ വെയിറ്റിലായിരിക്കും ഈ വൈറോസിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് വി ആർ സീയിങ് അബൌട്ട് ദ പ്രയോൺസ്. ഓക്കെ വി ആർ എൻഡിങ്. പ്രയോൺസിനെ പറ്റി പറയാം. പ്രയോൺസ് പറയുമ്പോൾ പ്രയോൺസ് ഇൻ മോഡേൺ മെഡിസിൻ സർട്ടൻ ഇൻഫെക്ഷ്യസ് ന്യൂറോളജിക്കൽ ഡിസീസ് വാസ് ഫൗണ്ട് ബി ട്രാൻസ്മിറ്റഡ് ഏജന്റ് കൺസിസ്റ്റ് ഓഫ് അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻസ്. നമ്മൾ പറഞ്ഞു അതായത് ഈ ആക്ച്വലി വൈറസും വൈറോയിഡും പ്രയോൺസും വ്യത്യാസം എന്താ നോക്കൂ. ഇതൊരു വൈറസാണ്. ഓക്കെ സപ്പോസ് കാണുന്നുണ്ടാവില്ല, ഇല്ല. ഓക്കെ ലുക്ക് അറ്റ് ദിസ് ഈസ് എ വൈറസ്. ഓക്കെ വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ടാണ് ഈ ഏറ്റവും പുറത്തുള്ളത്. ഓക്കെ പ്രോട്ടീൻ ക്യാപ്സിഡ് കോട്ടാണ് ഏറ്റവും പുറത്തുള്ളത്. ഇനി ഇതിനകത്ത് ഇതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ RNA ഇൻഫെക്ഷ്യസ് ജനറ്റിക് മെറ്റീരിയൽ. സോ ദിസ് ഇസ് എ വൈറസ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കണ്ടോളൂ. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇത് മൊത്തത്തിൽ വരല്ലേ. ഓക്കെ ഇനി ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ഇതിന് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ വൈറസിനും വൈറോയിഡും. ഓക്കെ വൈറസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതെന്ത് പറ്റി, ഈ ഒരു പാട്ട് നോക്കൂ. ഇവിടെ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്, ഹിയർ ഇവിടെ എന്താ ഉള്ളത്, ഹിയർ ഇറ്റ്സ് ജസ്റ്റ് എ സിംഗിൾ ന്യൂക്ലിയർ മെറ്റീരിയൽ മാത്രം. അതിന് ബൗണ്ടറീസ് ഇല്ല, ബോർഡേഴ്സ് ഇല്ല, ഒരു ക്യാപ്സുലേറ്റ് ഒന്നുമില്ല. സോ ദിസ് ഇസ് വാട്ട് വി കോൾ വൈറോയിഡ്. വൈറോയിഡ്സ് ആർ what? Viroids are lacked protein code that is found in viruses, hence the name viroid. ഇതിൽ കാണുന്ന RNA ആണ്. ദിസ് RNA would be of low molecular weight than that of the viral RNA. ഇനി അടുത്ത പ്രയോൺസ് എന്ന് വെച്ചാൽ പ്രയോൺസ് നോക്കൂ, ഓൺലി പ്രോട്ടീൻ കോട്ട് മാത്രം. അകത്ത് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടോ, ഇല്ല, ജനറ്റിക് മെറ്റീരിയൽ ഇല്ല. ഇതിനാണ് നമ്മൾ പറയുന്നത് പ്രയോൺസ്. മനസ്സിലായല്ലോ. വൈറസിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയർ ലൈക്ക് ക്യാപ്സിഡ് പ്രോട്ടീൻ ഉണ്ട്, അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ എന്തുണ്ട് RNA ഉണ്ട്. RNAയും ലൈക്ക് പ്രോട്ടീനും, അതിൽ പ്രോട്ടീൻ കോട്ട് ഒഴിവായി RNA മാത്രമാണെങ്കിൽ അതിൻ്റെ പേര് വൈറോയിഡ്. ഇനി അടുത്ത RNA ഒഴിവായി പ്രോട്ടീൻ കോട്ട് മാത്രമാണെങ്കിൽ അതിൻ്റെ പേര് പ്രയോൺസ്. ഈ പ്രോട്ടീൻസ് എന്ത് ചെയ്യും, അബ്നോർമൽ ഫോൾഡിങ് സംഭവിക്കും. അങ്ങനെയാണ് പ്രയോൺസ് ഫോം ചെയ്യുക. ഓക്കെ പ്രയോൺസ്. ദീസ് ഏജൻസ് വർ കോൾഡ് പ്രയോൺസ്. ദ മോസ്റ്റ് നോട്ടബിൾ ഡിസീസ് ഇത് എന്തായാലും പഠിച്ചിരിക്കണം. ആർ BSc ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി ആൻഡ് ക്രൂസ്ഫോർഡ് ജേക്കബ് ഡിസീസ് CJD ഇൻ ഹ്യൂമൻസ്.
ഓക്കെ, മനുഷ്യന്മാരിൽ എന്താണ് കാറ്റിൽ എന്ത് ഉണ്ടാക്കുക ശരിക്കും നോക്കിക്കോളൂ. അതായത് BSE ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി ആൻഡ് ക്രൂസ്ഫേൾ ജേക്കബ് CR ജേക്കബ് എന്ന് വെച്ചാൽ CJD. BSE ആൻഡ് CJD കോസ് ബൈ പ്രയോൺസ്. 2 ഡിസീസ് കോസ് ബൈ പ്രയോൺസ് എന്തായാലും ചോദിച്ചിരിക്കും, മിക്കവാറും എന്തായാലും ചോദിച്ചിരിക്കും. ഈ ചാപ്റ്റർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നാണ് BSE ആൻഡ് CJD. നെക്സ്റ്റ് വൺ ലൈക്കൻസ്. ലൈക്കൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ലൈക്കൻസ് എന്താ? ഫംഗൽ അസോസിയേഷൻ വിത്ത് ആൽഗി. സോ ഫംഗൽ ആൽഗൽ കമ്പോണൻറ്റ് ഇസ് കോൾഡ് എന്ത്? ഫൈക്കോബയോണ്ട്. ആൻഡ് ദ ഫംഗൽ കമ്പോണൻറ്റ് ഇസ് കോൾഡ് ദ മൈക്കോബയോണ്ട്. ഫംഗൽ കമ്പോണൻറ്റ് ഇസ് കോൾഡ് മൈക്കോബയോണ്ട്. ഓട്ടോഫെട്രോപ്പിക്. ആൽഗിൻ്റെ ഫംഗ്ഷൻ എന്താ? ആൽഗെ പ്രിപ്പയർ ഫുഡ്. ഹിയർ ലുക്ക് അറ്റ് ദിസ്. ആൽഗെ പ്രിപ്പയർ ഫുഡ് ഫോർ ഫംഗി ആൻഡ് ഫംഗി പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് അബ്സോർബ് മിനറൽ ന്യൂട്രിയൻസ് ആൻഡ് വാട്ടർ ഫോർ ഇറ്റ്സ് പാർട്ട്ണർ. ആൽഗി എന്ത് ചെയ്യുന്നു? ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഫംഗസ് ഷെൽട്ടർ കൊടുക്കുന്നു, അതുപോലെ വാട്ടർ വലിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ്, സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ലൈക്കൻസ് എന്ന് പറയാം. സോ ക്ലോസ് ദ അസോസിയേഷൻ ഇഫ് വൺ സോ എ ലൈക്കൻ ഇൻ നേച്ചർ വൺ വുഡ് നെവർ ഇമാജിൻ that they do not grow in polluted areas. അത് നോക്കി വെച്ചോളൂ. They do not grow in polluted areas. Lichens are very good pollution indicators. They do not grow in polluted areas. And that's the end of our chapter, biological classification. Oh. It's a huge chapter and a very important chapter too. സോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ എന്തൊക്കെയാണ്? നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഫംഗസിന് ശേഷം പറഞ്ഞതാണ് എന്തൊക്കെ? ലൈക്ക് അബൌട്ട് എ ഫ്യൂ വൈറസസ്. ഓക്കെ, hello sir, hi. KKPP ഇതാരാ? KKPP ആരാ? ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഓടിച്ച് നോക്കിയാൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞേ ലൈക്ക് ദ വൈറസ് സെക്ഷൻ. വൈറസിനെ പറ്റി ഒന്നുകൊണ്ട് പറയാം. ഓക്കെ, സോ ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് വൈറസസ്. നമുക്കറിയാം വൈറസിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താ പറഞ്ഞത്? ദേ ആർ നോൺ സെല്ലുലാർ ഓർഗാനിസംസ് ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഹാവിങ് ആൻ ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ. ഓക്കെ, ഒരു ഇനേർട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഔട്ട്സൈഡ് ദ ലിവിങ് സെൽ. ലിവിങ് സെല്ലിന് ഒരു ഔട്ട്സൈഡ് ആയിട്ട് ഒരു ഇനേർട്ട് ക്രിസ്റ്റൽ സെൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഒരുപാട് ടൊബാക്കോ മൊസൈക്ക് വൈറസിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ പിന്നെ നമ്മൾ പറഞ്ഞ 3 സയൻറ്റിസ്റ്റുകളുടെ പേര്. ഓക്കെ, 3 സയൻറ്റിസ്റ്റുകളുടെ പേര് നോക്കൂ. ഡിമിത്രി ഇവാനോവ്സ്കി 1892 TMB ബാക്ടീരിയ പ്രൂഫ് ഫിൽറ്റേഴ്സ് എല്ലാം എഴുതിയിട്ടുണ്ട്. ആൻഡ് ദെൻ MW ബേജറിങ്ക് 1898 നെയിംഡ് വൈറസ് കൊണ്ടാജിയം വിവം ഫ്ലൂയിഡം. ഓക്കെ, സൈഡിലുള്ളത്. ഓക്കെ, എല്ലാം ജസ്റ്റ് നോട്ട് ഡൗൺ ഔട്ട് ദീസ് പോയിന്റ്സ്. ഓക്കെ, ജസ്റ്റ് നോട്ട് ഡൗൺ ഔട്ട് ദീസ് പോയിന്റ്സ്. ഡെഫിനറ്റ്ലി യു ഷുഡ് നോട്ട് ഡൗൺ. കാരണം ഇത് വായിച്ചു നോക്കിയാൽ വി മൈറ്റ് നോട്ട് ഗെറ്റ് എവറിത്തിങ്. ഞാൻ ഈ മാർക്സ് ചെയ്ത് അതുപോലെ തന്നെ മാർക്സ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ഡിമിത്രി ഇവാനോവ്സ്കി TMB നെയിം വൈറസ് കൊണ്ടാജിയം ഫ്ലൂയിഡം ആൻഡ് W സ്റ്റാൻലി ഷോഡ് വൈറസസ് കുഡ് ബി ക്രിസ്റ്റലൈൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് സോ നെക്സ്റ്റ് പിന്നെ എന്ത് പറയുന്നു? വൈറസസ് ആർ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് എന്ന് പറയുന്നു. ഇൻ അഡീഷൻ ടു പ്രോട്ടീൻസ് എന്തൊക്കെയുണ്ട്? ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. പിന്നെ വൈറസിനകത്ത് RNA ഉണ്ട്, DNA ഉണ്ട്. പക്ഷേ RNA DNA ഒരുമിച്ചുണ്ടാവില്ല. ഓക്കെ, RNA DNA ഒരുമിച്ചതിനകത്ത് ഉണ്ടാവില്ല. ആൻഡ് ദെൻ സർ ന്യൂക്ലിയർ പ്രോട്ടീൻ ആൻഡ് എ ജനറ്റിക് മെറ്റീരിയൽ ഇസ് ഇൻഫെക്ഷ്യസ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇത് പറഞ്ഞു പ്ലാന്റ്സിൽ എന്ത് കാണുന്നു? പ്ലാന്റ്സിൽ കാണുന്നതാണ് SSRNA, സിംഗിൾ സ്റ്റാൻഡ് RNA കാണുന്നതാണ് പ്ലാന്റ്സിനകത്ത്. ആനിമൽസിനകത്ത് എന്ത് കാണുന്നു? സിംഗിൾ സ്റ്റാൻഡ് RNA കാണാം, ഡബിൾ സ്റ്റാൻഡ് RNA കാണാം, ഡബിൾ സ്റ്റാൻഡ് DNA കാണാം. സിംഗിൾ സ്റ്റാൻഡ് RNA, ഡബിൾ സ്റ്റാൻഡ് RNA ആൻഡ് ഡബിൾ സ്റ്റാൻഡ് DNA, ഇത് 3 നമുക്ക് പ്ലാന്റ്സിനകത്ത് കാണാൻ പറ്റും. നെക്സ്റ്റ് സാധനം എന്താണെന്ന് വെച്ചാൽ ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് ബാക്ടീരിയയെ ആക്രമിക്കുന്ന വൈറസ്. ബാക്ടീരിയനെ
അതിക്രമിച്ച് കയറുന്ന വൈറസിൻ്റെ പേരാണ് ബാക്ടീരിയോഫേജ്. ഓക്കെ, ദിസ് ബാക്ടീരിയോഫേജ്, വാട്ട്സ് അബൌട്ട് ദിസ് ബാക്ടീരിയോഫേജ്? ബാക്ടീരിയോഫേജസ് ആർ DS-DNA. They produces double stranded DNA. ഓക്കെ, ഇനി DNA ഒരു പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ദേ വുഡ് ബി ലൈക്ക് ഇൻ പോളിഹെഡ്രൽ ഓർ ഇൻ ലൈക്ക് സ്ഫെറിക്കൽ ഹെലിക്കൽ സ്ട്രക്ചർ. ഇതെല്ലാ സ്ട്രക്ചറിലായിരിക്കും ഇതിൻ്റെ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കുക. ആൻഡ് ദ ഹോൾ പ്രോട്ടീൻ ക്യാപ്സ്യൂൾ ഇസ് കോൾഡ് ക്യാപ്സോമിയേഴ്സ്. പിന്നെ കുറച്ച് വൈറൽ ഡിസീസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ? ലൈക്ക് മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പീസ്, ഇൻഫ്ലുവൻസ. ഓക്കെ, മംസ്, സ്മോൾ പോക്സ്, ഹെർപ്പീസ്, ഇൻഫ്ലുവൻസ, ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്ന വൈറൽ ഡിസീസസ്. ആൻഡ് ദെൻ ഇൻ പ്ലാന്റ്സ് ഓൾസോ ദർ ആർ സം ലൈക്ക് മൊസൈക് ഫോർമേഷൻ. ഹിയർ look at this, mosaic formation, leaf rolling and leaf curling, yellowing, vein clearing, dwarfing and stunted growth. ഈ ഏഴെണ്ണം അതുപോലെ തന്നെ പഠിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഏഴെണ്ണം അതുപോലെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ആൻഡ് ദെൻ വൈറോയിഡ്സ്. ഇൻ 1971 TODN discovered a few infectious agents that were smaller than virus that cause potato spindle disease. വൈറോയിഡ്സ് കോഴ്സ് ചെയ്ത ഡിസീസിൻ്റെ പേരാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബ് ഡിസീസ്, ഫൗണ്ട് ബൈ TODN in 1971. 1971 TODN കണ്ടുപിടിച്ചതാണ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബ് ഡിസീസ്. ഇറ്റ് ഫൗണ്ട് ബൈ ഫ്രീ RNA. The RNA of the viroid was of low molecular weight. Prions in modern medicine. പ്രയോൺസ് എന്ന് വെച്ചാൽ എന്താ? പ്രയോൺസ് ജസ്റ്റ് ഇൻഫെക്ഷ്യസ് പ്രോട്ടീൻ. ഞാൻ നേരത്തെ പറഞ്ഞു വൈറസും വൈറോയിഡും പ്രയോൺസും തമ്മിൽ വ്യത്യാസം. വൈറസ് പറയുമ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ ചുറ്റിനും ക്യാപ്സിഡ് പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ ക്യാപ്സിഡ് പ്രോട്ടീൻ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ന്യൂക്ലിയസ്, അതും ഫ്രീ RNA മാത്രം, അത് ലോ മോളിക്കുലർ വെയിറ്റിൽ RNA മാത്രമാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ വൈറോയിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ TODN in 1971, കോസിംഗ് ദ ഡിസീസ് കോസ് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസ്. ഓക്കെ, ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് എന്ത് പറ്റുന്നു? ലൈക്ക് ദ പ്രയോൺസ് കോസ് ചെയ്യുന്ന അതർ ഡിസീസ് എന്താ? പ്രയോൺസ് പറയുമ്പോൾ ഒരു അബ്നോർമലി ഫോൾഡ് പ്രോട്ടീൻസ് ആണ്. ദേ കോസസ് ഇൻ കാറ്റിൽസ് ദേ കോസ് BJD എന്ന് പറയുമ്പോൾ എന്താ? ബൊവൈൻ സ്പോഞ്ചിഫോം, BSE, ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി. ഓക്കെ, പിന്നെ ലൈക്ക് CRJD, ദാറ്റ് മീൻസ് ക്രൂസ്ഫേർസ് ജേക്കബ് ഡിസീസ്. അതെന്ത്? ഹ്യൂമൻസിൽ കോസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രയോൺസിൻ്റെ കഥ. പ്രയോൺസ് പറയുമ്പോൾ എന്താ? വെറുതെ കുറച്ച് പ്രോട്ടീൻസ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കുക. ഈ പ്രോട്ടീൻസ് അഥവാ ബൈ ചാൻസ് നമ്മുടെ അകത്തോട്ട് കയറി വല്ല നേസൽ കൺജസ്റ്റൻ വഴിയോ അല്ലെങ്കിൽ ഓർബിറ്റൽ ബ്ലേറ്റ് വഴിയോ എന്തോ കയറി അത് ബ്രെയിനിലെത്തിയാൽ ഇറ്റ് കോസസ് ബ്രെയിൻ ഡാമേജ്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതി എന്ന് വെച്ചാൽ ദ ബ്രെയിൻ വുഡ് ബിക്കം ലൈക്ക് എ സ്പോഞ്ച്. ഇറ്റ് വുഡ് ബി സോ സ്മൂത്ത്. അല്ലെങ്കിൽ സ്മൂത്ത് സബ്ജക്റ്റാണ്, അത് ഭയങ്കര സ്മൂത്ത് ആവും. ഇറ്റ് വുഡ് കോസ് എ ലോട്ട് ഓഫ് മെൻ്റൽ ഇഷ്യൂസ്. ഓക്കെ, ഇറ്റ് വാസ് എ CNS സിംറ്റംസ് ഒരുപാട് ഉണ്ടാകും, ലൈക്ക് മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി, കൺഫ്യൂഷൻസ്, അവസാനം ഭ്രാന്തി പശു അസുഖം എന്നൊക്കെ പറയാറുണ്ട്. ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫാലോപ്പതിയെ വെച്ച് ഭ്രാന്തി പശു, മാഡ് കൗ ഡിസീസ് എന്നൊക്കെ പറയാറുണ്ട്. ഡിസീസ് ഇതിൻ്റെ ഒരു വേരിയേഷനാണ് മാഡ് കൗ ഡിസീസ്. ദെൻ CJD, ക്രൂസ്ഫേർസ് ജേക്കബ് ഡിസീസ്, ഓൾസോ CNS മാനിഫെസ്റ്റേഷൻ ഒരുപാടുള്ളതാണ്. അല്ലെങ്കിൽ വെറുതെ കുറച്ച് പ്രോട്ടീൻസ് ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് കിടക്കുക, അത് അറിയാതെ നമ്മളൊന്ന് ശ്വസിച്ചു പോവുക. We get the disease CJD. Okay, yes, so it's all depends upon the immunity and everything, all that thing. Next one, lichens. ഞാൻ നേരത്തെ പറഞ്ഞു lichens. നമ്മൾ നേരത്തെ ടെക്നിക്കൽ ടേംസ് പറഞ്ഞിട്ടില്ല. ആൽഗി ഉണ്ട്, ഫംഗി ഉണ്ട് പറഞ്ഞു. ഫംഗി ആർ കോൾഡ് മൈക്കോബയോണ്ട്. എനിത്തിങ് റിലേറ്റഡ് ടു ഫംഗസ് ഇസ് കോൾഡ് മൈക്കോറൈസ, മൈക്കോബയോണ്ട്. എവറിത്തിങ് റിലേറ്റഡ് ടു ഫംഗസ് ഇസ് കോൾഡ് മൈക്കോബയോണ്ട്. നെക്സ്റ്റ് ഫൈക്കോ, റിലേറ്റഡ് ടു ആൽഗി. ഫൈക്കോമൈസിസ് നമ്മൾ പറയും ആൽഗൽ ഫംഗി എന്നാണ് ദ അതർ നെയിം ഓഫ് ദ ഫൈക്കോമൈസിസ് ഇസ് ആൽഗൽ ഫംഗി. സോ ഇറ്റ് ഈസ് ഫൈക്കോബയോണ്ട് ഉണ്ട്, ഫൈക്കോബയോണ്ട്. സോ ഫൈക്കോബയോണ്ട് ആൻഡ് മൈക്കോബയോണ്ട്. ഇതിൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഫൈക്കോബയോണ്ട് ആൽഗയാണ്, ഫോട്ടോസിന്തറ്റിക് ആണ്, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദേ പ്രൊഡ്യൂസസ് ഔട്ട് ഫുഡ് ബൈ ഫോട്ടോസിന്തസിസ്. എന്നിട്ട് ആ ഫുഡ് എന്ത് ചെയ്യും? ഫംഗസിന് പ്രൊവൈഡ് ചെയ്യും. ബാറ്ററി ലോ. ഫംഗസ് പ്രൊവൈഡ് ചെയ്യും. വൈൽ ദാറ്റ് ഓഫ് ആനിമൽസ്, ഫംഗസ് എന്ത് ചെയ്യും? ദേ പ്രൊവൈഡ് ഷെൽട്ടർ. ഫംഗസിൻ്റെ ഇതിൻ്റെ ബെസിഡ് കാർപ്പ് ഉണ്ടാവില്ല, ബെസിഡ് കാർപ്പിൻ്റെ മുകളിൽ വന്ന് ആൽഗ പറ്റി പിടിക്കും. സോ ഇറ്റ് പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ. അതിന് ഹെൽപ്പ് ചെയ്യും. സോ ഇതാണ് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഇതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ ലൈക്കൻസ് ഓൺലി ഗ്രോ ഇൻ വെരി പ്യുവർ ഏരിയ. പൊല്യൂട്ടഡ് ഏരിയസിൽ ഒരിക്കലും ഇത് വളരില്ല. സോ ഇറ്റ്സ് എ വെരി ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ടു ലൈക്കൻ. നമ്മളൊരു ലൈക്ക് ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുണ്ട്, ഞാൻ ലൈക്കൻ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ലൈക്ക് നമുക്കറിയാം ലൈക്ക് കൊടൈക്കനാലിൽ ഗുണ കേവ്സ് ആ ഭാഗത്തൊക്കെ അവിടേക്ക് ചെന്നപ്പോൾ എന്ത് പറ്റും? അവിടെ ലൈക്ക് ഇറ്റ്സ് എ വെരി ഗുഡ് അറ്റ്മോസ്ഫിയർ ദേ, പ്യുവർ എയർ ടു. സോ ഒരുപാട് ഞാൻ ലൈക്കൻ കണ്ടു, മരക്കമ്പിലേക്കായിട്ടും അതുപോലെ ലൈക്ക് മരത്തിൻ്റെ തടിയിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് ലൈക്കൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് like a pure environment. It is a pollution indicator too, a very good pollution indicator. Especially ഒരു എക്സ്ട്രാ പോയിന്റ് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ സൾഫർ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആണ്. സൾഫർ കൂടിയാൽ അവിടെ എന്തായാലും ലൈക്കൻസ് വളരില്ല. സോ ലൈക്കൻസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് പ്യുവർ എയർ ദെയർ, യു ക്യാൻ ലിവ് സേഫ്ലി ദെയർ. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ലൈക്കൻ വളരോ ഇല്ലെന്നൊക്കെ കണ്ടറിയുന്ന വേണം. ദാറ്റ്സ് ദ തിങ്. സോ ആൻഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ചാപ്റ്റർ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും
ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് അയച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ചെയ്യാൻ ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻസ് അയച്ചു തരാം, മെറ്റീരിയൽ ആക്കിയിട്ട് അയച്ചു തരാം. ഓക്കെ, പറ്റി ഓക്കെ. ബാറ്ററി ലോ ആയതുകൊണ്ട് ഞാൻ വീണ്ടും തിരിക്കേണ്ടതാണ്. സോ എനി ഡൗട്ട്സ് എനിവൺ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ ചോദിച്ചോളൂ. എന്തെങ്കിലും ലൈക്ക് എനി ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക്, എന്തെങ്കിലും ക്ലാസ് എടുക്കൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അങ്ങനെ എന്തെങ്കിലും? ഞാൻ കുറച്ച് സ്പീഡപ്പ് ആക്കേണ്ട ആവശ്യമുണ്ടോ? ലൈക്ക് ഇഫ് യു ആർ തിങ്കിങ് ഇഫ് ഇറ്റ്സ് ടു സ്ലോ, ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, കുറച്ചല്ല, ഓൾമോസ്റ്റ് ലൈക്ക് ഐ കംപ്ലീറ്റ് എവറി സിംഗിൾ പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചാപ്റ്ററിനകത്തുള്ള. ഇതുവരെ ചോദിക്കാനുള്ള പോയിന്റ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നൗ ദ ഓൺലി തിങ് വോൺ ഇസ് ദാറ്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്. അതായത് നിങ്ങൾ നല്ലവണ്ണം പഠിക്കണം. ഓക്കെ, ഇത് ഞാൻ ക്ലാസ് നിർത്തുന്നതോടുകൂടി നിങ്ങൾ പഠിക്കാനിരിക്കണം. ഓക്കെ, ഡോണ്ട് വറി അബൌട്ട് എനി അതർ തിങ്സ്. ബാക്കിയെല്ലാം അവിടെ ഉണ്ടാവും, പരിപാടിയെല്ലാം അവിടെ ഉണ്ടാവും. ബട്ട് യു ഹാവ് ടു സ്റ്റഡി ദിസ് തിങ്. ഓക്കെ, എനി ഡൗട്ട്സ്? ക്ലാസ് കാരണം ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഷാസിൽ. Okay, any doubts? I think not. സോ കുറച്ച് കാര്യം കൂടി പറയാം, കുറച്ച് ജനറലായ കാര്യങ്ങൾ. അതായത് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് യു ഓൾ നോ, ലൈക്ക് നിങ്ങൾ ലൈക്ക് ഇപ്പോൾ ഷാസിലല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഷാസിൽ പറയൂ. ലൈക്ക് MBBS എന്ന കോഴ്സ്, ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി എ ബൂൺ. ഞാൻ ഇന്നലെ ഒരുപാട് ഓർഗനൈസേഷൻ തന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോളം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ലൈക്ക് MBBS കയറി എന്താ വെച്ചാൽ നീറ്റ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലൊരു ചാപ്റ്റർ ബയോളജി ക്ലാസിഫിക്കേഷൻ. ഇതിൻ്റെ ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇതിൽ ഏകദേശം എല്ലാ ലൈൻസും ഞാൻ ഏകദേശമല്ല ഓൾമോസ്റ്റ് എല്ലാ ലൈൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ലൈൻസും പഠിക്കേണ്ടതാണ്, എല്ലാം നമ്മൾ കാണാപ്പാട് അറിയേണ്ടതാണ്, അല്ലേ, ഈ ഒരു ചാപ്റ്ററിനകത്ത്. അതാണ് നീറ്റിൻ്റെ സിലബസ്. നീറ്റിന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ബട്ട് ഇൻ ദ കേസ് ഓഫ് MBBS, നമ്മൾ MBBSലേക്ക് കയറുന്നതിനനുസരിച്ച് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ പഠിക്കേണ്ട ഒരു കാര്യമില്ല. ലൈൻ പഠിക്കാൻ പറ്റില്ല, അത് മെയിൻ കാര്യം. കാരണം അത്രയധികം വലിയ സിലബസും വലിയ ബുക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഇയർ ടോപ്പിക് എന്ന് പറയുമ്പോൾ അനാട്ടമി ഉണ്ട്. അനാട്ടമി എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാം വിശ്രാം സിംഗ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ടായിരുന്നത്. അതിന് 3 വോളിയം ഉണ്ട്. ഫസ്റ്റ് വോളിയം മാത്രം 200+ പേജസ് ഉണ്ടാവും. സെക്കൻഡ് വോളിയം അതുപോലെ ഉണ്ടാവും, തേർഡ് വോളിയം ഉണ്ടാവും. നമ്മൾ NCERT നമ്മുടെ ഒരു ബയോളജി ടെക്സ്റ്റ് മാത്രമാണ് ഒരു 200 പേജസ് ഉള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അധികം പഠിക്കുന്നത്, അത്ര ഇൻക്ലൂസീവായിട്ട്. മറ്റ് നമുക്ക് അത്ര പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല, അത്ര പഠിക്കാൻ പറ്റില്ല, കാരണം അത്ര ഇതേ ടോപ്പിക്സ് ഉണ്ട് അതിനകത്ത്. പിന്നെ അതുപോലെ അനാട്ടമി മാത്രമല്ല ഉള്ളത്, ബയോകെമിസ്ട്രി ഉണ്ട്, ഫിസിയോളജി ഉണ്ട്, എല്ലാം ഉണ്ട്. സോ ഇവിടേക്ക് സീൻ എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ദ ഫസ്റ്റ് തിങ് യു ഹാവ് ടു റിമെമ്പർ ഇസ് ദാറ്റ് ഇത് നമുക്ക്
എക്സാംസിലാണ് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. ഇതുവരെ ചോദിച്ച മെയിൻ എസ് ക്വസ്റ്റ്യൻസ് മാത്രമേ വീണ്ടും വീണ്ടും ചോദിക്കുകയുള്ളൂ. കുറച്ച് ടിപ്പിക്കൽ ഏരിയാസ് ഉണ്ട്, അത് മാത്രമേ ഇപ്പോൾ ചോദിക്കാറുള്ളൂ. നീറ്റിന് പോലെ എവിടുന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, അങ്ങനത്തെ ഒരു ഓപ്ഷനൊന്നുമില്ല. അങ്ങനത്തെ ഒരു ലൈക്ക് ഒരു ടിപ്പിക്കൽ സാധനമുണ്ട്, ആ സാധനം മാത്രമേ ചോദിക്കുള്ളൂ. സോ എന്താണെന്ന് വെച്ചാൽ പഠിക്കാൻ ഒരുപാടുണ്ട്. ബട്ട് എക്സാംസിൻ്റെ കേസാണെങ്കിൽ ഇറ്റ്സ് തിയറി എക്സാം, റൈറ്റ്? നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന എക്സാമാണ്. എഴുത്ത് പിന്നെ ഓരോരുത്തർ ലൈക്ക് സ്റ്റൈൽസ്, വെറൈറ്റി, അതിൻ്റെ ഭാഷ എല്ലാം നമുക്ക് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും നമുക്ക് MBS ചേർന്നാൽ കിട്ടും. ഇവിടെ അങ്ങനത്തെ യാതൊരു സംഭവമില്ല. നിങ്ങൾ എത്ര നന്നായി വരക്കുന്ന ആളാണ്, എത്ര നന്നായി എഴുതുന്ന ആളാണെങ്കിലും ഒന്നും ഇറ്റ് ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. നിങ്ങൾ തലയിൽ ബുദ്ധി ഉണ്ടോയെന്ന് പോലും ആരും നോക്കില്ല. നിങ്ങൾ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്തു, എത്ര സ്കോർ ചെയ്തു, എത്ര നെഗറ്റീവ് അടിച്ചു എന്നിങ്ങനെ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, സോ ഡു അക്കോർഡിംഗ്ലി. സോ നമ്മൾ മൈൻഡ് അങ്ങനെ സെറ്റാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ മാക്സിമം പഠിച്ചാൽ നമുക്ക് ലേറ്റർ ഓൺ വി ഗെറ്റ് എ ഗുഡ് ലൈഫ്. ഓക്കെ, നമുക്കൊരു ഈ ഒരു സൂതിങ്, ഒരു ഈസ് ഔട്ട് ലൈഫ് ഉണ്ടാവും. വി ആർ ഡോക്ടേഴ്സ്, വി ആർ നോട്ട് പ്രൊഫഷണൽസ്, വി ആർ പ്രൊഫഷണൽസ്. സോ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വി ഷുഡ് കീപ്പ് അപ്പ് ദാറ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, നമ്മൾ ഒറ്റയടിക്ക് സ്റ്റാൻഡേർഡ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. MBS പഠിക്കുമ്പോൾ ഒരു ഫസ്റ്റ് സെക്കൻഡ് ഇയർ ഒക്കെ നോർമൽ കളിച്ചിരുന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല. പഠിക്കണതിന് ഒരു നോ എക്സ്ക്യൂസ്. ബട്ട് കടീനെ കൂടെ ഇതും കൊണ്ടുപോകാൻ പറ്റും. ബട്ട് തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആകുമ്പോൾ പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ട് ലൈക്ക് ദർ വിൽ ബി സം വേറെ പ്രശ്നങ്ങളും ഉണ്ടാവും. ലൈക്ക് ദർ വിൽ ബി ലോട്ട് ഓഫ് സ്ട്രെസ് ഓൺ യു. ഒരുപാട് പോസ്റ്റിംഗ് കാര്യം നമുക്ക് പേഷ്യൻസിനെ കാണാൻ തുടങ്ങും, പേഷ്യൻ്റ് ഇൻട്രാക്ഷൻ വരും. നമുക്ക് നമ്മൾ തന്നെ ഒരു ഡോക്ടർ ഒരു ഫീൽ വരാനുണ്ട്. ഓക്കെ, ആ ഫീൽ വരുന്നത് വൺസ് യു ഗെറ്റ് ഇൻ ടു പോസ്റ്റിങ്സ് ആൻഡ് ഓൾ. ഓക്കെ, സാർ എവിടെ നിന്ന് MBS എടുത്തത്? ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. ഓക്കെ, ബട്ട് എൻ്റെ കൂടുതൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പുറത്ത് പോയവരും എല്ലാവർക്കും ഒരുപാടുണ്ട്. ഞാൻ പറയട്ടെ, ഒരുപാട് രാജ്യങ്ങൾ ലൈക്ക് ജോർജിയ പഠിക്കുന്നവരുണ്ട്, യുക്രൈനിൽ പഠിക്കുന്നവരുണ്ട്, ദെൻ ലൈക്ക് മോൾഡോവ രാജ്യത്ത് പഠിക്കുന്നവരുണ്ട്. പിന്നെ ലൈക്ക് അനദർ ഫ്രണ്ട് ഇസ് ദ ലൈക്ക് ഹീസ് ഇൻ യുക്രൈൻ. ഞാൻ പറഞ്ഞില്ലേ, യുക്രൈൻ പറഞ്ഞു. പിന്നെ കസാക്കിസ്ഥാൻ, സംഭവം ലൈക്ക് ദാറ്റ്, അങ്ങനെ പഠിക്കുന്നുണ്ട്. പിന്നെ ലൈക്ക് ആഫ്റ്റർ ദ എക്സാം ലൈക്ക് പി ജിക്ക് അവിടെ ലൈക്ക് ഇംഗ്ലണ്ടിൽ, ലണ്ടൻ അവിടെയൊക്കെ പോയി പഠിക്കുന്നവർ, USML കിട്ടിയിട്ട് US പോയിരുന്നവർ. പുറത്തുനിന്ന് സാർ റെക്കമെൻഡ് ചെയ്യുന്ന കൺട്രി ഏതാണെന്ന് വെച്ചാൽ ലൈക്ക് ഇൻ കേസ് യുക്രൈൻ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, യുക്രൈൻ ഓൾമോസ്റ്റ് ലൈക്ക് ദാറ്റ് യൂണിവേഴ്സിറ്റി ഓൾ ഇഷ്യൂസ് അതെ. പിന്നെ റഷ്യ, ചൈന ഒക്കെ ഓപ്ഷൻസാണ്. ബട്ട് പേഴ്സണലി ഐ തിങ്ക് റഷ്യസ് ഓപ്ഷൻ. ചൈനക്ക് ഒരു കാലത്ത് ഒരു ഫേസ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് ചൈനയ്ക്ക് പോകുന്നത്. ബട്ട് നൗ ദ ട്രെൻഡ് ഹാസ് ചേഞ്ച്ഡ്. ചൈനയിൽ നിന്നും കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇൻ ടു ജോർജിയ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ ലൈക്ക് യൂറോപ്പ് ടച്ച് വരുന്നുണ്ട്. യൂറോപ്പ് ഏഷ്യ ഒരു ബോർഡറാണ് ജോർജിയ എന്ന് പറഞ്ഞ കൺട്രി വരുന്നത്. സോ അത് ലൈക്ക് കാലാവസ്ഥപരമായിട്ടും ഇറ്റ്സ് എ വെരി നൈസ് കൺട്രി ആൻഡ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് സ്പോട്ട് ടു. ആൻഡ് മോറോവർ അവിടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ് ഉണ്ടെന്ന്, അവരും അത്യാവശ്യം വലിയ കുഴപ്പമൊന്നും പറഞ്ഞില്ല. ഓക്കെ, ദേ ഹാവ് എ കമ്മ്യൂണിറ്റി ദേ, മലയാളി കമ്മ്യൂണിറ്റി ദേ. സോ ഇറ്റ്സ് നോട്ട് ഒരു വലിയ പ്രശ്നം പറയുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു ചൈന ഇറ്റ് വാസ് എ ഓൾഡ് ട്രെൻഡ്. പണ്ടായിരുന്നു ഒരുപാട് ചൈനയിൽ വന്ന ഡോക്ടറൊക്കെ വന്നത്. അന്ന് മറ്റേ കോവിഡിൻ്റെ കേസ്, വുഹാൻ, അതൊക്കെ സീൻ വന്നിരുന്നത്. അതിന് ശേഷമാണോ ഈ ട്രെൻഡ് മാറിയത് എനിക്ക് ഒരു ചെറിയ ഡൗട്ടുണ്ട്. പിന്നെ യുക്രൈനിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്. അവർക്ക് പിന്നെ യൂണിവേഴ്സിറ്റി അവിടെ ഫുൾ സീനായിട്ട് അവർ പിന്നെ വേറെ രാജ്യത്ത് കൊണ്ടുപോയി പഠിപ്പിച്ചത്. ലൈക്ക് ദേ വെന്റ് ടു പോളണ്ട്. ഐ തിങ്ക് പോളണ്ടിൽ അവിടെയൊക്കെ പോയിട്ടാണ് പിന്നെ അവർ ബാക്കി കംപ്ലീറ്റ് സമ്മതിച്ചത്. അങ്ങനെ എന്തൊക്കെയാണ്. അതുകൊണ്ട് യുക്രൈൻസ് റിസ്കി തിങ്. ദെൻ മോൾഡോവ ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്. മോൾഡോവ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലൈക്ക് യൂറോപ്യൻ കൺട്രി ആൻഡ് സോ അതിൻ്റെ യൂറോപ്യൻ യൂണിയനിലെ കൺട്രിയാണ്. ആൻഡ് അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും അവിടെ ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ, യു ഹാവ് എ ഫ്രീ ആക്സസ് ടു എനി യൂറോപ്യൻ യൂണിയൻ നേഷൻസ് എക്സ്ക്ലൂഡിങ് ഇംഗ്ലണ്ട് പോകാൻ പറ്റില്ല. ബട്ട് എനി അതർ കൺട്രി ലൈക്ക് ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, എവിടേക്കാണെങ്കിലും പോവാം. ഓക്കെ, ആൻഡ് ഡ്യൂ ടു ഫ്രീ വിസ ആൻഡ് ദ ക്ലൈമറ്റ് ഇസ് സോ നൈസ് ദർ. ആൻഡ് അവിടെ മലയാളി കമ്മ്യൂണിറ്റി വരുന്നുണ്ട്. എല്ലായിടത്തും ഇറ്റ്സ് ഓൾ ഡെവലപ്പിംഗ്, റൈറ്റ്? പിന്നെ അറിയാലോ, ലോകത്ത് എവിടെ ചെന്നാലും മലയാളി ഉണ്ടോ അവിടെ നല്ല വൈബ് ആയിരിക്കും. ഓക്കെ, സോ ആൻഡ് പിന്നെ നമ്മളാണ് ലൈക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ആർ മെൻറ്റാലിറ്റി. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ മെൻറ്റാലിറ്റി എന്താ, നമ്മളെ ഏത് സെൻസിൽ എടുക്കുന്നു എന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ടു പോവുക. വാട്ട് അബൌട്ട് റഷ്യ? റഷ്യ ഈസ് ഓൾസോ ഗുഡ്. റഷ്യ അതുപോലെ തന്നെയാണ്. ലൈക്ക് ഒരു കാലത്ത് നല്ല ഏറ്റവും ബെസ്റ്റ് ട്രെൻഡ് ആയിരുന്നതായിരുന്നു റഷ്യ ആൻഡ് ചൈന.
അതായിരുന്നു മിക്ക ആൾക്കാരും റഷ്യയും ചൈന. അതിൽ പിന്നെ ലൈക്ക് റഷ്യക്ക് ഇടയ്ക്ക് വെച്ച് പ്രശ്നം വരാറുണ്ട്. ലൈക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ചിലപ്പോൾ ചെറിയ ഇഷ്യൂ വരാറുണ്ട് ചെറിയ സമയത്ത്. അന്ന് പിന്നെ ലൈക്ക് റഷ്യ ചൈന വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ചൈനയ്ക്ക് പ്രിഫർ ചെയ്തു ഇൻസ്റ്റെഡ് ഓഫ് റഷ്യ. പിന്നെ ചൈനയ്ക്ക് പിന്നെ ഈ ഒരു സെനാരി വന്നുകൊണ്ട് പിന്നെ ബാക്ക് ടു നോർമൽ, അതായത് ചൈന കുറഞ്ഞിട്ട് റഷ്യ ആ ലെവലിലേക്ക് വരുന്നു. പിന്നെ ലൈക്ക് അത് ഞാൻ ഒരു ഓൾഡ് ട്രെൻഡ് ആയിരുന്നു റഷ്യയൊക്കെ. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ പോകുന്നത് ജോർജിയ അങ്ങനത്തെ കൺട്രീസിലേക്കാണ്. പിന്നെ ലൈക്ക് ഇറ്റ് ഓൾ ഡിപ്പെൻസ് അപ്പോൾ ഇത് പേഴ്സണൽ വേരിയേഷൻസ് ഒരുപാട് വരും. പിന്നെ ചിലർക്ക് ലൈക്ക് പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. ലൈക്ക് എനിക്ക് പേഴ്സണലി ഐ ഡോണ്ട് നോ അബൌട്ട് കൺട്രീസ് ആൻഡ് ഓൾ. എനിക്ക് പൊതുവെ ചൈന കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. സോ ചൈന പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ദ സെയിം ആസ് ട്രോപ്പിക്സ് ആസ് നമുക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. ബട്ട് റഷ്യ ഇറ്റ്സ് എ യൂറോപ്പ് റൈറ്റ്, യൂറോപ്യൻ കൺട്രി, യൂറോപ്യൻ ഏഷ്യൻ, ലൈക്ക് ദ ടോപ്പ് ഇസ് ദ ഗ്ലോബിൻ്റെ ടോപ്പുള്ളതല്ലേ. ക്ലൈമറ്റെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇറ്റ് വുഡ് ബി നൈസ്. പിന്നെ വാറിൻ്റെ സീന് റഷ്യക്ക് വരുന്നില്ല, യുക്രൈൻക്കേ വരുന്നുള്ളൂ. റഷ്യക്ക് വലിയ സീൻ വരുന്നില്ല. Are you planning for Russia, Lahal? What about Shasil? Not decided. Alright, you got time, bro. You got a lot of time. ആൻഡ് അതിനൊരൊറ്റ പ്രീറിക്വസിറ്റ് സംഭവം മാത്രമേ ഉള്ളൂ. നീറ്റ് ക്വാളിഫൈ ചെയ്യണം. നീറ്റ് ക്വാളിഫൈ ചെയ്താൽ യു ഗോട്ട് ഓപ്പർച്യൂണിറ്റീസ്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഗോൺ ബി എ വെരി ബിറ്റർ തിങ്. ഓക്കെ, നമുക്ക് ലൈക്ക് കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ ലൈക്ക് അപ്പോഴാണ് നമുക്ക് ഈ ഓപ്ഷൻ വരുന്നത്, ലൈക്ക് പുറത്ത് പോകാനുള്ളതൊക്കെ. ഓക്കെ, ആൻഡ് ഈസി ടു ആക്സസിബിൾ, എല്ലാം ആക്സസിബിളാണ്. ആൻഡ് യു നോ ഓൾ അബൌട്ട് ടെക്നോളജീസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് മോർ ഓവർ അത് ലൈക്ക് I was on to it. ലൈക്ക് റഷ്യ ഒക്കെ ആകുമ്പോൾ ലൈക്ക് ഒരുപാട് ടെക്നോളജീസ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ലൈക്ക് റഷ്യൻ ഹെൽത്ത് കെയർ മെഡിക്കൽ ഫെസിലിറ്റീസോ ഒരു കാലത്ത് നല്ല പേര് കേട്ടത് തന്നെയായിരുന്നു. അവിടേക്ക് ലൈക്ക് മോഡേൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെ നല്ല വി ഗോട്ട് എ ലോട്ട് ഓഫ് എക്സ്പോഷർ ഫ്രം ദ റഷ്യക്കാണെങ്കിൽ. കേൾക്കുന്നില്ല, ജസ്റ്റ് കാര്യം ഫിക്സ് ചെയ്തില്ല. ഇറ്റ്സ് ഓക്കെ, ഇനി ടൈമുണ്ട്, ഒരുപാട് ടൈമുണ്ട്. ആൻഡ് ലൈക്ക് ദേ വുഡ് ബി, ഞാൻ ലൈക്ക് ഈ ഒരു അക്കാഡമിക് സെക്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ബട്ട് ദ Bayroot, they would be guiding you to the right way. അവരുടെ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഐ തിങ്ക് അവർ യുക്രൈൻ ആണോ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. യുക്രൈൻ ഇസ് ജോർജിയ മോൾഡോവ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. പിന്നെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നവരുണ്ടാകുമ്പോൾ അവർ മാക്സിമം അവർ തന്നെ എത്തിച്ചോളും ഒരു ഭാഗത്തൊക്കെ ഇട്ട്. പിന്നെ എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു ലൈഫ് ഡിസിഷൻ നമ്മൾ എന്തെടുക്കുമ്പോഴും അത് എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ എടുത്താൽ ഇതെനിക്ക് പറ്റിയതാണോ അങ്ങനെ ചിന്ത വരരുത്. അതെടുത്താൽ എനിക്കത് പറ്റിയതാണ്. ദിസ് ഈസ് ദ തിങ് ഐ വാസ് ഡ്രീമിങ് അബൌട്ട്. ദിസ് ഈസ് ദ വൺ വിച്ച് ഇസ് ഫോർച്യൂൺഡ് അപ്പോൺ മീ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ കേസിൽ പറയാം. ഞാൻ 10th കഴിഞ്ഞു. എനിക്ക് ഏറ്റവും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നത് ലൈക്ക് ഓൺ ടു എഞ്ചിനീയറിംഗ് ഫീൽഡ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഫ്രാങ്ക്ലി സെയിം, എനിക്ക് ശരിക്കും അങ്ങനെയായിരുന്നു. എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിൽ താല്പര്യം ഉണ്ടായിരുന്നത്. ലൈക്ക് ഐ ലവ് മാത്സ്, അങ്ങനത്തെ നല്ലതായിരുന്നു. ബട്ട് വീട്ടുകാർ പറയട്ടെ, എഞ്ചിനീയേഴ്സ് ദേ വർ നോട്ട് ലൈക്ക് അത്ര ഇതുണ്ടായിരുന്നില്ല. പുറത്ത് പോയി പഠിച്ച് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ നീറ്റ് ക്വാളിഫൈ ഉണ്ട്. അത് വേറെ നെക്സ്റ്റ് എക്സാം എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് എക്സാം അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ലൈക്ക് ഇപ്പോൾ MBBS പഠിക്കുന്നുണ്ട്, ഇപ്പോൾ നെക്സ്റ്റ് എക്സാം ലൈക്ക് വന്നിട്ടില്ല. ബട്ട് ഇൻ 1 to 2 or 3 years നെക്സ്റ്റ് എക്സാം വരും. ഓക്കെ, നെക്സ്റ്റ് എക്സാം എന്ന് വെച്ചാൽ ലൈക്ക് നാഷണൽ എക്സിറ്റ് ടെസ്റ്റ് അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലൈക്ക് ആഫ്റ്റർ ദ 4th year MBBS അല്ല ഹൗസിനാവുന്നതിന് മുമ്പ് നെക്സ്റ്റ് എക്സാം ക്ലിയർ ആയിരിക്കണം. ഓക്കെ, സെയിം വേ നമ്മളെന്താ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ഉണ്ട്, FMG, അവർ വന്നാലും എന്ത് ചെയ്യുന്നു, ഈ എക്സാം ക്വാളിഫൈ ചെയ്യണം. സോ ബേസിക്കലി കേരളത്തിൽ പഠിച്ചവരാണെങ്കിലും പുറത്ത് പഠിച്ചവരാണെങ്കിലും ഈ ഒരു എക്സാം കൂടി മാത്രമേ പോകുന്നുള്ളൂ, ഈ നെക്സ്റ്റ് എക്സാം പാസ്സായി മാത്രമേ പോകുന്നുള്ളൂ. സോ ഇറ്റ് ബേസിക്കലി ദ സെയിം അല്ലേ. പിന്നെ കേരളത്തിൽ മെഡിക്കൽ കോളേജ് പഠിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുള്ളതൊക്കെ. ബിക്കോസ് എ ലോട്ട് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് എവറിത്തിങ് ഡിസ്ട്രാക്ഷൻസ് ആർ ഓൾ ദേ. അവിടെ നമ്മൾ ഒരുപാട് തിയറി വൈസ് നല്ല നോളജ് ഉണ്ടാവും. സോ ദ നെക്സ്റ്റ് എക്സാമിനൊക്കെ ഏറ്റവും അധികം വേണ്ട തിയറീസാണ്.
സോ നമുക്കറിയാം ഞാൻ എൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപാട് പേര് FMGക്കാർ വരാറുണ്ട്, അതായത് ഫോറിൻ മെഡിസിൻ ഗ്രാജുവേറ്റ്സ്. അവർ വരുന്നു, എന്നിട്ട് അവർക്ക് ഹൗസ് ഏജൻസി വർക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ലൈക്ക് ദേ ജസ്റ്റ് ഗെയിൻ ദ എക്സ്പീരിയൻസ്. സോ ദേ ജസ്റ്റ് കം ബാക്ക് ടു ദ നോർമൽ പേസിലേക്ക് എത്തും. ബാക്കിയുള്ളവർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ച് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കുറച്ച് കൂടുതലായിരിക്കും, ഓബ്വിയസ്ലി കുറച്ച് കൂടുതലായിരിക്കും. കാരണം ഇവിടെ കേസ് കുറച്ച് കൂടുതലാണ്. കേസ് കുറച്ച് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകുമ്പോൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ പ്രാക്ടിക്കൽ നോളജ് കുറച്ചധികം ഉണ്ടാവും ഓബ്വിയസ്ലി, നമ്മൾ കേരളത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ. സോ നമ്മൾ യുക്രൈനിലേക്ക് ലൈക്ക് പുറത്ത് പഠിക്കുമ്പോൾ ഇത്ര അധികം പേഷ്യൻസ് നമുക്ക് കിട്ടിക്കോളുന്ന ഒരു നിർബന്ധമില്ല, ഇത്രയധികം കഡാവേഴ്സ് ആൻഡ് പേഷ്യൻസ് കിട്ടിക്കോളുന്ന ഒരു നിർബന്ധമില്ല. സോ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ തിയറി ബേസിലേക്ക് നമ്മൾ നല്ല നോളജ് ഉണ്ടാവും. തിയറി ബേസ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ലൈക്ക് ദേ ജസ്റ്റ് റെഫർ ടു ദ മോസ്റ്റ് പ്രൊമിനൻറ്റ് ഗൈഡ്സ്. ലൈക്ക് ഇവിടെ അനാട്ടമിക്ക് പഠിക്കുന്നത് ലൈക്ക് നോർമൽ ഇന്ത്യൻ എഡിഷൻ ബുക്സ് ലൈക്ക് വിശ്രാം സിംഗ് അല്ലെങ്കിൽ BD ചൗരസി അങ്ങനത്തെ ഒരു ബുക്സാണ് പറയുന്നത്. ദോസ് ആർ ഈസി ബുക്സ് ആൻഡ് ഈസി ടു ലേൺ. ബട്ട് ദ അതർ വൺസ്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ജോർജിയയിൽ, അവൾ പഠിച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രേസ് അനാട്ടമി, ദ സ്റ്റാൻഡേർഡൈസ് ടെക്സ്റ്റ് ബുക്ക്, അതായിരുന്നു പഠിച്ചിരുന്നത്. സോ അതിൻ്റെ ഒരു ക്വാളിറ്റി ഡിഫറൻസ് അതിൽ കാണാൻ പറ്റും തിയറി ബേസ്ഡ്. സോ തിയറി ബേസ്ഡ് നോളജ് വെച്ച് അവർ വരുന്നു, അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവർ വരുന്നു, എക്സാം എഴുതുന്നു, എക്സാം അവർ പാസ്സാവുന്നു. അതാണ് ദ നോർമൽ ട്രെൻഡ് ഈസ് ബീങ് സീൻ. എക്സാം പാസ് ചെയ്യുന്നു, കാരണം ദേ ഗോട്ട് എ ലോട്ട് ഓഫ് തിയറി നോളജ് ഇൻസ്റ്റെഡ് ഓഫ് ദ പ്രാക്ടിക്കൽ നോളജ്. എന്നിട്ട് അവർ ഹൗസ് ഏജൻസി ഒരു 1 to 2 ഇയറിലാണ് തീർക്കുക. ലൈക്ക് FMGക്കാർക്ക് കുറച്ചധികം ഹൗസ് ഏജൻസി ഉണ്ട് തോന്നുന്നു, ബാക്കിയുള്ളവർക്ക് 1 year ആണെങ്കിൽ മറ്റവർക്ക് കുറച്ചധികം ഉണ്ടാവും, ലൈക്ക് ഫോറിൻ മെഡിസിൻ പുറത്ത് പഠിച്ച് വരുന്നവർക്ക്. സോ ത്രൂ ദാറ്റ് പീരിയഡ് ദേ ജസ്റ്റ് ഗെയിൻ ദ എക്സ്പീരിയൻസ്. അതിൽ എക്സ്പീരിയൻസ് മതി, 1-2 വർഷത്തെ ആ എക്സ്പീരിയൻസ് തന്നെ മതി. സോ ദേ ജസ്റ്റ് ലെവൽ അപ്പ് വിത്ത് ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. സോ തിയറി സെറ്റ്, പ്രാക്ടിക്കൽ സെറ്റ്, എന്നിട്ട് നേരെ PG എടുക്കുക. കേരളത്തിൽ അതിന് PG കിട്ടും, അല്ലെങ്കിൽ ലൈക്ക് ഇന്ത്യയിലെ ലൈക്ക് പ്രോമിനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PG കിട്ടും. ആൻഡ് ദ ലൈഫ് ഗോസ് ഓൺ ആൻഡ് ഇറ്റ് ബിക്കംസ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഞാൻ പറഞ്ഞു ലൈക്ക് ദ ഡിഫറൻസ്, ദ റേറ്റ് ഡിഫറൻസ് ഞാൻ പറഞ്ഞു നേരത്തെ. അതായത് കേരളത്തിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ ചീപ്പായിട്ട് തന്നെ പുറത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, പ്രൈവറ്റ് പഠിക്കുന്നതിനും സീനാണ്, ലൈക്ക് ഇറ്റ് വുഡ് ബി സോ മച്ച് എ ബേർഡൻ. ബട്ട് പുറത്ത് പോകുമ്പോൾ അത്ര ഫീ വരുന്നില്ല. ഓക്കെ, ആൻഡ് മോർ ഓവർ ലൈക്ക് ദാറ്റ് എക്സ്പോഷർ, ഫോറിൻ എക്സ്പോഷർ ആൻഡ് എക്സ്പോഷർ ടു മെഡിസിൻസ് ആൻഡ് ഓൾ. And you guys are confident about the language, right? ഷെസിൻ ലഹലാണെങ്കിലും എന്താ ഇംഗ്ലീഷിൻ്റെ അവസ്ഥ എന്താ? നല്ല പച്ചവെള്ളം പോലെ ഇംഗ്ലീഷ് പറയും. ആൻഡ് റഷ്യയിലൊക്കെ വേറെ ഭാഷയൊന്നുമില്ലേ? റഷ്യയിൽ റഷ്യൻ ഭാഷ, അതുപോലെ ലൈക്ക് ദർ റൈറ്റിങ്സ് ആർ ഓൾ ഡിഫറെൻറ്റ്, റൈറ്റ്? യുക്രൈനിലൊക്കെ ആണെങ്കിലും ലൈക്ക് ഐ ഹവ് സീൻ yeah, somewhat. Okay, good. Like ചിലർ അതിൽ നിന്ന് പിൻവലിക്കുന്ന ഒരു ഫാക്ടർ അതാ, ലൈക്ക് ദേ ആർ നോട്ട് കോൺഫിഡൻറ്റ് അബൌട്ട് ദിയർ ലാംഗ്വേജ് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അവിടുത്തെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, ബിക്കോസ് യു ആർ ഗോയിങ് ടു എ ഫോറിൻ കൺട്രി, റൈറ്റ്? ഫോറിൻ കൺട്രി ആയിട്ട് യു ആർ അവേ ഫ്രം യുവർ നേറ്റീവ് പ്ലേസ്. സോ യു ഗോട്ട് ടു ബി ഇൻ എ ആറ്റിറ്റ്യൂഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, നമ്മൾ ഫുൾ താഴ്ന്നിരിക്കണം എന്നല്ല, ബട്ട് യു ഹാവ് ടു ബി nice or good to the other people. Okay, always there will be a sense of alienity. എല്ലായിടത്തും ഉണ്ടാവും, എല്ലായിടത്തും ഒരു സെൻസ് ഓഫ് alienity ഉണ്ടാവും, ഏത് കേസിലാണെങ്കിലും. സോ അതെല്ലാം മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വി ജസ്റ്റ് ഷുഡ് ബി a little more hospitable to people. Okay, we should conquer their hearts. അതാണ് മെയിൻ തിങ്. Anyway, just got a little more time. സോ അതിന് ഞാൻ ചെറിയൊരു പ്ലാൻ ഇട്ട് എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് കോൺഫിഡൻറ്റ് അബൌട്ട് ഇംഗ്ലീഷ്, ബട്ട് സം വീഡിയോസ് ദേ ടോക്ക് അബൌട്ട് റഷ്യൻ ലാംഗ്വേജ് ഇസ് നെസസറി. ദാറ്റ് വുഡ് ബി നെസസറി മോസ്റ്റ് ഇൻ കേസ്, ബിക്കോസ് നമുക്കറിയാം പേഷ്യൻസിനെ കിട്ടാൻ റഷ്യൻസിലായിരിക്കും ഉണ്ടാവുക, റഷ്യൻ ആർക്കും. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇസ് ദാറ്റ് നെസസറി? മിക്കവാറും വേണ്ടി വരും. ബിക്കോസ് ഞാൻ പറയട്ടെ ഹിയർ, പിന്നെ റഷ്യൻകാർക്ക് ഇംഗ്ലീഷ് അറിയാം, ബട്ട് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇംഗ്ലീഷ്, ദാറ്റ്സ് എ ഫൺ ഇംഗ്ലീഷ് ടു. നമ്മളെ നല്ല സ്ലാങ്ങും ആക്സൻറ്റൊക്കെ നല്ല വ്യത്യാസമാണ്. ഒരുപാട് ട്രോൾസ് മീംസ് കാണാറുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്, ഞങ്ങൾ ബാച്ചിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ്. വെൻ ദേ കെയിം ഹിയർ, അവർക്ക് പ്രശ്നം എന്താ വെച്ചാൽ ദേ ഡോണ്ട് നോ മലയാളം. അവർക്ക് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയില്ല. സോ
ദേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് അസ്. ഞങ്ങളുടെ കൂടെ സംസാരിച്ച് കുറച്ച് മലയാളം പഠിച്ച്. ഓക്കെ, എന്നിട്ട് ഇവർ നേരെ പോകുന്നത് വെച്ചാൽ സെക്കൻഡ് ഇയർ തൊട്ട് പോസ്റ്റിങ്സ് തുടങ്ങും. പോസ്റ്റിങ്സ് ആകുമ്പോൾ നമുക്കറിയാം വരുന്നത് ലൈക്ക് മെഡിക്കൽ കോളേജൊക്കെ സാധാരണ വരുന്നത് ലൈക്ക് പാവം മലയാളികളായിരിക്കും. പാവപ്പെട്ട ആൾക്കാരും മിക്ക ആൾക്കാരും മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുക. നല്ല കുറച്ച് അത്യാവശ്യം ക്യാഷുള്ള ആൾക്കാരാണെങ്കിൽ തന്നെ നേരെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പോയി അഡ്മിറ്റ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ലൈക്ക് പാവപ്പെട്ട ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ലൈക്ക് അവർ മെയിൻ എയിം ഇൻ ദ സെക്കൻഡ് ഇയർ ഇസ് ദാറ്റ് വി ഹാവ് ടു പോസ്റ്റിംഗ് അല്ലേ, സോ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ പീപ്പിൾ ആൻഡ് യു ഹാവ് ടു ടേക്ക് ദ ഹിസ്റ്ററി ഓഫ് ദം ആൻഡ് ടോക്ക് വിത്ത് ദം. ഓക്കെ, സോ ഫോർ ടേക്കിംഗ് ഹിസ്റ്ററി വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് നമ്മൾ ആദ്യം ചോദിക്കും ഇവരോട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ. അത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻറ്റ് വന്ന് ഒരു മലയാളി അയാളോട് ചോദിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം എന്തായാലും മനസ്സിലാകും. ഇയാൾക്ക് മനസ്സിലാവണമല്ലോ. ഇപ്പോൾ അയാൾ വന്നിട്ട് ലൈക്ക് അതും പ്രത്യേകിച്ച് കോഴിക്കോടാകുമ്പോൾ ലൈക്ക് കുറേ നാടൻ കോഴിക്കോടൻ ഭാഷ ഒരുപാട് വരും. എനിക്ക് ചൊറിയും ചെരങ്ങലാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ലൈക്ക് ചെരങ്ങൽ അങ്ങനത്തെ ഒരുപാട് ഫണ്ണി ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തിരിച്ചുണ്ടായിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ എനിക്ക് ഐ എം നോട്ട് സ്ട്രോങ് ഇൻ ഹിന്ദി ആൻഡ് എനിക്കൊരു വട്ടം ഇവിടെ പേഷ്യൻ്റ് വന്നിരുന്നായിരുന്നു. ഒരു ഹിന്ദിക്കാരനായിരുന്നു. അയാൾക്ക് എന്തോ ലൈക്ക് എലിപ്പനിയോ അങ്ങനെ എന്തോ ആയിട്ട് വന്നതാണ്. ബട്ട് ഐ ഡിൻ നോ. സാറിനോട് നേരെ കേസ് എടുക്കാൻ പറഞ്ഞു. ബാക്കി ആരോ കേസ് എടുത്തില്ല ഹിന്ദി അറിയില്ല വെച്ചിട്ട്. ഞാൻ പിന്നെ വേറെ പേഷ്യൻസും ഇല്ലാത്ത വേറെ അവസ്ഥയില്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നേരെ സാറിൻ്റെ തന്നെ പോയി. സോ അവിടെ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ലൈക്ക് എനിക്ക് പറ്റുന്ന ഹിന്ദി വെച്ച് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി. ബട്ട് അയാൾക്ക് മനസ്സിലാവുന്നില്ല. ഹി വാസ് ഓൾസോ എ ബോയ്, വാസ് എ 21-year-old ബിഹാറി പേഷ്യൻ. ആൻഡ് പിന്നെ അയാളുടെ ബൈസ്റ്റാൻഡർ ഒരു 40-year-old മാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അയാളായിട്ടായിട്ട് ഞാൻ കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ദ തിങ്. അത് ഇൻട്രാക്ഷൻ അവിടെ മസ്റ്റാണ്. ഒരു പേഷ്യൻറ്റ് ഡോക്ടർ ഇൻട്രാക്ഷൻ ഇസ് ദ വെരി കീൻ തിങ്. ഒരു കാര്യമുണ്ട് ലൈക്ക് ഇൻ ഓർഡർ ടു ബീങ് എ ഡോക്ടർ ആവുന്നതിൽ ഏറ്റവും ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ദ പേഷ്യൻറ്റ് ഇൻട്രാക്ഷനാണ്. നമ്മൾ പറയാറില്ലേ, ഞാൻ ഈ ഒരു ഡോക്ടറെ അടുത്ത് പോയത് ആ ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ അസുഖം മാറി. ഇതെന്താ? ഇറ്റ്സ് എ സൈക്കോളജിക്കൽ ഫാക്ടർ ബിക്കോസ് ദാറ്റ് ഡോക്ടർ നോസ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ പേഷ്യൻറ്റ്. ഒറ്റ മരുന്ന് പോലും ആവശ്യമില്ല. ജസ്റ്റ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ ഗുഡ് ഹെൽത്ത്, ഒരു നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഒരു മെൻറ്റാലിറ്റി കൊടുത്താൽ തന്നെ ഒരു രോഗിയുടെ പകുതി അസുഖം മാറുന്ന. ദാറ്റ്സ് വൈ ബീങ് എ ഡോക്ടർ ഈസ് എ നോബിൾ പ്രൊഫഷൻ. ഓക്കെ, സോ അത് പിന്നെ ആരും ചോദിക്കില്ല എവിടെ നിന്ന് MBBS കഴിഞ്ഞാൽ. അതൊക്കെ ആരോട് ചോദിക്കാനാണ്? നോസ് ഗോണ ആസ്ക് യു. സോ ഏതായാലും കുറച്ച് നേരം കൂടി എന്നെ ഒന്ന് സഹിക്കേണ്ടി വരും. ഓക്കെ, ഷിബിൻ സോ ഇതിൻ്റെ ഒരു അടുത്ത എയിം എന്താണെന്ന് വെച്ചാൽ ലൈക്ക് ജസ്റ്റ് സ്റ്റാർട്ട്. നമ്മളിപ്പോൾ ഓൾറെഡി 2 ചാപ്റ്റേഴ്സ് കഴിഞ്ഞു അല്ലേ? ദോസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ടു. സോ മൈ നെക്സ്റ്റ് എയിം ഇസ് ദാറ്റ് just start with the basics of the next chapter. Okay, I know it will be boring, അത് നല്ല ബോറിംഗ് ആയിരിക്കും എനിക്ക് അറിയാം, ബട്ട് we don't have time for that. That's the main thing. Okay, so just I'm going to say the classification systems. Okay,
question for writing in the PDF form. Yeah, all right, I'll be giving the materials. Materials ഉണ്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട്. മെറ്റീരിയൽസ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. എന്തായാലും പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് യു ഷുഡ് ലൈക്ക് പ്രാക്ടീസ് ദം. ഓക്കെ, കാരണം ദ സെൽഫ് സ്റ്റഡി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരാണെങ്കിൽ ലൈക്ക് യു ക്യാൻ ആസ്ക് ടുമോറോ ഇറ്റ് സെൽഫ്. ഓക്കെ, അത് തന്നെ പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ലൈക്ക് ഗ്രൂപ്പ് വഴി അയച്ചു തരാം. ഓക്കെ, സോ ഒരു കുറച്ച് നേരം കൂടി. ഓക്കെ, സോ നമ്മൾ in the previous chapter we talked about the Whittaker classification, right? 5 kingdom classification: Monera, Protista, Fungi, Animalia and Plant. ഇങ്ങനെ 5 കിങ്ഡം നമ്മൾ പറഞ്ഞു Whittaker classification. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ എക്സ്ക്ലൂസീവ്ലി വി ആർ ഗോയിങ് ടു ദ പ്ലാങ്ക് കിങ്ഡം. പ്ലാങ്ക് കിങ്ഡത്തിൽ ക്ലാസ്സസ് ഏതൊക്കെയാണ്? 5 കിങ്ഡംസ്. അതെ, ലൈക്ക് ആൽഗെ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ, ജിംനോസ്പെർം ആൻഡ് ആൻജിയോസ്പെർം. ഇങ്ങനെ 5 ക്ലാസ്സസ് ആണ് ഈ എന്തിനകത്തുള്ളത്? പ്ലാങ്ക് കിങ്ഡത്തിനകത്ത് 5 ക്ലാസ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, സോ ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു main case is that Linnaeus's classification was mainly artificial classification ആയിരുന്നു. ഓക്കെ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, അതാണ് ലിന്നേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ആരുടെ? ലിന്നേഴ്സ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം given by Linnaeus. It was based mainly on what? On vegetative characters on the andrecium structure. ഈ 2 പോയിന്റിൽ വെച്ചിട്ടാണ്, ഈ 2 ടിപ്പിക്കൽ പോയിന്റ്സ് കാരണമാണ് ഈ ക്ലാസിഫിക്കേഷൻ, Linnaeus classification was typically based on artificial system classification based on what? On vegetative characters or andrecium structure. Such system, they separated the closely related species since they were based on a few characteristics. Okay, they were separated closely, like closely related species. അതായത് ഒരൊറ്റ കാരണം ലൈക്ക് ദ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആൻഡ്രീഷ്യൻ സ്ട്രക്ചർ വ്യത്യാസമുണ്ട് എന്നൊരൊറ്റ കാരണം പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു? ലൈക്ക് ക്ലോസ് റിലേറ്റഡ് സ്പീഷീസിനെല്ലാം അകറ്റി വേറെ ഗ്രൂപ്പിലാക്കി വെക്കുന്നു. ദാറ്റ്സ് ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓർ നാച്ചുറൽ സിസ്റ്റം ഓർ ലിനിയർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ അഗെയിൻസ്റ്റ് ദിസ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വന്നു. നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഡെവലപ്ഡ് വിച്ച് വാസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് among organisms and consider not only external features but also internal features like ultrastructure, anatomy, embryology and phytochemistry. Okay, such a classification of flowering plants was given by George Bentham and Joseph Dalton Hooker. Okay, സോ നമ്മൾ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, അതായത് നമ്മൾ ലിനിയേഴ്സും ക്ലാസിഫിക്കേഷൻ. അവിടെ എടുത്ത 2 പോയിന്റ്സ് ഏതൊക്കെയാണ്? അവിടുത്തെ 2 പോയിന്റ്സ് ആണ് ഇത്: വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ആൻഡ്രീഷ്യൻ സ്ട്രക്ചേഴ്സും. ആൻഡ്രീഷ്യൻ സ്ട്രക്ചറും വെജിറ്റേറ്റീവ് ക്യാരക്ടറുമാണ് അവിടെ എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വന്നു. അവിടെ എന്താ വന്നതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ നാച്ചുറൽ അഫിനിറ്റീസ് ഓഫ് ദ among the organisms and consider not only the external features, അതായത് നമ്മൾ നേരത്തെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സും ആൻഡ്രീഷ്യൻ സ്ട്രക്ചറും മാത്രം എടുത്തിരുന്ന നേരത്തെ. നൗ വാട്ട് ഹാപ്പൻ ഇൻ ദ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ? ഹിയർ രണ്ട് ടൈപ്പ് എടുത്തു, അതായത് എന്ത് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല ബട്ട് ഓൾസോ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ലൈക്ക് അൾട്രാ സ്ട്രക്ചർ, അനാറ്റമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി. നോക്കിക്കോളൂ, അൾട്രാ സ്ട്രക്ചർ, അനാറ്റമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി. ഇതെല്ലാം ഇതുപോലത്തെ 4 ആക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, 4 ആക്കി തന്നെ പഠിക്കണം. സച്ച് എ ക്ലാസിഫിക്കേഷൻ ഫോർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വാസ് ഗിവൺ ബൈ ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. George Bentham and Joseph Dalton Hooker. Okay, and so at present phylogenetic classification system based on evolutionary relationship between various organisms are accepted. So ഇതാണ് next system of classification. ഏത്? Phylogenetic system of classification. Okay, phylogenetic system of classification based on evolutionary relationship between various organisms are accepted. This assumes that organisms belonging to same taxa have a common ancestor. ഒരേ ടാക്സയിലുള്ള 2 ഓർഗാനിസത്തിന് ഒരു സെയിം എന്തുണ്ട്? ഹാവ് എ സെയിം കോമൺ ആൻസിസ്റ്റർ. We now use information from many other sources too to help resolve difficulties in classification. These become more important when there is no supporting fossil evidence. Next one, numerical taxonomy. Numerical taxonomy, which is now easily carried out by using computers, is based on all observable characteristics. ഇത് നോക്കൂ, ഹിയർ ഇറ്റ് ഈസ് ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്നും
എന്താ ആ ഫീച്ചേഴ്സ് എല്ലാം എടുത്തിട്ടാണ് ന്യൂമറിക്കൽ ടാക്സോണമി ചെയ്തിട്ടുള്ളത്. ന്യൂമറിക്കൽ ടാക്സോണമി ഇസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവബിൾ, ഈ വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഓൾ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ്. Next, number and codes are assigned to all the characters. Numerical taxonomy alle. So numbers and codes are assigned to each and every characters available. എന്നിട്ട് അതിനനുസരിച്ച് they would develop the taxonomy. So the number and codes are assigned to all the characters and the data are then processed. In this way, each character is given equal importance and at the same time, hundreds of characters can be considered. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ലൈക്ക് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അവിടെ നമ്മൾ എടുത്ത വെറും വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ആൻഡ് ആൻഡ്രീഷ്യം സ്ട്രക്ചർ മാത്രമായിരുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദ ന്യൂമറിക്കൽ ന്യൂമറിക്കൽ അല്ല, നെക്സ്റ്റ് വൺ ഇസ് ദ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ദേ ആർ നോട്ട് ഓൺലി ദ എക്സ്റ്റേണൽ സ്ട്രക്ചർ ബട്ട് ഓൾസോ ദ ഇന്റേണൽ സ്ട്രക്ചർ വിച്ച് ഇൻക്ലൂഡ്സ് അൾട്രാ സ്ട്രക്ചർ ആൻഡ് അനാറ്റമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാർട്ടൺ ഹുക്കർ ഇവർ രണ്ടുപേരും ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, നൗ എ ഡേയ്സ് ഇറ്റ്സ് മോർലി ഇൻ ടു ദ ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ മെയിൻലി ഓൺ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ organisms present here. Okay, evolutionary relationship between organisms എടുത്തിട്ടാണ് like the phylogenetic classification എടുത്തിട്ടുള്ളത്. Okay, the next system is the numerical taxonomy. പേര് പോലെ തന്നെ ന്യൂമറിക്കൽ ടാക്സോണമി. ഹിയർ നമ്പേഴ്സ് ആൻഡ് കോഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഓൾ ദ ടാക്സോൺസ്. ഓക്കെ, എന്നിട്ട് ലൈക്ക് ഈച്ച് ടാക്സോൺ ഈസ് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ നമ്പേഴ്സ് ആൻഡ് വാല്യൂസ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ലൈക്ക് എ ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ക്യാൻ ബി കൺസിഡർഡ് അറ്റ് ദ സെയിം ടൈം. ഒരൊറ്റ ടൈമിൽ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സിന് ഒരു ടൈമിൽ it can be considered, and at also the codes are assigned, and at the same time hundreds of characters can be considered and each character can be given at the same importance. ഒരേ ഇമ്പോർട്ടൻസിന് തന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സിന് ഒരേ ടൈമിൽ നമുക്ക് എടുക്കാനും പറ്റും. ഓക്കെ, വി ജസ്റ്റ് ഗിവിങ് ദ സെയിം ഇമ്പോർട്ടൻസ് ടു എവറിത്തിങ് ആൻഡ് ഓൾസോ വി ആർ ഗിവിങ് ലൈക്ക് ദ സെയിം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ആൻഡ് വി ക്യാൻ കൺസിഡർ ലോട്ട്സ് ഓഫ് like more than hundreds of characters can be considered at the same time. That's the numerical taxonomy. The main thing is that all observable characteristics. Okay, next one is cytotaxonomy. Pale thanne, what is cyto? Something related to cell. Sorry, cytotaxonomy. Cytotaxonomy, that is based on cytological information. Cytological information like ഏതൊക്കെ cytology information ഏതൊക്കെയാ? Here you go. Chromosome number, structure, behavior and chemotaxonomy. ഓക്കെ, സോറി, chemotaxonomy അല്ല, ഇതില്ല. സോ സൈറ്റോടാക്സോണമി സെൽ ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ, സെൽ, ക്രോമസോം നമ്പർ, ദെൻ സ്ട്രക്ചർ, ബിഹേവിയർ, ഇങ്ങനെ ക്രോമസോമിൽ ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നു, ഇതിനെ ബിഹേവിയർ നോക്കുന്നു, ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, സൈറ്റോടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കീമോടാക്സോണമി, ദാറ്റ് യൂസസ് ദ കെമിക്കൽ കോൺസ്റ്റന്റ് ഓഫ് ദ പ്ലാന്റ് to resolve confusions, are also used by taxonomists these days. So chemotaxonomy based on what? Chemotaxonomy is based on chemical constant of the plant to resolve confusion, also used by taxonomists these days. So these are the classification systems there. Okay, these are all the classification systems. അപ്പോൾ ഏത് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു? Artificial system of classification barnu, which was based only on vegetative characters and androgen structure. Then about the what?
ഇതാണ് നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആൻഡ് ദെൻ ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി. ഓക്കെ, ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് പറയാം, ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, and we still got some almost like 12 minutes left. So what can we do? ഞാൻ ആൽഗെ കൂടെ സ്റ്റാർട്ട് ചെയ്താലോ? എന്ത് പറയുന്നു? 12 minutes left. സാർ ഞാൻ ജസ്റ്റ് തുടങ്ങി വെക്കുന്നാല്. ആൽഗെ. So algae are chlorophyll bearing, simple, thalloid, autotrophic and largely aquatic. ഇതെല്ലാം ഓർത്ത് വെച്ചോളൂ. ലൈക്ക് ദിസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോറോഫിൽ ബെയറിങ്, ക്ലോറോഫിൽ ഉണ്ട് ആൽഗക്കകത്ത്. ദേ ആർ സിമ്പിൾ. Thalloid. Thalloid means thallus-like. They have a structure called like thallus. Okay, thallus-like, thalloid, autotrophic. They can produce their own food and largely aquatic. It can be both freshwater and marine organism. Okay, അപ്പോൾ എന്തൊക്കെ പറയണം? They are chlorophyll bearing ആണ്. And they are simple structures. They are thalloid. Thalloid means thallus-like. And they are autotrophic. And they are largely aquatic, both freshwater and marine organisms. Okay, freshwater and marine organisms. So, and they occur in a variety of other habitats. Moist stones, soils and wood. ഇവിടെ എല്ലാം കാണാൻ പറ്റും. ഹാബിറ്റാറ്റ് ഏതൊക്കെ പറഞ്ഞേ? moist stones, soils and wood. Some of them also occur in association with fungi, lichen and animals. Example, sloth bear. Okay, association പറയുന്നു. Okay, അപ്പോൾ പറയുന്നത് like algae are chlorophyll bearing, simple, thalloid, autotrophic and largely aquatic, both freshwater and marine organisms. They occur in a variety of other habitats like moist stones, soils and wood. Moist stones, soils and wood എല്ലാം ഹാബിറ്റാറ്റിൽ കാണുന്നുണ്ട്. പിന്നെ അതേ some of them occur in association with what? In association with other animals. നമ്മൾ നേരത്തെ ആൽഗയും ഫംഗിയും ഏതാ? ലൈക്കൻ. ഫംഗി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫൈക്കോബയോൺ. സോറി, മൈക്കോബയോൺ. ആൽഗ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫൈക്കോബയോൺ. നെക്സ്റ്റ് ആനിമൽസ്. എക്സാമ്പിൾ സ്ലോത്ത് ബെയർ. സ്ലോത്ത് ബെയർ എന്ന് അറിയാലോ, നമ്മളെന്താ തേവാങ്ക് എന്നൊക്കെ പറയാറുണ്ട്. തേവാങ്ക് അല്ല, അതിൻ്റെ ഒരു വലിയ വേർഷൻ. ഓക്കെ, അതിൽ ലൈക്ക് അതിൻ്റെ പുറത്ത് ആൽഗ പറ്റി പിടിക്കും മഴയൊക്കെ പെയ്തിട്ട്. ഓക്കെ, ഇറ്റ് വുഡ് ബീൻ ലൈക്ക് ഓൾമോസ്റ്റ് ഇൻ ഗ്രീൻ കളർ. ദാറ്റ്സ് ബിക്കോസ് ദേ ലിവ് ഇൻ symbiotic relationship with the bear, sloth bear. That's the thing. So, the form and size of algae is highly variable, ranging from colonial forms. So, colonial forms ഏതാ? Colonies forms ചെയ്യുന്നത് ഏതാ? കോളനീസ് ഫോം ചെയ്യുന്നതാണ് വോൾബോക്സ്. ഫിലമെൻ്റസ് ഫോം, ഫിലമെൻ്റ് ഫോമായി കാണുന്നത് ഏതാ? യുലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. യുലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. യുലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. ഫ്യൂ ഓഫ് ദ മറൈൻ ഫോംസ് സച്ച് ആസ് കെൽപ്സ് ഫോം മാസീവ് പ്ലാന്റ് ബോഡി. മാസീവ് ബോഡി കാണുന്നത്, മാസീവായി കാണുന്നത് കെൽപ്സ്. ഇതാണ് സൈസ് ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, വോൾവക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വുഡ് ബി കൊളോണിയൽ ഫോം ആൻഡ് ഉലോത്രിക്സ് സ്പൈറോഗൈറ വുഡ് ബി ഇൻ ഫിലമെൻ്റസ് ഫോം ആൻഡ് കെൽപ്സ് വുഡ് ബി ഇൻ ദ മാസീവ് ഫോം. ദ ആൽഗെ റീപ്രൊഡ്യൂസ് ബൈ ഏതൊക്കെ മെത്തേഡ്സ്? ആൽഗെ റീപ്രൊഡ്യൂസ് ബൈ 3 മെത്തേഡ്സ്. നമ്മൾ നേരത്തെ ഫംഗസ് പറഞ്ഞാൽ അതേപോലെ തന്നെ ലൈക്ക് വി ക്യാൻ കമ്പയർ ബോത്ത് ഓഫ് ദം. ഓക്കെ, ഇന്ന് തന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ പറ്റും. ദേ റീപ്രൊഡ്യൂസ് ബൈ വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ മെത്തേഡ്സ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെയായിരുന്നു? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡിങ് ആയിരുന്നു. ബട്ട് ഇവിടെ വെറും ഫ്രാഗ്മെൻറ്റേഷൻ. ഈച്ച് ഫ്രാഗ്മെൻറ്റ് ഡെവലപ്സ് ഇൻ ടു ദ താലസ്. ഫ്രാഗ്മെൻറ്റിൽ നിന്നും ഒരു താലസ് ഉണ്ടാകുന്നു. ഓക്കെ, ഒരു ഫ്രാഗ്മെൻറ്റിൽ നിന്നും ഒരു താലസ്, ഒരു കുഞ്ഞിച്ചെടി ഉണ്ടാകുന്നു. ഓക്കെ, കുഞ്ഞിച്ചെടി പച്ചയിലേക്ക് മാർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ബട്ട് പച്ച ഇട്ടാൽ ഇത് പച്ച പോകും, പച്ച കറുപ്പാവും. സോ യു കാൺ ഡു. സോ എന്ത് ഒരു കുഞ്ഞി താലസ് വരുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ പ്രൊഡക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ്, മോസ്റ്റ് കോമൺ ബീങ്
സൂ സ്പോർട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സെയിംസ് ആണ്. നേരത്തെ പറഞ്ഞ സൂ സ്പോർട്സ് ഉണ്ടായിരുന്നു അവിടെ, പിന്നെ ലൈക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നു, കൊണീഡിയോ സ്പോർട്സ് ഉണ്ടായിരുന്നു, സ്പൊറാഞ്ചോ സ്പോർട്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇവിടെ നമ്മൾ എടുക്കുന്ന സൂ സ്പോർ മാത്രം. ദേ ആർ ഫ്ലജലേറ്റഡ്. മൊട്ടയിലാണ് നമ്മുടെ സൂ സ്പോർ and motile, and on germination give rise to new plants. Sexual reproduction takes place through fusion of two gametes. Obviously, these gametes can be flagellated and similar in size as in Ulothrix. ഇനി ഗാമെറ്റ്സിൻ്റെ സ്പൈസ് വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഓക്കെ, ഗാമെറ്റ്സ് രണ്ടും സെയിം സൈസ് ഗാമെറ്റ്സ് ആണെങ്കിൽ, സെയിം സൈസ് ആണെങ്കിൽ എസ് ഉലോത്രിക്സ്, ഉലോത്രിക്സ് ആൻഡ് ഫ്ലജലേറ്റഡ് സെയിം സൈസ് ആണെങ്കിൽ ഇത്. ഇനി അടുത്ത നോൺ ഫ്ലജലേറ്റഡ് സെയിം സൈസ് ബട്ട് നോൺ ഫ്ലജലേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വുഡ് ബി നോൺ മൊട്ടൈൽ ആസ് ഇൻ സ്പൈറോഗൈറ. സെയിം സൈസ് ഫ്ലജലേറ്റഡ്. ഓക്കെ, സെയിം സൈസ് ഫ്ലജലേറ്റഡ് ആണെങ്കിൽ that would be what? Same size flagellated would be Ulothrix. Same size non-flagellated ആണെങ്കിൽ it would be Spirogaira. Such reproduction is called isogamous. Fusion of two gametes dissimilar in size as in species of Eudorina is called anisogamous. വലുതും ചെറുതുമാണെങ്കിൽ it is a what? Different size. Eudorina. Fusion between one large, ഇതാണ് ഞാൻ പറഞ്ഞത് ഊഗാമസ്. എക്സാമ്പിൾ വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. ഓക്കെ, സോ സെയിം സൈസ് ആകുമ്പോൾ ഉലോത്രിക്സ്, സെയിം സൈസ് നോൺ ഫ്ലജലേറ്റഡ് ആകുമ്പോൾ ഇറ്റ് ഇസ് ഉലോത്രിക്സ്, ആൻഡ് സെയിം സൈസ് നോൺ ഫ്ലജലേറ്റഡ് ആകുമ്പോൾ ഇറ്റ് ഇസ് സ്പൈറോഗൈറ, ആൻഡ് ലൈക്ക് ഡിഫറെൻറ്റ് സൈസ് ആണെങ്കിൽ യൂഡോറിന. വോൾവോക്സ്, ഫ്യൂക്കസ് അത് ഊഗാമസ്. ഊഗാമസ് പറയുമ്പോൾ ലാർജ് non-motile female gamete fuses with small motile male gamete, termed as oogamous. ഇതാണ് ഇവിടെ ആൽഗയെ പറ്റി പറയുന്നത്. സോ ഫസ്റ്റ് നമ്മളിത് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ലൈക്ക് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ഓട്ടോട്രോഫിക് താലോയിഡ്, ദെൻ സിമ്പിൾ ആൻഡ് ലാർജ്ലി അക്വാറ്റിക് ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ ഓർഗാനിസം. ഇനി അത് കാണുന്ന എവിടേക്ക് ആയിരിക്കും? ലൈക്ക് മോയ്സ്റ്റ് സോയിൽ, സ്റ്റോൺ, വുഡ്, അവിടെ എല്ലാം കാണാൻ പറ്റും. ആൻഡ് സം ഓഫ് ദം ഒക്കർ ഇൻ അസോസിയേഷൻ വിത്ത് ലൈക്കിന് അസോസിയേഷൻ വരുന്നത്, ആൽഗയായിട്ട് ആൽഗ ഫംഗസ് അസോസിയേഷൻ വരുന്നത് ലൈക്കനിൽ കാണും. പിന്നെ ലൈക്ക് ഇൻ സ്ലോത്ത്, ലൈക്ക് ഹയർ ആനിമൽസ്, സ്ലോത്ത് ബെയറിലൊക്കെ നമുക്ക് അസോസിയേഷൻ കാണാൻ പറ്റും, സിംബയോട്ടിക് അസോസിയേഷൻ. നെക്സ്റ്റ് ഫോം ആൻഡ് സൈസ് ലാർജ് വേരിയബിൾ ആണ്. കോളനി ഫോമിംഗ് ആണ് വോൾവോക്സ്. ലൈക്ക് ഫിലമെന്റ് ഫോം ആണെങ്കിൽ യൂലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. ദെൻ മാസീവ് ബോഡി ഫോം ആണെങ്കിൽ ഇറ്റ് വിൽ ബി കെൽപ്സ്. Next, the algae produced by vegetative, asexual and sexual methods. Vegetative, asexual and sexual methods. Vegetative reproduction is by fragmentation. Each fragment develops into a thallus. Asexual reproduction is by നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Sexual reproduction പറയുമ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ അല്ല, asexual reproduction ആകുമ്പോൾ it is by zoospores, production of zoospores. Okay, zoospores are motile. They have flagellated. ഇനി എന്താണെന്ന് വെച്ചാൽ ലൈക്ക് sexual reproduction takes place through fusion of two gametes. ആ രണ്ട് ഗ്യാമറ്റിൻ്റെ സൈസ് വ്യത്യാസം വെച്ച് നമ്മൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. ദീസ് ഗ്യാമറ്റ്സ് ക്യാൻ ഫ്ലജലേറ്റ് ഇൻ സെയിം സൈസ്. ലൈക്ക് ഉലോത്രിക്സിലാവുമ്പോൾ സെയിം സൈസ് ഫ്ലജലേറ്റഡ്, പിന്നെ സ്പൈറോഗൈറ ആകുമ്പോൾ സെയിം സൈസ് ആയിരിക്കും നോൺ ഫ്ലജലേറ്റഡ്. ദെൻ ഡിഫറെൻറ്റ് സൈസ് വുഡ് ബി യൂഡോറിന, ആൻഡ് ഇൻ വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ് വുഡ് ബി ഊഗാമസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി അടുത്ത് നോക്കൂ, നെക്സ്റ്റ് പേജ്. ഹിയർ യു ക്യാൻ സീ ദ ഫിഗർ റൈറ്റ്. ഹിയർ നെക്സ്റ്റ് പേജ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ഈസ് ദ വോൾവോക്സ്. ഞാൻ പറഞ്ഞു വോൾവോക്സ് എന്തായിരുന്നു? വോൾവോക്സിനകത്ത് ഇത് വുഡ് ബി വാട്ട് ഊഗാമസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നോക്കൂ, ഒരു പാരൻ കോളനി. ഹിയർ ലുക്ക് അറ്റ് ദിസ്. ഒരു പാരൻ കോളനിയുടെ അകത്ത് മറ്റു കുഞ്ഞു ഡോട്ടർ കോളനീസ്. സോ ഇറ്റ്സ് മൊത്തത്തിൽ കോളനീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇൻ കേസ് ഓഫ് വോൾവോക്സ് ദർ വുഡ് ബി പാരൻ കോളനിക്കകത്ത് ഡോട്ടർ കോളനി. തിരിച്ചും പറയാം, ഒരുപാട് ഡോട്ടർ കോളനീസ്, അതിന് ചുറ്റും വലിയൊരു പാരൻ കോളനി. ഓക്കെ, ദാറ്റ്സ് വാട്ട് വി കോൾ വോൾവോക്സ്. നെക്സ്റ്റ് വൺ കണ്ടോ, ഒരു ഫിലമെൻ്റസ് ആയ സ്ട്രക്ചർ. അതിൻ്റെ പേരാണ് എന്ത്? ഉലോത്രിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഉലോത്രിക്സ് ആയിരിക്കും എന്ത്? ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ ഫോം ഫിലമെൻ്റസ് ടൈപ്പ് സ്ട്രക്ചേഴ്സ്. ഫിലമെൻ്റസ് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആർ ഫോം ബൈ ഉലോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. സോ ഉലോത്രിക്സ് ആർ ഫോംഡ് ഹിയർ. ഉലോത്രിക്സ് ഫിലമെൻ്റസ് ഫോം ഹിയർ. ലൈക്ക് ദ കോളനി ഫോമിങ് ഇറ്റ് വിൽ ബി വോൾവോക്സ്. ഇത് രണ്ടുമാണ് എന്ത്? ഗ്രീൻ ആൽഗെ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ. നെക്സ്റ്റ് വൺ ബ്രൗൺ ആൽഗെ ഒക്കെ പറയുന്നുണ്ട്, ബട്ട് വി ഡിഡ്ന്റ് റീച്ച് ദെയർ. ഓക്കെ, ലെറ്റ്സ് കം ഓൺ. സോ ഇനി അടുത്ത് ആൽഗിനെ കുറച്ച് ഫങ്ഷൻസ് ആൻഡ് യൂസസ് ഇതിനെ പറ്റി കുറച്ചുകൂടി പറയാം. ഓക്കെ,
Yes, we got time. Algae are useful to man in variety of ways. പലതരം വെറൈറ്റി വേസിൽ ആൽഗീസ് യൂസ്ഫുൾ. അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡയോക്സൈഡ് ഫിക്സേഷൻ ഓൺ എർത്ത് ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ ആൽഗെ ത്രൂ ഫോട്ടോസിന്തസിസ്. ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ എപ്പോഴും ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര കൺഫ്യൂസ് ആയിരുന്നു. കാരണം ആൽഗെ എന്ന് പറയുമ്പോൾ കുഞ്ഞി ചെടിയാണ്. ചെടി എന്നല്ല, ആൽഗ ഇസ് എ വെരി സ്മോൾ ഓർഗാനിസം. ഈ ആൽഗ കാരണം എങ്ങനെയാണ് ലൈക്ക് ദ ഹാഫ് ഓഫ് ദ ടോട്ടൽ CO2 പോപ്പുലേഷൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. സോ അതിനൊരു എക്സ്പ്ലനേഷൻ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ലുക്ക് അറ്റ് ഹിയർ. Explanation is that half of the total carbon dioxide fixation on earth is carried by algae through photosynthesis. ഭൂമിയുടെ പകുതിയുടെ മേൾ എന്താണ്? കടലല്ലേ അല്ലേ? വാട്ടർ ബോഡീസ് ആർ പ്രസൻറ്റ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ലാൻഡ് ഏരിയ. ആൻഡ് ആ വാട്ടർ ബോഡീസിൽ പ്രസൻറ്റ് ആരാ? ആൽഗെ അല്ലേ? ആൽഗെ ഇസ് പ്രസൻറ്റ് ഇൻ ദ വാട്ടർ ബോഡീസ്. സോ ആൽഗെ പെർഫോംസ് ദ ലൈക്ക് ഹാഫ് ഓഫ് ദ CO2 പ്രൊഡക്ഷൻ. Okay, that's the final conclusion I reached in that statement. That statement is always very confusing. കാരണം ആൽഗെ ഒരു കുഞ്ഞു ഓർഗാനിസം. ഈ കുഞ്ഞു ഓർഗാനിസം എങ്ങനെ CO2 ഫിക്സേഷൻ ഇത്ര അധികം നടത്തുന്നു? അതൊരു കൺഫ്യൂഷൻ. ഇറ്റ് വാസ് ഓബിയസ് കൺഫ്യൂഷൻ. സോ ദ ഫൈനൽ കൺക്ലൂഷൻ ഇസ് ദാറ്റ് ദ എർത്ത് ഇസ് കവേർഡ് ലൈക്ക് ഹാഫ് ഓഫ് ദ എർത്ത്, മോർ ദാൻ ഹാഫ് ഓഫ് ദ എർത്ത് ഇസ് കവേർഡ് ബൈ ലൈക്ക് വാട്ടർ ബോഡീസ്. വാട്ടർ ബോഡീസിനകത്ത് ആരുണ്ട്? ആൽഗെ ഉണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് വൈ ദ ആൽഗെ പെർഫോം CO2 fixation. That's the final conclusion I've reached in that. Okay, so at half of the total CO2 fixation of earth is carried by algae. Half of the total. This is an important entrance point. Okay, ഇവിടെ half of the total അറിയാം, more than half അറിയാം, less than half അറിയാം. It's actually exactly half of the total CO2 fixation. Okay, so next one. Being photosynthetic, they increase the level of dissolved oxygen in their immediate environment. Oxygen level കൂട്ടും വാട്ടറിനകത്ത്. So what happens? Is it good? They are of paramount importance as primary producers of energetic compounds which form the basis of food cycles of all aquatic animals. The algae, smallest organism, so they obviously become the lowest part in the food chain. They provide food to everyone. Okay, എല്ലാ മീനും അവരെ കൊത്തി തിന്നുകൊണ്ടേയിരിക്കും. That's the main thing. So many species of Porphyria, Laminaria and Sargassum. Here, these are important. Porphyra, Laminaria and Sargassum are among the 70 species of marine algae used as food. So food I use ചെയ്യുന്ന ആൽഗയുടെ നെയിം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? Porphyria. Here, Porphyria, then Laminaria, then Sargassum. ഈ മൂന്നുമാണ് എന്ത്? These are the one among the 3 of the 70 species which are used as food. Food I use ചെയ്യുന്ന 70 സ്പീഷീസിൽ 3 എണ്ണമാണ് Porphyria, Laminaria and Sargassum. Okay, and certain marine brown and red algae produce large amounts of hydrocolloids, water holding substances. Example, algin and carrageen. Okay, algin produced by brown algae. Okay, brown color is producing the brown producing like brown algae produce algin, red produce carrageen. Okay, carrageen. These are hydrocolloids. പേരിലുണ്ട് hydrocolloids, water holding substances. Okay, water holding substances. This is a very important thing. Algin and carrageen. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന സംഭവമാണ്. Algin and carrageen, hydrocolloids. Okay, agar, one of the commercial product obtained from Gelidium and Gracilaria. Next question. ഇത് കണ്ടോ, ക്വസ്റ്റ്യൻസ് വാരി വിതറുകയാണ് ഇവിടെ. Agar obtained from Gelidium and Gracilaria used to grow microbes, preparation of ice cream and jellies. Agar is obtained from which bacteria? Which algae? Gelidium and Gracilaria, which are part of green bacteria. So Gelidium and Gracilaria are part of green bacteria. They green algae and they produce what? They produce the substance called agar. Agar is used in growing microbes and also preparation of ice cream and jellies. എന്തിനാ മൈക്രോബിനെ വളർത്തുന്നത് എന്തിനാ? In microbiological labs, microbiological labs, we need to store these microbes for a certain time. After that, we'll investigate this in some microscope or other technical, like other methods of techniques. And after that, we'll diagnose which is the apparent microbe there and which is the direct antibiotic suitable for giving to that infection. So this is the thing. So that's agar. ആൽജിനും അഗാർ മാറിപ്പോയത്. ഓക്കെ, എനിക്ക് സ്ഥിരം മാറിപ്പോയിരുന്ന സംഭവമായിരുന്നു ആൽജിനും അഗാർ മാറിപ്പോയിരുന്നത്. സോ ആൽജിൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ബൈ ബ്രൗൺ ആൽഗെ. ഇറ്റ്സ് എ ഹൈഡ്രോക്ലോറൈഡ് വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ്. വെദർ അഗാർ ഇസ് ജസ്റ്റ് എ ന്യൂട്രിയൻ മീഡിയം ഹെൽപ്സ് ഇൻ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് ആൻഡ് ഓൾസോ ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇറ്റ് പ്രിപ്പറേഷൻ ഓഫ് ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ്. അപ്പോൾ മനസ്സിലുണ്ടാവില്ല അതിൻ്റെ ഒരു ടെക്സ്ചർ, ഇറ്റ് വുഡ് ബി എ ജെല്ലി ടൈപ്പ് ഓഫ് തിങ്. ഓക്കെ, ഐസ്ക്രീംസ് ആൻഡ് ജെല്ലീസ് യൂസ് ചെയ്യുന്നത് സംഭവമാണ് ദ അഗാർ. ആൻഡ് ക്ലോറല്ല ഇസ് എ യൂണിസെല്ലുലാർ ആൽഗെ. Chlorella here, chlorella.
Chlorella is a unicellular alga rich in proteins rich ആണ്, used as food supplement even by space travelers. Algae divided into three main classes: Chlorophyceae, Phaeophyceae, and Rhodophyceae, named as green algae, then brown algae, and red algae. Chlorophyceae, green algae; Phaeophyceae, brown algae; and Rhodophyceae, red algae. Okay, so and that's it. That means ഇവിടെ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഇവിടെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ലൈക്ക് ആൽജിൻ, കാരാജീൻ, അതുപോലെ അഗാർ. ആൽജിൻ കാരാജീൻ കിട്ടുന്ന എവിടുന്ന? ആൽജിൻ കിട്ടുന്ന ഒബ്റ്റെയിൻ ഫ്രം ബ്രൗൺ ആൽഗെ, കാരാജീൻ ഫ്രം റെഡ് ആൽഗെ, ആൻഡ് അഗാർ ഫ്രം ജെലീഡിയം ഗ്രാസിലേറിയ, വിച്ച് ആർ ഗ്രീൻ ആൽഗെ ആൻഡ് യൂസ് ഫോർ ഗ്രോയിങ് മൈക്രോബ്സ് ആൻഡ് ഓൾസോ ice creams and jellies. Chlorella is a unicellular algae rich in proteins used as food supplements. ഇതിനാദ്യം ലൈക്ക് ഞാൻ പഠിച്ച കാലത്തൊക്കെ ലൈക്ക് ദ NCERT was different. Chlorella അല്ലായിരുന്നു അവിടെ. It was something different. Okay, I don't remember exactly. So here now it's chlorella. So you have to study chlorella itself. It's used by space travelers. Okay. So and the algae divided into three main classes: Chlorophyceae, Phaeophyceae, and Rhodophyceae. And more about these classes, Chlorophyceae, Rhodophyceae, and Biophyceae, we'll discuss in tomorrow's class. Okay, so that's the end of today's session, and I hope everyone എന്ന് പറയാനില്ല, ലൈക്ക് കുറച്ച് പേരേ ഉള്ളൂ. So all of you understood the session, and any doubts, if anything, any doubts ഉണ്ടെങ്കിൽ ചോദിക്കാം. If not, we can conclude the session then. I hope everything clear about it, right? And we are time up for today. That's the other thing. സോ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഇന്ന് പഠിച്ച സാധനങ്ങളെല്ലാം ഇന്ന് തന്നെ നോക്കുക. ഓക്കെ, ഇന്ന് എക്സാക്ട്ലി ഇന്ന് തന്നെ നോക്കുക. ആൻഡ് ഐ വിൽ സെൻഡ് ഔട്ട് ദ questions. Okay, questions. I'll provide the question paper for practicing in a PDF form. So that's it. So signing off, MZ. Thank you.